Hi, good morning to everyone. Good morning to everyone. Hi. കഴിഞ്ഞ കുറേ മാസങ്ങളായി കുറേ ആഴ്ചകളായി നമ്മൾ ഒന്നിച്ച് ഒരു വലിയ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഇനി ഏതാനും 11 ദിവസങ്ങളെ നമ്മുടെ ജനുവരി 1 ഷിഫ്റ്റിനുള്ളൂ. നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകളിലായി സൈലം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മിഷൻ 99 ഡേയ്സ് അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ടേക്ക് പോയി. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ LMRP റിവിഷൻ പ്രോഗ്രാം സ്റ്റാർട്ടായി. ആ റിവിഷൻ പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. റിവിഷൻ പ്രോഗ്രാമും ഓൾമോസ്റ്റ് ഫൈനൽ ലാപ്പിലാണ്. അതോടൊപ്പം തന്നെ മാത്സിൽ ഒരു സേഫ് മാർക്കിലേക്ക് എത്താൻ വേണ്ട ഈസി സ്കോറിംഗ് ചാപ്റ്റേഴ്സുമായിട്ട് നമ്മുടെ മാത്സ് ടീം കില്ലർ സീരീസുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വന്നു. അതും ഏകദേശം വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രിയിലെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മുടെ കെമിസ്ട്രി ടീം OC ഓർഗാനിക് കെമിസ്ട്രി സീരീസുമായിട്ട് ഒരു പ്രോഗ്രാമുമായിട്ട് നിങ്ങളെ മുന്നിൽ വന്നിരുന്നു. നൗ ഇറ്റ്സ് ടൈം ഫോർ ഫിസിക്സ്. ഫിസിക്സിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന, നിങ്ങൾക്കൊരു ഫിസിക്സിൽ ഒരു സേഫ് മാർക്കിലേക്ക് എത്താൻ നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഫിസിക്സിൻ്റെ 3 ഗോൾഡൻ ബ്രാഞ്ചസ്: മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഓപ്റ്റിക്സ്. ഈ 3 ബ്രാഞ്ചിൽ മാക്സിമം ഈ വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കോൺസെപ്റ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആ ക്വസ്റ്റ്യനിലൂടെ കോൺസെപ്റ്റുകൾ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഈ M.E.O സീരീസിൻ്റെ ഉദ്ദേശം. അത്തരത്തിൽ 3 ബ്രാഞ്ചിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റിൽ നിന്നുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് M.E.O സീരീസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവരെയും കാണാം. ഹമീമ, അനന്തു S, ശ്രീജിത്ത്, സുമയ്യ, ഹായ്, അഭിനന്ദ്. ഗുഡ് മോർണിംഗ് ടു എവ്രി വൺ. സാർ, ഈ പ്രോഗ്രാം എങ്ങനെയാണ്? അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോഡൈനാമിക്സ്, മെക്കാനിക്സ്, ഓപ്റ്റിക്സ്, ഈ 3 ബ്രാഞ്ചസിൽ ഈ ജനുവരി ഷിഫ്റ്റിന് വരാൻ സാധ്യതയുള്ള കോൺസെപ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താനാണ്. സോ നിങ്ങൾക്ക് അറിയുന്ന കോൺസെപ്റ്റ് ആണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് അതിനെ കാണാം. അല്ല, നിങ്ങൾക്ക് ഇതുവരെ പരിചിതമല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ വിട്ടുപോയ, പഠിച്ച് മറന്നുപോയ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഇതിലുള്ള കിട്ടുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. കാരണം വെരി ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈമേ ഇനി എക്സാമിനുള്ളൂ. സോ ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഓർമ്മ വരാനും അത് പഠിക്കാനും അത് എക്സാമിൽ മാർക്കാക്കി കൺവേർട്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. വെരി ഗുഡ് മോർണിംഗ്. അഭിനന്ദന് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെക്കാനിക്സും ഇലക്ട്രോഡൈനാമിക്സും ഓപ്റ്റിക്സുമാണ്. നമുക്ക് മെക്കാനിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ മെക്കാനിക്സിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം. +2 ഫിസിക്സിലെ ഫസ്റ്റ് വോള്യം, ഓൾമോസ്റ്റ് ഫസ്റ്റ് വോള്യത്തിലെ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ഇലക്ട്രോഡൈനാമിക്സ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെക്കാനിക്സ് ആദിൽ സാറാണ്, വിൽ ഡിസ്കസ് ലേറ്റർ. ഇലക്ട്രോഡൈനാമിക്സ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇലക്ട്രോഡൈനാമിക്സ് നിങ്ങൾക്കറിയാം, +2ലെ ഫസ്റ്റ് വോള്യത്തിലെ ആദ്യത്തെ മുതൽ ആ ഫസ്റ്റ് വോള്യത്തിലെ മുഴുവൻ ചാപ്റ്റേഴ്സൊക്കെ ഇലക്ട്രോഡൈനാമിക്സിൽ പെടുന്ന, ഇലക്ട്രോഡൈനാമിക്സ് എന്ന ബ്രാഞ്ചിൽ പെടുന്ന ചാപ്റ്റേഴ്സാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട്, മൂവിങ് ചാർജ്, EMI, AC ആൻഡ് EM വേവ്. Yes, start ചെയ്യാം. Okay, then here we go. The first question from the series. നോക്കാം നമുക്ക് ഏത് കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എ മെറ്റൽ rod of resistance 20 ohm is fixed along the diameter of a conducting ring of radius 0.1 meter along XY plane. There is a magnetic field 50 Tesla in K direction. അപ്പോൾ XY പ്ലെയിനിലാണ് ആ റിങ് വെച്ചിരിക്കുന്നത്. K ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. ലെറ്റ്സ് ഗോ. K ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ XY പ്ലെയിനിൻ്റെ K ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ XY പ്ലെയിൻ, K എന്ന് പറയുമ്പോൾ Z ആക്സിസിലെ യൂണിറ്റ് വെക്ടർ അല്ലേ. അപ്പോൾ XY പ്ലെയിനിൽ റിങ്ങും Z ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ആ റിങ് വെച്ച പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് നമുക്ക് അതിൻ്റെ നിന്ന് കിട്ടി. ദ റിങ് ഇസ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി 20 radian/second about its axis. An external resistance of 10 ohm is connected across the center of the ring and the ring. The current through the external resistance. ഇത് ഏത് കോൺസെപ്റ്റാണ് മക്കളെ? ഇത് ഏത് കോൺസെപ്റ്റാണ്? ഇതിൽ ഒത്തിരി കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇലക്ട്രോഡൈനാമിക്സിലെ ചാപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു ആശയം കൂടെ നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ കിട്ടി. ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അറിയണം, മോഷൻ EMF അറിയണം, ദെൻ കറണ്ട് ഇലക്ട്രിസിറ്റി അറിയണം, പിന്നെ സർക്യൂട്ട് അനലൈസ് ചെയ്യുന്നതിൻ്റെ ബേസിക് ആയ കാര്യങ്ങളൊക്കെ അറിയും വേണം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മെറ്റൽ റോഡ് ഉണ്ട്. ആ മെറ്റൽ റോഡ് ഒരു റിങ്ങിൽ ഫിക്സ് ചെയ്ത് വെച്ചതാണ്. സപ്പോസ് ദിസ് ഇസ് ദ റിങ്. ഓക്കെ, അപ്പോൾ റിങ്ങിൽ ഫിക്സ് ചെയ്ത് വെച്ചാണ്. എന്നിട്ട് ആ മെറ്റൽ റോഡ് റൊട്ടേറ്റ് ചെയ്യാണ്. ഈ മെറ്റൽ റോഡിന് റെസിസ്റ്റൻസ് ഉണ്ട്. മെറ്റൽ റോഡിൻ്റെ റെസിസ്റ്റൻസ് 20 ohm ആണ്. അപ്പോൾ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 10 ohm ഒരു ഭാഗത്തും 10 ohm ഒരു ഭാഗത്തും.
അപ്പോൾ അത് റിങ്ങിൻ്റെ സെൻറ്ററിലാവുന്ന രൂപത്തിൽ, റിങ്ങിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന രൂപത്തിൽ രണ്ട് എൻഡും റിങ്ങിൻ്റെ മുകളിൽ കണക്റ്റഡ് ആണ്. എന്നിട്ട് ഇതിങ്ങനെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു വിചാരിക്കാം. ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്. അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു റോഡ് റൊട്ടേറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുകയും അത് ക്ലോസ്ഡ് സർക്യൂട്ട് ആകുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ഞാൻ ഈ രണ്ടറ്റത്ത് പേര് കൊടുത്തു, എ ബി ആൻഡ് മിഡ് പോയിന്റ് ഇസ് ഒ. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോഡുകളിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും അക്രോസ് മിഡ് പോയിന്റ് ആൻഡ് എൻഡ്. അപ്പോൾ ഇത് രണ്ട് റോഡായിട്ട് പരിഗണിക്കുക. ഇതൊരു റോഡ്, എബൌട്ട് ദിസ് പോയിന്റ് ആ റോഡ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് മറ്റൊരു റോഡ്, എബൌട്ട് ദിസ് പോയിന്റ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. റെഡി? അപ്പോൾ മറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ സർക്കം ഫേസ് നോക്കൂ, ഇത് ചുമ്മാ ഒരു വയറാണ്. റിം എന്ന് പറയുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പം ഈ അറ്റത്തിന് ഞാൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഈ അറ്റത്തിന് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതേ പൊട്ടൻഷ്യൽ തന്നെ ആയിരിക്കും ഇപ്പുറവും വരിക. സോ ദിസ് ഇസ് ഓൾസോ എ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ഒ, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. സിമിലർലി എ ഒ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. സോ ഇവിടെ ഒരു സെല്ലായിട്ട് ബിഹേവ് ചെയ്യും, ഇവിടെ ഒരു സെല്ലായിട്ട് ബിഹേവ് ചെയ്യും. ശരിയല്ലേ? സെൽ. ദെൻ പിന്നെന്താ പറയുക, അപ്പോൾ അവിടെ മോഷണൽ EMF ഉണ്ടാവും. ആ EMF E ഈസ് ഈക്വൽ ടു ഹാഫ് ബി ഒമേഗ എൽ സ്ക്വയർ. എൽ എന്ന് പറയുന്നത് എന്താ? റോഡിൻ്റെ ലെങ്ത് ആണ്. ആ റോഡിൻ്റെ ലെങ്ത് എന്തായിട്ടാണ് വരിക? ഈ റിങ്ങിൻ്റെ റേഡിയസ് ആയിട്ടാണ് വരിക, 0.1 മീറ്റർ. ഓക്കെ. ദെൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അവിടെ. An external resistance of 10 ohm is connected across the center of the ring and rim. അപ്പോൾ ഇവിടെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതും 10 ohm ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ടിനെ മാറ്റി വരയ്ക്കാം. ആദ്യം ആ റോഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള മോഷണൽ EMF കണ്ടുപിടിക്കാം. മോഷണൽ EMF ഇസ് ഈക്വൽ ടു ഹാഫ് ബി മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് 50 ഇൻറ്റു ഒമേഗ ദാറ്റ് ഇസ് 20 ഇൻറ്റു എൽ സ്ക്വയർ. എൽ എന്ന് പറയുമ്പോൾ റോഡിൻ്റെ ലെങ്ത് ആണ്. ഞാൻ പറഞ്ഞു ഇതിനെ രണ്ട് റോഡായിട്ട് പരിഗണിക്കണം. ഈ രണ്ട് റോഡായിട്ട് പരിഗണിക്കുമ്പോൾ ഈ റോഡിൻ്റെ സെൻറ്റർ, ആ ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടാവില്ല, കറങ്ങുന്ന ഫിക്സ്ഡ് പോയിന്റ്, ആ ഫിക്സ്ഡ് പോയിന്റും ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രീ എൻഡും അവ തമ്മിലാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുക. അല്ലാതെ റോഡ് സെൻറ്റർ ഫിക്സ് ചെയ്ത് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ രണ്ടറ്റങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ല ഹാഫ് ബി ഒമേഗ എൽ സ്ക്വയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഈ അറ്റവും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ അവിടെ രണ്ട് സെല്ലിന് സിമിലർ ആണ്. ആ രണ്ട് സെല്ലും ഒരു കോമ്പിനേഷനാണ്. ഏത് കോമ്പിനേഷനാണ് നമുക്ക് നോക്കാം. ഇൻറ്റു എൽ സ്ക്വയർ, എൽ 0.1 ആണ്. 10⁻⁻1 സ്ക്വയർ ചെയ്താൽ നമുക്ക് 10⁻²2 എന്ന് കിട്ടും. അപ്പോൾ 10⁻²2 ഈ രണ്ട് സീറോയും കട്ട് ചെയ്യുക, ഈ 2ഉം കട്ട് ചെയ്യുക. അപ്പോൾ സെല്ലിൻ്റെ EMF നിങ്ങൾക്ക് 5 വോൾട്ട് എന്ന് കിട്ടും. 5 വോൾട്ട്. ഇനി ഒന്നാമത്തെ സെല്ല് കണക്ട് ചെയ്ത പോയിന്റുകൾ നോക്കൂ. എക്കും ഒക്കും എക്രോസ് ആണ് ഒന്നാമത്തെ സെല്ല് കണക്ട് ചെയ്ത്. രണ്ടാമത്തെ സെല്ല് കണക്ട് ചെയ്ത പോയിന്റ് നോക്കൂ, അതും എക്കും ഒക്കും എക്രോസ് ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ച കോൺസെപ്റ്റാണ്. എങ്ങനെ ഒരു സർക്കിൾ റിങ്ങിൻ്റെ ഈ റിങ്ങിൻ്റെ മുകളിലൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു സൈക്കിൾ റിങ്, അതിൻ്റെ എന്താ പറയുക സ്പോക്കറ്റിൻ്റെ മുകളിലൊക്കെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുമ്പോൾ അത് പാരലൽ കോമ്പിനേഷനാണ്. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡസ്ട്രിയിൽ പഠിച്ചതാണ്, ഓർക്കുന്നില്ലേ? അപ്പോൾ ഞാൻ ഈ സർക്യൂട്ടിനെ ഒരു സെല്ല് രൂപത്തിൽ, ഒരു സർക്യൂട്ട് രൂപത്തിൽ മാറ്റി വരച്ച് കഴിഞ്ഞാൽ ഒരു സെല്ല് പാരലൽ വിത്ത് അനദർ സെല്ല്. ഈ സെല്ലിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പോലെയാണ് ഈ റോഡിൻ്റെ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യപ്പെടുക. ഇവിടെ 10, ഇവിടെ 10, സെല്ലിൻ്റെ വോൾട്ട് 5. ഇനി ഈ പോയിന്റുകൾ നോക്കുക. സെല്ല് കണക്ട് ചെയ്ത പോയിന്റുകൾ ഏതൊക്കെ? ഒയും എയുമാണ്. ശരിയല്ലേ? അപ്പോൾ സെല്ല് കണക്ട് ചെയ്ത ഒരു പോയിന്റ് എ, ഒരു പോയിന്റ് ഒ. ഒന്നാമത്തെ സെല്ല് കണക്ട് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ഒ, ആൻഡ് സെക്കൻഡ് സെൽ ഇസ് കണക്റ്റഡ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ഒ. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എവിടെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മക്കളെ? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇസ് കണക്റ്റഡ് അക്രോസ് എ ആൻഡ് ഓ. അപ്പോൾ എ ആൻഡ് ഒൻ്റെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇതല്ലേ ആ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ശരിയല്ലേ? അപ്പോൾ ഒരു റോഡ് ഈ രൂപത്തിൽ മാഗ്നറ്റിക് ഫീൽഡിലൂടെ കറങ്ങുന്നു. ആ റോഡിൻ്റെ സെൻറ്റർ പോയിന്റ് ഞാൻ ഓന്നെടുത്തു. രണ്ട് എൻഡ് പോയിന്റ് എ രണ്ടും ഒരേ പൊട്ടൻഷ്യലാണ്. ബിക്കോസ് ഇവിടെ സിമ്പിൾ ഒരു വയർ എടുത്ത് കണക്ട് ചെയ്ത് നമ്മൾ പോയിന്റ് പൊട്ടൻഷ്യൽ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. ആ രണ്ട് റോഡിൽ മോഷണൽ EMF ഉണ്ടാവും. അതൊരു സെല്ലായിട്ട് പരിഗണിക്കാം. ആ റോഡിൻ്റെ റെസിസ്റ്റൻസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാം. അത് ടോട്ടൽ 20 ആണ്. ഞാനത് 10 ആയിട്ട് രണ്ട് സെല്ലിനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ ആ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇതിലേക്കാണ്, ഇങ്ങനെ ഈ പാരലൽ കോമ്പിനേഷനിലേക്കാണ് കണക്ട് ചെയ്ത് വെച്ച്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 10 ohm ആണ്. ഇത്രയാണ് ആ സർക്യൂട്ട് നമ്മൾ മാറ്റി വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എങ്കിൽ നമുക്ക് ബാക്കി ഇത് സോൾവ് ചെയ്യാം. നിങ്ങൾ സോൾവ് ചെയ്തിട്ട് ഓപ്ഷൻസ് പറയാം കേട്ടോ. ബാക്കി സോൾവ് ചെയ്യേണ്ടത് എന്താ? ദെൻ ദ കറണ്ട് ത്രൂ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ആദ്യം നമുക്ക് സെല്ലിൻ്റെ എഫക്റ്റീവ് EMF എന്ന് പറയുമ്പോൾ 5ഉം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് EMF വിൽ ബി 5 ഇറ്റ് സെൽഫ്. പാരലൽ കോമ്പിനേഷൻ ഐഡന്റിക്കൽ സെൽസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് ഇൻഡിവിജ്വൽ EMF എന്നാണ് നമുക്കറിയാം. എഫക്റ്റീവ് ഇസ് 5 വോൾട്ട് ഇറ്റ് സെൽഫ്.
എഫക്റ്റീവ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് രണ്ട് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്, 10ഉം 10ഉം. അവ രണ്ടും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഫക്റ്റീവ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആൻഡ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R external ഈസ് ഈക്വൽ ടു 10 ohm ആണ്. അപ്പോൾ കറണ്ട് ഈസ് ഈക്വൽ ടു EMF ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് EMF ഡിവൈഡഡ് ബൈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പ്ലസ് external resistance, അതായത് total resistance in the circuit, that is 5 divided by 10 plus internal resistance 5 അല്ലേ, 5 plus external resistance 10, അപ്പോൾ 15 വരും. ആ 5ഉം 15ഉം കട്ട് ചെയ്താൽ you will get 1/3 ampere. So 1/3 ampere, that is option B is the right answer. Very good. Anandu 1/3 answer Anandu പറഞ്ഞു correct ആണ് Anandu. Then ഹരികൃഷ്ണ അല്ലേ, യെസ്, ശ്രീജ പറഞ്ഞത് കറക്റ്റാണ്. യെസ്, AG പറഞ്ഞത് കറക്റ്റാണ്. യെസ്, 1/3 is the right answer, ഓപ്ഷൻ D. അപ്പോൾ ഇതിൽ എന്തൊക്കെ കോൺസെപ്റ്റുകൾ വന്നൂടാ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ മോഷണൽ EMF എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നു. അത് ക്ലിയർ അല്ലേ? ഒരു സർക്യൂട്ട് അനാലിസിസിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെയും എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെയും സാന്നിധ്യം ഉണ്ടാകുന്ന സമയത്ത് കറണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ് വന്നു. അതിൽ സെല്ലിൻ്റെ പാരലൽ കോമ്പിനേഷൻ വന്നു. അപ്പോൾ ദീസ് ഓൾ കോൺസെപ്റ്റ്സ് ആർ കണക്റ്റഡ്. റെഡി? അതൊക്കെ മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത നോക്കൂ, the coefficient of mutual inductance. ഇതും പല ചാപ്റ്ററിലേക്കും കണക്ഷൻ പോകും. coefficient of mutual inductance നമുക്കറിയാം, flux is proportional to current. flux is equal to a constant into current. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയുന്നില്ല. ഒരു കോയിലിൽ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആ കോയിലിലത്തെ കറണ്ട് കാരണം അതിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് ആ കോയിലിൽ ഒരു ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ദാറ്റ് ഫ്ലക്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. ദെൻ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു കറണ്ട്. ദാറ്റ് കോൺസ്റ്റന്റ് ഇസ് coefficient of mutual inductance, and flux divided by current is equal to coefficient of mutual inductance. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പഠിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെ ഇതാണ് കോയിൽ, coefficient of mutual inductance, ഇതാണ് കോയിൽ. ഇതിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നത് ഇവിടെ വെച്ച ഈ സ്ട്രെയിറ്റ് വയറാണ്. ഈ സ്ട്രെയിറ്റ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പോയിന്റ്, ഇതാ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. കണ്ടക്ടറിൻ്റെ എല്ലാ കറണ്ട് എലമെൻറ്റിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഫിക്സ്ഡ് ആണെങ്കിൽ ഞാൻ ഈ വരച്ച ലൈൻ്റെ മുകളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ അവിടുന്ന് അല്പം കൂടെ ഇങ്ങോട്ടേക്ക് നീങ്ങിയാൽ കണ്ടക്ടറിൽ നിന്ന് ദൂരോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് മാറി വരും. അപ്പോൾ ഈ കോയിലില്ലേ, ഈ കോയിലത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഈ കോയിലിൻ്റെ ഈ എൻഡ് പോയിന്റിലൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിരിക്കും. ദൂരോട്ട് പോകുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് വീക്കർ ആവും. ഞാൻ ഈ വരയ്ക്കുന്ന ആ ഒരു പാറ്റേൺ നോക്കിയാൽ മനസ്സിലാവും. എന്തുകൊണ്ടാണ് വീക്കർ ആവുന്നത്? കണ്ടക്ടറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടി വരുന്നതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് വീക്കർ ആവും. മനസ്സിലായോ? അപ്പോൾ കണ്ടക്ടറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാറി കൂടി പോകുന്നതുകൊണ്ട് ഈ ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് അല്ല, ഇറ്റ് ഈസ് നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഫ്ലക്സ് യൂണിഫോം അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. നമുക്കറിയാലോ, നോൺ യൂണിഫോം ആയിട്ട് വാരി ചെയ്യുന്ന, വിച്ച് മീൻസ് ഒരു ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് ഒരു സാധനം വാരി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ നമ്മൾ ചെറിയ സെഷനിലുള്ള ഫ്ലക്സ് കണ്ടെടുത്തിട്ട് നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യുക, എന്നിട്ട് ആ ഏരിയത്തെ ഫ്ലക്സ് കാണാം, എന്നിട്ട് ആ ഫ്ലക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്ലക്സ് കിട്ടും. എന്നിട്ട് കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കിട്ടും. അപ്പോൾ ചെറിയൊരു ഏരിയ എടുക്കാം. ആ ഏരിയയിലേക്ക് കണ്ടക്ടറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അത് വളരെ ചെറിയ തിക്നെസ് ആട്ടോ. ആ ഏരിയൻ നോക്കൂ, അത് വളരെ ചെറിയ തിക്നെസ് ആണ്. ഈ DX, പെനിൻ്റെ തിക്നെസ് ഒന്ന് കുറച്ചോട്ടെ. ലെറ്റ് ഇറ്റ് ബി DX. ഈ തിക്നെസ് DX ആണ്. അപ്പോൾ DX തിക്നെസ് പറയുമ്പോൾ വളരെ ലൈറ്ററാണ്. അപ്പോൾ അവിടേക്കുള്ള ഈ ഡിസ്റ്റൻസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. അതിന് നമുക്ക് X എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ചെറിയ ഏരിയൻ്റെ ഫ്ലക്സ്, ഇത് സ്ക്വയർ ആണ്, സൈഡ് ലെങ്ത് A ആണ്, അപ്പോൾ ഇതും A. അപ്പോൾ ആ ചെറിയ ഏരിയയുടെ ഫ്ലക്സ് ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് നമുക്ക് അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ആ ചെറിയ ഏരിയയുടെ ഫ്ലക്സ് ലെറ്റ് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ ഫ്ലക്സ്. അപ്പോൾ നമുക്ക് dB എന്ന് എഴുതാം, d5 എന്ന് എഴുതാം. d5 is equal to flux is equal to magnetic field into area. Magnetic field എന്താ വരിക? ഈ സ്ട്രേറ്റ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് വയർ ആണെങ്കിൽ μ0 I ഡിവൈഡഡ് ബൈ 2π. എവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട? ഈ പോയിന്റ്, അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? x. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡായി ഇൻറ്റു ഏരിയ എന്ന് പറയുമ്പോൾ ഈ ചെറിയ സെഷൻ്റെ ഏരിയ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് A എന്ന് വരും, ആൻഡ് നെക്സ്റ്റ് സൈഡ് ഇസ് DX. അപ്പോൾ A ഇൻറ്റു DX.
റെഡി? അപ്പോൾ ഡി ഫൈ ഈസ് ഈക്വൽ ടു mu0 I into a divided by 2 pi 1 by x dx. Have to integrate on both side. അപ്പോൾ ഫ്ലെക്സ് ടോട്ടൽ ഫ്ലെക്സ് കിട്ടും. ഇവിടെ mu0 I into a ഡിവൈഡഡ് ബൈ 2 pi ഇൻ്റഗ്രേറ്റിംഗ് എവിടെ മുതൽ എവിടെ വരെടാ? നോക്ക്, ഈ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ നിയർ എൻഡ് ഇതാ ഇവിടെയല്ലേ. കണ്ടക്ടറിൽ നിന്നും നിയർ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ബി ആണ്. ഫാർ എൻഡ് ഇതാ ഇവിടെയാണ്. ഇവിടം വരെയുള്ള ഫ്ലെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടേക്കുള്ള ഡിസ്റ്റൻസ് എത്ര വരും മക്കൾ പറ? ദാറ്റ് ദിസ് വിൽ ബി ബി ആൻഡ് ദിസ് ഇസ് എ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് വരിക, ദിസ് ഡിസ്റ്റൻസ് വിൽ ബി എ പ്ലസ് ബി. എ പ്ലസ് ബി. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം ലോവർ ലിമിറ്റ് ബി വരും ആൻഡ് അപ്പർ ലിമിറ്റ് ഇസ് എ പ്ലസ് ബി. 1 by x dx. 1 by x dxന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുക നമുക്ക്? ln x. അപ്പം ഫ്ലക്സ് ഇസ് ഈക്വൽ ടു mu0 I into a ഡിവൈഡഡ് ബൈ 2 pi ln x log x b a plus b. Then limit apply upper limit minus lower limit. So flux is equal to mu0 I a divided by 2 pi upper limit ln a plus b minus lower limit ln b. log a minus log b എന്ന് പറഞ്ഞാൽ log a by b ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ mu0 I into a divided by 2 pi ln a plus b divided by b. a plus b divided by b. This is the answer. ഫ്ലക്സിൻ്റെ ആൻസർ കിട്ടി. ഇനി സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുമ്പോൾ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ആണ്. അപ്പോൾ അതിലേക്ക് ഒരു കാര്യം കൂടെ ഞാൻ ചെയ്തോട്ടെ. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ബി എന്നാണല്ലോ. ദാറ്റ് ഈസ് എ ബൈ ബി പ്ലസ് ബി ബൈ ബി. ബി ബൈ ബി നമുക്ക് 1 എന്ന് എടുക്കാം. അപ്പോൾ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു mu0 I into a ഡിവൈഡഡ് ബൈ 2 pi ln 1 plus a divided by b എന്ന് എഴുതാം. ദിസ് ഇസ് ഫ്ലെക്സ്. അങ്ങനെയെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് ഇസ് ഈക്വൽ ടു ഫ്ലെക്സ് ഡിവൈഡഡ് ബൈ കറണ്ട്. അപ്പോൾ ഇതിലത്തെ കറണ്ട് ക്യാൻസൽ ആവും. അപ്പോൾ യു വിൽ ഗെറ്റ് ദി ആൻസർ ഓപ്ഷൻ സി. ശരിയല്ലേ? mu0 a ഡിവൈഡഡ് ബൈ 2 pi ln 1 plus a by b. ക്ലിയർ അല്ലടാ? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഡി അല്ല മക്കളെ, ഡി അല്ല. ഡിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ബി ബൈ എ ആണ് ഡീൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്നത്. ബി ഡിവൈഡഡ് ബൈ എ. അത് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് കിട്ടിയത് എ ബൈ ബി ആണ്. ക്ലിയർ ആണോ മക്കളെ? ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇതിൽ എന്തൊക്കെ കോൺസെപ്റ്റ് വന്നു? ഫ്ലെക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നു. ശരിയല്ലേ? ഫ്ലെക്സ് എന്താണെന്നുള്ളത് നിങ്ങൾ റിവൈസ്ഡ് ആയി. ഫ്ലെക്സ് നോൺ യൂണിഫോം ആവുന്ന സന്ദർഭത്തിൽ ഫ്ലെക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട് എന്നുള്ളതും മനസ്സിലായി. ഇവിടെ ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഫ്രെയിം ചെയ്യപ്പെടുമ്പോൾ ഈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിലുള്ള എന്തെങ്കിലും സ്റ്റെപ്പിലുള്ള വ്യത്യാസം എന്നല്ലാതെ കൺസെപ്റ്റ് സെയിം ആണ്. നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് കിട്ടുന്ന സമയത്ത് നമ്മളൊരു ചെറിയ സെഷൻ കൺസിഡർ ചെയ്യും. എന്നിട്ട് അവിടുത്തെ ഫ്ലക്സ് കണ്ടെത്തിയിട്ട് നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഏരിയ എവിടെ മുതൽ എവിടം വരെ ഉണ്ടോ അത്രയും നമ്മൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കും. സോ സിറ്റുവേഷൻ മേ ബി ഡിഫറെൻറ്റ് ബട്ട് ദ അപ്രോച്ച് വിൽ ബി സെയിം. അപ്പോൾ ആ അപ്രോച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. റെഡിയാണോ? ഇനി ഇതിൽ മറ്റൊരു കാര്യം, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അതെന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ മെത്തേഡ് നമ്മൾ മനസ്സിലാക്കി. ദെൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡിവൈഡ് ബൈ കറണ്ട് ആണ്. അത് ഏത് സിറ്റുവേഷനിലെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ചോദിച്ചാലും ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ആ ഫ്ലക്സിന് കാരണമായ കറണ്ട്. അതും നമ്മൾ റിവൈസ്ഡ് ആയി. സോ അടുത്ത ദിവസത്തിലേക്ക് പോകാം. സെറ്റ്. നെക്സ്റ്റ്, ഇതും മോഷണൽ ഇ എം എഫ് കിടന്ന് കളിക്കുകയാണ്. പക്ഷേ ഇതിൽ മോഷണൽ ഇ എം എഫ് ഉണ്ട്, കറണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട്, സർക്യൂട്ട് അനാലിസിസ് ഉണ്ട്. നോക്കാം നമുക്ക്. ഇത് ക്വസ്റ്റ്യൻ്റെ സെൻറ്റൻസിൻ്റെ വലിപ്പം കണ്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. വളരെ സിമ്പിളാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് സോൾവ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആവുന്നതും ടഫ് ആവുന്നതും നമുക്ക് ആ ക്വസ്റ്റ്യൻ എത്രത്തോളം, ആ കൺസെപ്റ്റ് എത്രത്തോളം അറിയാം എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അല്ലാതെ ഒരു ക്വസ്റ്റ്യനും ഫിസിക്സിൽ ടഫ് നമുക്ക് പറയാൻ പറ്റില്ല. അത് ടഫ് ആവുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് ആ കോൺസെപ്റ്റിൽ ക്ലാരിറ്റി ഇല്ല, അത്രയാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റൻസിൻ്റെ വലിപ്പം കണ്ടിട്ട് നിങ്ങളത് എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിക്കേണ്ട. ഇറ്റ് ഈസ് വെരി 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 സിമ്പിൾ. സി എ സ്ക്വയർ വയർ പി ക്യൂ കാണുന്നുണ്ടോ? PQRS of side 10 cm and resistance 1 ohm is moved with a constant velocity v in a uniform magnetic field. B is equal to 2 Weber per second. 2 Weber per meter square as shown in figure. The magnetic field lines perpendicular to the plane of the loop directed into the paper. The loop is connected to a network A, B, C, D. ഓക്കെ, നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഈ ലൂപ്പ് ഉണ്ടല്ലോ, PSQR, ഈ ലൂപ്പ് ഇത് മൂവ് ചെയ്യാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂണിഫോം ഓർ നോൺ യൂണിഫോം എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ശ്രീജിത്തെ, ഇപ്പം നോക്ക്, നമ്മളടുത്ത് ഒരു സ്ക്വയർ ലൂപ്പ്, ഈ സ്ക്വയർ ലൂപ്പിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നോക്കാം നമുക്ക്. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകാന്ന് വിചാരിച്ചു. ഈ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ നോക്ക്, കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു 5 ടെസ്ല ത്രൂ ഔട്ട് ദിസ് 5 ടെസ്ല ആണെങ്കിൽ നമ്മൾ ഫ്ലക്സ്
കണ്ടുപിടിക്കാൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ചെയ്യുമ്പോൾ ഈ ബി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. 5 ആണ്, 5 എന്ന് എടുത്താൽ മതി. പക്ഷേ അത് എല്ലാ സ്ഥലത്തും 5 അല്ല എങ്കിൽ ഇവിടെ ഈ ഒരു ലൈനിൽ 5, ഇവിടെ 6, ഇവിടെ 7, 8 ആ രൂപത്തിലാണ് വരുന്നത് എങ്കിൽ നമ്മൾ ഏത് വാല്യൂ എടുത്ത് ചെയ്യും? അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ലൈൻ്റെ മുകളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അവിടുത്തെ ഏരിയയും കൺസിഡർ ചെയ്യും. എന്നിട്ട് അത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും ഫ്രം ദിസ് സൈഡ് ടു ദിസ് സൈഡ്. ഇനി നോൺ യൂണിഫോം ആണോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ്റെ സെനേറിയോ അനുസരിച്ചിരിക്കും നമ്മളത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്നുള്ളത്. അത് നമ്മൾ പഠിച്ച ഏതെങ്കിലുമൊക്കെ ഒരു കോൺസെപ്റ്റിനോട് സിമിലർ ആയിട്ടാണ് അത് സംഭവം വരിക. അപ്പോൾ നോക്ക് ഇവിടെ എന്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0I ഡിവൈഡഡ് ബൈ 2πr. ഈ r എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് r. അപ്പോൾ നോക്ക് ഈ കണ്ടക്ടർ ഈ ലൂപ്പിൻ്റെ ഏറ്റവും നിയർ പോയിന്റ് എടുത്ത് നോക്കിയാൽ അവിടുത്തെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്, ദാറ്റ് ഈസ് b. ഇനി കണ്ടക്ടറിൻ്റെ ഈ അറ്റത്തുള്ള പോയിന്റ് എടുത്ത് നോക്കിയാൽ അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് b+a ആണ്. അപ്പോൾ നോക്ക് ഈ കണ്ടക്ടറിൻ്റെ ഈ ലൂപ്പിൻ്റെ ഓരോ പോയിന്റ് എടുത്താലും കണ്ടക്ടറിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ടാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം അല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ക്ലിയർ ആണോ? ഓക്കെ നൗ ഇത് ഒത്തിരി പേര് ആൻസേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഹാപ്പി ടു സീ ദാറ്റ്. സിനാൻ ഓപ്ഷൻ ബി പറഞ്ഞു, ആകാശ് ഓപ്ഷൻ ബി പറഞ്ഞു. ബി തന്നെയാണ് കറക്റ്റ് ആൻസർ. നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ആ ക്വസ്റ്റിൽ ആദ്യം പറഞ്ഞ അത്രയും എന്താണെന്ന് വെച്ചാൽ ഈ ലൂപ്പ് മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഡയഗ്രാം കണ്ടാൽ തന്നെ മനസ്സിലാക്കണം ഈ ലൂപ്പ് ഔട്ട് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പുറത്തേക്കാണ് പോണത്. ശരിക്കും ഒരു ലൂപ്പ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ നിന്ന് മൂവ് ചെയ്ത് ദർ ഇസ് നോ മാഗ്നറ്റിക് ഫീൽഡ്, ദർ ഇസ് നോ മോഷണൽ EMF. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ലൂപ്പ് മൂവ് ചെയ്ത് കളിച്ചാൽ അവിടെ EMF ഉണ്ടാവില്ല, മോഷണൽ EMF ഉണ്ടാവില്ല. പക്ഷേ ഈ ഡയഗ്രാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ലൂപ്പ് ഔട്ട് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ മൂവ് ചെയ്യണം, മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ അവിടെ എന്തായാലും മോഷണൽ EMF ഉണ്ടാവും. മോഷണൽ EMF കാരണം കറണ്ട് ഉണ്ടാവും, കാരണം ഇത് ക്ലോസ്ഡ് സർക്യൂട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും, മോഷണൽ EMF ഉണ്ടാവും, കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് ഈ നെറ്റ്വർക്കിലൂടെ ഫ്ലോ ചെയ്യും. അങ്ങനെ നെറ്റ്വർക്കിലൂടെ ഫ്ലോ ചെയ്താൽ ഇനി എന്താ ബാക്കി സംഭവിക്കണേ? ഈച്ച് സൈഡ് 3 ohm ആണ്. ദ നെറ്റ്വർക്ക് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ലീഡ് വയർ SB ആൻഡ് RD ഇസ് നെഗ്ലിജിബിൾ. അതായത് ഈ വയറിന് റെസിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ്. ഈ ഭാഗത്ത് റെസിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ ഈ ലൂപ്പിൻ്റെ റെസിസ്റ്റൻസും ഈ നെറ്റ്വർക്കിൻ്റെ റെസിസ്റ്റൻസും പരിഗണിച്ചാൽ മതി. The speed of the loop as to have a steady current of 1 milliampere. ആ ലൂപ്പിൽ 1 milliampere കറണ്ട് ഉണ്ടാവണം. ലൂപ്പിൽ 1 milliampere കറണ്ട് ഉണ്ടാവണമെങ്കിൽ കറണ്ട് is equal to EMF ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ആ EMF എന്ന് പറയുന്നത് മോഷണൽ EMF ആണ്. മോഷണൽ EMF നമുക്കതിനെ BLV എഴുതാം. മോഷണൽ EMF എന്ന് പറയുന്നത് BLV അല്ലേ? BLV ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ആ കറണ്ട് എത്ര വരണം മക്കളെ? 1 milliampere വരണം. അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നോക്കാം. ഇത് കണ്ടാൽ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടണം. എന്താണ് ആ ഐഡിയ? ഇത് ഇവിടെ കറണ്ട് വന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, അത് ഇവിടെ ജോയിൻ ചെയ്യുന്നു, നടുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ശരിയല്ലേ? സോ ദിസ് ഇസ് സിമിലർ ടു വാട്ട്? ദിസ് ഇസ് സിമിലർ ടു വീസ്റ്റോൺ ബ്രിഡ്ജ്. അപ്പോൾ ഇത് ബാലൻസ്ഡ് വീസ്റ്റോൺ ബ്രിഡ്ജ് ആണ്, കാരണം എല്ലാ റെസിസ്റ്റൻസും ഐഡൻറ്റിക്കലാണ്. പിന്നെ ഒന്നും നോക്കണ്ട, ഇത് വീസ്റ്റോൺ ബ്രിഡ്ജ് ആണെന്ന് മാത്രമല്ല, വീസ്റ്റോൺ ബ്രിഡ്ജ് ആണ് എങ്ങനെ മനസ്സിലാക്കാം? നോക്ക്, ഇവിടെ വന്നിട്ട് കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൽ ഒരു ആമുകൾ നോക്കുകയാണെങ്കിൽ അവിടെ 2 റെസിസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ഒരു വയർ പോകുന്നത്. ആൻഡ് സെക്കൻഡ് ആം നോക്കുകയാണെങ്കിൽ അവിടെ 2 റെസിസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ സെൻറ്ററിലേക്കാണ് ഇവിടുന്ന് വരുന്ന ആമ വരുന്നത്. അപ്പോൾ ഇതാണ് ബ്രിഡ്ജ്. ഓക്കെ, വീസ്റ്റോൺ ബ്രിഡ്ജിന് തിരിച്ചു വെച്ച ഡയഗ്രാം അത് മനസ്സിലായോ? അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഇവിടെ ഇല്ല. അപ്പോൾ ഈ 3യും സീരീസ് ആണ്, അത് 6 വരും. ഈ 3യും സീരീസ് ആണ്, അത് 6 വരും. ഈ 6ഉം പാരലലാണ്, 6ഉം പാരലായി 3 വരും. അപ്പോൾ ഈ നെറ്റ്വർക്കിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 3 ohm വരും. നെറ്റ്വർക്കിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 3 ohm വരും. ദെൻ ഈ ലൂപ്പിന് ഈ ലൂപ്പില്ലേ അതിന് റെസിസ്റ്റൻസ് ഉണ്ട്, അത് പരിഗണിക്കണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എ സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് ലെങ്ത് 10 cm ആൻഡ് റെസിസ്റ്റൻസ് 1 ohm. അത് ശ്രദ്ധിക്കാതെ പോയ ആൻസർ ഫുള്ള് തെറ്റും. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഈ 10 cm സൈഡ് ലെങ്ത് ഉള്ള ഈ ലൂപ്പിൻ്റെ റെസിസ്റ്റൻസ് 1 ohm ആണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും, കാരണം ഇതൊരു ലൂപ്പ് മൂവ് ചെയ്യുമ്പോൾ അവിടെ മോഷണൽ EMF ഉണ്ടാവും. അപ്പോൾ അതാണ് അവിടുത്തെ സെല്ല്. അപ്പോൾ ആ സെൽ മീൻസ് മോഷണൽ EMF ഉണ്ടാക്കുന്ന റോഡിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. എനിവേ ഇവിടെ ഒരു 1 ohm റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ohm ആണ്. കറണ്ട് നമുക്ക് എത്ര കിട്ടണ്ടേ? കറണ്ട് 1 milliampere, ദാറ്റ് ഇസ് 1 × 10⁻³ ഈസ് ഈക്വൽ ടു മോഷണൽ EMF ആയ BLV ഡിവൈഡഡ് ബൈ 4. ഓക്കെ, അപ്പോൾ 4 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 4 × 10⁻³ ഈസ് ഈക്വൽ ടു BLV ആൻഡ് B ഈസ് ഈക്വൽ ടു 2
L is equal to 10 centimeter, that is 10 into 10 raised to minus 2, that is 10 raised to minus 1 into V. അപ്പോൾ -1 ഉം -3 കട്ട് ചെയ്താൽ അവിടെ -2 കിട്ടും. 2 ഉം 4 ഉം കട്ട് ചെയ്താൽ exactly 2 into 10 raised to minus 2, that is equal to V. That much of meter per second. Option B is the right answer. Very good, very good, very good. Question വായിച്ച് തുടങ്ങിയപ്പോൾ തന്നെ 3 പിള്ളേർ ആൻസർ പറഞ്ഞിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓൾറെഡി നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ പറഞ്ഞതാണ് എങ്കിൽ അത്ര ഓക്കെ, എന്തായാലും അത് ഓർത്ത് പറഞ്ഞല്ലോ. ബട്ട് നിങ്ങൾ ചെയ്തിട്ടാണ് ഇതിൻ്റെ ആൻസർ പറഞ്ഞെങ്കിൽ യു ഗൈസ് ആർ വെരി 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 ഗുഡ് അറ്റ് ദിസ് പ്രോബ്ലം. ഓക്കെ, അടുത്തതിലേക്ക് പോകല്ല. എന്നാൽ അനന്തു, യാ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. സി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. 3 charges Q1 minus Q1 plus Q2 minus Q3 are placed shown in figure. X component of the force on minus Q1 is proportional to. X component of the force on minus Q1 is proportional to. മൈനസ് Q1ൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന എക്സ് കോമ്പണൻ്റ് ഓഫ് ഫോഴ്സ് ആർക്ക് പ്രൊപ്പോർഷണൽ ആണെന്നാണ്. സോ -Q1 എന്ന് പറഞ്ഞാൽ ഇതല്ലേ. സോ ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് വേണ്ടത്. അത് നോക്കൂ, ഈ -Q1നെ ഈ +Q2 എന്താ ചെയ്യുക? അട്രാക്ട് ചെയ്യാനോ റിപ്പൽ ചെയ്യാനോ? അട്രാക്ട് ചെയ്യും അല്ലേ. അപ്പോൾ -Q1നെ അവിടെ വെച്ചിട്ട് +Q2ൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യുന്നു. സോ ദിസ് ഇസ് ദ ഡിറക്ഷൻ ഓഫ് ഫോഴ്സ്. അത് ഹൊറിസോണ്ടൽ ഡിറക്ഷനിൽ തന്നെയാണ്. ദെൻ ഇതിനെന്താ ചെയ്യുക? -Q3യും -Q1ഉം മൈനസും ലൈക്ക് ചാർജസ് റിപ്പൽ. അപ്പോൾ ഇതിനെ റിപ്പൽ ചെയ്യും ഇങ്ങോട്ടേക്ക്. ആ റിപ്പൽസീവ് ഫോഴ്സിനെ നിങ്ങൾക്ക് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഒരു ഫോഴ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ് വരും ആൻഡ് സെക്കൻഡ് ഫോഴ്സ് ഹൊറിസോണ്ടൽ ഡിറക്ഷനിൽ വരും. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ 2 ഫോഴ്സായി. ശരിയല്ലേ? ഇഫ് ഇറ്റ് ഇസ് തീറ്റ ഡെഫിനറ്റ്ലി ദിസ് വിൽ ബി തീറ്റ. അപ്പോൾ ഇതിൻ്റെ കോമ്പണൻറ്റ് വരിക കോസ് കോമ്പണൻ്റ് ആണ്. ശരിയല്ലേ? അല്ല, കോസ് അല്ല, സൈൻ കോമ്പണൻ്റ് ആണ്. സൈൻ തീറ്റ വരും, സൈൻ തീറ്റ. അപ്പോൾ നോക്കുക, ഇതാണ് ആ റിപ്പൽസീവ് ഫോഴ്സ്. അതിൻ്റെ കോസ് കോമ്പണൻ്റ് താഴേക്കും സൈൻ കോമ്പണൻ്റ് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ആദ്യത്തെ ഫോഴ്സ് എഫ് ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് അല്ല നമ്മൾ ചോദിച്ച്, എക്സ് കോമ്പണൻ്റ് അല്ലേ ചോദിച്ച്. അപ്പോൾ ആദ്യത്തെ ഫോഴ്സ് ഡയറക്റ്റ്ലി എക്സ് ഡിറക്ഷനിൽ തന്നെയാണ്. സോ ആ ഫോഴ്സ് വരിക കെ, ചാർജുകൾ ഏതൊക്കെടാ? Q1 Q2 ഡിവൈഡഡ് ബൈ B². അവിടെ മൈനസ് നോക്കണ്ട. ആ മൈനസും പ്ലസും ആയതുകൊണ്ട് ആ ഫോഴ്സ് അട്രാക്റ്റീവ് ആണെന്നുള്ളത് നമ്മൾ ഫോഴ്സിൻ്റെ നേച്ചറിൽ പരിഗണിച്ച് കഴിഞ്ഞു. ഇനി നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി. ഇനി ഇത് F1. രണ്ടാമത്തെ ഫോഴ്സ് ഹൊറിസോണ്ടൽ ഡിറക്ഷനിലുള്ള രണ്ടാമത്തെ ഫോഴ്സ് ആരും നമ്മളുള്ള ഫോഴ്സാണ്. Q3യും Q1 നമ്മളുടെ ഫോഴ്സാണ്. അപ്പോൾ K ഇൻറ്റു Q3 Q1 ഡിവൈഡഡ് ബൈ A². അതിൻ്റെ സൈൻ കോമ്പണൻ്റ് അല്ലേ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ സൈൻ തീറ്റ. അപ്പോൾ ടോട്ടൽ ഹൊറിസോണ്ടൽ ഡിറക്ഷനിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് പ്രപ്പോർഷണൽ ടു K ഒഴിവാക്കി കഴിഞ്ഞാൽ Q1 Q2 ഡിവൈഡഡ് ബൈ B² പ്ലസ് Q3 Q1 ഡിവൈഡഡ് ബൈ A² സൈൻ ഓഫ് തീറ്റ. ശരിയല്ലടാ? അതിൽ Q1 കോമൺ ആക്കി പുറത്തേക്ക് എടുക്കാം. കാരണം Q1 നമുക്ക് ആവശ്യമില്ല, പ്രൊപ്പോർഷണാലിറ്റി മാത്രം മതി. Q2 ഡിവൈഡഡ് ബൈ B² പ്ലസ് Q3 ഡിവൈഡഡ് ബൈ A² സൈൻ ഓഫ് തീറ്റ. ദിസ് ഇസ് ദ പ്രൊപ്പോർഷണാലിറ്റി. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ? കിട്ടിയോ മക്കളെ? റെഡി? ഓക്കെ, എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി, മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം. മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഡിഫറൻറ്റ് ഷേപ്പ്, റിങ്ങും സ്ട്രെയിറ്റ് വയറും ലൂപ്പും ബെൻഡ് വയറും ഇതിൻ്റെ ഒക്കെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർ JEE മെയിൻ. പല തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലിപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. കഴിഞ്ഞ വർഷത്തെ ജനുവരി ഷിഫ്റ്റിൽ, അതായത് കഴിഞ്ഞ വർഷത്തെ ഇതേ സമയത്ത് ഇതേ ഷിഫ്റ്റിൽ ചോദിച്ച ചോദ്യമാണത്. ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ 4 ഷേപ്പിൻ്റെതും അറിയണം എങ്കിൽ മാത്രമേ നമുക്ക് മാച്ച് ദ ഫോളോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സാധാരണ മാച്ച് ദ ഫോളോയിങ് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാറ്? അതെ, ഏറ്റവും നമുക്ക് അറിയുന്ന ആദ്യം ചെയ്ത് നോക്കും. അത് മാച്ച് ആവുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കും. അങ്ങനെയല്ലേ ചെയ്യുക? ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് നോക്ക്, ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു സോൾഡ് എക്സാമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നോക്കാം, ഈ സ്ട്രെയിറ്റ് വയർ കാരണം ഇവിടെ ഫീൽഡ് ഉണ്ടാവില്ല, ബിക്കോസ് ഇതിൻ്റെ ആക്സിയൽ പോയിന്റ് ആണ്. ഈ സ്ട്രെയിറ്റ് വയർ കാരണവും ഫീൽഡ് ഉണ്ടാവില്ല, ബിക്കോസ് ഈ സ്ട്രെയിറ്റ് വയറിൻ്റെ ആക്സിയൽ പോയിന്റ് ആണ്. പിന്നെ ഒരു സെമി സർക്കിൾ മാത്രമേ അവിടെ ഉള്ളൂ. സെമി സർക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്കറിയാം μ0I ഡിവൈഡഡ് ബൈ 4R. μ0I ഡിവൈഡഡ് ബൈ 4R. അപ്പോൾ μ0I ഡിവൈഡഡ് ബൈ 4R വരുന്നത് സെക്കൻഡാണ്. അപ്പോൾ ഡിക്ക് നേരെ വരേണ്ടത് സെക്കൻഡാണ്. ഡിക്ക് നേരെ സെക്കൻഡ് വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് സിക്ക് നേരെ ഓക്കെ, നമുക്ക് അടുത്ത് ചെയ്ത് നോക്കാം. ഇനി ഈ വയർ നോക്കുക. ഈ വയർ നോക്ക്, ഒരു സ്ട്രെയിറ്റ് വയർ
പിന്നെ ഒരു ഫുൾ സർക്കിൾ എഗെയിൻ ആ സ്ട്രെയിറ്റ് വയർ കണ്ടിന്യൂ ചെയ്തു പോവാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു സിംഗിൾ വയറാക്കി പരിഗണിക്കാം. ഇതിനൊരു സിംഗിൾ വയറാക്കി പരിഗണിക്കാം. ഇതിനൊരു സിംഗിൾ വയറാക്കി പരിഗണിച്ചാൽ നോക്ക്, ഇങ്ങനെയാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആയിരിക്കും. ഡയറക്ഷൻ നോക്കിയാൽ ഔട്ട്വേർഡ് ആയിരിക്കും. ഒരു ഇൻഫിനിറ്റ്ലി ലോങ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് μ0I ഡിവൈഡഡ് ബൈ 2πr പ്ലസ് പിന്നെ അവിടെ ഒരു സർക്കിളില്ലേ, ആ സർക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും കൂടെ നമ്മൾ പരിഗണിക്കുമ്പോൾ സർക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും നമുക്ക് നോക്കിയാൽ അത് സർക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ സ്ട്രെയിറ്റ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആണ്, സർക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ് ആണ്. അപ്പോൾ അവിടെ പ്ലസ് അല്ല വരിക, മൈനസ് ആണ് വരിക. മൈനസ് സർക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്താ വരിക, μ0I ഡിവൈഡഡ് ബൈ 2r. അപ്പോൾ അതിൻ്റെ നമുക്ക് എന്തെടുക്കാമെന്നറിയോ, μ0I ഡിവൈഡഡ് ബൈ 2πr ഔട്ട്സൈഡ് എടുക്കാം. 2πr ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക, μ0I ബൈ 2πr എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു 1 ഉണ്ടാവും, പിന്നെ -π ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ വലുത് ഇതാണ് വരിക ആക്ച്വലി, വലുത് ഇതാണ് വരിക ആക്ച്വലി. ശരിക്കും ഇത് തിരിച്ചിട്ടാണ് ഇട്ടുണ്ട്. വലുത് ഇതാണ് വരിക, വലുതെന്നല്ല ചെറുത് സബ്ട്രാക്ട് ചെയ്യേണ്ടത് നെറ്റ് ഫീൽഡ് കിട്ടാൻ. അപ്പം നെറ്റ് ഫീൽഡ് ഈസ് ഈക്വൽ ടു μ0I ഡിവൈഡഡ് ബൈ 2πr ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ π -1 എന്ന് കിട്ടും. അപ്പം എക്ക് നേരെ വരേണ്ടത് ബി ആണ്, എക്ക് നേരെ വരേണ്ടത് 3 ആണ്. എക്ക് നേരെ എക്ക് നേരെ വരേണ്ടത് 3 ആണ്. അപ്പോൾ എക്ക് നേരെ 3 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്, 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇനി ബിയും കൂടെ ചെക്ക് ചെയ്താൽ മതി, അപ്പോൾ ഒന്നുകിൽ ഓപ്ഷൻ 3 വരും അല്ലെങ്കിൽ ഓപ്ഷൻ 1 വരും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ബിയും കൂടെ ചെക്ക് ചെയ്യാം. ബി വിച്ച് മീൻസ് സെക്കൻഡ് 1 കൂടെ ചെക്ക് ചെയ്യാം. നോക്ക്, ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്താ വരിക, ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്താ വരിക, ഇതൊരു സ്ട്രെയിറ്റ് വയർ, ഇതും ഒരു സ്ട്രെയിറ്റ് വയർ. അപ്പോൾ ഇത് സെമി ഇൻഫിനിറ്റ്ലി ലോങ്, ഇതും സെമി ഇൻഫിനിറ്റ്ലി ലോങ്, പിന്നെ ഒരു സെമി സർക്കിൾ. അപ്പോൾ 2 സെമി ഇൻഫിനിറ്റ്ലി ലോങ്ങിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വരും, ഒരു സെമി സർക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വരും. എല്ലാം ഒരേ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, μ0I ഡിവൈഡഡ് ബൈ സെമി സർക്കിൾ ആകുമ്പോൾ 4r പ്ലസ് μ0I ഡിവൈഡഡ് ബൈ സെമി ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ 4πr പ്ലസ് μ0I ഡിവൈഡഡ് ബൈ 4πr. അപ്പോൾ μ0I ബൈ 4πr ഓക്കെ, μ0I ബൈ 4πr ആഡ് ചെയ്താൽ μ0I ബൈ 4r പ്ലസ് μ0I ഡിവൈഡഡ് ബൈ 2πr ആയി. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ഔട്ട്സൈഡ് എടുക്കാം, ഓപ്ഷനിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 4πr ആണ് ഔട്ട്സൈഡ് എടുക്കുന്നത് കാണുന്നത്. അപ്പോൾ μ0I ഡിവൈഡഡ് ബൈ 4πr പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് പോയി, μ0I ബൈ 4r പോയി, ഒരു π എക്സ്ട്രാ പോകുമ്പോൾ മുകളിലൊരു π വരും, പ്ലസ് ഇവിടെ നിന്ന് എന്ത് പോയി, μ0I ബൈ 2πr പുറത്തേക്ക് പോയി, പിന്നെ അവിടെ ഒരു 2 അല്ലേ, 4 എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു +2 വരും, +2. അപ്പോൾ π +2 വരും, ശരിയല്ലേ, π +2, അപ്പോൾ 1 വരും. അപ്പോൾ ഏതാ ആൻസർ വരിക, ഓപ്ഷൻ 3 വിൽ ബി ദ റൈറ്റ് ആൻസർ അല്ലേ. ബിക്ക് നേരെ 1 വരും. അപ്പോൾ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോ മക്കളെ, കിട്ടിയോ? അപ്പോൾ ഈ 4 എണ്ണവും ചെയ്യാൻ അറിയുമെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന എല്ലാ ഡയഗ്രവും എല്ലാ സിറ്റുവേഷൻസും നമ്മൾ ക്ലാസ്സിൽ പഠിച്ച എല്ലാ സാധനവും നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം എന്നർത്ഥം. ക്ലിയർ അല്ലേടാ? റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോ. ദ ഫോളോയിങ് ഡയഗ്രാം ഇലക്ട്രിക് ചാർജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി വിത്ത് linear charge density lambda and determine the field intensity at a point P in each case. 2 കേസിലെയും പിയിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. 2 കേസിലെയും നോക്ക്, ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് എത്തി. ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഒരു ചാർജിൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തു കഴിഞ്ഞു. ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മറ്റൊരു കോൺസെപ്റ്റാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൽ ഇൻഡയറക്ട്ലി നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് ഒരു സ്ട്രെയിറ്റ് വയർ, ബെൻഡ് വയർ, സർക്കുലർ ലൂപ്പ്, അത്തരത്തിലുള്ള കേസിൽ ഇലക്ട്രിക് ഫീൽഡ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ജനുവരി ഷിഫ്റ്റിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കണം. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും പ്രിപ്പയർ ചെയ്തിരിക്കണം. അതാണ് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഇവിടെ നോക്ക്, ഇവിടെ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എത്ര വരിക, ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എത്ര വരിക, ഫസ്റ്റ് കേസ് ആട്ടോ, കേസ് 1 ഇലക്ട്രിക് ഫീൽഡ് എന്താ വരിക, ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ഈ സെമി സർക്കിളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഇൻവേർഡ് വരും. ഈ 2 പോസിറ്റീവ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ നെറ്റ് വാല്യൂ എടുത്താൽ ഇങ്ങോട്ടേക്ക് വരും. സോ ഇത് ഗെറ്റ് ക്യാൻസൽ ഔട്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് വരിക, 0. അപ്പോൾ കേസ് 1 0 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഉറപ്പിക്കാൻ നമുക്ക് ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ഇനി നമുക്ക് സെക്കൻഡിൻ്റെയും കൂടെ നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. നോക്ക്, ഇതൊരു പോസിറ്റീവ്
ചാർജ് കൊണ്ട് ഫില്ല് ചെയ്ത ഒരു ക്വാർട്ടർ സർക്കിൾ, ഇതും ഒരു ക്വാർട്ടർ സർക്കിൾ പോസിറ്റീവ് ചാർജ് കൊണ്ട്. ഫീൽഡ് പോസിറ്റീവിൻ്റെ ആണെങ്കിൽ റേഡിയലി ഔട്ട്വേർഡ് വരും, ഇവിടെ പോസിറ്റീവിൻ്റെ റേഡിയലി ഔട്ട്വേർഡ് വരും. അപ്പോൾ ഇത് രണ്ടും ഗെറ്റ് ക്യാൻസൽ ഔട്ട്. ഇനി ബാക്കി രണ്ട് എന്താ പറയുക പോസിറ്റീവ്ലി നെഗറ്റീവ്ലി ചാർജ്ഡ് ആയ രണ്ട് ക്വാർട്ടർ സർക്കിൾ ഉള്ളത്. സോ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന നോക്കുക, ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ക്വാർട്ടർ സർക്കിളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ഇങ്ങോട്ടേക്ക് വരും. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ക്വാർട്ടർ സർക്കിളിൻ്റെ റിങ്ങിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് റേഡിയലി ഇൻവേർഡ് വരും. സോ ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്കൊരു ക്വാർട്ടർ സർക്കിളിൻ്റെ ഫീൽഡിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സി നമുക്ക് ഇക്വേഷൻ അറിയാം, ഇത്രയും ഭാഗം വരും. ഇക്വേഷൻ അറിയാം, നമുക്ക് സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡാണ് വേണ്ടത്. ഇക്വേഷൻ അറിയാം, ഇവിടുന്ന് നമ്മൾ സെൻറ്ററിലേക്ക് രണ്ട് എഡ്ജിന്നും ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ അത് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ലെറ്റ്സ് സേ തീറ്റ, അത് 90 ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അല്ല, ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു 2k ലാംഡ ഡിവൈഡഡ് ബൈ R ഇൻറ്റു സൈൻ തീറ്റ ബൈ 2. sin theta by 2. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 2k ലാംഡ ഡിവൈഡഡ് ബൈ R sin theta by 2 sin 90 by 2 sin 45, ദാറ്റ് ഈസ് 1/√2. അതുപോലെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഒന്ന് ഈ പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഈ നെഗറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. രണ്ടിനും ഷേപ്പ് സെയിം ആണ്, ഡിസ്റ്റൻസ് സെയിം ആണ്. പിന്നെ ആകെ വ്യത്യാസമുള്ളത് എന്താ, ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്. ആ ഡിഫറൻസ് ഡയറക്ഷനിലാണ് വരിക. അത് നമ്മൾ ഓൾറെഡി പരിഗണിച്ചു. ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് കേട്ടോ. വരച്ചതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിചാരിക്കേണ്ട, ഇത് രണ്ടും സെയിം എലോങ് ദ സെയിം ലൈനാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഫീൽഡ് ഉണ്ടാവും. നെറ്റ് ഫീൽഡ് എടുക്കുമ്പോൾ രണ്ട് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ 2/√2 എന്താ വരിക, √2. അപ്പോൾ 2√2k ലാംഡ ഡിവൈഡഡ് ബൈ R വരും. ആ സെക്കൻഡ് കേസിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 2√2k ലാംഡ ഡിവൈഡഡ് ബൈ R. ദാറ്റ് ഈസ് എക്സാക്ട്ലി ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും നല്ല കോൺസെപ്റ്റാണ്. ഈ കോൺസെപ്റ്റ് നമുക്ക് ഗ്രാവിറ്റേഷനിലും യൂസ് ചെയ്യാം, ഇലക്ട്രോസ്റ്റാറ്റിക്സിലും യൂസ് ചെയ്യാം. അതായത് 10 മൈക്രോ കൂളം ചാർജസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ് പ്ലേസ്ഡ് അറ്റ് 1 centimeter ഡിസ്റ്റൻസ് സോ ദാറ്റ് ദ റിപ്പൽസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദം മാക്സിമം ദ ചാർജ് ഓഫ് 2 പാർട്ടിക്കിൾസ് ആർ. നോക്ക്, ഒരു വലിയ ചാർജ് ഉണ്ടായിരുന്നു Q. അതിന് നമ്മൾ പൊട്ടിച്ച് രണ്ട് കഷ്ണാക്കി. അപ്പോൾ ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഒരു ചാർജ് സ്മോൾ ലെറ്റർ Q ആയി, സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ആൻഡ് സെക്കൻഡ് ചാർജ് എത്ര ആവും, Q മൈനസ് സ്മോൾ ലെറ്റർ Q. കാരണം വലിയ Qവിൽ നിന്നും Q മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ Q മൈനസ് Q അല്ല ഉണ്ടാവുക. ഇത് മാസ് എന്നും പറയാം നമുക്ക്. മാസ്, ഒരു മാസിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വലിയ M എന്ന് പറഞ്ഞ മാസാണ്. അതിൽ നിന്ന് ഒരു ചെറിയ മാസ് കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ സ്മോൾ ലെറ്റർ M ഒഴിവാക്കി കഴിഞ്ഞാൽ രണ്ട് മാസ് ഉണ്ടാവും. ഒന്ന് M ഉം ഒന്ന് ക്യാപിറ്റൽ M മൈനസ് സ്മോൾ ലെറ്റർ M. എന്നിട്ട് സെപ്പറേറ്റ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവർക്കിടയിലുള്ള ഫോഴ്സ് മാക്സിമം ആവും എപ്പോഴാണെന്നുള്ളത്. ഇതിൻ്റെ കോൺസെപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരോട് ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഇപ്പോൾ നോക്ക്, 10 അല്ലേ ഒരു ചാർജ്, അതിന് ഞാൻ രണ്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ ഒന്ന് 2ഉം ഒന്ന് 8ഉം ആവും. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ചാർജ്, ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജ് പാർട്ടിക്കിൾ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദിയർ ചാർജ്, കൂളംസ് ലോ. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എത്ര വരിക, 16 വരിക. ശരിയല്ലേ? ഇനി അത് പൊട്ടിച്ചിട്ട് ഒന്ന് 7ഉം ഒന്ന് 3ഉം ആക്കി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് 21 വരിക. ഒന്ന് 5ഉം മറ്റേത് 5ഉം ആക്കി വെട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ് 25 വരും. അപ്പോൾ ഓരോ രൂപത്തിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും ചാർജിൻ്റെ പ്രൊഡക്റ്റ് മാറും. അപ്പോൾ ഏത് രൂപത്തിൽ സ്പ്ലിറ്റ് ചെയ്താലാണ് മാക്സിമം ഫോഴ്സ് കിട്ടാൻ, മാക്സിമം ചാർജിൻ്റെ പ്രൊഡക്റ്റ് മാക്സിമം വാല്യൂ വരിക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ കോൺസെപ്റ്റ് അറിയായിരിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോവാം. ഹിയർ ഫോഴ്സ് വിൽ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു Q. ഈ Q മുറിച്ചെടുക്കുന്ന Q എത്രയാണോ അതിനനുസരിച്ച് ഫോഴ്സ് മാറും. അപ്പോൾ ഞാൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ F ഇസ് ഈക്വൽ ടു K ഇൻറ്റു ഒരു ചാർജ് Q ആൻഡ് സെക്കൻഡ് ചാർജ് Q മൈനസ് Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ. അപ്പോൾ F ഇസ് ഈക്വൽ ടു K ഇൻറ്റു Q ഇൻറ്റു Q minus Q square divided by R square. But forces is changing with respect to small letter Q. So force is a function of small letter Q. അപ്പോൾ ഫോഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, dF divided by dQ, dF by dQ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് d by dQ ഓഫ് K ഇൻറ്റു Q മൈനസ് Q സ്ക്വയർ ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഫോഴ്സിൻ്റെ വാല്യൂ എപ്പോഴാണ് മാക്സിമം ആവുക, ഫോഴ്സിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവും. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുമ്പോൾ ഇതിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു ഈ ടേം ഒക്കെ അപ്പോൾ 0 ആയി പോകും. ഈ കെയും ഈ R സ്ക്വയർ ഒക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ പോയി 0 ആയി പോകും. അപ്പോൾ എന്താ നമുക്ക് 0 കിട്ടേണ്ടതെന്ന് അറിയോ, K ഇൻറ്റു Q മൈനസ് Q സ്ക്വയർ നമുക്ക് 0 കിട്ടണം. അപ്പോൾ Q സ്ക്വയർ ഇസ് ഈക്വൽ ടു K ഇൻറ്റു Q അല്ല Q ഇൻറ്റു Q എന്ന് കിട്ടണം. അപ്പോൾ ഒരു Q കട്ടാവും.
സോറി ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട നമ്മൾ. അയ്യോ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 കിട്ടും. അപ്പോൾ അവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടുക കേട്ടോ, ഇതിനെ ഡിഫറൻഷ്യേറ്റ് നമുക്ക് എന്താ കിട്ടുക, ഡിഫറൻഷ്യേറ്റ് എന്താ കിട്ടുക നോക്ക്, ക്യൂ ഇൻറ്റു ക്യൂ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ക്യൂ. അപ്പോൾ ഇവിടെ പവർ 1 ആണ്. അപ്പോൾ ഹിൽ ഗെറ്റ് ആ ക്യൂ റൈസ് ടു അത് 1 ആയി പോകും, അത് പോകും. പിന്നെ ബാക്കി ഉണ്ടാവുക ക്യാപിറ്റൽ ക്യൂ ആണ്. മൈനസ് ക്യൂ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, -2q. റെഡി. അപ്പോൾ -2q ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ക്യൂ എന്ന് കിട്ടും. അത് പുറത്തേക്ക് എടുത്താൽ മൈനസ് പോയിട്ടുണ്ടാവും. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇപ്പോൾ സ്മോൾ ലെറ്റർ ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ 2 കിട്ടും. ഹലോ അനിയ. റുഫൈദ് സാർ ഹായ്. റുഫൈദ് സാറിൻ്റെ ഇന്നലത്തെ വീഡിയോ കണ്ടിരുന്നോ നിങ്ങൾ? റുഫൈദ് സാർ ഡബിൾ റോളിൽ വന്നിട്ട് നിങ്ങളോട് കുറേ കാര്യങ്ങൾ സംസാരിച്ച് കണ്ടിരുന്നോ നിങ്ങൾ? ഓക്കെ. അപ്പോൾ സ്മോൾ ലെറ്റർ ക്യൂ ഈസ് ഈക്വൽ ക്യാപിറ്റൽ ക്യൂ ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, 10 കൂളോം ചാർജിനെ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് എപ്പോഴാണ് മാക്സിമം ഫോഴ്സ് ഉണ്ടാവുമെന്ന് വെച്ചാൽ കൃത്യം 5ഉം 5ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 20 കൂളോം ആണെങ്കിൽ 10ഉം 10ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ചാർജിനെ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് എപ്പോഴാണ് മാക്സിമം ഫോഴ്സ് ഉണ്ടാവുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈക്വലായിട്ട് നമ്മൾ കറക്റ്റ് ഹാഫ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് വെച്ചാലാണ്, സെപ്പറേറ്റ് ചെയ്ത് വെച്ചാലാണ് മാക്സിമം ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ. ആ പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ മാക്സിമം ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ. ആ പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ മാക്സിമം ഫോഴ്സ് ഉണ്ടാവുക. കണ്ടു RF. ഓക്കെ. സാറ് മാത്സിൽ മാത്രമല്ല ആക്ടിങ്ങിലും അടിപൊളിയാണെന്ന് മനസ്സിലായില്ലേ? സോ ഹിയർ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, കണ്ടു. ഓക്കെ. എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, യെസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആക്ടിങ് കിങ് അല്ലേ ശ്രീജിത്ത്? ഓക്കെ. ഫേസ് സാർ ആക്ടിങ് കിങ് അല്ലേ, ആർക്കായാലും സംശയമുള്ളത്? ശ്രീജിത്ത് നോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 capacitors are connected in the arm of the triangle ABC as shown in figure. The potential difference of 5 volt is applied between A and B. A and B എന്ന് പറഞ്ഞാൽ എന്താ, ഈ 2 കപ്പാസിറ്ററിലേക്കും കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ആ 5 വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ B ആൻഡ് C? DQ ആണെന്നല്ലേ, ജെന്റിൽമാനും ഉഴപ്പനും. അതിൽ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നതാണ് യഥാർത്ഥ റുഫൈസ് സാറ്. അതിന് ആ ഇപ്പുറത്തെ സൈഡിലിരിക്കുന്ന ക്യാരക്ടറായിട്ട് മാറാൻ റുഫൈസ് സാറിന് ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. അതിൽ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ആ സംസാരിക്കുകയും ചെയ്യുന്നതാണ് പുള്ളി അഭിനയിച്ചത്. മനസ്സിലായോ? അപ്പോൾ ഒന്നേ പുള്ളി അഭിനയിച്ചിട്ടുള്ളൂ, മറ്റേത് ഒറിജിനലാണ്. ഓക്കെ. അപ്പോൾ ആ ഒറിജിനൽ അഭിനയിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ ഇപ്പുറത്തുള്ള അഭിനയം കണ്ടിട്ടാണ് ആക്ടിങ് കിങ് എന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കപ്പാസിറ്ററിൻ്റെ കോമ്പിനേഷനെ കുറിച്ച് നല്ല ധാരണ വേണം. ചാർജ് കണ്ടുപിടിക്കാൻ കപ്പാസിറ്ററിൻ്റെ ബേസിക് ആയ ഇക്വേഷൻസും പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനും കപ്പാസിറ്ററിൻ്റെ ബേസിക് ആയ ഇക്വേഷൻസിനെ കുറിച്ച് നല്ല ധാരണ വേണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? യെസ്, കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്ററും ചാർജ് വോൾട്ടേജ് ഒക്കെ കപ്പാസിറ്ററിൻ്റെ കോമ്പിനേഷനിൽ നിന്നും കണ്ടുപിടിക്കാനുള്ള ഐഡിയയും ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഇസ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ ബി ആൻഡ് സി. ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. ഷെയ്ഡ് കാണിച്ചു തരാം. ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത്. വി നീഡ് ടു ഫൈൻഡ് ദിസ്. ഓക്കെ. അപ്പോൾ ബേസിക് ഇക്വേഷൻ പ്രകാരം V is equal to Q divided by C. എവിടെയാണോ നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത് ആ വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ട കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസും ആ കപ്പാസിറ്ററിലുള്ള ചാർജുമാണ് Q. അപ്പോൾ ഞാൻ ആ കപ്പാസിറ്ററിലെ ചാർജ് ആയതുകൊണ്ട് ഞാൻ അതിനെ Q ഡാഷ് എന്ന് വിളിക്കാം. Q ഡാഷ്. അപ്പോൾ അതിലത്തെ ചാർജ് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതിലത്തെ ചാർജ് കണ്ടുപിടിക്കാൻ നോക്ക്. ഈ 2 കപ്പാസിറ്റർ സീരീസ് അല്ലേ, 2 മൈക്രോ ഫാരഡും ഈ 3 മൈക്രോ ഫാരഡും സീരീസ് അല്ലേ? ഇതാ ബിന്ന് നോക്ക്, ഇതാ ബിയും എൻ്റെ ഇടയിൽ നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ കപ്പാസിറ്റർ കഴിഞ്ഞു, രണ്ടാമത്. അപ്പോൾ ഇത് രണ്ടും സീരീസ് ആണ്. അപ്പോൾ ഇതിലും ഒരേ എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ടാവുക. ലെറ്റ്സ് സേ ഇത് Q ഡാഷ് ആണെങ്കിൽ ഇത് Q ഡാഷ്. അപ്പോൾ രണ്ടിലും ഒരേ എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആ രൂപത്തിൽ ഒന്നിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ എളുപ്പമാണ്. Q ഡാഷ് കണ്ടുപിടിക്കണമെങ്കിൽ Q ഡാഷ് ഇസ് ഈക്വൽ ടു ചാർജ് ഇസ് ഈക്വൽ ടു C എഫക്റ്റീവ് ഇൻറ്റു V. V എന്ന് പറഞ്ഞാൽ നോക്ക്, ഈ 2 കപ്പാസിറ്ററിലേക്കും അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ഇതാ ഈ 5 വോൾട്ടാണ്. കണ്ടോ ഈ 5 വോൾട്ടാണ് 2 കപ്പാസിറ്ററിലേക്കും അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ്. അപ്പോൾ ഈ V എന്ന് പറയുന്നത് 5 ആണ്. നോക്ക്, ഈ 2 കപ്പാസിറ്ററുകളുടെ കണക്ഷൻ്റെ എൻഡ് ആയ ഒന്ന് എയും ഒന്ന് ബിയും ഈസ് കണക്റ്റഡ് ടു 5 വോൾട്ട് ബാറ്ററി. സി, അപ്പോൾ ഇതിലേക്ക് കൊടുത്ത വോൾട്ടേജ് ആ 5 ആണെന്ന് മനസ്സിലായി. ഇനി ഈ C എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താ വരിക? C എഫക്റ്റീവ് is equal to C1 C2 divided by C1 plus C2. So 2 into 3 divided by 2 plus 3. That is equal to 6 divided by
5. അപ്പോൾ Q dash is equal to 6 divided by 5 into voltage is 5, 5 cancel. അപ്പോൾ Q dash is equal to 6. Now it's very easy. Potential difference between B and C. Potential difference between B and C is equal to അതിൻ്റെ അക്രോസ് ഉള്ള കപ്പാസിറ്ററിലെ ചാർജ്. ഇവിടുത്തെ അതേ ചാർജ് തന്നെയാണ് ഇവിടെയും വരും കേട്ടോ. അതിൽ മൊത്തം ചാർജ് ഈ രണ്ടിലും ഒരേ ചാർജാണ്, കോമണാണ്. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ് എത്ര വരുന്നത് 3. അപ്പോൾ 6/3 ദാറ്റ് ഇസ് 2 volt. 2 volt, that is option A is the right answer. Got it? കിട്ടിയോ മക്കളെ? കിട്ടിയോടാ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്തതും സി കപ്പാസിറ്ററിൻ്റെ കോമ്പിനേഷനാണ്, ബട്ട് സംതിങ് ഡിഫറെൻറ്റ്. പ്ലേറ്റുകൾ വെച്ചിട്ടുള്ള കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ, അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക, ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുക എന്നുള്ള. സി ഇതിൻ്റെ ആൻസർ എത്ര വരിക? നോക്ക്, ഇവിടെ എത്ര കപ്പാസിറ്റർ ഉണ്ട്? 2 കപ്പാസിറ്റർ ഉണ്ട്. അതായത് ഈ പ്ലേറ്റും, ആക്ച്വലി ഡയഗ്രാം ചെറിയൊരു മിസ്സിങ് ഉണ്ട്. ഇവിടെ ഈ പ്ലേറ്റിൻ്റെ അറ്റം എത്ര ആണോ അത്ര തന്നെ ഇവിടെ ഈ പ്ലേറ്റ് വേണം. ഇത്ര വരെ പ്ലേറ്റ് വേണം. ഓക്കെ, അതുപോലെ ഈ അറ്റം ഇത്ര വരെ പ്ലേറ്റ് വേണം. ഇങ്ങനെ വരണം. സി, അപ്പോൾ ഇതൊരു കപ്പാസിറ്റർ, ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്ത ഒരു കപ്പാസിറ്റർ, ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് കപ്പാസിറ്റർ. ഈ 2 കപ്പാസിറ്ററും സീരീസ് ആണോ പാരലൽ ആണോ? നമുക്ക് എ നെഗറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്യാം, ബി പോസിറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്യാം. സോ ദിസ് വിൽ ബി പോസിറ്റീവ് ആൻഡ് ദിസ് വിൽ ബി നെഗറ്റീവ് ആൻഡ് ദിസ് വിൽ ബി പോസിറ്റീവ്. അപ്പോൾ ഈ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ആർക്കും എക്രോസാ? എയും ബിയും. അതാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ പോയിന്റുകൾ. സോ ദിസ് ഇസ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ആൻഡ് ഓൾസോ this capacitor is in between A and B. അപ്പോൾ ഇതും എ ബി അക്രോസ് ആണ്, ഇതും എയും ബി അക്രോസ് ആണ്. അപ്പോൾ ഇവരെന്താണ്? പാരലൽ. അപ്പോൾ ഒന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ലെറ്റ്സ് സേ സി ആണ്, രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസും സി ആണ്. കാരണം ഒരേ ഡിസ്റ്റൻസ് ആണ്, ഒരേ പ്ലേറ്റ് ഏരിയ ആണ്. അങ്ങനെയെങ്കിൽ ഇത് പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഈ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു 2C എന്ന് വരും. സോ സി ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 2 into A epsilon 0 by D എന്ന് വരും. ദിസ് ഇസ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഇനി ക്വസ്റ്റിൽ എന്താ പറഞ്ഞത്? ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇസ് ഗിവൺ ബൈ എക്സ് epsilon 0 D divided epsilon 0 A divided by D. Find the value of x. Then what is the value of x? X is equal to 2. Simple അല്ലേ? നോഡൽ അനാലിസിസ് ആ രൂപത്തിൽ എന്നാടാ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്? അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. x is equal to 2. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? സപ്പോസ് ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. അപ്പോൾ നമുക്ക് ഈ പ്ലേറ്റിന് പേര് കൊടുക്കാം. 1 2 3 4. ഒന്നാമത്തെ കപ്പാസിറ്റർ ആർക്കും എക്രോസാ? 1 2. രണ്ടാമത്തതോ 2 3. മൂന്നാമത്തതോ 3 4. ശരിയല്ലേ? അപ്പോൾ നോക്ക്, 1 2. അടുത്ത കപ്പാസിറ്ററോ 2 3. അടുത്ത കപ്പാസിറ്ററോ 3 4. ഇതൊക്കെ ഒരേ ഈക്വൽ ഡിസ്റ്റൻസിലാട്ടോ. പ്ലേറ്റുകൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് ഞാൻ വരച്ചതിൽ ചെറുതായിട്ട് മാറിപ്പോയി നോക്കുക. നോക്ക്, 1 2 2 3 3 4. ഇനി എയും ബി എങ്ങനെയാണ് വരുന്നത്? 1 എ, ദിസ് ഇസ് എ. പിന്നെ 4 ബി ഉണ്ട്, 4 ബി ഉണ്ട് ബി. അപ്പോൾ ഞാൻ ബി അവിടെ വരച്ചു. ഇനി നോക്ക്, ഈ രണ്ടാമത്തതും നാലാമത്തതും ബി എന്നാണ്. അപ്പോൾ 2 നും 4ലേക്ക് കണക്ഷൻ ഉണ്ട്. അപ്പോൾ 2 രണ്ടാമത്തെ പ്ലേറ്റ് ഏതാ? ഇതല്ലേ രണ്ടാമത്തെ പ്ലേറ്റ്. ഇതും രണ്ടാമത്തെ പ്ലേറ്റ്. ഇത് രണ്ടും രണ്ടാമത്തെ പ്ലേറ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ പ്ലേറ്റും നാലാമത്തെ പ്ലേറ്റും ബി തന്നെയാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്ലേറ്റും നാലാമത്തെ പ്ലേറ്റും ബി തന്നെയാണ്. കണ്ടോ? റെഡി? ഇനി അടുത്ത് നോക്ക്, ഒന്നാമത്തെ പ്ലേറ്റും മൂന്നാമത്തെ പ്ലേറ്റും എ തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്ലേറ്റ് കറക്റ്റ് എ ആണ്. മൂന്നാമത്തെ പ്ലേറ്റും എ ആണ്. മൂന്നാമത്തെ പ്ലേറ്റ് എന്നാൽ ഇതാണ് മൂന്നാമത്തെ പ്ലേറ്റ്. ദിസ് ദ തേർഡ് പ്ലേറ്റ്. രണ്ടും തേർഡ് പ്ലേറ്റ് തന്നെയാണ്. സോ അത് രണ്ടും ഒരേ പ്ലേറ്റ് ആണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഇത് എ ആണെങ്കിൽ ഇവിടെയും എ, ഇവിടെ ബി ആണെങ്കിൽ ഇവിടെയും ബി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് കണക്ട് ചെയ്ത് ആർക്കും എക്രോസാ?
എക്കും ബിക്കും അക്രോസ്. ഇത് കണക്ട് ചെയ്ത് ആർക്കും അക്രോസാ എക്കും ബിക്കും അക്രോസ്. ഇത് കണക്ട് ചെയ്ത് ആർക്കും അക്രോസാ എക്കും ബിക്കും അക്രോസ്. അപ്പോൾ ഈ 3 കപ്പാസിറ്ററും എന്താണ്? പാരലലാണ്. മനസ്സിലായോ? ആ രൂപത്തിലാണ് നമ്മൾ ഇത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. അത് ക്ലിയർ ആണോ മക്കളെ? ആകാശ് ഉദ്ദേശിച്ചത് ഇതാണോ? ആകാശേ നീ ഉദ്ദേശിച്ചത് ഇതാണോ? എനിക്ക് ഐഡിയ കിട്ടിയോ? ആകാശ ഐഡിയ കിട്ടിയോടാ? സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. അടുത്ത ദിവസത്തിലേക്ക് പോയാലോ? യെസ്. നെക്സ്റ്റ് ഫ്രം കറണ്ട് ഇലക്ട്രിസിറ്റി. അനന്തു ക്ലിയർ. നെക്സ്റ്റ് ഇസ് കറണ്ട് ഇലക്ട്രിസിറ്റി. നോക്ക്. When switch S is closed, the circuit shown, the current I will be. Current I എന്ന് പറയുന്നത് എവിടത്തെ കറണ്ടാടാ? കറണ്ട് I എന്ന് പറയുന്നത് യെസ് ഇവിടെ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. ശരിയല്ലേ? ആ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ലോവർ എൻഡിലെ പൊട്ടൻഷ്യൽ 0 ആണ്. ഈ ജംഗ്ഷൻ്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞുകൂടാ. ജംഗ്ഷൻ്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. I is equal to പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് R. സോൾവ് ചെയ്താൽ മതി. അപ്പോൾ അവിടുത്തെ സെൻറ്ററത്തെ പൊട്ടൻഷ്യൽ അറിയണം. സെൻറ്ററത്തെ പൊട്ടൻഷ്യൽ അറിയാൻ വി ഹാവ് പൊട്ടൻഷ്യൽ അറ്റ് ദി ജംഗ്ഷൻ. നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് V ഡിവൈഡഡ് ബൈ R ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് 1/R. അപ്പോൾ സമ്മേഷൻ ഓഫ് V ഡിവൈഡ് ബൈ R എന്ന് പറഞ്ഞാൽ ജംഗ്ഷനിലേക്ക് വരുന്ന ഒരു വയറിൻ്റെ എൻഡിലെ പൊട്ടൻഷ്യൽ എത്ര? 20. ജംഗ്ഷനിലേക്ക് എത്തുന്ന വഴിക്ക് അവിടുത്തെ റെസിസ്റ്റൻസ് എത്ര? 2. അപ്പോൾ ദാറ്റ് ഈസ് V 20 ഡിവൈഡഡ് ബൈ 2 പ്ലസ് അടുത്ത ജംഗ്ഷനിലേക്ക് വരുന്ന വയർ ഏതാ? ദിസ് വൺ 10 വോൾട്ട്. ജംഗ്ഷനിൽ എത്തുന്നതിന് മുന്നേ അവിടുത്തെ റെസിസ്റ്റൻസ് 4. അപ്പോൾ 10/4 10 ഡിവൈഡഡ് ബൈ 4 പ്ലസ് ആൻഡ് തേർഡ് വൺ ഹിയർ ഇറ്റ് ഈസ് 0. അപ്പോൾ ആ ടേം 0 ആയിപ്പോൾ. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഇവിടെ 0 അല്ല, മേ ബി ഇവിടെ 2 ആണെങ്കിൽ 2 ഡിവൈഡ് ബൈ 2 എന്നും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ടേം അവിടെ വേണ്ട. ഹോൾ ഡിവൈഡഡ് ബൈ 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ദാറ്റ് ഈസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/2. അപ്പോൾ ജസ്റ്റ് ഇവിടെ 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റേഴ്സ് കോമൺ ആക്കുക. അപ്പോൾ ഇവിടെ 40 ആവും. 40യും 10ഉം 50 വരും. 50 ഡിവൈഡഡ് ബൈ 4 ഹോൾ ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1/2 നമുക്ക് 1/2 പ്ലസ് 1/2 1 തന്നെ കിട്ടും. 1 നമുക്ക് 4/4 എന്ന് എഴുതാം. 4/4 പ്ലസ് 1/4. അപ്പോൾ അത് കട്ട് ചെയ്യാൻ എളുപ്പമാണ്. 50 ഡിവൈഡഡ് ബൈ 4 ഹോൾ ഡിവൈഡഡ് ബൈ 5/4. അപ്പോൾ 4ഉം 4ഉം ക്യാൻസലായി. 50യും 5ഉം കട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് 10. ശരിയല്ലേ? 10 വോൾട്ട് കിട്ടും. അപ്പോൾ ഇവിടെ 10 വോൾട്ട് കിട്ടി. അപ്പോൾ ഇവിടെ 10 കിട്ടിക്കഴിഞ്ഞാൽ താഴെ 0 അല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് വരിക 10 ഇറ്റ് സെൽഫ്. അപ്പോൾ കറണ്ട് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് എത്രടാ? 2. അപ്പോൾ കറണ്ട് ഈസ് ഈക്വൽ ടു 5 ആംപിയർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? 5 ആംപിയർ. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേടാ? റെഡി? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. Okay, next question. Yeah, yes. കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്. നമ്മൾ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ ഡീൽ ചെയ്യുന്ന അതേപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് രണ്ടും കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുക. യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ അവിടെ സെയിം ആണ്. പോയിന്റ് പൊട്ടൻഷ്യൽ മെത്തേഡ്, സിമ്മട്രി റൂള്, പിന്നെ മിറർ സിമ്മട്രി, ഫോൾഡിങ് സിമ്മട്രി, അത്തരത്തിലുള്ള സിമ്മട്രി റൂളുകളും അതുപോലെ പോയിന്റ് പൊട്ടൻഷ്യൽ മെത്തേഡുകളും കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്ററിലും കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. മക്കളൊന്ന് ട്രൈ ചെയ്തിട്ട് ആൻസർ പറ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. പലർക്കും ഈ ചോദ്യം കണ്ടുപരിചയം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആൻസർ അറിയുമായിരിക്കും. എനിവേ ഒന്ന് സ്വയം ചെയ്ത് നോക്കിയിട്ട് ആൻസറിലേക്ക് എത്തുക കേട്ടോ. പോയിന്റ് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഓരോ പോയിന്റുകൾ മാർക്ക് ചെയ്യുക. സോ ഞാൻ ഈ പോയിന്റിനെ എ എന്ന് വിളിച്ചു. അങ്ങനെയെങ്കിൽ ആ വയർ പോകുന്ന അത്രയും പോയിന്റുകൾ എ ആണ്. ഇനി ഇതെന്തല്ല, ഇനി വരുന്ന പോയിന്റ് എ അല്ല. കാരണം ഇവിടെ എ, ഇവിടെയും എ. ഇനി അങ്ങോട്ടേക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ റെസിസ്റ്റൻസ് കാരണം അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യലും സെയിം അല്ല. ഇതുവരെ ഇവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പോയിന്റുകളൊക്കെ ഞാൻ എ എന്ന് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇനി അങ്ങോട്ട് എ അല്ല. ഇനി ഇവിടെ നോക്ക്, ദിസ് ഇസ് ബി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് ബി അല്ലേ? ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഇവിടെയും ബി അല്ലേ? കാരണം അവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇല്ലല്ലോ. ഇനി സെൻറ്ററിൽ ഒരു പോയിന്റ് ഉണ്ട്, സി. സെല്ലിൻ്റെ 2 പോയിന്റുകൾ ഏതൊക്കെ? എയും ബിയും. ആ 2 പോയിന്റുകൾ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി.
ഇനി ഓരോ റെസിസ്റ്റൻസ് ആർക്കും എക്രോസാ കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഇതിൻ്റെ സെൻറ്ററിലൊരു പോയിന്റ് ഉണ്ട് സി. ആ സെൻറ്ററിലെ പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു സി. ഇനി നോക്കുക, ഫസ്റ്റ് നമ്മൾ ഇവിടെ നോക്കുക, എയും സിയും അതിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് അത് നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞു. എയും സിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് അത് 2 ohm ആണ്. നെക്സ്റ്റ് എക്കും സിക്കും ഇടയിൽ മറ്റൊരു റെസിസ്റ്റൻസ് ഉണ്ട്. എക്കും സിക്കും ഇടയിൽ മറ്റൊരു റെസിസ്റ്റൻസ് അത് 6 ohm ആണ്. അതും നമ്മൾ പരിഗണിക്കുക. എക്കും സിക്കും ഇടയിൽ അനദർ റെസിസ്റ്റൻസ് ദാറ്റ് ഇസ് 6 ohm. 6 റെഡി അല്ലടാ? അടുത്ത് നമ്മൾ എക്കും സിക്കും ഇതും പരിഗണിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ഏതാ? എക്കും ബിക്കും എക്രോസ് റെസിസ്റ്റൻസ് ഇതാ. എക്കും ബിക്കും എക്രോസ് റെസിസ്റ്റൻസ് അത് എത്രയാണ്? 3 ohm ആണ്. അപ്പോൾ എയും ബിയും നേരെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കണക്ഷൻ എടുക്കുക. എയും ബിയും ദാറ്റ് ഇസ് 3 ohm അല്ലേ? ശരിയല്ലേ? എക്കും ബിക്കും എക്രോസ് 3 ohm അതും നമ്മൾ പരിഗണിച്ചു. അടുത്ത ഏതാ? എക്കും സിക്കും അല്ല സോറി ബിക്കും സിക്കും ഇടയിലുള്ള റെസിസ്റ്റൻസ് ബിയും സിയും 1.5. റെഡി? ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഇത് രണ്ടും സോൾവ് ചെയ്യുക. ഈ 6ഉം ഈ 2ഉം നമുക്കറിയാം. 6ഉം 2ഉം ബിഗർ 1 6 ഡിവൈഡഡ് ബൈ 1 പ്ലസ് അവ തമ്മിലുള്ള റേഷ്യോ 3. അപ്പോൾ നമുക്ക് എത്ര വരും? 6/4 6/4 ദാറ്റ് ഇസ് കട്ട് ചെയ്താൽ നമുക്ക് 3/2 ദാറ്റ് ഇസ് 1.5. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് 1.5 വരും. ഈ 1.5ഉം ഈ 1.5ഉം സീരീസാണ്. ആ രണ്ട് 1.5കളും സീരീസാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് എത്ര വരും? 3 വരും. 3 ആ 3യും ഈ 3യും പാരലാണ്. ശരിയല്ലേ? ഈ ലൈൻ ഒറ്റ റെസിസ്റ്റൻസ് ആയി 3, താഴെ ഒരു റെസിസ്റ്റൻസ് 3. ആ 3യും പാരലാണ്. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 3യും പാരലായാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 3/2 ohm. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 3/2 ohm കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? ടോട്ടൽ കറണ്ട് സപ്ലൈ ടു ദ സർക്യൂട്ട് ബൈ ദ ബാറ്ററി. സോ ബാറ്ററിയിൽ നിന്ന് വരുന്ന ടോട്ടൽ കറണ്ട് അല്ലേ വരണ്ടേ? അപ്പോൾ കറണ്ട് ഇസ് ഈക്വൽ ടു EMF ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ദാറ്റ് ഇസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 3/2. 3യും 6ഉം ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും. ഈ 2 നേരെ മുകളിലേക്ക് പോകും. അപ്പോൾ യു വിൽ ഗെറ്റ് 4 ampere ഇസ് ദ കറണ്ട്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടാൽ എന്തോ വലിയ കാര്യം തോന്നും, പക്ഷെ സിമ്പിളാണ്. ഒന്ന് സോൾവ് ചെയ്തിട്ട് ആൻസർ ഓപ്ഷൻസ് പെട്ടെന്ന് പറ മക്കളെ, വേഗം പറ. Come on. വേഗം പറ. ഇവിടെ നോക്ക്, ഈ മുകൾ ഭാഗത്തുള്ള സെല്ല് അതിങ്ങനെ വന്നിട്ട് ഈ എഫക്റ്റീവ് ഇതിലേക്ക് വരികയാണ്, സർക്യൂട്ടിലേക്ക് വരികയാണ്. ഇവിടെ ഒരു കാര്യം തന്നെ വ്യക്തമാണ്, ഇവിടുന്ന് കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ നടുക്കുള്ള വയറില്ലേ അവിടെ ജംഗ്ഷൻ ഇല്ല. ഇങ്ങനെ കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവിടെ ജംഗ്ഷൻ ഇല്ല, അവിടുന്ന് കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോണില്ല. മാത്രമല്ല ഇത് വീസ്റ്റോൺ ബ്രിഡ്ജിന് സിമിലർ ആവുകയും ചെയ്യും. അതുപോട്ടെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം, ആ ഭാഗത്ത് റെസിസ്റ്റൻസ് എത്ര വരിക? 8 ohm വരും. 8 ohm 4ഉം 4ഉം 8 ohm. അവിടെ വേറെ ഇതുമായിട്ട് ബന്ധമില്ല. നമുക്ക് വേണ്ടത് ദ വാല്യൂ ഓഫ് I1, അതിലൂടെ പോകുന്ന കറണ്ടാണ് വേണ്ടത്. ഈ 2 പോയിന്റുകളുണ്ടല്ലോ, എയും സിയും, അതിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ച് കഴിഞ്ഞാൽ എയും സിയും ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 4ഉം 4ഉം 8 ohm ആണ് വരിക. ഇത് 4. സോ ദിസ് ഇസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സെല്ലിലേക്കാണ്. ബാക്കിയുള്ള ഭാഗം ഞാൻ ഒഴിവാക്കി, നമുക്ക് ആവശ്യമുള്ള ആ സാധനം മാത്രം മതി. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I ആണ്. ഇവിടുന്ന് വരുന്ന കറണ്ട് അതല്ല, കാരണം ആ വരുന്ന കറണ്ട് ഇങ്ങനെ വന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് I1 വരുന്നത്. സോ ലെറ്റ്സ് സേ ദിസ് ഇസ് I1. അപ്പോൾ ഈ വരുന്ന കറണ്ട് I ആണ്. അതല്ല എന്നാണ് അർത്ഥം. ഇവിടെ 8. അപ്പോൾ I1 കണ്ടുപിടിക്കാൻ എളുപ്പമല്ലടാ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? ഈ 2 പോയിന്റുകൾക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? 8. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര? 8. 8/8 1. സോ 1 ampere ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. സിമ്പിൾ അല്ലേ? റെഡി? അടുത്തലേക്ക് പോകാന്നാൽ നെക്സ്റ്റ്, ദ വാല്യൂ ഓഫ് I so that the magnetic field at R is 0.
ആറിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് 0 ആവണം. അതായത് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആവണം. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണെങ്കിൽ ഇവിടെ എത്ര കറണ്ട് വേണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് മൂവിങ് ചാർജിലേക്ക് ചാടി നമ്മൾ മൂവിങ് ചാർജിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ നേരത്തെ ടേബിളായിട്ട് ചെയ്തിരുന്നു. ബെൻഡ് വയേഴ്സിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, ഇതും വളരെ റെലവൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. കാരണം 2 വയർ അടുപ്പിച്ചടുപ്പിച്ച് വെക്കുമ്പോൾ നമുക്ക് ന്യൂട്രൽ പോയിന്റ് കിട്ടുമല്ലോ. ആ ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൻ്റെ രണ്ടിൻ്റെ ഉള്ളിലാവാം അല്ലെങ്കിൽ വെളിയിലാവാം. ദാറ്റ് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിറക്ഷൻ ഓഫ് കറണ്ട്. ഇത് ന്യൂട്രൽ പോയിന്റുമായി കണക്റ്റഡ് ആയ ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷേ നിങ്ങൾ ന്യൂട്രൽ പോയിന്റിൻ്റെ ഇക്വേഷൻ, ന്യൂട്രൽ പോയിന്റിൻ്റെ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ അങ്ങനെ പഠിച്ചു വെക്കുന്നതിനേക്കാൾ നല്ലത് ഇതൊക്കെ PYQ ആണോ സാർ? ഇതിൽ ചിലതെല്ലാം PYQ ആണ്, ചിലതെല്ലാം PYQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഈ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ജനുവരി ഷിഫ്റ്റിന് നിങ്ങൾ മീൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാനാണ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഈ M.E.O സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ജനുവരി ഷിഫ്റ്റിൽ കാണാൻ പോകുന്ന, ഫേസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങളില്ലേ, ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ, ഈ ഇലക്ട്രോ ഡൈനാമിക്സിന് സോൾവ് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട കോൺസെപ്റ്റുകൾ കിട്ടാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എക്സാമിന് ഒരു നല്ല പറയുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കിയ കോൺസെപ്റ്റില്ലേ, ആ കോൺസെപ്റ്റിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഉറപ്പായാലും സംശയമില്ല. അപ്പോൾ അത്തരം കോൺസെപ്റ്റുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തത്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട്, അല്ലാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. ഞാൻ നേരത്തെ ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു പ്രീവിയസ് ഇയർ JEE ആണ്, വളരെ റീസെൻ്റ്ലി ചോദിച്ചാണ്. ഇതും പ്രീവിയസ് ഇയർ ആണ്. ഓക്കെ, ഇത് പ്രീവിയസ് ഇയർ അല്ല, ഐ തിങ്ക് ഇത് പ്രീവിയസ് ഇയർ അല്ല. ഇനി മുൻ വർഷത്തെ ഏതോ ചോദ്യമാണെന്ന് അറിയില്ല, റീസെൻ്റ്ലി ചോദിച്ച ചോദ്യമല്ല. ദ വാല്യൂ ഓഫ് I സോ ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് R ഈസ് 0. നോക്ക്, ഈ രണ്ടിൻ്റെയും ഫീൽഡ് എന്തായാലും മാഗ്നറ്റിക് ഫീൽഡ് 0 ആവണമെങ്കിൽ ഫീൽഡ് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഡയറക്ഷൻ നോക്കാൻ അറിയാത്ത ആളാണെങ്കിൽ കൂടെ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ നോക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചു. നിങ്ങളത് ആലോചിച്ച് ബേജാറുണ്ട്. കാരണം നെറ്റ് ഫീൽഡ് 0 ആയി എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ ഫീൽഡ് ലൈൻസ് ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയിട്ട് വരണം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഇവിടെ ഫീൽഡ് ലൈൻസ് ഒന്ന് മുകളിലേക്കും താഴേക്കായിരിക്കും. അപ്പോൾ ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ ഡയറക്ഷൻ ഒന്ന് മുകളിലേക്കും താഴേക്കായിരിക്കും. അപ്പം ഈ വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് അത് ഇൻഫിനിറ്റ്ലി ലോങ് വയറാണ്. μ0I ഡിവൈഡഡ് ബൈ I നമുക്ക് എത്ര എടുക്കുക, 2.5 ഡിവൈഡഡ് ബൈ 2π. എത്ര വരുന്നടാ നോക്ക്, ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഇത് എത്ര വരുന്നത്, 5 വരുന്നത്. ഡിസ്റ്റൻസ് ഒക്കെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഷുഡ് ബി ക്യാൻസൽ ഔട്ട്, ദാറ്റ് ഷുഡ് ബി ബാലൻസ്ഡ് ബൈ ഈ സെക്കൻഡ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് ഇസ് μ0, അതിൻ്റെ കറണ്ട് I ഡിവൈഡഡ് ബൈ 2π. ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര, 2. ഈ μ0/2π ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5ഉം 2ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2.5 വരും. 2.5 ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഇസ് 1 ആംപിയർ ഈസ് ദ റിക്വയർഡ് കറണ്ട് ടു ക്യാൻസൽ ഔട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് R. സോ ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയടാ? റെഡി? ക്ലിയർ? എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു എന്താ പറയുക, ആംബിയർ സർക്യൂട്ടൽ തിയറം, ബയോഡ് സർക്യൂട്ട് തിയറം അല്ല, ബയോഡ് സാവാത്ത് ലോൻ്റെ അപ്ലിക്കേഷൻ മനസ്സിലാക്കാനും ഓർത്തു വെക്കാനും റിവൈസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ട്രെയിറ്റ് വയർ, ഫൈനൈറ്റ് ലെങ്ത് ഉള്ള വയർ, ഈ ഫൈനൈറ്റ് ലെങ്ത് ഉള്ള വയറിൻ്റെ സെൻറ്ററിൽ നിന്നും 3D ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പോയിന്റ്, ആ പോയിന്റിലെ ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ നിന്നൊരു ലൈൻ വരയ്ക്കണം, താഴെ നിന്നൊരു ലൈൻ വരയ്ക്കണം. അത് രണ്ടും R പെർപെൻഡിക്കുലർ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ രണ്ടും സെയിം ആണ്. ദിസ് ഇസ് തീറ്റ ആൻഡ് ദിസ് ഇസ് ഓൾസോ തീറ്റ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് μ0I ഡിവൈഡഡ് ബൈ 4πR സൈൻ തീറ്റ 1 പ്ലസ് സൈൻ തീറ്റ 2. രണ്ട് തീറ്റയും സെയിം ആയതുകൊണ്ട് 2 സൈൻ തീറ്റ എന്ന് എഴുതിയാൽ മതി. സോ μ0I ഡിവൈഡഡ് ബൈ 4π ഇൻസ്റ്റെഡ് ഓഫ് R യു ക്യാൻ യൂസ് 3D. സൈൻ തീറ്റ 1 അപ്പോൾ 2 ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ സൈൻ തീറ്റ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാമല്ലോ. ഇതെത്ര അഡ്ജസൻറ്റ് 3D, ഇത് ഓപ്പോസിറ്റ് ഏതാ 4D. അപ്പോൾ ഹൈപ്പോട്ടനസ് ഡെഫിനറ്റ്ലി 5D അല്ലേ. അപ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ സൈൻ ഓഫ് തീറ്റ ഈസ് നത്തിങ് ബട്ട് 4D ഡിവൈഡഡ് ബൈ 5D. DD ക്യാൻസൽ ആവും. അപ്പോൾ സൈൻ ഓഫ് തീറ്റ ഈസ് 4/5. അപ്പോൾ μ0I ഡിവൈഡഡ് ബൈ 4π 3D ഇൻറ്റു 2 ഇൻറ്റു സൈൻ ഓഫ് തീറ്റ ദാറ്റ് ഇസ് 4 ഡിവൈഡഡ് ബൈ 5. ഈ 4ഉം കട്ട് ചെയ്യാം. ഈ 3ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും. അപ്പോൾ 2 μ0I ഡിവൈഡഡ് ബൈ 15πD ഈസ് ദ ആൻസർ. 2 μ0I ഡിവൈഡ് ബൈ 15πD. ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ.
Can NEET student watch this? Of course. നിങ്ങൾ നീറ്റുകാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഫിസിക്സിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വളരെ വളരെ നല്ലതാണ് നീറ്റിനും. പക്ഷേ നീറ്റുകാർ എന്ത് ചെയ്യരുത്, ഇത്രയും ഡെപ്തിലേക്ക് പോകുന്ന ചോദ്യങ്ങൾ നീറ്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. അത് അതിൻ്റെ ഒരു റേഞ്ച് വ്യത്യാസമുണ്ട്. ബട്ട് കോൺസെപ്റ്റ് ഈസ് റിമൈൻ സെയിം. ഓക്കെ, ഈ കോൺസെപ്റ്റൊക്കെ നമുക്ക് നീറ്റിന് ആവശ്യമുണ്ട്. ബട്ട് ക്വസ്റ്റ്യൻസ് ഇത്രത്തോളം ഡെപ്തിലേക്ക് ഒരിക്കലും പോകില്ല നീറ്റിന്. അപ്പോൾ കണ്ടൻറ്റ് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ലതാണ് കാണുന്നുണ്ട്. നോ പ്രോബ്ലം. സമയമുണ്ടെങ്കിൽ ഓപ്ഷൻ എ. JBA, അതാരത്? സാനിയ മുഹമ്മദ്. ഓ, സന്തോഷം. സി, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണത്. ദിസ് ഇസ് ഓൾസോ എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. നോക്ക്. എ വയർ A bend in the shape of arc of a circle carrying current of 2 ampere. A carries 2 ampere, having radius 2 centimeter. Another wire B also bend in the form of a circular arc, carries a current of 3 ampere, radius 4 centimeter. Are placed shown in the figure. The ratio of magnetic field due to this wire at point A and B കോമൺ സെൻറ്റേഴ്സ്. ഓക്കെ, ആ കോമൺ സെൻറ്റേഴ്സിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റേഷ്യോ കാണണം. സോ ഞാൻ ആദ്യം എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എഴുതാം. എ ഉള്ളിലുള്ള വയറല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഉള്ളിലുള്ള വയറിൻ്റെ പ്രത്യേകത എന്താ നോക്ക്, ഇത്രയും ഭാഗത്താണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ഇത് രണ്ടും പരിഗണിക്കേണ്ടതില്ല, കാരണം അവിടെ ആ വയേഴ്സ് കാരണം സെൻട്രൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ആക്സിയൽ പോയിന്റ്. അപ്പോൾ നോക്ക്, ഇത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വയർ. ഇതിൻ്റെ വയർ കറണ്ട് ഇല്ലാത്ത ഭാഗത്തുള്ള ആർക്ക് ആംഗിളാണ് എന്തെന്ന് 90 എന്ന്. അപ്പോൾ ഇപ്പുറത്ത് ഡെഫിനറ്റ്ലി എത്ര ഉണ്ടാവുക? 270 അല്ലേ? 270 + 90 അല്ലേ 360 വരിക അല്ല? യെസ്, 270. അപ്പോൾ 90 ഡിഗ്രി വരുന്ന ഭാഗമാണെങ്കിൽ 1/4 ആണ് വരിക. അപ്പോൾ 270 വരുന്ന ഭാഗമാണെങ്കിൽ 1/4, അപ്പോൾ 3/4 വരും. അപ്പം ഫ്രാക്ഷൻ 3/4 വരും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വരിക μ0I / 2R. അവിടെ കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. μ0 കറണ്ട് എത്രടാ? എ വയർ ഇസ് ബെൻഡ് ഇൻ ദ ഫോം ഓഫ് ആർക്ക് 2 ആംപിയർ. എക്ക് 2 ആംപിയർ, എ 2 ആംപിയർ, റേഡിയസ് μ0I / 2 ഇൻറ്റു 2 സെൻറ്റിമീറ്റർ. അത് ക്യാൻസൽ ആയി പോകും. ഇൻറ്റു ഫ്രാക്ഷൻ വരിക 3/4 വരും. 3/4. ഓക്കെ, ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ബി എന്ന് പുറത്തുള്ള സർക്കിൾ. അതിൻ്റെ വരിക μ0 കറണ്ട് എത്ര വരുന്നത്? 3 ആംപിയർ / 2 ഇൻറ്റു റേഡിയസ് 4 ആണ്, ഇൻറ്റു അവിടെ എത്ര ഫ്രാക്ഷൻ വരിക നോക്ക്. ബീനെ സംബന്ധിച്ചിടത്തോളം എന്താ, ഇത്രയും ഭാഗത്ത് കറണ്ട് ഉണ്ട്, കറണ്ട് ഇല്ലാത്തത് 60 ആണ്. അപ്പോൾ ഇവിടെ ആയിരുന്നു കറണ്ട് ഉണ്ടെങ്കിൽ ഫ്രാക്ഷൻ വരിക 1/60 ആണ്. അതായത് ഒരു സർക്കിളിൻ്റെ 1/60 പാർട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറയേണ്ടി വരും. അതായത് 60 ഡിഗ്രി സെക്ടറാണ് കറണ്ട് ഉണ്ടാക്കുന്നതെങ്കിൽ. ഇതല്ലല്ലോ, അതിൻ്റെ ബാക്കിയുള്ള ഭാഗമല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം എന്ന് പറയുമ്പോൾ എത്ര ഭാഗം ഉണ്ടാക്കും? 5 ഔട്ട് ഓഫ് 6 അല്ലേ? 5/6 ഭാഗം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. സോ ഇവിടെ ഫ്രാക്ഷൻ വരാം 5/6. ക്ലിയർ അല്ലേടാ ഹാഷിം? ഹായ് ഹാഷിമേ. അപ്പോൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് μ0 2 ക്യാൻസൽ ചെയ്തു. ഈ 2 ക്യാൻസൽ ചെയ്തു. പിന്നെ അവിടെ ഉള്ളത് ഞാനൊന്ന് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 3 / 4 ഇൻറ്റു 4/3 ഇൻറ്റു 6 / 5. അപ്പോൾ ഈ 4ഉം ക്യാൻസൽ ചെയ്തു, 3ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ 6:5 ആണ് റിമൈനിങ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ? ഡി എന്നല്ലേ കിട്ടുന്നത്? ശരിയല്ലേ? ഡി. ഇവിടെ μ0 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു 3/4 വരും. ഇവിടെ μ0 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4. അപ്പോൾ ഇവിടെ μ0 ക്യാൻസൽ ചെയ്തു. ഈ 2ഉം ക്യാൻസൽ ചെയ്തു. ഈ 2ഉം ക്യാൻസൽ ചെയ്തു. ഈ 3/4ഉം ക്യാൻസൽ ചെയ്തു. പിന്നെ 5/6 അടിയിൽ വരും. ആ മുകളിലേക്ക് പോയാൽ 6/5. ദാറ്റ് ഈസ് 6:5. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഗ്രാഫ്. വളരെ എന്താ പറയുക, രസകരമായ ഓപ്ഷൻസ് വരുന്ന
ക്വസ്റ്റ്യനാണിത്. ഗ്രാഫ് വരുന്ന സമയത്ത് സംഭവം ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ഈസി ആണ് എങ്കിലും ജെയ്ക്കൊക്കെ വരുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഗ്രാഫിൻ്റെ ഇക്വേഷൻസും ഗ്രാഫിൻ്റെ ഡയഗ്രം ഒക്കെ അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ വേണം. ഒരു ക്വസ്റ്റ്യൻ നോക്ക് ഇവിടെ. 2 long parallel wires, രണ്ടിലും കറണ്ട് ക്യാരി ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം 2D. ഐഡൻറ്റിക്കൽ കറണ്ട് ആയിരിക്കും പാസ് ചെയ്യുന്നത്, സ്റ്റഡി കറണ്ട് ഈക്വൽ കറണ്ടാണ്. ഫ്ലോയിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഈക്വൽ വാരിയേഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ബി ഈസ്. നോക്ക് ഇവിടെ 2 വയർ, ഓപ്ഷനിലേക്ക് വരുന്നതിന് മുന്നേ ഈ 2 വയർ നോക്കുക. രണ്ടിലും കറണ്ട് മുകളിലേക്കാണ് പോകുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ഒരേ രൂപത്തിലാണ് ഡയറക്ഷൻ വരിക. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 2D ആണെങ്കിൽ രണ്ടിനും ഈക്വൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോയിന്റ് D. അപ്പോൾ ഇവിടെ നെറ്റ് ഫീൽഡ് 0 ആയിരിക്കും. ദിസ് വിൽ ബി ന്യൂട്രൽ പോയിന്റ്. കാരണം ഈ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നോക്കിയാൽ മുകളിലേക്കായിരിക്കും, ഈ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് താഴേക്കായിരിക്കും. അപ്പോൾ ഒന്ന് മുകളിലേക്കും താഴേക്കും ക്യാൻസൽ ആവും. അപ്പോൾ ഈ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ നിയർ പോയിന്റ് വളരെ കൂടുതലായിരിക്കും. ഞാൻ അതിൻ്റെ സ്ട്രെങ്ത് കാണിക്കാൻ അങ്ങനെ ഇരുന്നു കേട്ടോ. അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് കുറഞ്ഞ് വരും. അങ്ങനെ കുറഞ്ഞ് ഇതാ അപ്പുറത്തുനിന്ന് അത് രണ്ടാമത്തെ കറണ്ടിൻ്റെ എഫക്റ്റും ഉണ്ടാവും കേട്ടോ. രണ്ടാമത്തേൻ്റെ എഫക്റ്റും ഉണ്ടാവും. ഇവിടെ 0 ആവും. ഓക്കെ, ഇനി ഈ വയറിൻ്റെ നിയർ പോയിന്റ് അതാ ഇവിടെ കേൾ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കാണ് നെറ്റ് ഫീൽഡ് കിട്ടുക. അപ്പോൾ ഇവിടെ 0, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടക്ടറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കൂടി വരും. ഇനി ഇവിടെ കറങ്ങി ഇവിടെ മുകളിലേക്കാണെങ്കിൽ ഇത് തിരിഞ്ഞ് ഇപ്പുറത്തെ അങ്ങോട്ട് വരിക താഴേക്ക്. അപ്പോൾ കണ്ടക്ടറിൻ്റെ നിയർ എൻഡിൽ ഫീൽഡ് വളരെ സ്ട്രോങ് ആയിരിക്കും. ദൂരോട്ട് പോകുന്നതിനനുസരിച്ച് കുറഞ്ഞ് വരികയായിരിക്കും ചെയ്യുക. അതേപോലെ ഇവിടെയും മുകളിലേക്ക് കണ്ടക്ടറിൻ്റെ അടുത്ത് വളരെ സ്ട്രോങ് ആയിരിക്കും, ദൂരോട്ട് പോകുന്നതിനനുസരിച്ച് കുറഞ്ഞ് വരിക ചെയ്യുക. ഓക്കെ, ഈ രൂപത്തിൽ. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ച് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനൊരു ഷേപ്പ് വരും, ഇവിടെ ഇങ്ങനൊരു ഷേപ്പ് വന്നിട്ട് ഇങ്ങനെ താഴേക്ക് പോകും, ഇവിടെ ഇങ്ങനൊരു ഷേപ്പ് വരും. ഈ രൂപത്തിലാണ് ഡയറക്ഷൻ വരിക, ഗ്രാഫ് വരിക. സി, അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ എ. ക്ലിയർ ആണോ? റെഡിയാണോ? മനസ്സിലായോ? യെസ്. അടുത്തതിലേക്ക് പോവാം. സി, a network shown in the figure, a part of a complete circuit. This is a complete circuit. എത്ര ശ്രമിച്ചിട്ടും നെഗറ്റീവ് മാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സി, നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ച് ബബിൾ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ശീലിക്കേണ്ട അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 100% കോൺഫിഡൻ്റ് ആയ അറിയുന്ന, അതായത് ആൻസറിലേക്ക് എത്തുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ, ആ ക്വസ്റ്റ്യൻ്റെ മുകളിൽ മാത്രമേ ഓവർ ടൈം സ്പെൻഡ് ചെയ്യാവൂ. അതായത് നിങ്ങൾക്ക് നല്ല ധാരണ വേണം മൂവിങ് ചാർജിൽ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കോയിൽ, ആ ഏരിയകൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോട് കണക്റ്റഡ് ആയ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് മെനക്കെട്ടി ഇരുന്ന് നോക്കണം. അതല്ലാതെ നമുക്ക് ഹാഫായിട്ട് അറിവുള്ള ഏതെങ്കിലും വളരെ ഹാഫ് മൈൻഡഡ് ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫ്ലൂയിഡിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയാണ്, കാപ്പിലറി റൈസ് നിങ്ങൾ അത്രമേൽ പഠിച്ചിട്ടില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാത്ത അല്ലെങ്കിൽ അത്ര കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഏരിയ ആണ്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരുന്നില്ല, പക്ഷേ ഏകദേശം ആൻസറിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട് എന്ന് കാണുന്നു, അതിൻ്റെ മുകളിൽ ഇരിക്കുന്നു, ഒരു ആൻസർ കിട്ടുന്നു, ബബിൾ ചെയ്യുന്നു. ആ പാറ്റേൺ ഒഴിവാക്കണം. നിങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ മുകളിൽ മാത്രമേ ഇരിക്കാവൂ, അങ്ങനെ ബബിൾ ചെയ്യാവൂ. അല്ലാതെ 50-50 വരുന്നത് ബബിൾ ചെയ്ത് പോകരുത്. അതിന് വേണമെങ്കിൽ ഒരു സെക്കൻഡ് ടൈംസ് റീവിസിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കണ്ടെത്തി, ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ടൈം മാനേജ് ചെയ്തോളൂ. അതല്ലാതെ പെട്ടെന്ന് ബബിൾ ചെയ്യുക എന്നുള്ള ഒരു പാറ്റേൺ നിങ്ങൾ ഒഴിവാക്കണം. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ അത്രയും കോൺഫിഡൻസ് ഉള്ള, നമുക്ക് അത്രയും അറിയാവുന്ന സാധനങ്ങൾ മാത്രമേ ബബിൾ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത മാർക്ക് പോലും പോകും ബൈ സില്ലി മിസ്റ്റേക്ക്. സില്ലി മിസ്റ്റേക്ക് കാരണം, അറിഞ്ഞിട്ടും സില്ലി മിസ്റ്റേക്ക് കാരണം തെറ്റിക്കുന്നു. അതിന് നിങ്ങൾ 100% കോൺഷ്യസ് ആവുകയല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്യല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഈ സബ്ജക്റ്റിൻ്റെ ഇക്വേഷൻസും സബ്ജക്റ്റിൻ്റെ കോൺസെപ്റ്റും അല്ലാതെ മറ്റൊന്നും നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ എക്സാമിനോട് അടുക്കുന്ന ഈ അവസാന സമയത്ത് ഈ എക്സാം അല്ലാതെ മറ്റൊരു കമ്മിറ്റ്മെൻറ്റും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. മറ്റൊന്നും തന്നെ നിങ്ങളെ ബാധിക്കാനും പാടില്ല. ഒരു ഫാമിലി ഫംഗ്ഷൻസോ ഒരു റിലേഷൻഷിപ്പോ ഒന്നും തന്നെ നിങ്ങളെ ബാധിക്കാൻ പാടില്ല. നിങ്ങളുടെ മൈൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോയുടെ ഈ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എങ്കിലേ 100% കോൺഷ്യസ് ആയിട്ട് കോൺഫിഡൻസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോഴേ ഈ സില്ലി മിസ്റ്റേക്ക് ഒക്കെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, how long will it take to complete mechanics and optics? എന്തായാലും 6 hours മേലെ പോകില്ല. ഒരു
ബ്രാഞ്ചിന് മാക്സിമം 2 hours ആ രൂപത്തിലായിരിക്കും പോവുക കേട്ടോ. അത്ര പോകില്ല, 1.5 hours ആയിരിക്കും ഒരു പാർട്ടിന് ഉണ്ടാവുക. അതിൽ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, LCR നോക്ക്. ഇവിടെ ഈ if at a certain instant of time the current I is 5 ampere decreasing at a rate of 10 raised to 3, then VA minus VB minus VA. കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ കൺസെപ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലെ കോൺസെപ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് AC-യുടെ ഭാഗങ്ങൾ വരുന്ന ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. തിയറി മനസ്സിലാവുന്നുണ്ട് പക്ഷേ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. തിയറി മനസ്സിലാവാതെ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് തിയറി മനസ്സിലാവുന്നുണ്ട് പക്ഷേ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തിയറി മനസ്സിലായിട്ടില്ല എന്നുള്ള അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് വായിച്ചിട്ട് അതിൻ്റെ സെൻറ്റൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവും, പക്ഷേങ്കിൽ അത് വേണ്ട വിധത്തിൽ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പ്രോബ്ലം ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം. അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സിലോ മാത്തമാറ്റിക്കൽ അപ്രോച്ചിലോ എവിടെയോ പ്രശ്നമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എനിവേ, ഡോണ്ട് വെറി. നമ്മൾ ഈ അവസാന ഘട്ടത്തിൽ നമ്മൾ പറ്റാവുന്ന അത്രയും ക്വസ്റ്റ്യൻ ചെയ്യുക, പറ്റാവുന്ന അത്രയും കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, പറ്റാവുന്ന അത്രയും വർക്കൗട്ട് ചെയ്യുക, പറ്റാവുന്ന അത്രയും ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് വളരെ ധൈര്യത്തിൽ പോയിട്ട് എക്സാം ചെയ്യുക. ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കറണ്ട് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സെൽഫ് ഇൻഡക്റ്റൻസ് കാരണം ഈ കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. അതുമാത്രമല്ല എക്സ്റ്റേണൽ സർക്യൂട്ടിൽ എക്സ്റ്റേണൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്. ആ കറണ്ട് ഡിക്രീസിങ് ആയതുകൊണ്ട് ഇവിടെ സെൽഫ് ഇൻഡക്റ്റൻസ് കാരണം ഉണ്ടാകുന്ന EMF, ഇൻഡ്യൂസ്ഡ് EMF, അതെന്ത് ചെയ്യും? കറണ്ടിനെ ഓപ്പോസ് ചെയ്യും. കറണ്ടിനെ സപ്പോർട്ട് ചെയ്യും. കാരണം കറണ്ട് കുറഞ്ഞിട്ടാണ് ഇതിൽ EMF ഉണ്ടാകുന്നത് എങ്കിൽ കറണ്ട് കുറയാതിരിക്കാനാണ് ഈ ലെൻസസ് ലോ പ്രകാരം EMFൻ്റെ ഡയറക്ഷൻ ട്രൈ ചെയ്യുക. കറണ്ട് കൂടുമ്പോഴാണ്, ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ കറണ്ടിൻ്റെ ആ ഇൻക്രീസിങ്ങിനെ ഓപ്പോസ് ചെയ്യാനാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നോക്ക്, ലെൻസസ് ലോ പ്രകാരം കറണ്ട് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ EMF ഉണ്ടാവാനുള്ള കാരണം കറണ്ട് കുറയുന്നതാണ്. അപ്പോൾ ഈ കോയിൽ എന്താ ചെയ്യുക? കറണ്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കറണ്ട് കുറയുന്നത് കാരണമാണ് അതിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നതെങ്കിൽ ആ കോയിൽ ശ്രമിക്കുക അത് കുറയാതെ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അപ്പോൾ എക്സ്റ്റേണലി കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് ഇവിടെ കറണ്ട്, ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യുക. അങ്ങനെ ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന EMFനെ നമ്മളൊരു സെല്ലായിട്ട് പരിഗണിച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് ആ സെല്ല് ഉണ്ടാവുക. ഇനി ആ ഇൻഡ്യൂസ്ഡ് EMF എത്ര ഉണ്ടാവും നോക്കിയാൽ LdI/dt. L എത്ര? 5 × 10⁻³ di/dt ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് 10⁻³ അപ്പോൾ 10⁻³ -3 ക്യാൻസൽ ചെയ്താൽ അത് 5 volt ആണ് വരിക, 5 volt. അപ്പോൾ ഇവിടെ ഒരു സെല്ലുണ്ട്, അതിൻ്റെ വോൾട്ട് EMF 5 ആണ്. ഇനി നമുക്ക് വേണ്ടത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ B ആൻഡ് A. അപ്പോൾ B ആൻഡ് A, B നേലേക്ക് പോവാം. B നേലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് ഇൻഡ്യൂസ്ഡ് EMF, അതിൻ്റെ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ, അപ്പോൾ അത് പ്ലസ്, VB മൈനസ് VA, അപ്പോൾ അത് +5. പിന്നെ ഇങ്ങനെ പോണ വഴിക്ക് അടുത്ത സെല്ലിൻ്റെ പോസിറ്റീവ് കാണുന്നു, ദാറ്റ് ഈസ് +50. പിന്നെ നിങ്ങൾ ഇങ്ങനെ പോണ വഴിക്ക് ഇങ്ങോട്ടാണ് കറണ്ട് വരുന്നത്. നമ്മൾ പോകുന്നത് അങ്ങോട്ടേക്കാണ്, കറണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ആ കറണ്ട് നെഗറ്റീവ് ആക്കി എടുക്കണം. ആ ഇൻസ്റ്റൻറ്റിലെ കറണ്ട് 5 ആണ്, ദാറ്റ് ഈസ് 5 - 5 ഇൻറ്റു അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ 1, റെസിസ്റ്റൻസ് 1, അതായത് I × R. PYQ ചെയ്യാൻ പറ്റുന്നുണ്ട്, ബട്ട് ന്യൂ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഡിഫിക്കൽട്ടിയാണ്. PYQ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം PYQ ചെയ്യുക, അത് തന്നെ മതി. നിങ്ങൾക്ക് കൂളായിട്ട് ഈ വരുന്ന എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. PYQ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക്. വേറൊന്നും ആലോചിച്ച് ഡീവിയേറ്റഡ് ആവണ്ട കേട്ടോ. നിനക്ക് PYQ ആരാണത്? പാർത്ഥിവ്രാജ്. നിങ്ങൾക്ക് PYQ കൃത്യമായിട്ട് എല്ലാ ചാപ്റ്ററിനെയും PYQ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ മിഷൻ 99 ഡേയ്സിലെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ LMRPയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഡോണ്ട് വെറി കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് എത്ര വരിക? ഈ -5 ഉം +5 ക്യാൻസൽ ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 15 volt അല്ലേ? സോ ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. ഗോട്ട് ഇറ്റ്? കിട്ടിയല്ലോ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. In an AC circuit, the instantaneous EMF and current shown is given by, അതായത് കറണ്ടിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, EMFിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, വോൾട്ട് കറണ്ടിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓൺ വൺ കംപ്ലീറ്റ് സൈക്കിൾ ദ ആവറേജ് പവർ കൺസ്യൂംഡ് ബൈ ദ സർക്യൂട്ട് ആൻഡ് വാട്ട്ലെസ് കറണ്ട് ഇസ് റെസ്പെക്റ്റീവ്ലി. ഇത് കംപ്ലീറ്റ്ലി, ഇത് എന്തായാലും പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടും അല്ല, പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടും അല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താ? ഇതൊരു ഇൻഡക്റ്റീവ് സർക്യൂട്ടും ഇതൊരു കപ്പാസിറ്റീവ് സർക്യൂട്ടും അല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടും ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ടും ആണെങ്കിൽ അവിടെ ഫേസ് ഡിഫറൻസ് വരിക π/2 ആണ്.
കാരണം ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജ് ഇസ് ലീഡിംഗ് ബൈ ആൻ ആംഗിൾ ഓഫ് π/2, കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ഇസ് ലീഡിംഗ് ബൈ ആൻ ആംഗിൾ ഓഫ് π/2. ഇത് രണ്ടും അല്ല. അപ്പോൾ ഇതൊരു LCR, LR, CR ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആവറേജ് പവർ 0 അല്ല. ആവറേജ് പവർ ഇസ് ഈക്വൽ ടു IRMS VRMS cos phi. IRMS VRMS cos phi. IRMS VRMS cos phi എന്ന് പറഞ്ഞാൽ I0 into V0 divided by 2 into cos phi. IRMS VRMS ആണ് I0/√2, VRMS ആണ് V0/√2, √2 into √2 2i. അപ്പോൾ മാക്സിമം EMF 100, മാക്സിമം കറണ്ട് 20 divided by 2 into cos π/4 is 1/√2. അപ്പോൾ ഈ 2 2 ക്യാൻസൽ ആയി. അപ്പോൾ അവിടെ 1000 കിട്ടും. 1000/√2. ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ വാട്ട്. ഇനി നമുക്ക് വാട്ട്ലെസ് കറണ്ട് കണ്ടുപിടിക്കണം. വാട്ട്ലെസ് കറണ്ട് അവിടെ നോക്ക്. എന്താണ് വാട്ട്ലെസ് കറണ്ടിൻ്റെ കൺസെപ്റ്റ്? നമ്മൾ കറണ്ടും വോൾട്ടേജും നമ്മൾ ഫേസ് ഡിഫറൻസ് നോക്കുക. അപ്പോൾ ഞാൻ വോൾട്ടേജിനെ ഞാൻ എക്സാക്സ് ഇവിടെ നിർത്തി. ദിസ് ഇസ് വോൾട്ടേജ്. ഇനി ഞാൻ കറണ്ടിന് ഞാൻ ഇവിടെ എടുത്തു. ഇവർ നമ്മൾ ഫേസ് ഡിഫറൻസ് π/4 അല്ലേ. ദിസ് ഇസ് കറണ്ട്. കറണ്ടിനെ 2 കോമ്പണൻ്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുക. ഒന്ന് എലോങ് ദ ഡയറക്ഷൻ ഓഫ് വോൾട്ടേജ്, പിന്നെ ഒന്ന് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് വോൾട്ടേജ്. എലോങ് ദ ഡയറക്ഷൻ ഓഫ് വോൾട്ടേജ് ആണ് പവർ കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതായത് cos phi കോമ്പണൻ്റ് ആണ് പവർ കോൺട്രിബ്യൂട്ട് ചെയ്യുക. sin phi കോമ്പണൻറ്റും വോൾട്ടേജും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. അപ്പോൾ അത് ഫേസ് ഡിഫറൻസ് 90 ആണെങ്കിൽ പവർ കോൺട്രിബ്യൂട്ട് ചെയ്യൂല. അപ്പോൾ പവർ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത കോമ്പണൻറ്റ് sin phi ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ വെറും വാട്ട്ലെസ് എന്നല്ലേ പറഞ്ഞത്. വെറും വാട്ട്ലെസ് കറണ്ട് എന്ന് പറഞ്ഞാൽ വാട്ട്ലെസ് കറണ്ടിൻ്റെ RMS വാല്യൂ വേണ്ടത്. ഇപ്പം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് വാട്ട്ലെസ് കറണ്ടിൻ്റെ പീക്ക് വാല്യൂ ആണ്. സോ വാട്ട്ലെസ് ഇസ് ഈക്വൽ ടു 20 മാക്സ്. ഇതാണ് ഈ കറണ്ടാണ് 20 എന്ന് പറയുന്നത്. 20 അതിൻ്റെ പീക്ക് വാല്യൂ. അതിൻ്റെ sin phi കോമ്പണൻറ്റ്. അപ്പോൾ 20 sin π/4, ദാറ്റ് ഇസ് 20 into 1/√2. ഇതാണ് വാട്ട്ലെസിൻ്റെ പീക്ക് വാല്യൂ. ഇനി വാട്ട്ലെസിൻ്റെ RMS വാല്യൂ എന്ന് പറയുമ്പോൾ വാട്ട്ലെസ് RMS 20/√2 ഹോൾ ഡിവൈഡഡ് ബൈ √2. അപ്പോൾ √2 2 ആവും. അപ്പോൾ 20/2 ആവും. ശരിയല്ലേ? അപ്പോൾ കട്ട് ചെയ്താൽ 10 കിട്ടും. 10. അപ്പോൾ ഏതാ ആൻസർ വരിക? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ? ബി അല്ലേ വരിക? ബി ആ വരിക കേട്ടോ. ബി ഇസ് ദ റൈറ്റ് ആൻസർ. Xylem തരുന്ന സപ്പോർട്ടാണ് എൻ്റെ കോൺഫിഡൻസ്. താങ്ക് യു സോ മച്ച്. അതിവിടെ കൊണ്ട് തീരുന്നില്ല. ഇനി ഉള്ള ജനുവരി ഷിഫ്റ്റിലേക്കുള്ള എല്ലാ ദിവസവും വെറൈറ്റി പ്രോഗ്രാംസുമായിട്ട് നമ്മൾ നിങ്ങളോടൊപ്പമുണ്ട്. ഈ എല്ലാ പ്രോഗ്രാമും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ എത്തും. അതിലൊരു സംശയമില്ല. കാരണം അത്രയും ഷാർപ്പായ, അത്രയും ക്രിസ്പായ, അത്രയും നിങ്ങൾ അവസാന സമയത്തേക്ക് നിങ്ങൾ കണ്ടിരിക്കേണ്ട കാര്യങ്ങളും ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റുമാണ് ഇങ്ങനെ എത്തുന്നത്. അപ്പോൾ ഇതന്നെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. കാരണം മനസ്സിലായോ? ഓക്കെ. കാരണം നമ്മളിത് വർക്കൗട്ട് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് ടൈമിലാണ്. നമ്മളിപ്പോൾ പഠിക്കുന്ന സാധനം ഇപ്പം തന്നെ നിങ്ങൾ വളരെ സിൻസിയറായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ മതി നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഓർമ്മ വരാൻ. ഓക്കെ. അത് മാത്രമല്ല, നമ്മൾ ഇന്നൊക്കെ ഡീൽ ചെയ്യുന്ന ബ്രാഞ്ചസ് ഏതൊക്കെ? ഇലക്ട്രോഡൈനാമിക്സും, ഒപ്റ്റിക്സും, മെക്കാനിക്സും. ഇതും മൂന്നും നമ്മൾ ഒരു ദിവസം കൊണ്ട് മൊത്തം റിവൈസ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. പക്ഷേ നമ്മളത് ഈസി ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വേണ്ട, വളരെ നമ്മൾ പറയില്ല ആറ്റിക്കുറുക്കിയെടുത്ത ഭാഗമൊന്നുമല്ല. അതുപോലെ ഈ ഇലക്ട്രോഡൈനാമിക്സിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഭാഗങ്ങളെല്ലാം നമ്മൾ തെരഞ്ഞു പിടിച്ച് അങ്ങനെ ആണ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിലെ കോൺസെപ്റ്റ് കിട്ടിയാൽ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് ഓക്കെയാണ് ആ 3 ബ്രാഞ്ചസും ഇനി വരാൻ പോകുന്നത്. ഓക്കെ. അടുത്ത ദിവസം നോക്ക്. ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഓഫ് 2 ഐഡൻറ്റിക്കൽ മാഗ്നറ്റ് അപ്രോച്ച് എ കോയിൽ കൺസിഡർ ഈക്വൽ സ്പീഡ് ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ. ദെൻ പൊളാരിറ്റിയാണ് നമുക്ക് വേണ്ടത്. നോക്ക്, നമുക്കറിയാം ലെൻസസ് ലോ. വെരി ഇമ്പോർട്ടൻറ്റ് ലെൻസസ് ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടുകൂടി അത് സൂചിപ്പിക്കുന്നത് എന്താ? ലെൻസസ് ലോയും കൂടെ നിങ്ങൾ പഠിക്കണം എന്ന്. മക്കൾ പറ, നോർത്ത് സൈഡ് കോയിലിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് നോർത്ത് സൈഡ് കോയിലിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഈ നോർത്ത് അടുത്തേക്ക് വരുന്നത് കൊണ്ടാണ് ഈ കോയിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കോയിൽ എന്തിനാ ശ്രമിക്കുക? ആ വരുന്നതിനെ ഓപ്പോസ് ചെയ്യാൻ ശ്രമിക്കും. എന്ത് കാരണം കൊണ്ടാണോ EMF ഉണ്ടാവുന്നത് ആ കാരണത്തിനല്ലേ ഓപ്പോസ് ചെയ്യുന്നത്. ഇവിടെ എന്താ കാരണം? നോർത്ത് അടുത്തേക്ക്, അതായത് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ഗെറ്റിംഗ് ക്ലോസ് ടു ദ കോയിൽ. അപ്പോൾ അതിനെ ഓപ്പോസ് ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പോൾ അതിനെ ഓപ്പോസ് ചെയ്യണമെങ്കിൽ ഇവിടെ നോർത്തിനെ ഡെവലപ്പ് ചെയ്യണം. നോർത്താണ്. അവിടെ കറണ്ട് ഡയറക്ഷൻ എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ്. ശരിയല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുക? നിങ്ങൾ ഈ സൈഡിൽ നിന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്. കേട്ടോ, ചിരിച്ച് നിൽക്കുന്ന ഒബ്സർവർ കണ്ടോ? ഇതുപോലെ നിങ്ങളും ചിരിച്ചിരിക്കണം കേട്ടോ എക്സാം ഫേസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇവിടുന്ന് ഒബ്സർവർ നോക്കുന്ന സമയത്ത് ഇവിടെയാണ് ലൂപ്പ് ഉള്ളത്. കണ്ടോ?
ഈ ലൂപ്പിൽ ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. മനസ്സിലാവുണ്ടോ? ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുക. അത് മനസ്സിലായോ? അത് ഇപ്പുറത്തുനിന്ന് സൗത്ത് വരുന്ന എടുത്താലും ഇതൊക്കെ അതേ ആൻസർ തന്നെ കിട്ടാൻ, ഇങ്ങോട്ടേക്ക് കറണ്ട് വരിക. അപ്പോൾ ഇതിൽ പ്ലേറ്റ് 1ലേക്കാണ് കറണ്ട് പോകുന്നത്, കറണ്ട് വരുന്നത്. അപ്പോൾ നോക്ക്, ഇത് ഞാൻ ഇങ്ങനെ പരിഗണിച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് പ്ലേറ്റ് 1 ആൻഡ് ദിസ് ഇസ് പ്ലേറ്റ് 2. പ്ലേറ്റ് 1ലേക്കാണ് കറണ്ട് വരുന്നത്. അങ്ങനെ പരിഗണിച്ച് കഴിഞ്ഞാൽ സെല്ല് ഇങ്ങനെ ആയിരിക്കും അവിടുത്തെ സെല്ല് വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ ഈ സെല്ലിൻ്റെ പോസിറ്റീവാണ്. അപ്പോൾ പ്ലേറ്റ് 1 പോസിറ്റീവും പ്ലേറ്റ് 2 സെല്ലിൻ്റെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്ത്, അപ്പോൾ പ്ലേറ്റ് 2 നെഗറ്റീവ് ആവും. സോ 1 is positive and 2 is negative. So plate 1 will be positive, plate 2 will be negative. That is option B is the right answer. കിട്ടിയോടാ? കിട്ടിയോ? കിട്ടിയോ? ഓക്കെ. റെഡി? ഇത് മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയണോ? കിട്ടി. നെക്സ്റ്റ്, ഫോർ എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, the magnetic field at x for a time t. Magnetic field is given. The instantaneous electric field. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ആണ് ഇതുണ്ട്. സെറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ആണ് ഇതുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആദ്യം കണ്ടുപിടിക്കണം. E0 ഡിവൈഡഡ് ബൈ B0 is equal to C. So E0 is equal to C. C എത്ര? 3 into 10 raised to 8. B എത്ര? 1.2 into 10 raised to minus 7. 8 - 7 കട്ട് ചെയ്താൽ വിൽ ഗെറ്റ് 1. അപ്പോൾ അവിടെ 12 വരും. 3 into 12 ചെയ്താൽ നമുക്ക് എത്ര ആയിട്ടാ? 36. എല്ലാത്തിലും 36. -36 വരില്ല. -36 വരണമെങ്കിൽ അവിടെ +5 വരണം. അതുണ്ടാവില്ലല്ലോ. അപ്പോൾ -36 വരില്ല. അപ്പോൾ BCD അതിലേതെങ്കിലും ഒന്നായിരിക്കും കറക്റ്റ് ആൻസർ വരിക. BCD ഏതാ നോക്കാം നമുക്ക്. ഇനി EM വേവിലെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിനും ഒരേ ഫ്രീക്വൻസി ആയിരിക്കും, ഒരേ വേവ് ലെങ്ത് ആയിരിക്കും, ഒരേ ഫേസ് ആയിരിക്കും, ഒരേ ഫേസിലാണ് വൈബ്രേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കിയാൽ ഇവിടെ കെൻ്റെ വാല്യൂ വരുന്നത് 0.5 into 10 raised to -3 ആണ്. അത്ര തന്നെ കെ വാല്യൂ ഇവിടെയും വരണം. 0.5 into 10 raised to -3. 0.5 into 10 raised to -3. 0.5 into 10 -3 അല്ല +3. 0.5 into 10 raised to +3. ഇനി ഒമേഗ 1.5 into 10 raised to 11 ആണ്. അവിടെ തന്നെ അതന്നെ ഇവിടെയും വേണം. 1.5 into 10 raised to 11. പക്ഷേ ഡിറക്ഷന് ഇത് കെ അല്ലേ? ഇത് കെ, വേവ് പോകുന്ന എക്സ്. അപ്പോൾ എക്സും കെയും എക്സ് എന്ന് പറയുമ്പോൾ ഐ അല്ലേ? ഐയും കെയും. അപ്പോൾ ജെ ആയിരിക്കണം ഡയറക്ഷൻ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ജെ ആയിരിക്കണം ഡയറക്ഷൻ. അപ്പോൾ ഇത് വരില്ല, ആ ഓപ്ഷൻ വരില്ല. ജെ ആയിരിക്കണം ഡയറക്ഷൻ വരേണ്ടത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യുന്നത് കെ ഡയറക്ഷനിലാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യണം. അപ്പോൾ നോക്ക്, 1.5 into 10 raised to 11 ഒമേഗ വരും. 0.5 into 10 raised to 3 എക്സും വരും. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് 36 വരും മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇനി ഇവിടെ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് അതായത് ക്രസ്റ്റും ട്രഫും ഉണ്ടാവുമല്ലോ, അതിൽ ട്രഫിലായിരിക്കും അതിൻ്റെ വൈബ്രേഷൻ ഉണ്ടാവുന്നതെന്നാണ്. എനിവേ ഡിറക്ഷൻ വൈസ് മാച്ച് ആവുക ഓപ്ഷൻ എ ആണ്. സോ ബാക്കിയെല്ലാം കറക്റ്റാണ്. കെയും ഒമേഗയും ഒക്കെ മാച്ച് ആവുന്നു. അപ്പോൾ സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ? സിക്ക് പ്രശ്നമുണ്ട്. സീൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യുന്നത് കെ ഡയറക്ഷനിലാവും. കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യുന്നത് കെ ഡയറക്ഷനാണ്. ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഒരേ ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യില്ലല്ലോ. ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. വേവിൻ്റെ കെ എക്സ് അല്ലേ? അപ്പോൾ വേവ് പോകുന്ന ആക്സിസ് എക്സ് ആക്സിസ് ആണ്. മനസ്സിലായോ? വേവ് പോകുന്ന ആക്സിസ് എക്സ് ആക്സിസ് ആണ്. റെഡി? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഓക്കെ, എന്നാൽ ഈ ക്വസ്റ്റിന് ആൻസർ പറ. മാച്ച് ദ ഫോളോയിങ്. ഇത് പ്രീവിയസ് ഇയർ JEE കേട്ടോ. ഇത് വെരി റീസെൻ്റ്ലി JEEക്ക് ചോദിച്ച ചോദ്യമാണ്. അതായത് ഇത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും JEEക്ക് വെരി റീസെൻ്റ്ലി ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ ആ ഒരു റേഞ്ചും മനസ്സിലാക്കണം. ഉണ്ടോ? അവിടെ ഉണ്ടോ? നോക്കൂ, വിളിക്കണ്ട, നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി.
ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇ എം വേവ് നിന്ന് മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നോളജ് ബേസ്ഡ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമുണ്ട്. മനസ്സിലാക്കണം, അങ്ങനെ ചോദ്യമുണ്ട്. പക്ഷേ നമ്മൾ വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഈ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതാണ് സത്യം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മേ ബി നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ജെയ്ക്ക് വരാവുന്ന മോസ്റ്റ് ഡിഫിക്കൽട്ടി മൾട്ടിപ്പിൾ കൺസെപ്റ്റ് കണക്ഷനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിനേക്കാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനും ഭയങ്കര ഡിഫിക്കൽട്ടി വരുന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട ഈ ബ്രാഞ്ചസിൽ നിന്ന്. പറഞ്ഞ മനസ്സിലായോ? റെഡി? അപ്പോൾ നോക്ക്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ പറയുന്നതോട് കൂടി ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ്, ദ വെരി ബ്യൂട്ടിഫുൾ ബ്രാഞ്ച് ഇൻ ഫിസിക്സ് ആൻഡ് ദ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബ്രാഞ്ച് ഇൻ ഫിസിക്സ്, ദാറ്റ് ഈസ് ഒപ്റ്റിക്സ്. അതുമായിട്ട് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫാക്കൾട്ടി നിങ്ങളുടെ സ്വന്തം FM സാർ ഇസ് വെയിറ്റിംഗ്. ഓക്കെ, ഇനി നോക്ക്, ഇതിൽ വേവ് ലെങ്ത് അല്ലേ, അതൊക്കെ നോക്ക്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ഉള്ള ഏറ്റവും ഫ്രീക്വൻസി ഉള്ള റേ ഏതാ? അത് സ്പെക്ട്രത്തിൽ ഗാമ റേ അല്ലേ. അപ്പോൾ ഏറ്റവും വേവ് ലെങ്ത് കുറവ് ഗാമക്കല്ലേ വരണ്ടേ. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കുറവ് ഏതാ? 10⁻⁻⁻15. അപ്പോൾ ബിക്ക് നേരെ വരേണ്ടത് ഏതാ? 2 ആണ്. സോ ബിക്ക് നേരെ 2 വരണം. ഇനി അടുത്ത് നോക്ക്, എക്സ്റേ കഴിഞ്ഞാൽ അടുത്ത തൊട്ട് താഴെയുള്ള ആളാരാ? ഗാമ റേ കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ആളാരാ? എക്സ്റേ ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വേവ് ലെങ്ത്തിനോട് അതിൻ്റെ തൊട്ടടുത്ത്, അതായത് ഏറ്റവും കുറവ് വേവ് ലെങ്ത്ത് ഗാമ റേ കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ആരാ? എക്സ്റേ. അപ്പോൾ 10⁻⁻10. അപ്പോൾ ഡിക്ക് നേരെ 10⁻⁻10, ദാറ്റ് ഇസ് 3 വരണം. ഡിക്ക് നേരെ 3 വരണം. ബിക്ക് നേരെ 2, ഡിക്ക് നേരെ 3. ബിക്ക് നേരെ 2 വരുന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഡിക്ക് നേരെ 3. യെസ്. ബാക്കി കൂടെ നോക്കുക. മൈക്രോവേവ്, റേഡിയോ വേവ്. സിക്ക് നേരെ 1 തന്നെ വരണം. കാരണം റേഡിയോ വേവ് കറക്റ്റാണ്, അത് പോസിറ്റീവ് പവറിലേക്ക് വരും. സ്പെക്ട്രത്തിൻ്റെ ആ ഓർഡർ ഓർമ്മ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് മനസ്സിലാവും. എന്ന് പറയുന്നത് മൈക്രോവേവ് എന്ന് പറയുമ്പോൾ 10⁻⁻3 ആസ് മാച്ചിങ് ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ഇലക്ട്രോ ഡൈനാമിക്സ് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യനിലോ ഏതെങ്കിലും കോൺസെപ്റ്റിലോ എന്തെങ്കിലും കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. ഒരു 2 മിനിറ്റ് ഞാൻ അതിന് മറുപടി പറയാം. താങ്ക് യു സോ മച്ച്. ക്ലിയർ അല്ലേ? ഏതെങ്കിലും ക്വസ്റ്റ്യനിലോ ഏതെങ്കിലും ഭാഗത്തോ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. അല്ല എങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. റെഡിയാണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് മെക്കാനിക്സ് അല്ല, നെക്സ്റ്റ് ഓപ്റ്റിക്സ് ആണ്. യെസ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക. ഇനിയും ഞാൻ പറഞ്ഞല്ലോ, ഇനിയും നമുക്ക് സീരീസുകൾ വരുന്നുണ്ട്, മാരത്തോൺ ലൈവുകൾ വരുന്നുണ്ട്. ഫിസിക്സിൻ്റെ തന്നെ ഇനിയും സീരീസുമായിട്ട് നമുക്ക് കാണാനുണ്ട്. പേപ്പർ പ്രഡിക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പുറകിൽ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കോൺഫിഡൻസ് സൈലം തരുന്ന സപ്പോർട്ടാണ്. ആ സപ്പോർട്ട്, ദാറ്റ് മീൻസ് നിങ്ങളുടെ കോൺഫിഡൻസ് ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും, ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ എക്സാമിനേഷൻ ഹാളിലേക്ക് നിങ്ങളെ കയറ്റി വിടുന്നവരെ സൈലം ഈസ് വിത്ത് യു. റൈറ്റ്? സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒപ്റ്റിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. FM സാർ വിൽ കം.
ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇലക്ട്രോ ഡൈനാമിക്സ് സെഷൻ നമ്മളത് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഒപ്റ്റിക്സിലേക്കാണ്. ഒപ്റ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട, അത് ഈസിയാണോ ഡിഫിക്കൽട്ടാണോ എന്ന് നോക്കിയിട്ടല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ക്ഷമയോടുകൂടി നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കാണുകയും ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും വേണമെന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും അത് ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല NCERT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ടെൻഷനുണ്ട് എന്നൊക്കെ പലരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ടെൻഷനായിട്ട് നമ്മൾ എക്സാം ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് നമുക്ക് പുറത്തെടുക്കാൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ടെൻഷനായിട്ട് പോകരുത്. ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം ഹാളിലേക്ക് കയറണം. അപ്പോൾ അതിനുള്ളൊരു മന്ത്രം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, നിങ്ങൾ മനസ്സിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ പറയാൻ ശ്രമിക്കുക, എന്ത്, ഇത് എനിക്ക് സെഷൻ 1 അല്ലേ, സെഷൻ 1 എനിക്ക് വീക്കാണെങ്കിൽ എനിക്ക് സെഷൻ 2 ഉണ്ടല്ലോ എന്നിങ്ങനെ നിരന്തരം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് സെഷൻ 2ലേക്ക് വേണ്ടിയിട്ടല്ല, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ സെഷൻ 1ൽ തന്നെ മാക്സിമം സ്കോർ ചെയ്യും. ഓക്കെ, കാരണം നീറ്റുകാരെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് അവർക്കാകെ ഒരൊറ്റ സെഷനുള്ളൂ. ആ സെഷനിൽ പോയാൽ പോയി. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യെസ്, അപ്പോൾ ഒപ്റ്റിക്സിലെ ആദ്യ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഫെറിക്കൽ മിറേഴ്സുമായി ബന്ധപ്പെട്ട ഒരുവിധം കാര്യങ്ങൾ മുഴുവൻ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു സോൾഡ് എക്സാമ്പിളുമായിട്ട് ഹൈലി റിസംബിൾ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നോക്കാം നമുക്ക് എന്താണെന്ന്. സിമ്പിൾ കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഓക്കെ, എ തിൻ റോഡ് ഓഫ് ലെങ്ത് f/3 ഈസ് പ്ലേസ്ഡ് എലോങ് ദ ഓപ്റ്റിക് ആക്സിസ് ഓഫ് എ കോൺകേവ് മിറർ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കൂ. ഒന്ന്, കോൺകേവ് മിററാണ്. ലെങ്ത് ഓഫ് ദി റോഡ് തിൻ റോഡ് ലെങ്ത് f/3 ആണ്. എന്നിട്ടോ സച്ച് ദാറ്റ് ഇറ്റ്സ് ഇമേജ് which is real and elongated, റിയൽ ഇമേജ് ആണ്, ഇലോങ്ങേറ്റഡ് ആണ്, ജസ്റ്റ് ടച്ചസ് ദ റോഡ്. നമുക്ക് ഓരോ സെൻറ്റൻസ് അല്ല, ഓരോ വേർഡും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ ഓരോ വേർഡും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു ലെങ്ത് ഓഫ് ദ ഇമേജ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കൂ. നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കാൻ നമുക്ക് ആദ്യം ശ്രമിക്കാം. ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇത് കോൺകേവ് മിററാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നോക്കൂ, കോൺകേവ് മിറർ കാണിക്കാൻ പോവാം. കോൺകേവ് മിറർ, യെസ്, ദിസ് ഈസ് എ കോൺകേവ് മിറർ. കോൺകേവ് മിറർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയൊന്നും സമയം ഒരിക്കലും ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് വരില്ല എന്നുള്ളത് വേറെ കാര്യം. എക്സ്പ്ലനേഷനാണ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നോക്കൂ, കോൺകേവ് മിറർ ആണെന്ന് മനസ്സിലായി. ഇനി നോക്കൂ, റിയൽ ഇമേജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോക്കസ് ഇവിടെ മാർക്ക് ചെയ്യാം. ഫോക്കസ്, ആൻഡ് ദിസ് ഈസ് സെൻറ്റർ ഓഫ് കർവേച്ചർ C ആണിത്, സെൻറ്റർ ഓഫ് കർവേച്ചർ C. ഇനി ഒബ്ജക്റ്റും ഇമേജ് നോക്കൂ. ക്വസ്റ്റ്യനിൽ പറഞ്ഞു നോക്കൂ, തിൻ റോഡ് f/3 ഓപ്റ്റിക് അലോങ് ദ ഓപ്റ്റിക് ആക്സിസ്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറഞ്ഞത്, ഇമേജ് ജസ്റ്റ് ടച്ചസ് ദ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമേജും ഒബ്ജക്റ്റും തമ്മിൽ കോണ്ടാക്റ്റിലാണ്. ഇമേജും ഒബ്ജക്റ്റും തമ്മിൽ കോണ്ടാക്റ്റിലാവുന്ന ഒരു സിറ്റുവേഷനിലുള്ളൂ. ഏതാണ് സിറ്റുവേഷൻ? ഏതാ പറ? ഇമേജും കോൺകേവ് മിററിൻ്റെ കേസിൽ ഒബ്ജക്റ്റും ഇമേജും ടച്ച് ചെയ്യുന്നത് ഒബ്ജക്റ്റ് എവിടെ വെക്കുമ്പോഴാണ്? യെസ്, അത് സീൽ വെക്കുമ്പോഴാണ്. അപ്പോൾ ഒബ്ജക്റ്റ് വെച്ച സ്ഥലം ഇവിടെ നമുക്ക് മനസ്സിലായി, അത് സീലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. അടുത്ത പ്രശ്നം നോക്കൂ, എന്താണ്? ഒബ്ജക്റ്റ് സീൽ വെക്കുന്ന സമയത്ത് നോക്കൂ, ഒബ്ജക്റ്റ് ഉള്ളത് സീലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്ജക്റ്റ് നിൽക്കല്ല, കിടക്കുകയാണ്. എലോങ് ദ ഒപ്റ്റിക് ആക്സിസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ വരുന്ന സമയത്ത് കിടക്കാൻ ഇവിടെ രണ്ട് രൂപത്തിൽ കിടക്കാം. ഒന്നുകിൽ നോക്കൂ ഇങ്ങോട്ട് കിടക്കാം, അല്ലെങ്കിൽ നോക്കൂ ഇങ്ങോട്ട് കിടക്കാം. അതെങ്ങോട്ടാണ് കിടക്കുന്നത് എന്നുള്ളതും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങോട്ടാണെന്നുള്ളതും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങോട്ടാ നോക്ക്, ഇവിടെ പറഞ്ഞ് ഇമേജ് റിയൽ ഇലോങ്ങേറ്റഡ് ഇമേജ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുക, ഒരു കോൺകേവ് മിററിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കൂ, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് എവിടെ ഉണ്ടാവുക? ഇമേജ് ഫോക്കസിൽ. അറിയാലോ നിങ്ങൾക്ക്, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് ഫോക്കസിൽ ഫോം ചെയ്യും. ഇനി അവിടുന്ന് നോക്കൂ, ഒബ്ജക്റ്റിനെ നിങ്ങൾ മിററിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അടുപ്പിക്കുന്നതനുസരിച്ചിട്ട് എന്താ സംഭവിക്കുക? ഇമേജ് നോക്കൂ മിററിൻ്റെ അടുത്തേക്ക്, മിററിൽ നിന്ന് അകന്നു പോവും.
ഇമേജ് മിററിൽ നിന്ന് അകന്നു പോകും. ഇമേജ് മിററിൽ നിന്ന് അകന്നു പോകുന്നതനുസരിച്ച് അതിൻ്റെ സൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, സൈസ് കൂടും. ഞാൻ പറഞ്ഞു വരുന്നത് നോക്കൂ, ഇവിടുന്ന് ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ഇമേജ് നോക്കുക, അവിടുന്ന് ഇങ്ങോട്ടാണ് വരിക. അവിടുന്ന് ഇങ്ങോട്ട് ഇമേജ് വരുന്നതനുസരിച്ച് ഇമേജിൻ്റെ സൈസ് കൂടും. അങ്ങനെ ഒബ്ജക്റ്റ് സിയിലെത്തുമ്പോൾ ഇമേജ് നോക്കൂ അതേ സൈസിലായിരിക്കും ഉണ്ടാവുക. ഇനി നോക്കൂ, ഒബ്ജക്റ്റ് അങ്ങോട്ട് പോകുമ്പോൾ, ഒബ്ജക്റ്റ് അങ്ങോട്ട് നീങ്ങുമ്പോൾ ഇമേജ് നോക്കൂ ഈ ഭാഗത്താണ് ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ ഒബ്ജക്റ്റിനേക്കാൾ വലിയ ഇമേജ് ഉണ്ടാവും. ഈ ഒരു സിമ്മട്രി നിങ്ങൾ ആരെ പറ്റി മനസ്സിലാക്കണം? കോൺകേവ് മിററിനെ കുറിച്ച് മനസ്സിലാക്കണം. ഒന്നുകൂടെ പറയാം, ഇൻഫിനിറ്റിയിൽ നിന്ന് ഒബ്ജക്റ്റ് മിററിലേക്ക് അടുക്കുന്നതനുസരിച്ച് ഇമേജ് മിററിൽ നിന്ന് അകന്നു പോകുന്നു, റിയൽ ഇമേജ് മിററിൽ നിന്ന് അകന്നു. മിററിൽ നിന്ന് അകലുന്നതിനനുസരിച്ച് അതിൻ്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കും. സിയിലെത്തുമ്പോൾ രണ്ടും ഒരേ സൈസായി. പിന്നെ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, സിയിൽ നിന്ന് എഫിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇമേജ് നോക്കൂ ബിയോണ്ട് സിയിലേക്കാണ് പോവുക. ആ സമയത്ത് ഇമേജിൻ്റെ സൈസ് ഒബ്ജക്റ്റിനേക്കാൾ വലുതായിരിക്കും. ഓക്കെ, പറഞ്ഞു വരുന്നത് ഇവിടെ നോക്കൂ, ഇലോങ്ങേറ്റഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിനേക്കാൾ വലിയ ഇമേജാണ്. അങ്ങനെയെങ്കിൽ നോക്കൂ, നമുക്കൊരു കാര്യം ഉറപ്പിച്ചൂടെ? എന്താണത്? ഒബ്ജക്റ്റ് നോക്കൂ അങ്ങോട്ടാണ് കിടക്കുന്നത്. അങ്ങോട്ട് കിടക്കുമ്പോഴല്ലേ ഇമേജ് നോക്കൂ വലിയ ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുള്ളൂ, വലിയ ഇമേജ് ഇവിടെ കിട്ടുള്ളൂ. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഈ ഡയഗ്രം ഇങ്ങനെയുമല്ല. ഈ ഡയഗ്രം നോക്കൂ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള സോൾഡ് എക്സാമ്പിളിൽ കൊടുത്തിട്ടുള്ള ഡയഗ്രാണത്. നോക്കൂ, എന്താ ഈ ഡയഗ്രത്തിൻ്റെ പ്രത്യേകത? ഇത് തന്നെയാണ് ശരിക്കും നമുക്കും ഇവിടെ വേണ്ടത്. നമുക്ക് ആക്ച്വലി ഇത് തന്നെയാണ് ഇവിടെ വേണ്ടത്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു മൊബൈൽ ഫോൺ നോക്കൂ, സീലാണ് വെച്ചത്. ഇതാണ് ഒബ്ജക്റ്റ്, ഇതാണ് ഒബ്ജക്റ്റ്. അത് സീൽ വെച്ചു. സീൽ വെച്ചപ്പോൾ എന്താ സംഭവിച്ചു നോക്കൂ, അതിൻ്റെ നോക്കൂ വളരെ കോലം കെട്ട ഒരു ഇമേജ് നോക്കൂ അല്ലേ, വളരെ അതിൻ്റെ ഷേപ്പൊക്കെ മാറിയ ഒരു ഇമേജ് നമുക്കിവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നോക്കൂ, ഈ ഭാഗം ഇല്ലേ, ഈ ഭാഗം ഇതിൻ്റെ ഇമേജാണ് നോക്കൂ ഇവിടെ ഫോം ചെയ്ത്. ഇനി നോക്കൂ, ഇവിടെ ഇതിനെ നിങ്ങൾ ഈ പോർഷൻ ഇങ്ങനെ നിങ്ങളൊരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ആ ഒബ്ജക്റ്റ് എവിടെ ഉള്ളത്? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അതിൻ്റെ ഇമേജാണ് നോക്കുക ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റിനേക്കാൾ വലിയ ഇമേജ് അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ ഈ ഭാഗത്തിൻ്റെ ഇമേജാണ് നോക്കുക ഇവിടെ ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ഈ ഒരു ഷേപ്പ് വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാനും അപ്പോൾ ഇവിടെ ഈ ഡയഗ്രത്തിനെ ഇങ്ങനെ വരക്കണ്ടേ? കറക്റ്റാണ്, ഇങ്ങനെയാണ് ശരിക്കും വരയ്ക്കേണ്ടത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? തിൻ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, തിൻ റോഡ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഈ രൂപത്തിൽ, ആ തിക്നെസ്സിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാം എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡയഗ്രം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നോക്കൂ, ക്വസ്റ്റ്യനിലെ ഓരോ വേർഡും ഇമ്പോർട്ടൻ്റാണ്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. തിൻ വളരെ മീനിങ് ഫുൾ ആണ്. എന്തിനാ തിന്നായത്? F/3 ലെങ്ത് എലോങ് ദ ഓപ്റ്റിക് ആക്സിസ്, നിൽക്കല്ല കിടക്കുകയാണ്. ഓഫ് എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് എഫ് സച്ച് ദാറ്റ് ഇമേജ് ഈസ് റിയൽ ആണ്, ഇലോങ്ങേറ്റഡ് ആണ്, ഇലോങ്ങേറ്റഡ് ആൻഡ് ടച്ചസ് ദ റോഡ്. കണ്ടോ, ഒബ്ജക്റ്റും ഇമേജും തമ്മിൽ കോൺടാക്റ്റിൽ വന്നു, എന്നിട്ട് ഇമേജിൻ്റെ സൈസ് ഒബ്ജക്റ്റിനേക്കാൾ വലുതാണ്. ദെൻ ദ ലെങ്ത് ഓഫ് ദ ഇമേജ്. അപ്പോൾ ക്വസ്റ്റ്യന് അതാണ് ഞാൻ പറഞ്ഞത്, കോൺകേവ് മിററായിട്ട് അല്ലെങ്കിൽ സ്പെരിക്കൽ മിറേഴ്സായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് കാര്യങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യനാണിത്. ഓക്കെ, എന്നാൽ ഇതിലൊരു പ്രയാസമില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇനി നോക്കാം നമുക്ക്. ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. കാരണം ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലായി. ഇതെത്ര? ഇത് 2f ആണ്, എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ആണത്. ഇത് f ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഞാൻ ചെയ്യുന്നത്, എന്നോട് ചോദിച്ചത് ഇമേജിൻ്റെ ലെങ്ത് ആണ് ഇവിടെ ചോദ്യം. ഇമേജിൻ്റെ ലെങ്ത് കിട്ടാൻ നോക്കൂ. ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് F/3 ആണെന്ന് നമുക്കറിയാം. ഇത് CA എന്നും ഇതിനെ ഞാൻ CB എന്നും കൊടുക്കുക. CB ആണ് നമ്മുടെ CB ആണ് ഇമേജിൻ്റെ ലെങ്ത്ത്. അപ്പോൾ എനിക്ക് C എവിടെയെന്ന് ഓൾറെഡി അറിയാം. എനിക്ക് എന്തറിഞ്ഞാൽ മതി? B എവിടെയെന്ന് അറിഞ്ഞാൽ പോരെ? B എവിടെയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. B എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാണ്? ഈ പോയിൻറ്റിൻ്റെ ഇമേജ് അല്ലേ ഇത്? റെഡി അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നോക്കൂ, ഈ പോയിൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ആക്കി എടുക്കുന്നു, അതിൻ്റെ ഇമേജായിട്ട് ഇതിനെയും കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇനി മിറർ ഫോർമുല അപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസറായി. സിമ്പിളാണ്. ഞാൻ മിറർ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാണ്. മക്കളെ റെഡിയാണല്ലോ? ഓക്കെ, ഞാൻ നോക്കൂ, ഈ സിക്ക് വേണ്ടിയിട്ട് ഞാൻ നോട്ട് സി, ഐ എം സോറി, എ കേട്ടോ. എയുടെ ഇമേജാണ് ബി, നോട്ട് സി, ഐ എം സോറി. സീൻ്റെ ഇമേജ് എവിടെ തന്നെയാണ്? സീൻ്റെ ഇമേജ് ഇവിടെ തന്നെയാണ്. സീൻ്റെ ഇമേജ് ഇവിടെ തന്നെയാണ്. എയുടെ ഇമേജാണ് ഇവിടെ ബിയിൽ ഫോം ചെയ്തത്. അപ്പോൾ എനെ ഞാൻ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്.
എന്നിട്ട് മിറർ ഫോർമുല അപ്ലൈ ചെയ്യാം. യെസ്, അതായത് 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. ഓക്കെ അല്ലേ? യെസ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആരാ? ഇതാണ് നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. മനസ്സിലായോ? കാരണം ഞാൻ ഏനെ മാത്രമാണ് ആ എൻഡിനെ മാത്രം ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ ഇമേജാണ് ഇവിടെ ബിയിൽ ഫോം ചെയ്തത്. അപ്പോൾ ഏനൊരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് എത്ര ഉണ്ടാവുക? ഇത് 2f മൈനസ് f/3 അല്ലേ? കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് 2f ആണ്, ഇത് f/3 ആണ്. അപ്പോൾ 2f മൈനസ് f/3. മാത്രമല്ല അത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, അത് നെഗറ്റീവാണ്. അതുകൊണ്ട് ഞാൻ യു ഇവിടെ എഴുതാണ്. യു നെഗറ്റീവ് ഓഫ് 2f മൈനസ് f/3. കാരണം ഡിസ്റ്റൻസസ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യേണ്ടത്. ഇവിടുന്ന് ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് അങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്, നെഗറ്റീവാണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് നിങ്ങൾക്ക് എത്ര കിട്ടും? -5f/3. ശരിയല്ലേ? ഓക്കെ. തെറ്റുണ്ടോ നോക്കണം കേട്ടോ, തെറ്റുണ്ടോ നോക്കണം, നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കൂ, 1/v ഈക്വൽ ടു 1/f മൈനസ് 1/u. ദാറ്റ് ഈസ് കോൺകേവ് മിററിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും ഫോക്കൽ ലെങ്ത് നെഗറ്റീവാണ്. ഒന്നുകൂടെ, കോൺകേവ് മിററിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും ഫോക്കൽ ലെങ്ത് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ -1/f മൈനസ് ഓഫ്, ഈ മൈനസ് ഇവിടെ ഇക്വേഷനിൽ മൈനസ് ആണ്. ഇനി നമ്മുടെ വാല്യൂ ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ എന്താ കിട്ടുക? പ്ലസ് ആയി. പ്ലസ് 3/5f എന്ന് കിട്ടി. 3/5f. LCM നമ്മൾ 5f എടുത്തു കഴിഞ്ഞാൽ -5 + 3 കിട്ടും. -2/5f എന്ന് കിട്ടി. മനസ്സിലായോ? ഓർ വി എന്നോ ഒന്നുമല്ല നമുക്ക് വേണ്ടത് ഇത് എവിടെയെന്നുള്ള സ്ഥലമാണ് വേണ്ടത്. ഞാൻ ഈ പോയിന്റ് നമ്മുടെ പോളാണ്. അപ്പോൾ ദെർഫോർ നമുക്ക് പറയാം PB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 5f/2 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ മൈനസ് എന്താ അവിടെ പരിഗണിക്കാത്തത്? എടാ, മൈനസ് ഇയാളെ ഇമേജ് ഫോം ചെയ്തത് മിററിൻ്റെ അപ്പുറമല്ല ഇപ്പുറമാണെന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ നെഗറ്റീവ്. നമുക്ക് വേണ്ടത് ഇപ്പോൾ ആക്ച്വലി ഈ ഡിസ്റ്റൻസ് മാത്രമാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്ര കിട്ടി? 5f/2 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താ? ദെർഫോർ CB, അതാണ് ലെങ്ത് ഓഫ് ദ ഇമേജ്. CB ഈസ് ഈക്വൽ ടു, അപ്പോൾ എത്രയാണ്? 5f/2 എന്ന് വെച്ചാൽ 2.5f. അതിൽ നിന്ന് 2f മൈനസ് ചെയ്യുക. 2 പോയാൽ എത്ര? f/2. ഹാഫ് f ഈസ് ദ ഫൈനൽ ആൻസർ. f/2 ഈസ് ദ ഫൈനൽ ആൻസർ. f/2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേടാ? സിമ്പിൾ അല്ലേ? അത് കോംപ്ലിക്കേഷൻ ഉണ്ടോ? ആ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ ക്വസ്റ്റ്യനിൽ ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയും. ഈസ് ഇറ്റ് ഓക്കെ? ഞാൻ ഒന്നുകൂടെ പറയാം. നോക്കൂ, ആ പോയിന്റിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ചെയ്ത എന്താണ്? ഡയഗ്രാം ഫോം ചെയ്യുക. ഡയഗ്രാം ഫോം ചെയ്താൽ പിന്നെ ആർക്കും അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ അല്ലേ? ശരിയല്ലേ? അടുത്തതിലേക്ക് പോയിക്കൂടെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ? ഓക്കെ. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് ശേഷം വീണ്ടും നോക്കണം എന്ന് നിങ്ങളോട് ആവശ്യപ്പെടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഗെയിൻ ഞാൻ പറയുന്നു, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇത് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ലൈറ്റ് ഇൻസിഡൻറ്റ് നോർമലി ഓൺ എ പ്ലെയിൻ മിറർ അറ്റാച്ച്ഡ് ടു എ ഗാൽവനോമീറ്റർ. നോക്കൂ, ഇവിടെ ഒരു പ്ലെയിൻ മിറർ ഉണ്ട്. ആ പ്ലെയിൻ മിററിലേക്ക് ലൈറ്റ് ഫോളോ ചെയ്യുന്നു. ഡയഗ്രാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ടോ ആസ് ഷോൺ ഇൻ ഫിഗർ, എ കറന്റ് ഇൻ ദ കോയിൽ പ്രൊഡ്യൂസസ് എ ഡിഫ്ലക്ഷൻ ഓഫ് 3.5 ഡിഗ്രി ഓഫ് ദ മിറർ. ലൈറ്റ് ഇതിൽ ഇൻസിഡൻറ്റ് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു? മിററിൽ ഒരു ഡിഫ്ലക്ഷൻ സംഭവിച്ചു. ആ മിററിലെ ഡിഫ്ലക്ഷൻ ഈ ആംഗിളിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. നോക്കുക, ഈ ആംഗിൾ എത്രയാണ്? ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു 3.5 ഡിഗ്രി. മിററിന് അവിടെ ഡിഫ്ലക്ഷൻ സംഭവിച്ചു. അപ്പോൾ മിറർ ഡിഫ്ലക്റ്റഡ് ബൈ ആൻ ആംഗിൾ 3.5 ഡിഗ്രി. എന്നിട്ടോ the displacement of the reflected spot on the light on the screen 1.5 meter away is. Okay, ഞാൻ ക്വസ്റ്റ്യൻ പറയാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നുമില്ല. നോക്കൂ, ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞത് ഇത് മിററാണ്. ഇത് സ്ക്രീന്. ഇവിടുന്ന് ലൈറ്റ് പോകുന്നുണ്ട്. ഇവിടുന്ന് ലൈറ്റ് നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദ ലൈറ്റ് വിൽ റീട്രേസ് ഇറ്റ്സ് പാത്ത്. അതിൻ്റെ പാത്ത് എക്സാക്ട്ലി അത് റീട്രേസ് ചെയ്യും. അറിയോ? ഓക്കെ, പാത്ത് നോക്കൂ, കറക്റ്റായിട്ട് എന്ത് ചെയ്യും? അത് റീട്രേസ് ചെയ്യും. ആർക്കും ഡൗട്ടില്ലല്ലോ? ഓക്കെ, കാരണം നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്നു, അവിടെ തട്ടിയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നു. ഇതാദ്യത്തേക്ക്. അതുകൊണ്ട് സ്ക്രീനിൽ നോക്കൂ, ഈ പോയിന്റിൽ തന്നെയാണ് നമുക്കൊരു ബ്രൈറ്റ് സ്പോട്ട് നമുക്ക് കിട്ടുക.
ഓക്കെ, ഇനി എന്ത് സംഭവിക്കുന്നു? മിറർ, ഇങ്ങനെയുള്ള മിറർ നോക്കൂ, 3.5 ഡിഗ്രി മിററിന് ഇൻക്ലിനേഷൻ സംഭവിച്ചു. 3.5 ഡിഗ്രി ഇൻക്ലിനേഷൻ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും പിന്നെ ലൈറ്റ് ഇൻസിഡൻറ്റ് റേയിൽ മാറ്റില്ല. ഇൻസിഡൻറ്റ് റേ നോക്കൂ ഇങ്ങനെ തന്നെ വരുന്നു, പക്ഷേ ഇപ്പം അതിന് ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ അതേ ആംഗിളിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക, ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇൻസിഡൻറ്റ് ചെയ്തു. മനസ്സിലായോ? അത് ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മളോട് ചോദിച്ചത് ഈ ഡിസ്റ്റൻസ് എത്രയെന്നാണ്. ഒരു സിമ്പിൾ പോയിന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. ഏതാണ് ആ സിമ്പിൾ പോയിന്റ് എന്ന് അറിയാം? ഓക്കെ, നിങ്ങൾ പഠിച്ചതാണ് കീപ്പിംഗ് ദ ഇൻസിഡൻറ്റ് റേ ഫിക്സ്ഡ് ഇഫ് ദ മിറർ ഈസ് ടേൺഡ് ബൈ എൻ ആംഗിൾ തീറ്റ ദ റിഫ്ലക്റ്റഡ് റേ വിൽ ബി ടേൺഡ് ബൈ എൻ ആംഗിൾ 2 തീറ്റ. നോക്കൂ, ഇൻസിഡൻറ്റ് റേ ഫിക്സ് ചെയ്തിട്ട് മിറർ തീറ്റ ആംഗിൾ ടേൺ ചെയ്താൽ റിഫ്ലക്റ്റഡ് റേ വിൽ ബി ടേൺഡ് ബൈ എൻ ആംഗിൾ 2 തീറ്റ. ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. അപ്പോൾ ഈ ആംഗിൾ എത്ര? ഇത് 2 തീറ്റ, ഇത് 2 തീറ്റ, ഇത് 2 തീറ്റ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി ഇത് ചെയ്യാൻ ആരുടെയും ആവശ്യമില്ല. കാരണം എന്താ? ഈ ഡിസ്റ്റൻസ് ഡി ആണ് ക്വസ്റ്റ്യൻ. ഈ ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. തീറ്റൻ്റെ വാല്യൂ നമുക്കറിയാം, നമുക്ക് പെട്ടെന്ന് കണ്ടൂടെ? സ്മോൾ ഡി കണ്ടൂടെ? മാത്രമല്ല തീറ്റ ഇവിടെ വളരെ ചെറുതാണ്. 2 തീറ്റ എടുത്താലും അതുകൊണ്ട് ചെറുത് തന്നെ. അതുകൊണ്ട് ഞാൻ പറയും, നോക്കൂ, tan 2 തീറ്റ, tan 2 തീറ്റ. അപ്പോൾ ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് എന്താണ്? കീപ്പിംഗ് ദ ഇത് എടുത്ത ക്വസ്റ്റ്യനാണ്, NCERT ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ. കീപ്പിംഗ് ദ ഇൻസിഡൻറ്റ് റേ ഫിക്സ്ഡ് ഇഫ് ദ മിറർ ഈസ് ടേൺഡ് ബൈ എൻ ആംഗിൾ തീറ്റ ദ റിഫ്ലക്റ്റഡ് റേ വിൽ ബി ടേൺഡ് ബൈ എൻ ആംഗിൾ 2 തീറ്റ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പ്രൂവ് ചെയ്ത കാര്യമാണ്. ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ആ പോയിന്റ് നിങ്ങൾ ഇവിടെ റീകലക്ട് ചെയ്യുക. എന്നിട്ട് tan 2 തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. കണ്ടോ? ഓക്കെ, അപ്പോൾ 2 തീറ്റ എത്രയാണ്? 2 തീറ്റ tan 2 തീറ്റ എന്ന് പറഞ്ഞത് അപ്പോൾ 7 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡ് ബൈ 1.5. നോക്കൂ, 7 ചെറുതല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുക. റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്കറിയാം വെൻ തീറ്റ ഈസ് സ്മോൾ tan തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇനി 7 ഡിഗ്രി അല്ലേ? അപ്പോൾ 7 ഡിഗ്രിനെ മാറ്റി നോക്കൂ. 7 ഡിഗ്രി ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു π/180. കാരണം 7 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ പൈ എടുക്കുമ്പോൾ എന്ത് കൊടുക്കണം? 22/7 കൊടുക്കുക. കണ്ടോ? ഇൻറ്റു 1/180. അപ്പോൾ 7 കട്ട് ചെയ്തു. കേട്ടോ? 7 കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 ഇവിടെ നോക്കൂ, 22 ഡിവൈഡഡ് ബൈ 18 അല്ലേ? അപ്പോൾ നോക്കൂ, 22 ഡിവൈഡഡ് ബൈ 18 നമ്മൾ കൊടുക്കുന്ന സമയത്ത് 0.220ൽ 180 എത്ര ഉണ്ട്? 1. അപ്പോൾ 1. ബാക്കി എത്ര ഉള്ളത്? 40 അല്ലേ? അപ്പോൾ 400ൽ എത്ര ഉണ്ട്? 2. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.12 എന്ത്? അത്രയും റേഡിയൻ കേട്ടോ, അത്രയും റേഡിയൻ കിട്ടി. അതുകൊണ്ട് നമുക്കിതിന് എന്ത് എഴുതാം? 0.12 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ 1.5. മൈ ഡിയർ സ്റ്റുഡൻസ്, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം NCERT ടെക്സ്റ്റ് ബുക്ക്. കീപ് ഇറ്റ് ഇൻ മൈൻഡ്. 0.12 ഇൻറ്റു 1.5 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 12ഉം 15ഉം മൾട്ടിപ്ലൈ 2 5 10, 6 2 1 0 8. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 180 അല്ല, 0.3 ഡെസിമൽ പ്ലേസ് ആണ്. 18 മീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? വിച്ച് ഈസ് ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലടാ? കുഴപ്പമുണ്ടോ? ആ കാര്യം മനസ്സിലായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആൻസറിലേക്ക് എത്തൽ വളരെ എളുപ്പമായി. ഓക്കെ, അപ്പോൾ ഏത് പോയിന്റ് അവിടെ നമ്മൾ യൂസ് ചെയ്ത്? കീപ്പിംഗ് ദ ഇൻസിഡൻറ്റ് റേ ഫിക്സ്ഡ് ഇഫ് ദ മിറർ ഈസ് ടേൺഡ് ബൈ എൻ ആംഗിൾ തീറ്റ ദെൻ റിഫ്ലക്റ്റഡ് റേ വിൽ ബി ടേൺഡ് ബൈ എൻ ആംഗിൾ 2 തീറ്റ. റിഫ്ലക്റ്റഡ് റേ വിൽ ബി ടേൺഡ് ബൈ എൻ ആംഗിൾ 2 തീറ്റ. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? റെഡി ഫോർ ദ നെക്സ്റ്റ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ് എന്നൊരു പ്രസക്തി നിങ്ങൾ ഇതിന് പ്രത്യേകം കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതിലേക്ക് പോകാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഇൻ ടു എ റെക്ടാങ്കുലർ ഗ്ലാസ് ലാബ്. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ ഒരു പോയിന്റ് മനസ്സിലാവാൻ ഈ ഒരു ക്വസ്റ്റ്യൻ, കാരണം ഞാൻ വാല്യൂ ഒന്നും ഇവിടെ മാറ്റിയിട്ടില്ല, അതേ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ എടുത്താണ്. ആ കാര്യം കൃത്യമായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ.
നോക്കൂ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്കിവിടെ √3 തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ഡിഗ്രിയാണ്. ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് 5 സെൻറ്റിമീറ്റർ ഇൻസൈഡ് ദ സ്ലാബ്. ഇൻസൈഡ് ദ സ്ലാബ് 5 സെൻറ്റിമീറ്റർ ട്രാവൽ ചെയ്തു. എമേർജസ് ഔട്ട് ഓഫ് ദ സ്ലാബ്. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ എമേർജൻറ്റ് റേ. എന്ന് വെച്ചാൽ എന്താണത്? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലാറ്ററൽ ഷിഫ്റ്റ് ആണ്. ലാറ്ററൽ ഷിഫ്റ്റ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചോളൂ. യെസ്, ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ഒരു ഡയഗ്രാം ഞാൻ വരയ്ക്കാൻ ശ്രദ്ധിക്കുകയാണ്. ഒരു ഡയഗ്രാം വരച്ചാൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, നോക്കൂ, ഇത് നമ്മുടെ റെക്റ്റാങ്കുലർ ഗ്ലാസ് ലാബ്. ഒരു റേ ഓഫ് ലൈറ്റ് നോക്കുക, ഇവിടുന്ന് നോക്കൂ, ഇങ്ങനെ ഇവിടെ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്തു. ഇങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്തു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമുക്ക് മാർക്ക് ചെയ്യണം. ഓക്കെ, അത് അവിടുന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്തു. നമുക്ക് സംശയമില്ല, ഇതാ ഇങ്ങനെ ബെൻഡ് ചെയ്യും. ഓക്കെ, എഗെയിൻ ഇവിടെ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരും. എന്നിട്ട് ഫൈനലി അത് ഇങ്ങോട്ട് എമേർജ് ചെയ്തു. നമുക്കറിയാം ഇൻസിഡൻറ്റ് റേയും എമേർജൻറ്റ് റേയും എന്തായിരിക്കും? പാരലലാണ് എന്നുള്ള പോയിന്റ് നമുക്കറിയാം. ആൻഡ് യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഇൻസിഡൻറ്റ് റേയും എമേർജൻറ്റ് റേയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആൻഡ് ഈസ് കോൾഡ് ലാറ്ററൽ ഷിഫ്റ്റ്. അല്ലേ, ലാറ്ററൽ ഷിഫ്റ്റ്. നമുക്ക് ഡെൽറ്റ എക്സ് നോക്കാം, നമുക്ക് എഴുതാം. ആ ഡെൽറ്റ എക്സിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എന്താ? ടി സൈൻ ഐ മൈനസ് ആർ ഡിവൈഡഡ് ബൈ കോസ് ആർ എന്നുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, തിക്നെസ് ഓഫ് ദ സ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇതാണ്. ദിസ് ഈസ് ദ തിക്നെസ് ഓഫ് ദ സ്ലാബ്. നോക്കൂ, തിക്നെസ് എന്ന് പറയുന്നത് ഇത്തരം സന്ദർഭത്തിൽ തിക്നെസ് എന്ന ഒപ്റ്റിക്സിൽ വിളിക്കുന്ന ആരെ? ഏത് ഫേസിലൂടെയാണോ ലൈറ്റ് എൻ്റർ ചെയ്തത്, ഏത് ഫേസിലൂടെയാണോ ലൈറ്റ് എമേർജ് ചെയ്തത്, ആ രണ്ട് ഫേസുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ തിക്നെസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ദ തിക്നെസ് ഓഫ് ദ സ്ലാബ്. അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇവിടെ നമുക്കറിയാം, ക്വസ്റ്റ്യൻ മറന്നോ? നിങ്ങളുടെ മൈൻഡിലുണ്ടോ? ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞത് ദ റേ ട്രാവൽസ് എ ഡിസ്റ്റൻസ് 5 സെൻറ്റിമീറ്റർ ത്രൂ ദ സ്ലാബ് എന്നാണ്. പല കുട്ടികളും അത് തിക്നെസ് ആണെന്ന് തെറ്റിദ്ധരിക്കും. അല്ല, നോക്കൂ, ദ റേ ട്രാവൽസ് എ ഡിസ്റ്റൻസ് 5 സെൻറ്റിമീറ്റർ ത്രൂ ദ സ്ലാബ്. അത് ആരെക്കുറിച്ചാണ് പറയണത്? അത് ഈ ഡിസ്റ്റൻസിനെ കുറിച്ചാണ് 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത്. അതായത് ഇതിനെ ഞാൻ പി എന്നും ഇതിനെ ക്യൂ എന്നും വിളിക്കാൻ പോവാം. ഇത് ലെറ്റ് ഇറ്റ് ബി ആർ. അപ്പോൾ ഇതാണ് 5 സെൻറ്റിമീറ്റർ. ദിസ് ഈസ് 5 സെൻറ്റിമീറ്റർ, നോട്ട് ദ തിക്നെസ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നോക്കൂ, ഇവിടെ നമ്മളുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 പറഞ്ഞിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താവുന്നതാണ്. നോക്കൂ, ഇത് 60 ഡിഗ്രി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഈസ് ഈക്വൽ ടു 1.5. അതിൽ നിന്ന് നമുക്ക് ആരെ കണ്ടെത്താം? അതിൽ നിന്ന് നമുക്ക് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കണ്ടെത്താം. സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ n 1.5 ഈക്വൽ ടു സൈൻ ഐ സൈൻ 60 ഡിവൈഡഡ് ബൈ സൈൻ R1. അല്ലേ, സൈൻ R1. ഓക്കെ, ദെർഫോർ സൈൻ R1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? സൈൻ R1 സൈൻ 60 ഈസ് √3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1/1.5 ആണ്. 1.5 എന്ന് പറഞ്ഞാൽ 3/2. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? 2/3 എന്ന് കിട്ടും. റെഡി അല്ലേ? സോറി, സൈൻ R1 ഇങ്ങോട്ട് വന്നു. സൈൻ 60 √3/2 3/2 2/3. നമുക്കിവിടെ മിസ്സിങ് പറ്റിയോ? ലെറ്റ് മീ ചെക്ക് ഇറ്റ് അഗെയിൻ. ഓക്കെ, നോക്കും, ദാറ്റ് ഈസ് സൈൻ 60 ഡിവൈഡഡ് ബൈ സൈൻ R1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2. ഓക്കെ, ദെർഫോർ സൈൻ R1 ഈസ് ഈക്വൽ ടു R1നെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ 2/3 ഇവിടെ വന്നു ഇൻറ്റു അപ്പോൾ √3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? R1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തോ ഒരു മിസ്സിങ് പറ്റിയിട്ടുണ്ടല്ലോ. ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? റെക്റ്റാങ്കുലർ ഗ്ലാസ് ലാബ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3. √3 ആണ്. നമ്മൾ 1.5 ആണ് എഴുതി, അതാണ് മിസ്സിങ് കേട്ടോ. ഓക്കെ, ഐ എം സോറി. ദിസ് ഈസ് n ഈസ് ഈക്വൽ ടു √3 ആണ്. അതാണ് പ്രശ്നം, √3. അപ്പോൾ സൈൻ R1 ഈസ് ഈക്വൽ ടു സൈൻ 60 ദാറ്റ് ഈസ് √3/2 ഇൻറ്റു 1/√3. അപ്പോൾ R1 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 30 ഡിഗ്രി എന്ന ആൻസർ കിട്ടി. R1 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. റെഡി അല്ലേ? R1 ഈസ് ഈക്വൽ ടു ഒപ്റ്റിക്സ് വിടരുത്. ഒപ്റ്റിക്സ് വിടാൻ പാടില്ല കേട്ടോ. ഒപ്റ്റിക്സ് വിടാൻ പോകരുത്. ഒപ്റ്റിക്സ് നമ്മൾ പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. ഇത് അതിന് മാത്രം ഇല്ലല്ലോ. പഠിക്കാൻ എളുപ്പമുള്ള ഭാഗമല്ലേ ഒപ്റ്റിക്സ് കേട്ടോ.
ഓക്കെ, നമ്മളൊന്ന് ക്ഷമയോടുകൂടി നിങ്ങളത് പഠിക്കാൻ ശ്രദ്ധിക്കും. നോക്കാം നമുക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ നമുക്ക് R1 30 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നോക്കൂ, ഞാൻ ഇവിടെ കൊടുക്കുന്നത് T ഇൻറ്റു സൈൻ ഓഫ് I എത്ര 60 മൈനസ് 30 ഡിവൈഡഡ് ബൈ കോസ് ആർ എത്രയാണ്? കോസ് ആർ കാരണം ഈ R1ഉം R2 എന്താണ് ഈക്വൽ ആണ്. അപ്പോൾ കോസ് ആർ നമുക്ക് എന്ത് കൊടുക്കാം? ഞാൻ തൽക്കാലം R എന്ന് തന്നെ കൊടുക്കാൻ പോവാം. ഇനി നോക്കൂ, ഞാൻ ഇവിടുന്ന് കോസ് ആർ കാണാൻ പോവാം. വാട്ട് ഈസ് കോസ് ആർ ഹിയർ? നോക്കൂ, ഇവിടെ ഈ കോസ് ആർ കണ്ടാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? അഡ്ജസൻറ്റ് സൈഡ് അതാരാ? തിക്നെസ് T ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് അതാരാ? 5. ദെർഫോർ കോസ് ആർ എന്ന് വെച്ചാൽ R1 കേട്ടോ. കോസ് R1 ദാറ്റ് ഈസ് ഈക്വൽ ടു യു വിൽ ഗെറ്റ് T ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടി. അത് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസറായി T സൈൻ 30 ഡിവൈഡഡ് ബൈ കോസ് R1 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. T ഡിവൈഡഡ് ബൈ 5 അപ്പോൾ ഇൻറ്റു 5 കൊടുത്ത് T കട്ട് ചെയ്തു. സൈൻ 30 എത്ര? 1/2 ഇൻറ്റു 5. ദ ആൻസർ ഈസ് 5/2 സെൻറ്റിമീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ഫിനിഷ്ഡ്. 5/2 സെൻറ്റിമീറ്റർ ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഇതിലാകെ ശ്രദ്ധിക്കേണ്ട ഒറ്റ പോയിൻ്റുള്ളൂ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ബൈ ഹാർട്ടിലുള്ള ഇക്വേഷനാണ്. ബൈ ഹാർട്ട് ആവണം, നിർബന്ധമാണ്. ഇത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആവേണ്ട ഇക്വേഷനാണ്. T സൈൻ I മൈനസ് R1 ഡിവൈഡഡ് ബൈ കോസ് R1 ബൈ ഹാർട്ട് ആവണം. ഓക്കെ, ദെൻ അത് നിങ്ങൾക്ക് വേണം. എന്നിട്ട് ഇതിൽ T തന്നിട്ടില്ല. ഇതിൽ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഈ 5നെ T ആയിട്ട് പലരും തെറ്റിദ്ധരിക്കും. ആ ഒരു പ്രശ്നമാണ് നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. ദ ആൻസർ ഈസ് 5/2 സെൻറ്റിമീറ്റർ. 5/2 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ? യെസ്, റെഡി. ഓക്കെ, നോക്കൂ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസും പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ഫിഷ് റൈസിംഗ് വെർട്ടിക്കലി അപ്പ് ടുവേർഡ്സ് ദ സർഫസ് ഓഫ് വാട്ടർ വിത്ത് സ്പീഡ് 4 meters per second observes a bird diving vertically down towards it with speed 12 meters per second. The actual velocity of the bird is. ഇതാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണം, ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തതാണ് എന്ന ധാരണയിലൊക്കെയാണ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നെഗറ്റീവിലേക്ക് എത്തും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആദ്യം മനസ്സിലാക്കുക ആരെ പറ്റിയ ക്വസ്റ്റ്യൻ പറഞ്ഞത്? എ ഫിഷ് റൈസിങ് വെർട്ടിക്കലി. അപ്പോൾ ഒബ്സർവർ ഫിഷാണ്. ഈ ഫിഷ് പിന്നെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഫിഷുണ്ട്, ഫിഷ് മുകളിലേക്ക് പോവാണ്. ആ മുകളിലേക്ക് അത് പോകുമ്പോൾ അത് ഒബ്സർവ് ചെയ്യാണ്. ബേർഡ് അതിൻ്റെ അടുത്തേക്ക് ഡൈവ് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നോക്കൂ, ഈ ഡിസ്റ്റൻസിന് ഞാൻ X എന്നും ഈ ഫിഷിൻ്റെ ഡെപ്തിന് ഞാൻ Y എന്നും മാർക്ക് ചെയ്യാൻ പോവാം. ഒന്ന് X, രണ്ടാമത്തെ Y എന്ന് കൊടുത്തു. 1 is X and the other 1 is Y. ഓക്കെ, യെസ്. ഇനി നമുക്ക് പൊസിഷൻ ഓഫ് ബേർഡ് നോക്കൂ, ഞാൻ കൊടുക്കുന്നത് പൊസിഷൻ ഓഫ് ബേർഡ് ആസ് ഒബ്സർവ്ഡ് ബൈ ഫിഷ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ബേർഡ് ആസ് ഒബ്സർവ്ഡ് ബൈ ദ ഫിഷ്. അതിനുള്ള ഇക്വേഷനാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അത് ഞാൻ എഴുതാണ് ക്യാപിറ്റൽ X is equal to എന്താ? ഫിഷ് നോക്കുമ്പോൾ ബേർഡിനെ എത്ര ദൂരം അകലെയാണ് കാണുന്നത് എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷ് നോക്കുമ്പോൾ ഈ Y ഡിസ്റ്റൻസ് ഫിഷിന് എന്തായിട്ടാണ് ഫീൽ ചെയ്യുക? Y തന്നെ, കാരണം ഫിഷ് ഉള്ളത് ആ മീഡിയത്തിലാണ്. അപ്പോൾ Yക്ക് മാറ്റില്ല. പക്ഷേ X ഫിഷിന് എന്തായിട്ടാണ് ഫീൽ ചെയ്യുക? X' ആയിട്ട്. കാരണം ഇത് മീഡിയം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പാരൻറ്റ് ഡെപ്ത് ആയിട്ടാണ് ഇയാൾക്ക് ഫീൽ ചെയ്യുക. ഡെപ്ത് ഓർ ഹൈറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, ടെക്നിക്കലി ഈ X ആയിട്ടല്ല X' ആയിട്ടാണ് ഫീൽ ചെയ്യുക. അവിടെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചൊരു കാര്യമുണ്ട്. അതെന്താ? അത് ഒബ്സർവർ ഡെൻസർ മീഡിയത്തിലാണെങ്കിൽ ഇവിടെ ഞാൻ പറയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു, നമ്മൾ സാധാരണ പറയുന്നത് എന്താ? റിയൽ ഡെപ്ത് ബൈ അപ്പാരൻറ്റ് ഡെപ്ത്. പക്ഷെ അതെപ്പോഴാണ്? അത് ഒബ്സർവർ റെയറർ മീഡിയത്തിലാവുമ്പോഴാണ്. ഒബ്സർവർ ഡെൻസർ മീഡിയത്തിലാണെങ്കിൽ ഇക്വേഷൻ എന്താവും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു അപ്പാരൻറ്റ് ഡെപ്ത് ഡിവൈഡഡ് ബൈ റിയൽ ഡെപ്ത്. അപ്പോൾ X' ആരാ? X' μx എന്നാണ് നമുക്ക് കിട്ടുക. X' ഈക്വൽ ടു μx. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ദിസ് ഈസ് Y പ്ലസ് μx എന്ന് എഴുതാം. ഇനി മക്കളെ ഇത് ഭയങ്കര എളുപ്പമാണ്. ഈ സ്റ്റെപ്പിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ പണി. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി.
കേട്ടോ. അത് നമുക്ക് ഈസിയാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. ഡിഫറൻഷ്യേറ്റിംഗ് നമുക്ക് എന്താ കിട്ടുക? dx/dt ഈക്വൽ ടു dy/dt പ്ലസ് mu ഇൻറ്റു dx/dt. ഇതെന്താ? പൊസിഷൻ ഓഫ് ബേർഡ് ആസ് ഒബ്സർവ്ഡ് ബൈ ദ ഫിഷ്. അപ്പോൾ ഇതാരാ? വെലോസിറ്റി ഓഫ് ബേർഡ് ആസ് ഒബ്സർവ്ഡ് ബൈ ദ ഫിഷ്. അതല്ലേ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് ഇവിടെ എന്താ തന്നത്? 12 മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിഷിന് തോന്നുകയാണ് ബേർഡിന് 12 മീറ്റർ/സെക്കൻഡ് സ്പീഡ് ഉള്ളതായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ എഴുതുക? നോക്കൂ, 12 ഈക്വൽ ടു ആരാ? വൈ. നോക്ക്, വൈ എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഓഫ് ഫിഷാണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് ഫിഷ് എന്താണ്? ആക്ച്വൽ വെലോസിറ്റി ഓഫ് ഫിഷ് ആണ്. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ഫിഷ് പ്ലസ് മ്യൂ എത്ര ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്? 4/3 ഇൻറ്റു dx/dt എന്താ? വെലോസിറ്റി ഓഫ് ബേർഡ്. കാരണം പൊസിഷൻ ഓഫ് ബേർഡ് ആണ് എക്സ്, അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് ബേർഡ് അത് VB. ഓക്കെ, therefore what you will get? velocity of fish is equal to വെലോസിറ്റി ഓഫ് ഫിഷ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നുകൂടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷനെ അടുത്ത പേജിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, അല്ലേ നമുക്ക് ഇവിടെ തന്നെ കൊള്ളിക്കാലോ? നോക്കാം, ജസ്റ്റ് എ സെക്കൻഡ്. യെസ്, അപ്പോൾ നോക്കൂ, ഇതാണ് നമുക്ക് അവസാനം കിട്ടിയിട്ടുള്ള ഇക്വേഷൻ. ഇനി അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യനിലുള്ളൂ. അതെന്താണ്? നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ചെയ്യാം. അതായത് നൗ ദിസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഫിഷ് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്, അത് 4 ആണ്. therefore you will get 4 plus 4/3 into velocity of VB. therefore 4 ഇങ്ങോട്ട് കൊണ്ടുവന്ന 8 is equal to 4/3 velocity of bird. therefore velocity of bird is equal to 8 into 3 divided by 4. ശരിയല്ലേ? 24 ഡിവൈഡഡ് ബൈ 4 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയടാ? 6 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. 6 ആൻസർ ഉണ്ടോ? യെസ്, ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? മനസ്സിലായോ? അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിലെ എക്സ്ട്രീം ലെവലാണ്. എക്സ്ട്രീമാണ്. ഇതാണ് നിങ്ങളോട് പരമാവധി ഈ ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. റിയൽ ഡെപ്ത് അപ്പാരൻറ്റ് ഡെപ്ത് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പരമാവധി ചോദിക്കുന്ന ചോദ്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നോക്കൂ, ഇവിടെ ഫിഷ് മുകളിലേക്ക് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിഷ് മുകളിലേക്ക് റൈസ് ചെയ്യാണ്. ആ റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബേർഡിനെ നോക്കുമ്പോൾ ബേർഡിനുള്ളതായിട്ട് ഫിഷിന് തോന്നുന്ന വെലോസിറ്റിയാണ് എന്ത്? ഇവിടെ 12 മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞത്. അതിനാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്തത്? പൊസിഷൻ ഓഫ് ബേർഡ് ആസ് ഒബ്സർവ്ഡ് ബൈ ദ ഫിഷ്. അതിനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, light is incident at an angle theta with respect to the axis of one plane end of the transparent cylindrical fiber of refractive index n is equal to √1.25. √1.2. The maximum value of theta so that light entering the rod does not come out of the curved surface. ഇതൊക്കെ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഒപ്റ്റിക്കൽ ഫൈബറിൽ നിങ്ങൾക്കറിയാം, ഒപ്റ്റിക്കൽ ഫൈബറിനെ സംബന്ധിച്ചിടത്തോളം 2 ലെയേഴ്സ് ഉണ്ട് അതിന്, അല്ലേ? ഒപ്റ്റിക്കൽ ഫൈബറിന് 2 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ലെയറിന് നമ്മൾ എന്താ വിളിക്കുക? ക്ലാഡിങ്. ഇന്നർ ലെയറോ? അത് കോർ. ഇന്നർ ലെയർ ഈസ് ആൾവേസ് having greater refractive index when compared with the cladding. അപ്പോൾ നോക്കൂ, ഇവിടുന്ന് ഒരു റേ ഓഫ് ലൈറ്റ് നോക്കൂ, ഇങ്ങനെ വന്നാൽ നമുക്കറിയാം അത് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകും. അതിന് ഇവിടുന്ന് എന്ത് സംഭവിക്കും? TIR സംഭവിച്ച് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ TIR വഴിയാണ് ലൈറ്റ് ഇതിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ. അങ്ങനെ ഇവിടെ നോക്കൂ, വരാവുന്ന മാക്സിമം ആംഗിൾ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആക്സെപ്റ്റൻസ് ആംഗിൾ. ആ മാക്സിമം ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് തീറ്റ എ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് √n1² - n2² ആണ്.
നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇക്വേഷൻ? തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. ഈ ഇക്വേഷൻ നേരിട്ട് ഇവിടെ അപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസറായി. പക്ഷെ ആകെ ഇതിന് ഒരൊറ്റ കാര്യമുള്ളൂ, ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല? ക്ലാഡിങ്ങിനെ കുറിച്ച് ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിലില്ല. ക്ലാഡിങ്ങിനെ കുറിച്ച് തന്നിട്ടില്ല, വേണ്ട. ക്ലാഡിങ് ഇല്ല. ക്ലാഡിങ് ആരാ? എയർ ആണ്. നോക്കൊന്നുകൂടെ, ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് റെസ്പെക്ട് ടു ദ ആക്സിസ് ഓഫ് on one plane end of the transparent cylindrical fiber of refractive index ഇത്ര കണ്ടോ. അപ്പോൾ ഇതിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ദ മാക്സിമം വാല്യൂ, ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്തിന്? ഇതിൽ കൂടെ ലൈറ്റ് TR വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ്. ദ ലൈറ്റ് എൻറ്ററിങ് ദ ഡസ് നോട്ട് കം ഔട്ട് ഓഫ് ദ കർവ്ഡ് സർഫസ്. അതായത് സിലിണ്ടറിക്കൽ ഇതിലൂടെ ലൈറ്റ് ലീക്ക് ചെയ്യരുത്. എന്നാൽ ഇവിടെ ക്ലാഡിങ്ങിനെ പറ്റി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാഡിംഗ് ആയിട്ട് ആരെടുക്കണം? ക്ലാഡിംഗ് ആയിട്ട് നമ്മൾ എയറിനെ പരിഗണിക്കുക. അങ്ങനെ പരിഗണിച്ചാൽ നമ്മുടെ ആൻസർ എന്തായി? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്. പിന്നെ n1 n2 കണ്ട് ഒരിക്കലും പേടിക്കണ്ട. n1 സ്ക്വയർ മൈനസ് ആരാ? n1 കോറാണോ ക്ലാഡിംഗ് ആണോ? നോ പ്രോബ്ലം. വലുത് സ്ക്വയർ മൈനസ് ചെറുത് സ്ക്വയർ. ഇവിടെ വലുത് ആരെയാവുള്ളൂ? കോറാണ്. അപ്പോൾ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1.25 എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടുക? 1.25 കണ്ടോ. മൈനസ് എയറിൻ്റെ എത്രയാണ്? 1 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്. നോക്കൂ എത്ര സിമ്പിളായി. നോക്കൂ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എത്ര സിമ്പിളായി. 1/4 1 പോയാൽ എത്ര? കാല് എന്ന് പറഞ്ഞാൽ എത്ര? 1/4. 1/4ൻ്റെ റൂട്ട് എത്രയാണ്? ദാറ്റ് ഈസ് 1/2. ദാറ്റ് ഈസ് 1/2. സൈൻ ഇൻവേഴ്സ് 1/2 എത്രടാ? 30 ഡിഗ്രി. അങ്ങനെ ആൻസർ നമ്മളത് എത്രയായി? ദ ആൻസർ ഈസ് 30 ഡിഗ്രി. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഓക്കെ ആണോ? കുഴപ്പമുണ്ടോ? അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുമെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. തീറ്റ എ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. ഇതാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഇക്വേഷൻ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. അടുത്തതിലേക്ക് പോവാം. Figure given below shows a beam of light converging at point P when a concave lens of focal length 16 cm is introduced in the path of the beam at a place or shown by the dotted line such that OP becomes the axis of the lens. The beam converges at a distance x from the lens. The value of x will be equal to. ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ സമയം കളേണ്ട ആവശ്യമില്ല. ഡയഗ്രാം കണ്ടാൽ തന്നെ കാര്യം മനസ്സിലാവും. എന്താ സംഭവം? ഇവിടെ ഒരു കൺവേർജിങ് ബീം വരുന്നുണ്ട് അല്ലേ? നമുക്കൊരു കൺവേർജിങ് ബീം വരുന്നുണ്ട്. ആ ബീം പി എന്ന പോയിന്റിലാണ് കൺവേർജ് ചെയ്യുക. പക്ഷേ അതിൻ്റെ മുന്നേ ഇവിടെ നമ്മളൊരു കോൺകേവ് ലെൻസ് പ്ലേസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. എ കോൺകേവ് ലെൻസ് നോക്കൂ ഇവിടെ പ്ലേസ് ചെയ്തു. ഇവിടെ ഒരു കോൺകേവ് ലെൻസ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇവിടെ കോൺകേവ് ലെൻസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ലൈറ്റ് നോക്കൂ. ഇത് കോൺകേവ് ലെൻസ് പറഞ്ഞാൽ ഡൈവേർജിങ് ആണ്. അത് ഒന്നും കൂടെ ഡൈവേർജ് ചെയ്തിട്ട് മറ്റൊരു പോയിന്റിലല്ലേ അത് കൺവേർജ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ നോക്കൂ ഇവിടെ എന്താ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? ഇങ്ങനൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഡോട്ടഡ് ലൈനായി മാറും. നോക്കൂ ഇവിടെ ഇതൊക്കെ ഡോട്ടർ ലൈനായിട്ട് ഇവിടെ ഞാൻ പറയുന്നു, ഇവിടെ മറ്റൊരു പോയിന്റിലേക്ക് ലൈക്ക് ദിസ്. ഇവിടുന്ന് അത് അങ്ങോട്ടും അതുപോലെ ഇത് ഇങ്ങോട്ടും ഇങ്ങനെ ഇത് ഡൈവേർജ് ചെയ്യും. യെസ്. എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദിസ് എക്സ്? കാരണം ഒരു ഡൈവേർജിങ് ലെൻസ് ആണ് പ്ലേസ് ചെയ്തത്. അപ്പോൾ വളരെ സിമ്പിൾ കാര്യമാണ്. ഇവിടെ ഒരു കോൺകേവ് ലെൻസ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ കോൺകേവ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ആരാ? പി ആണ്. അത് വെർച്വൽ ഒബ്ജക്റ്റ് ആണ്. ഒരു വെർച്വൽ ഒബ്ജക്റ്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഫോർ ദ കോൺകേവ് ലെൻസ് നോക്കൂ, ഞാൻ പറയുന്നു ഫോർ ദ കോൺകേവ് ലെൻസ് ആരാണ് ഒബ്ജക്റ്റ്? യു ഈസ് ഈക്വൽ ടു യു ആരാണ്? ഇതാണ്. അതെത്ര? 12 സെൻറ്റിമീറ്റർ. ലൈറ്റ് വരുന്നത് ഇവിടെയാണ്, അതേ ഡിറക്ഷനിൽ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോണത്. അതുകൊണ്ട് തന്നെ അത് പോസിറ്റീവാണ്. പ്ലസ് 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. യു ഈസ് പ്ലസ് 12 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ വാട്ട് ഈസ് എഫ്?
എഫ് ഈസ് ഈക്വൽ ടു കോൺകേവ് ലെൻസ് ആണ്, നെഗറ്റീവ് ആണ് ഫോക്കൽ ലെങ്ത്, -16 സെൻറ്റിമീറ്റർ. നൗ നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് പോവാം. ലെൻസ് ഫോർമുല 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. 1/v ഈസ് ഈക്വൽ ടു 1/f പ്ലസ് 1/u, ദാറ്റ് ഈസ് -1/16 പ്ലസ് 1/12 എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എൽ സി എം ഇവിടെ 48 എൽ സി എം എടുക്കാം. 48 എൽ സി എം എടുത്താൽ ഇവിടെ -3 പ്ലസ് 4, ദാറ്റ് ഈസ് 1/48 എന്ന് കിട്ടി. ദെർഫോർ വി ഈക്വൽ ടു 48 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി ആണ്. 36 അല്ല, 48 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എവിടെയാണ് അജിത്തെ, എവിടെ തെറ്റ് പറ്റിയെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യൂ. ഞാൻ ചെയ്തത് നോക്കിയിട്ട് എവിടെയാണ് തെറ്റ് പറ്റി. ഓക്കെ, ഫ്രം ദ ലെൻസ് തന്നെയല്ലേ ചോദ്യം? ഓക്കെ, യെസ്. നീ ഒരു പക്ഷേ എക്സ് ആണോ ചോദ്യം? ഓക്കെ, കറക്റ്റ്. 48 എന്ന് പറയുന്നത് ലെൻസ് ദ നോക്കാം. കൺവേർജ് സെറ്റ് നോ ഞാൻ എക്സ് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്ത എക്സ് ആണ് അത്. അപ്പോൾ 36 ആണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എക്സ് അതല്ല. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എക്സ് ഫ്രം ദ ലെൻസ് ആണ് കേട്ടോ. അപ്പം ഞാൻ മാർക്ക് ചെയ്തതല്ല എക്സ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അജിത്ത് പറഞ്ഞത് കറക്റ്റാണ് ശരിക്കും. ക്വസ്റ്റ്യനിൽ ഇതാണ് ക്വസ്റ്റ്യനിൽ എക്സ് പറഞ്ഞത്. ദിസ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 48. റെഡിയല്ലേ? എക്സ് 48. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞ എക്സ് നോക്കൂ, അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ലെൻസ് ആണ്. അപ്പോൾ ലെൻസ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, റെഡി. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ സൂക്ഷിച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു പോയിന്റിലേക്കാണ് പോകുന്നത്. ഈ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും ക്വസ്റ്റ്യൻ വായിക്കണേ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ എന്താണ്? ചെയ്ത ക്വസ്റ്റ്യൻ വെർച്വൽ ഒബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടുന്ന് ഇതിങ്ങനെ വരികയാണെങ്കിൽ അതിവിടെ പിയിലാണ് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഫോർ ദിസ് ലെൻസ്, ഇവിടെ നമ്മൾ വെക്കുന്ന അഡീഷണൽ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ പി ആണ് ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. A screen is placed 90 centimeter from an object. The image of the object on the screen formed by the convex lens at two different locations separated by 20 centimeter. The focal length of the lens is. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇത് ഫോക്കൽ ലെങ്ത് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞത്. ഞാൻ ആ മെത്തേഡ് പറയാം. ഓക്കെ, ആ മെത്തേഡ് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. നോക്കൂ, അതായത് ഇത് ഒരു കോൺവെക്സ് ലെൻസ് ഞാൻ ഇവിടെ വെച്ചു. ഒരു കോൺവെക്സ് ലെൻസ് ഉള്ളൂ കേട്ടോ. ഇത് ഇപ്പോൾ ഇവിടെ ലെൻസ് ഇല്ല. ഇത് ഈ ലെൻസിനെ എടുത്തിട്ട് പിന്നീട് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇവിടെ ശ്രദ്ധിക്കുക. ഈ ഒരു ലെൻസ് ഇവിടെ ഉള്ളൂ, ഇവിടെ സ്ക്രീൻ ഉണ്ട്. ഈ ഒബ്ജക്റ്റ് നോക്കൂ, ഈ ലെൻസ് ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഇവിടെ ഫോം ചെയ്തു, ലൈക്ക് ദിസ്. അതാണ് ഞാൻ ഇവിടെ I1 എന്ന് മാർക്ക് ചെയ്തത്. I1. ഇനി നമ്മൾ ഒബ്ജക്റ്റിനെയും സ്ക്രീനിനെയും ചേഞ്ച് ചെയ്യണില്ല. ഒബ്ജക്റ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഡി എന്ന് കൊടുത്തത്. ആ ഡി എന്തായാലും ഗ്രേറ്റർ ദാൻ 4 times ദ ഫോക്കൽ ലെങ്ത് ആയിരിക്കും. അയൽ അങ്ങനെ സംഭവിക്കുള്ളൂ. ഞാൻ പറയാം. അപ്പോൾ ഡി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 4f. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു അറിയോ? ഈ ലെൻസിനെ ഇവിടുന്ന് മുന്നോട്ടേക്ക് ഇങ്ങനെ നീക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇമേജ് ബ്ലേഡായി ഇമേജ് പിന്നെ കാണില്ല. പക്ഷേ ലെൻസിനെ എങ്ങോട്ട് നീക്കി ഒരു പുതിയ പൊസിഷനിലേക്ക് എത്തിയപ്പോൾ വീണ്ടും സ്ക്രീനിൽ ഒരു ക്ലിയർ ഇമേജ് ഫോം ചെയ്തു. ദാറ്റ് ഈസ് I2. അപ്പോൾ നോക്കൂ, ഒബ്ജക്റ്റും സ്ക്രീനും നമ്മൾ ചേഞ്ച് ചെയ്യാതെ ലെൻസിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തപ്പോൾ സ്ക്രീനിൽ പുതിയൊരു ഇമേജ് നമുക്ക് കിട്ടി. ആ പുതിയ ഇമേജാണ് ആര്? I2. ക്ലിയർ ആണോ? ആ സമയത്ത് ലെൻസ് എത്രയാണോ നമ്മൾ ചേഞ്ച് ചെയ്തത്, സെപ്പറേറ്റ് ആ ഡിസ്റ്റൻസ് ആണ് ആര്? എക്സ്. മനസ്സിലായോ? ഈ കാര്യം മനസ്സിലായാൽ ഇത് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതന്നെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അത്തരം സന്ദർഭത്തിൽ ഫോക്കൽ ലെങ്ത് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് നോക്കൂ, ദിസ് വൺ. അതിൽ ആദ്യത്തെ നോക്കൂ, d² മൈനസ് x². d² മൈനസ് x² ഡിവൈഡഡ് ബൈ 4d.
ഡിവൈഡഡ് ബൈ 4D. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നേരിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് നമുക്ക് എക്സസൈസിൽ ഇതിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇതും നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെന്താ വിളിക്കുക? ഫോക്കൽ ലെങ്ത് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്. ഇനി ക്വസ്റ്റ്യൻ നോക്കൂ. അപ്പോൾ d² മൈനസ് x² ബൈ 4D. ഇനി ക്വസ്റ്റ്യൻ നോക്കൂ. സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് 90 സെൻറ്റിമീറ്റർ ഫ്രം ദ ഒബ്ജക്റ്റ്, ഫ്രം ദ ലെൻസ് അല്ല ആണോ. അപ്പോൾ നമ്മുടെ കറക്റ്റ് ക്യാപിറ്റൽ ഡി ആണ്. നമ്മുടെ ഇക്വേഷനിൽ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി. അങ്ങനെ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ് ഓൺ ദ സ്ക്രീൻ ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ്. ഓക്കെ, കണ്ടോ? കോൺവെക്സ് ലെൻസിൻ്റെ ആണ് നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ പറ്റുക. അറ്റ് 2 ഡിഫറെൻറ്റ് ലൊക്കേഷൻ സെപ്പറേറ്റഡ് ബൈ 20 സെൻറ്റിമീറ്റർ. എക്സിൻ്റെ കാര്യം, ഫോക്കൽ ലെങ്ത് എന്ത്? അപ്പോൾ ഈസി. എഫ് ഇസ് ഈക്വൽ ടു d² മൈനസ് x² ഡിവൈഡഡ് ബൈ 4D. ദാറ്റ് ഈസ് ഈക്വൽ ടു 90² മൈനസ് 20² ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 90. ശരിയല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 8120 മൈനസ് 400 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 90. 4 നോക്കൂ, ഒരു 0 നമുക്ക് അവിടെ കട്ട് ചെയ്യാം. ഒരു 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആരാ ഉള്ളത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 10 എന്ന് 40 പോയാൽ 770 ഡിവൈഡഡ് ബൈ 36 കൊടുത്ത്. ഓക്കെ, 77 36 എത്ര ഉണ്ട്? 2 എണ്ണം. ബാക്കി എത്ര ഉള്ളത്? 72. അപ്പോൾ 5. 50 എത്ര ഉണ്ട്? 1. അപ്പോൾ 36 പോയാൽ പിന്നെ എത്ര ഉള്ളത്? 4. 140 എത്ര ഉണ്ട്? 140 എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ആൻസർ ആയില്ലേ? 21 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടി. സെൻറ്റിമീറ്റർ ആണ്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇവിടെ ഉള്ളൂ. ഇനി കൂടുതൽ കഴിയുമ്പോൾ സമയം കളയണ്ട, ഒറ്റയടിക്ക് ആൻസറിലേക്ക് പോവാം. ഓക്കെ, പ്രിസം വെച്ച് ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കാൻ പറ്റുമോ? പ്രിസം വെച്ചിട്ട് ഇൻ്റർഫറൻസ് പാറ്റേൺ അല്ല ഉണ്ടാക്കുന്നത്, ഡിസ്പേർഷൻ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഇൻ്റർഫറൻസ് പാറ്റേൺ അല്ല, ഡിസ്പേർഷൻ ആണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? റെഡിയാണോ? ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വീണ്ടും ശ്രദ്ധിക്കുക. ഇത് നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. മുമ്പ് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫിസിക്സിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നീറ്റ് JEE അല്ല, നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. പക്ഷെ നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ചെയ്യണം. ചെറിയൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലുള്ളൂ. നോക്കാം നമുക്ക്. എന്താ ക്വസ്റ്റ്യൻ നോക്കും. എ പോയിന്റ് ഒബ്ജെക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് 60 സെൻറ്റിമീറ്റർ ഫ്രം എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 30 സെൻറ്റിമീറ്റർ. If a plane mirror were put perpendicular to the principal axis of the lens at a distance 40 centimeter from it, final image would be formed at a distance of എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യനുകൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒബ്ജക്റ്റ് ഇവിടെയാണ്, ലെൻസ് ഇവിടെ ഉണ്ട് 60 സെൻറ്റിമീറ്റർ അകലെ, ദെൻ 40 സെൻറ്റിമീറ്റർ അകലെ മിറർ വെച്ചിട്ടുണ്ട്. ഫൈനൽ ഇമേജ്, ഇതാണ് പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവിടെ പറഞ്ഞത് ഫൈനൽ ഇമേജ് എവിടെ ഫോം ചെയ്യുന്ന ഫൈനൽ ഇമേജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഞാനിതാ ഇവിടെ മാറ്റി വരച്ചിട്ടുണ്ട്. നോക്കാം. ഇവിടെ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഈ ലെൻസ് ഫോം ചെയ്യും. അതെവിടെ നോക്കുക. അതിന് ലെൻസ് ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ. ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ ഫോർ ലെൻസ് ഞാൻ ആദ്യം ചെയ്യാണ്. ഫോർ ലെൻസ് 1/f is equal to 1/v minus 1/u, or 1/v equal to 1/f plus 1/u, that is equal to കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. അപ്പോൾ എഫ് എത്ര? 1/30 മൈനസ് 1/60. കാരണം ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണ്, 60. ദാറ്റ് ഈസ് ഈക്വൽ ടു LCM 60 എടുത്തു, 2 minus 1 1/60, ഓർ V is equal to 60 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഏത്? ഈ ലെൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ എങ്കിൽ ലെൻസ് ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് 60 സെൻറ്റിമീറ്റർ അകലെ ഫോം ചെയ്യും. എന്ന് വെച്ചാൽ ഞാൻ അതിനെ ഡയഗ്രത്തിലൂടെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ പോയാൽ അതിങ്ങനെ പോയി അത്
ഇതാ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ടാണ് വരിക. ഇവിടുന്ന് അത് തിരിച്ചിങ്ങോട്ടാണ് വരിക, കാരണം അത് മിററാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബാക്കിലേക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. ഞാൻ ആ ലൈനാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, റെഡി. ഇനി നോക്കൂ എന്താ ചെയ്യുന്നത്. ഇനി മറ്റൊരു റേ ഓഫ് ലൈറ്റ് നോക്കൂ, ഇത് അവിടുന്ന് ഇങ്ങോട്ട് പോയി. മറ്റൊരു റേ ഓഫ് ലൈറ്റ് ഇങ്ങോട്ട് പോയി. അത് നോക്കൂ, ഇവിടുന്ന് 40 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് 40 ഉണ്ട്, പിന്നെ ഒരു 20 പറയുമ്പോൾ ഇങ്ങോട്ട്. അപ്പം ഞാൻ നോക്കൂ, അതിനെ ഏകദേശം ഇങ്ങോട്ട് ലക്ഷ്യം വെച്ചിട്ട് ഞാൻ വരച്ചു. എന്നിട്ട് നോക്കൂ, അതാ ഇവിടെയാണ് അത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഹിയർ ഫോംസ് ദ ഫസ്റ്റ് ഇമേജ് I1. ഇവിടെ ഫോം ചെയ്തു I1. പക്ഷെ നിങ്ങൾക്കറിയാം മിറർ എന്താ ചെയ്യുക, മിററിലേക്ക് ഇങ്ങനെ വന്നാൽ അതേ ആംഗിൾ അത് റിഫ്ലക്റ്റ് ചെയ്യും. മിറർ അതേ ആംഗിൾ റിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് നോക്കൂ, അത് ഇവിടെ ഫോം ചെയ്തു. ഇതാ മിറർ. അപ്പോൾ ഇവിടെ ആര് ഫോം ചെയ്തു, I2 ഫോം ചെയ്തു. അപ്പോൾ വളരെ ബ്ലൈൻഡായിട്ട് ആൻസർ ചെയ്യുന്ന ഒരാൾ ഒരു പക്ഷേ ഇയാളാണ് ഫൈനൽ ഇമേജ് എന്ന് പറയും. ബ്ലൈൻഡായിട്ട്, കാരണം ഇത് ലെൻസിന് മാത്രമാണ്. ഇത് ശരിക്കും എത്ര 20 സെൻറ്റിമീറ്റർ ആണ്. ഇത് റിയൽ ആണോ അല്ല, അത് വെർച്വൽ ഇമേജ് ആണ്. 20 സെൻറ്റിമീറ്റർ ബിഹൈൻഡ് ദ മിറർ. പക്ഷെ അത് ഫൈനൽ ഇമേജ് ആണോ അല്ല, അത് ഫസ്റ്റ് ഇമേജ് ആണ്. ഫോർ ദ മിറർ ദിസ് ആക്ട് ആസ് ദ വെർച്വൽ ഒബ്ജക്റ്റ്. അങ്ങനെ അയാൾ ഫോം ചെയ്ത ഇമേജ് ആണ് ഇത്. ആര്, മിറർ ഫോം ചെയ്തത്. ഇത് റിയലോ വെർച്വലോ, ഇത് റിയലാണ്. കാരണം എന്താ, അവിടെ ലൈറ്റ് റേസ് ശരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണോ ഫൈനൽ ഇമേജ്? മൈ ഡിയർ സ്റ്റുഡൻസ്, ഇതല്ല ഫൈനൽ ഇമേജ്. എന്താ കാരണം ഈ ലൈറ്റ് നോക്കുക, അവിടെ പോയിട്ട് അവിടുന്ന് തിരിച്ചതിങ്ങനെ ഇങ്ങോട്ട് തന്നെ വീണ്ടും വരുന്നുണ്ട്. ഈ റേ ഓഫ് ലൈറ്റ് നോക്കൂ, ഇവിടെ എത്തിയിട്ട് നിൽക്കുന്നില്ല, ഇതിങ്ങനെ വീണ്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ലെൻസിലേക്ക് വീണ്ടും ഈ ലൈറ്റ് റേസ് വരുന്നുണ്ട്. അപ്പോൾ ലെൻസിന് അതിൻ്റെ മറ്റൊരു ഇമേജ് ഫോം ചെയ്യും. ദാറ്റ് വിൽ ബി ദ ഫൈനൽ ഇമേജ്. അപ്പോൾ ഞാൻ വീണ്ടും ലെൻസിലേക്ക് തിരിച്ചു വരികയാണ്. നോക്കൂ, എഗെയിൻ for the second time ആര്, ലെൻസിൻ്റെ കേസാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫോർ ദ സെക്കൻഡ് ടൈം. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആരാ, ഒബ്ജക്റ്റ് യു. നോക്കൂ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇപ്പോൾ I2 ആണ് ഒബ്ജക്റ്റ്. അത് ലൈറ്റ് വരുന്നതോ അതും അവിടുന്ന് ഇങ്ങോട്ട്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എടുക്കേണ്ടതോ ഇവിടുന്ന് അങ്ങോട്ട്. ഹലോ, ഇത് റിയൽ ഒബ്ജക്റ്റ് ആണോ വെർച്വൽ ഒബ്ജക്റ്റ് ആണോ? ഇത് റിയൽ ഒബ്ജക്റ്റ് ആണ്. ഇത് വെർച്വൽ ഒബ്ജക്റ്റ് ആയിരുന്നു, കാരണം ഇതിൽ നിന്ന് ലൈറ്റ് റേസ് വരുന്നില്ല. എന്നാൽ ഇത് റിയലാണ്. കാരണം ഇവിടുന്ന് ലൈറ്റ് റേസ് വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നോക്കൂ, നമ്മൾ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതാ ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എടുക്കേണ്ടത് ഇവിടുന്ന് അങ്ങോട്ട്, പക്ഷേ ലൈറ്റ് അവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, U is equal to ഇവിടെ പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണ്. അതെത്ര, ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസാണ്, അത് 20 സെൻറ്റിമീറ്റർ, അത് -20 സെൻറ്റിമീറ്റർ. ദെൻ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കോൺവെക്സ് ലെൻസ് ആണ് 30 സെൻറ്റിമീറ്റർ. ആ ഇമേജ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. Okay, 1/V equal to 1/F plus 1/U. That is equal to 1/30 minus 1/20. അപ്പോൾ എത്ര കിട്ടുക, LCM നമ്മൾ 60 എടുത്തു, 2 minus 3, that is minus 1/60. Therefore V equal to minus 60 സെൻറ്റിമീറ്റർ. നോക്കൂ, ഈ ലെൻസ്, ഇതിൻ്റെ ഇമേജ് ലെൻസിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ ഒബ്ജക്റ്റിൻ്റെ അതേ സൈഡിൽ ഫോം ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര, 40. അവിടുന്ന് ഇങ്ങോട്ട് എത്ര, 20. അപ്പോൾ എവിടെയാണ് സാധനം ഫോം ചെയ്യുന്നത് നോക്കൂ. ദ ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് ഓവർ ഹിയർ ഇറ്റ് സെൽഫ്, I3. പക്ഷേ നോക്കൂ, ഇത് നോക്കാതെ ഒരാൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കിത് കറക്റ്റ് ആൻസർ കിട്ടും. കാരണം ഫസ്റ്റത്തെ ആള് ഇയാൾ മാത്രം ഫോം ചെയ്താലും നമുക്ക് ഇതാണ് ആൻസർ. അപ്പോൾ നമുക്ക് ഏതാ കിട്ടുക നോക്കൂ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കൂ, 20 സെൻറ്റിമീറ്റർ ഫ്രം ദ പ്ലെയിൻ മിറർ. ശരിയാണ്, പ്ലെയിൻ മിററിന് 20 സെൻറ്റിമീറ്റർ ആണ്. ഇറ്റ് വുഡ് ബി വെർച്വൽ ഇമേജ് ആണ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ്. ഐ നീഡ് ദ ഇക്വേഷൻ ഫ്രം വേർ ഡസ് ഇറ്റ് കം. എന്താണ് അജിത്തെ പറഞ്ഞത്? I need the equation from where does it come. ഏതാണ് ഉദ്ദേശിച്ചത്? ഏത് ഇക്വേഷനാണ് മനസ്സിലാവാത്തത്? ഇതിലേതാണ് മനസ്സിലാവാത്തത്? ഏത് ഇക്വേഷനാണ്? ഈ ഇക്വേഷനാണോ?
നോക്കൂ ഒന്നുകൂടെ പറയാം, ലെൻസ് മാത്രം ഇൻ എനി കോമ്പിനേഷൻ ഓഫ് ഒപ്റ്റിക്സിൽ നോക്കൂ, നമുക്ക് ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് ഡിഫറെൻറ്റ് ലെൻസസ് മിറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഐഡിയ എന്താ, ഇമേജ് ഫോംഡ് ബൈ ദ ഫസ്റ്റ് എലിമെൻറ്റ് ആക്ട്സ് ആസ് ദ വെർച്വൽ ഒബ്ജക്റ്റ് ഫോർ ദ സെക്കൻഡ് ആൻഡ് ഇമേജ് ഫോംഡ് ബൈ ദ സെക്കൻഡ് ആക്ട് ആസ് ദ വെർച്വൽ ഒബ്ജക്റ്റ് ഫോർ ദ തേർഡ് ആൻഡ് സോ ഓൺ. ഇതാണ് ബേസിക്കലി നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ലെൻസ് ഇതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് ഇവിടെയാണ്, അതാണ് മിററിൻ്റെ ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇമേജ് ഡിസ്റ്റൻസ്, ഇതാണ് മിറർ ചെയ്യുന്നത്. അറിയില്ല പ്ലെയിൻ മിറർ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും, പക്ഷേ ഒരാൾ ബാക്കിലും ഒരാൾ ഫ്രണ്ടിലുമാണ്. ഓക്കെ, നൗ ദിസ് ആക്ട് ആസ് ദ ഒബ്ജക്റ്റ് ഫോർ ദ ലെൻസ്. ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ വീണ്ടും ലെൻസിലേക്ക് വന്നു, അതിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? റെഡി. ഓക്കെ, വേവ് ഒപ്റ്റിക്സിലേക്ക് നമ്മളിപ്പോൾ എത്തിട്ടോ. വേവ് ഒപ്റ്റിക്സിൻ്റെ ക്വസ്റ്റനൊക്കെ നിങ്ങൾ ആ സമയത്ത് ചോദിക്കും. വേവ് ഒപ്റ്റിക്സിലേക്ക് നമ്മൾ ഉടനെ തന്നെ നമ്മൾ വേവ് ഒപ്റ്റിക്സിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. അടുത്ത ക്വസ്റ്റ്യൻ, യെസ്, അടുത്ത നോക്കൂ, ലെൻസ് വിത്ത് വൺ സിൽവേർഡ് സർഫസിൻ്റെ ക്വസ്റ്റനാണ്. എ പോയിന്റ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് 20 cm from a plano convex lens of focal length 15 cm. The plane surface is silvered. The image will form at. Okay. നോക്കൂ, നിങ്ങൾക്കറിയാം ലെൻസ് വിത്ത് വൺ സിൽവേർഡ് സർഫസിൻ്റെ കേസ് എന്താ? ലെൻസ് വിത്ത് വൺ സിൽവേർഡ് സർഫസ് എപ്പോഴും എന്താ ഉണ്ടാവുക? ഇറ്റ് ആക്ട് ആസ് ദ കോമ്പിനേഷൻ ഓഫ് 2 ലെൻസസ് ആൻഡ് 1 മിറർ. അതിൻ്റെ തിയറിയിലേക്ക് പോകാൻ സമയമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/f ഈസ് ഈക്വൽ ടു 2/fl പ്ലസ് 1/fm. ഇങ്ങനെ നമ്മൾ എഴുതാം. ലെൻസ് വിത്ത് വൺ സിൽവേർഡ് സർഫസിൻ്റെ ഫോക്കൽ ലെങ്ത് ഈസ് ഗിവൺ ബൈ 2/fl plus 1/fm, where fl is the focal length of the lens and fm is the focal length of the mirror. ഇവിടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ക്വസ്റ്റ്യനിൽ ആസ് ഇറ്റ് ഈസ് തന്നിട്ടുണ്ട് 15 cm. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2/15 പ്ലസ് മിറർ ആക്കിയത് ഇവിടെ ആരെയാണ്? പ്ലെയിൻ സർഫസിനെ. മിററിൻ്റെ ഫോക്കൽ ലെങ്ത് 6/2 ആണ്, നിങ്ങൾക്കറിയാം. പക്ഷേ പ്ലെയിൻ സർഫസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താ? ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് ഇവിടെ എത്ര കിട്ടുക? 0. കാരണം ഇവിടെ പ്ലെയിൻ സർഫസ് ആണ് സിൽവർ ചെയ്തത്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി ആണ്. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് അങ്ങനെയാണ് 0 കിട്ടിയത്. യെസ്, ഇനി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എ ലെൻസ് വിത്ത് വൺ സിൽവേർഡ് സർഫേസ് ആക്ട്സ് ആസ് എ കോൺകേവ് ലെൻസ്. അതൊരു കോൺകേവ് മിറർ. നൗ ദിസ് ആക്ട്സ് ആസ് എ കോൺകേവ്. ഇതൊരു കോൺകേവ് മിറർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അത് നോക്കൂ, അത് കോൺവെക്സ് ലെൻസ് ആണെങ്കിലും പ്ലാനോ കോൺവെക്സ് ലെൻസ് ആണെങ്കിലും ഒക്കെ വൺ സൈഡ് നമ്മൾ സിൽവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്തായിട്ടാണ് ആക്ട് ചെയ്യുക? ഒരു കോൺകേവ് ലെൻസിൻ്റെ ക്യാരക്ടർ കാണിക്കുക. അതുകൊണ്ട് ഇനി കോൺകേവ് മിററിൻ്റെ ക്യാരക്ടർ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഏത്? മിററിൻ്റെ ഇക്വേഷൻ. കാരണം ഇനി ഇവിടെ ഒബ്ജക്റ്റ് വെച്ചാൽ ഈ സിസ്റ്റം അതിൻ്റെ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു എന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, സീ ദിസ് 1/f is equal to 1/v plus 1/u. എന്താ കാരണം നോക്കൂ, ഇത് മിറർ ഇക്വേഷനാണ് നമ്മൾ എഴുതിയത്. therefore 1/v is equal to 1/f minus 1/u. that is equal to ആ 1/f നോക്കൂ, മിററിൻ്റെതാണ് കൊടുക്കുന്നത്, കോൺകേവ് മിററാണ്. അപ്പോൾ മൈനസ് 2/15 മൈനസ് 1/20. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണ്. therefore you will get LCM നേരത്തെ പോലെ നമുക്ക് 60 എടുക്കാം. അപ്പോൾ 15 60 ആണ്, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, -8 പ്ലസ് 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു -5/60. therefore v is equal to -1/12. സോറി, v is equal to എത്ര? v is equal to 12 -12. ഓക്കെ, -12 സെൻറ്റിമീറ്റർ. ഇങ്ങനെ ആൻസർ ഉണ്ടോ? 12ൻ്റെ ഒന്നുള്ളൂ, 12 സെൻറ്റിമീറ്റർ ലെഫ്റ്റ് ഓഫ് എ ബി. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. കറക്റ്റ്. മൈനസ് ഒബ്ജക്റ്റിൻ്റെ അതേ സൈഡിൽ 12 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. വേഗം. ഇനി ഒരു സത്യം പറയട്ടെ, ഇതും പ്രീവിയസ് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
പ്രീവിയസ് നീറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ തിങ്ക് സോ. ഒരു മിനിറ്റ് സോറി നീറ്റ് അല്ല, ഇത് JEE ക്വസ്റ്റ്യൻ, പ്രീവിയസ് JEE തന്നെ. എനിക്ക് മാറിയതാണ്. ഓക്കെ, യെസ്. അടുത്തയിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്രിസമാണ്. എ പ്രിസം ഹാസ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ 30 ഡിഗ്രി. അത് ശ്രദ്ധിക്കണേ, പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കമൻറ്റ് ചെയ്ത് പെട്ടെന്ന്. റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഓഫ് ദ പ്രിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡീവിയേഷൻ ഓഫ് മോണോക്രോമാറ്റിക് റേ ഇൻസിഡൻറ്റ് നോർമലി ഓൺ ഇറ്റ്സ് വൺ ഫേസ് വിൽ ബി. വാട്ട് ഈസ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഓഫ് ദ പ്രിസം? കമൻ നോക്കൂ, ഞാൻ ഡയഗ്രം വരയ്ക്കാണ്. ഇതാണ് പ്രിസം, ദിസ് ഈസ് ദ പ്രിസം. ഓക്കെ, ആ പ്രിസത്തിലേക്ക് എങ്ങനെ ലൈറ്റ് വരുന്നതെന്ന് പറഞ്ഞത് നോർമലി വരിക എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ, ലൈക്ക് ദിസ്. അപ്പോൾ ഇങ്ങനെ വന്നാൽ നിങ്ങൾക്കറിയാം അത് നേരെ പോവും. ഇതാ ബെൻഡിങ് ഉണ്ടാവില്ല, ബെൻഡിങ് ഇല്ലാതെ പോയി. എന്നിട്ട് ഇവിടെ നിന്നാണ് പിന്നെ അത് ബെൻഡ് ചെയ്യുന്നത്, ലൈക്ക് ദിസ്. ഇവിടുന്ന് ബെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇതിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഒന്ന് ഇവിടെ നോർമലുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ അതെത്ര? അത് 0. അത് റിഫ്രാക്റ്റഡ് റേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അത് 0. കണ്ടാ? കാരണം ആരെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്നത് അത് 0 ആണ്. ഈ R1 ആരാ? നോർമലും റിഫ്രാക്റ്റഡ് റേയും ഉണ്ടാക്കുന്ന ആംഗിൾ അതും 0. ഓക്കെ, നീ നോക്കൂ, ഞാൻ ചോദിച്ച ചോദ്യം റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഇവിടെ 30 തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഈസ് ദ ആംഗിൾ ഓഫ് ദ പ്രിസം. നമ്മൾ ആംഗിൾ ഓഫ് ദ പ്രിസം എന്ന് പറയില്ലേ, അതിൻ്റെ ഫുൾ നെയിം എന്താ? റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഓഫ് ദ പ്രിസം എന്നാണ്. ഒന്നുകൂടെ പറയാം, ആംഗിൾ ഓഫ് പ്രിസത്തിൻ്റെ ഫുൾ നെയിം എന്താണ്? ആംഗിൾ ഓഫ് പ്രിസത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഓഫ് ദ പ്രിസം എന്നാണ്. ഓക്കെ, അതിനെ ചുരുക്കിയാണ് നമ്മൾ ആംഗിൾ ഓഫ് ദ പ്രിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് 30 ഡിഗ്രി. ഇനി നോക്കൂ, ഇവിടെ നമുക്ക് സൈൻ 48 ഡിഗ്രി 36 മിനിറ്റ് പറഞ്ഞാൽ 0.75 ആണ് തന്നിട്ടുണ്ട്. എന്നിട്ട് നോക്കൂ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താ? വി ഹാവ് ദ റിലേഷൻ A is equal to R1 plus R2. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്തു തുടങ്ങാം. A is equal to R1 plus R2. അത് നോക്കൂ, 30 ഡിഗ്രി ഈക്വൽ ടു R1 0 പ്ലസ് R2. അതുകൊണ്ട് R2 നമുക്ക് കിട്ടി. R2 ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടി. R2 is equal to 30 ഡിഗ്രി. മനസ്സിലായോ? R2 is 30 ഡിഗ്രി. ഇനി ഡീവിയേഷൻ ആണ്. ഡീവിയേഷൻ നോക്കൂ, നമുക്ക് D is equal to I plus E മൈനസ് ക്യാപിറ്റൽ A. അതിൽ ഡീവിയേഷൻ ആണല്ലോ കാണാൻ പറഞ്ഞത്. ഓക്കെ, I 0 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ഇതാണല്ലോ ആംഗിൾ ഓഫ് എമർജൻസ്. ഓക്കെ, ഇത് R2ൻ്റെ വാല്യൂ ഇപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. R2 is equal to 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് സ്നെൽസ് ലോ എങ്ങനെ അപ്ലൈ ചെയ്യാം? ഇവിടെ നോക്കൂ, സ്നെൽസ് ലോ നല്ലോണം ശ്രദ്ധിക്കൂ, നന്നായി ശ്രദ്ധിക്കൂ. ഇവിടെ സ്നെൽസ് ലോ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ എയറിലുള്ള ആംഗിൾ കൊടുക്കുക. കാരണം പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റിയാ. ഇവിടുന്ന് ലൈറ്റ് എങ്ങനെയാണോ അങ്ങോട്ട് പോണത് അതുപോലെയാണ് ലൈറ്റ് അവിടുന്ന് ഇങ്ങോട്ട് പോവുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക? ഇവിടെ സൈൻ E ഡിവൈഡഡ് ബൈ സൈൻ R2. ഞാൻ വേറെ ഒരു തമാശയും കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോണില്ല കേട്ടാ. കാരണം നമ്മുടെ എക്സാം അത്ര അഹെഡാണ്. എന്താണ് ജോയൽ FM സാർ ബിഗ് ഫാൻ. ഓക്കെ, ആ സന്തോഷം. പക്ഷെ നന്നായിട്ട് പഠിക്ക് കേട്ടാ, നന്നായിട്ട് പഠിക്കൂ, കാര്യങ്ങൾ മനസ്സിലാക്കൂ, ഒരു ടെൻഷനും വേണ്ട. പിന്നെ അറിയാത്ത കാര്യങ്ങളല്ല നമ്മൾ സംസാരിക്കുന്നത്, അറിയുന്ന കാര്യങ്ങളെ വ്യത്യസ്ത രൂപത്തിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. മനസ്സിലായോ? കാരണം ഒക്കെ അറിയുന്ന കാര്യം ബേസിക്കലി എല്ലാം നിങ്ങൾക്കറിയാം. വ്യത്യസ്ത കാര്യങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കുക. ഞാൻ പറഞ്ഞല്ലോ, ടെൻഷൻ ആവണ്ട. ടെൻഷൻ വരികയാണെങ്കിൽ എന്ത് മനസ്സിനോട് പറയാം? ഓക്കെ, ഇതിൽ എനിക്ക് ഇനി അഥവാ കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് phase 2 ഉണ്ടല്ലോ എന്ന് മനസ്സിൽ പറയാം. എന്നിട്ട് ടെൻഷൻ ഫ്രീ ആവുക. സെഷൻ 1 തന്നെ മാക്സിമം സ്കോർ ചെയ്യുക. ഓക്കെ, വാ.
അപ്പോൾ സൈൻ ഇ ബൈ സൈൻ ആർ ടു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. അത് എത്രയാണ്? അത് 3/2 ആണ്. അപ്പോൾ സൈൻ ആർ ടു ഈസ് ഈക്വൽ ടു സൈൻ ആർ ടു നമ്മളെ കയ്യിലുണ്ട്. സൈൻ ഇ ഈക്വൽ ടു 3/2 ഇൻറ്റു സൈൻ 30 ഈസ് 1/2. സൈൻ 30 അവിടെ നമുക്ക് 1/2 കിട്ടി. റെഡിയല്ലേ? റെഡിയാണ്. പക്ഷെ എന്തോ പ്രശ്നം എനിക്ക് പറ്റിയണല്ലോ. സൈൻ ഇ ബൈ സൈൻ 30 3/2. അപ്പോൾ സൈൻ ആർ ടു ഈസ് ഹാഫാണ്. ഓക്കെ, അപ്പോൾ ഈസ് ഈക്വൽ ടു ഒരു കുഴപ്പമില്ല. അപ്പോൾ 3/4 എന്നാണ് കിട്ടി. 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 അല്ലേ? 1/4. 3/4 ഈസ് 1/4. കണ്ടാ? അതിനാണ് നോക്കൂ. യെസ്, ഇവിടെ നോക്കൂ, ക്വസ്റ്റ്യനിലൊരു സാധനം തന്നിട്ടുണ്ട്. അതെന്താണ്? നമുക്ക് നോക്കൂ, 3/4 എന്ന് പറഞ്ഞാൽ 1/4 അപ്പോൾ സൈൻ ഓഫ് 48 ഡിഗ്രി 36 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 0.75 എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. നോക്കൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ചെയ്യാം. അപ്പോൾ 0 പ്ലസ് നോക്കൂ സൈൻ ഈൻ്റെ വാല്യൂ അപ്പം എന്താ? സൈൻ ഇൻവേഴ്സ് 1/4 ഈൻ്റെ വാല്യൂ സൈൻ ഇൻവേഴ്സ് 1/4. അതെത്രയാണ്? അത് നോക്കൂ, 48 ഡിഗ്രി 36 മിനിറ്റ്. 48 ഡിഗ്രി 36 മിനിറ്റ്. കമോൺ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 48 ഡിഗ്രി 36 മിനിറ്റ്. 36 മിനിറ്റ് മൈനസ് ക്യാപിറ്റൽ എൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് 30 ഡിഗ്രി. ആൻസർ ആയില്ലടാ. 48 ഡിഗ്രി 36 മിനിറ്റ് 30 ഡിഗ്രി പോയ പിന്നെ ബാക്കി എത്ര ഉണ്ടാവുക? 48 ഡിഗ്രി 38 ഡിഗ്രി പോയാൽ 18 ഡിഗ്രി. പിന്നെ എത്ര? 36 മിനിറ്റ്. ഇങ്ങനെ ആൻസർ ഉണ്ടോ? ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ. റെഡിയല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ ഡിഗ്രി മിനിറ്റൊക്കെ കാണുമ്പോൾ നമ്മൾ പേടിച്ചു. അങ്ങനെ പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇതിലില്ല. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഈസി ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. കാരണം ക്വസ്റ്റ്യനിൽ തന്ന ഇൻഫർമേഷൻ നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. എ certain prism produces a minimum deviation of 42 ഡിഗ്രി. മിനിമം ഡീവിയേഷൻ ആണ് 42 ഡിഗ്രി. അതായത് ക്യാപിറ്റൽ ഡി ഈസ് ഗിവൺ ആസ് 42 ഡിഗ്രി. ക്യാപിറ്റൽ ഡി മിനിമം ഡീവിയേഷൻ നിങ്ങൾക്കറിയാം. മിനിമം ഡീവിയേഷൻ ഇറ്റ് പ്രൊഡ്യൂസസ് എ ഡീവിയേഷൻ ഓഫ് 45 ഡിഗ്രി when the angle of incidence is either 43 or 60 ഡിഗ്രി. നോക്കൂ എന്താ സംഭവം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നിങ്ങൾക്കറിയാം, ഐ ഡി കർവ് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഐ ഡി കർവിൻ്റെ ഷേപ്പ് എങ്ങനെയല്ലേ കിട്ടുക? ഐ ഡി കർവിൻ്റെ ഷേപ്പ് ഇവിടെ നോക്കൂ. ഒരു പെർട്ടിക്കുലർ ഡീവിയേഷൻ കിട്ടാൻ ദർ ആർ 2 കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് ഇൻസിഡൻസ്, I1 and I2. ആരായി I1 and I2? I1 ഈസ് ഈക്വൽ ടു I. നോക്കൂ, I1 ഈസ് ഈക്വൽ ടു I ആൻഡ് I2 ഈസ് ഈക്വൽ ടു ആ സമയത്തെ ആംഗിൾ ഓഫ് എമർജൻസ് ആണ്. ഒന്നുകൂടെ പറയാം. ഒരു പെർട്ടിക്കുലർ ഡീവിയേഷന് 2 ആംഗിൾസ് ഓഫ്, കാരണം ഈ I1ലും I2ലും നിങ്ങൾക്ക് ഡീവിയേഷൻ സെയിം ആയിരിക്കും. ആരാണ് ഈ I1 ആൻഡ് I2? I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും I2 എന്ന് പറഞ്ഞാൽ ആ സമയത്തെ ആംഗിൾ ഓഫ് എമർജൻസും. ആ 2 സമയത്ത് നിങ്ങൾക്ക് ഒരേ ഡീവിയേഷനാണ് കിട്ടുക. ദെർഫോർ I1 നോക്കൂ. വാട്ട് ഈസ് I1? I1 ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് 43 തന്നിട്ടുണ്ട്. I2 എന്താ? I2 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. എപ്പോഴത്? ഡീവിയേഷൻ 45 ഡിഗ്രി കിട്ടിയ സമയത്ത്. എന്നിട്ട് നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെൻ ദ പ്രിസം അണ്ടർഗോസ് മിനിമം ഡീവിയേഷൻ. മിനിമം ഡീവിയേഷൻ്റെ സമയത്ത് ആംഗിൾ ഓഫ് എമർജൻസ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് സിമ്പിൾ പരിപാടിയാണ്. നോക്കൂ, ഡീവിയേഷൻ ഡി ഈസ് ഈക്വൽ ടു I പ്ലസ് ഇ മൈനസ് ക്യാപിറ്റൽ എ. ഡീവിയേഷൻ 45, I എത്ര? 43, ഇ എത്ര? ഇ ഈസ് 60. I2 എന്ന് പറഞ്ഞത് ഇ ആണ്. I2 എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഇ ആണ്. 60 മൈനസ് ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എ അറിയോ? അറിയില്ല. ദാറ്റ് ഈസ് ഇവിടെ എ ഈസ് ഈക്വൽ ടു
103 മൈനസ് 45 എന്ന് കിട്ടും. അതെത്ര? അത് 58 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടി. ആംഗിൾ ഓഫ് ദ പ്രിസം ഈസ് 58 ഡിഗ്രി. ഇനി നോക്കൂ, നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ മിനിമം ആകുന്ന സമയത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ആംഗിൾ ഓഫ് ഡീവിയേഷൻ മിനിമം ആകുമ്പോഴുള്ള പ്രത്യേകത എന്താ? അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ക്യാപിറ്റൽ ഡി ഈക്വൽ. അപ്പോൾ ഐയും ഇയും ഈക്വൽ ആണ്. അപ്പോൾ 2i മൈനസ് ക്യാപിറ്റൽ എ ഓർ ഐ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി ബൈ 2 ആണ്. എ ആരാണ്? 58. ഡി ആരാ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 42. ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ 100 ബൈ 2 ഈക്വൽ ടു എത്ര? 50 ഡിഗ്രി ഈസ് ദ റൈറ്റ് ആൻസർ. 50 ഡിഗ്രി ആണ് കറക്റ്റ് ആൻസർ. 50 ഡിഗ്രി. വേഗം 50 ഡിഗ്രി ഈസ് ദ റൈറ്റ് ആൻസർ. 50 ഡിഗ്രി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടാ. കാരണം ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ബ്യൂട്ടി നോക്ക് നിങ്ങൾ. ഈ ക്വസ്റ്റ്യൻ എവിടെ ചോദിച്ചതെന്ന് അറിയാം നിങ്ങൾക്ക്? ഇത് കീമിന് ചോദിച്ചതാ. എൻ്റെ ഓർമ്മ ശരിയാണ്, കീം 2020 ക്വസ്റ്റ്യൻ ആണിത്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. അത് മാത്രമല്ല വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഏത് നിലക്ക് നോക്കുകയാണെങ്കിലും. അപ്പോൾ അത് നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഓക്കെ, റെഡി. അടുത്ത് നോക്കൂ. എ സ്മോൾ ടെലിസ്കോപ്പാണ്, മാറരുത്. has objective lens of focal length 140 cm, eyepiece 5 cm, magnifying power of the telescope for viewing distant objects when final image is formed at the least distance of distinct vision. ഇവിടെ നിങ്ങൾ വളരെ കെയർഫുൾ ആവണം. എന്താ സംഭവം? ഇവിടെ കെയർഫുൾ ആവേണ്ട കാര്യം, ഇത് ടെലിസ്കോപ്പാണ്. NCERT ഇത് എവിടുത്തെ ക്വസ്റ്റ്യനാണ്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം NCERT ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, NCERT ടെക്സ്റ്റ് ബുക്കിൽ പിന്നെ ഇത് എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മളെ ടോപ്പിക്കിൽ അവിടെ ഒറ്റ കേസ് പറഞ്ഞിട്ടുള്ളൂ ടെലിസ്കോപ്പിൻ്റെ. അതേതാ? റിലാക്സ്ഡ് ആയി കൊണ്ട് കാണുക, ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുന്ന കേസാണ് അവിടെ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഫൈനൽ ഇമേജ് ലീസ്റ്റ് ഡിസ്റ്റൻസിലാണ്. ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ മാഗ്നിഫൈങ് പവർ എന്താ? FO/FE ആണ്. എന്നാൽ ഫൈനൽ ഇമേജ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷനിലാണെങ്കിലോ മൈക്രോസ്കോപ്പ് അല്ല കേട്ടോ, ടെലിസ്കോപ്പാണ്. 1+FE/D. D/FE അല്ല, അത് സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫൈങ് പവർ ആണ്. D/FE 1+D/FE, ഇത് FE/D. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുന്നത്. ഓക്കെ, കൊടുക്കാം. FO ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 140, FE ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 5 ഇൻറ്റു 1+FE5 ഡിവൈഡഡ് ബൈ 25. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെത്ര? 20, 20, 2, 8. ഓക്കെ, ഇൻറ്റു 1+ ഇവിടെ എന്താ കിട്ടുക? ഇൻറ്റു 1/6 5. അപ്പോൾ ഇവിടെ 1/5 അല്ലേ? സോറി, 6/5. 6/5 ദാറ്റ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്ത 8, 68 ഡിവൈഡഡ് ബൈ 5. 16 5 3 തവണ 18 3.7 സംതിങ്. ഓക്കെ, നിയർലി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്. 34 ഈസ് ദ റൈറ്റ് ആൻസർ. 34 ഈസ് ദ റൈറ്റ് ആൻസർ. 34 ഈസ് കറക്റ്റ്. 34 ഈസ് കറക്റ്റ്. ഓക്കെ, NCERT ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. മക്കളെ ക്ഷമയോട് കൂടി കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, റെഡി? യെസ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ എ ക്വസ്റ്റ്യൻ ഫ്രം NCERT ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ്. എ Cassegrain telescope uses 2 mirrors as shown in figure. Such a telescope is built with the mirrors 22 mm apart. ഓക്കെ, അപ്പോൾ ഡയഗ്രത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സെക്കൻഡറി മിററാണത്. ഇത് നമ്മുടെ ഒബ്ജക്റ്റീവ് മിററാണ്. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എത്രയാണ്? 20 mm എന്നിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 20 mm. ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ലാർജർ 220 mm, ദാറ്റ് വാസ് സ്മോളർ 140 mm. The final image of an object at infinity forms a distance of dash from the smaller mirror. സിമ്പിളാണ്, ഡയഗ്രാം കണ്ട് പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. മക്കൾ ശ്രദ്ധിക്കൂ, ഞാൻ പറയാം.
അതായത് ഇവിടെ ഓൾറെഡി ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ് കണ്ടോ, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ ഈ ഡയഗ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺകേവ് മിറർ ഇതാണ് ഒബ്ജക്റ്റീവ് മിറർ. കോൺകേവ് മിറർ എന്താ ചെയ്യുക, ഇതിനെ അതിൻ്റെ ഫോക്കസിലേക്ക് കൊണ്ടുവരും കണ്ടോ, ഫോക്കസിലേക്ക്. ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ എത്തും, ഇതാ ഇങ്ങനെ വന്നിട്ട് ഇത് ഇവിടെ എത്തും ഫോക്കസിലേക്ക്. ക്ലിയർ? അപ്പോൾ ഈ സെക്കൻഡറി മിററിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റ് ആരാണ്, ഇയാളാണ്. ദിസ് ഈസ് ദ ഒബ്ജക്റ്റ് ഫോർ ദ സെക്കൻഡറി മിറർ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം തുടങ്ങുന്നത് FO ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതിയാണ്. അതെത്രയാണ്, 220/2 110 മില്ലിമീറ്റർ. ഇനി FS സെക്കൻഡറി മിറർ അത് 140/2. അപ്പോൾ ഫോക്കൽ ലെങ്ത് എത്ര കിട്ടുക, 70 മില്ലിമീറ്റർ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇത് കോൺകേവ് മിററാണ്. അപ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവാണ്, നെഗറ്റീവ്. ഓക്കെ, ഇത് കോൺവെക്സ് മിററാണ്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണ്, പോസിറ്റീവ്. ഓക്കെ, ഇനി നമ്മളൊരു ചോദ്യം, ഇയാൾ ഇമേജ് എവിടെ ഫോം ചെയ്യുന്ന, ഇയാൾ ഇമേജ് എവിടെ ഫോം ചെയ്യാന്നാണ് ചോദ്യം. മനസ്സിലായോ? അപ്പോൾ ഇയാൾക്ക് നമ്മൾ മിറർ ഫോർമുല അപ്ലൈ ചെയ്താൽ കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡറി മിററിനാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. നോക്കൂ, ഫോർ സെക്കൻഡറി മിററിന് നമ്മൾ അപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് അതിൻ്റെ യു ആരാ, ആദ്യം നമ്മൾ അതിൻ്റെ യു കണ്ടെത്തുക. ഇതിൻ്റെ യു എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് യെസ്, ഇതാരാണ് ആള്, ഇത് ഫോക്കസ് ഓഫ് ഒബ്ജക്റ്റീവ് മിററാണ്. ദിസ് ഈസ് ഫോക്കസ് ഓഫ് ഒബ്ജക്റ്റീവ് മിറർ. അതുകൊണ്ട് തന്നെ ആ ഡിസ്റ്റൻസ് എത്ര, ഈ ഡിസ്റ്റൻസ് 110 മില്ലിമീറ്ററാണ്, 110 മില്ലിമീറ്റർ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് സെക്കൻഡറി മിററിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെയാണ്, വെർച്വൽ ഒബ്ജക്റ്റാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര ഉണ്ടാവുക, ദാറ്റ് ഡിസ്റ്റൻസ് ഈസ്, നോക്കൂ ഇവിടെ ലൈറ്റ് വരുന്നത് ഇങ്ങോട്ടാണ്, ഇത് റിഫ്ലക്റ്റഡ് നോക്കാനായില്ല. ഇൻസിഡൻറ്റ് ലൈറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടാണ്, ഡിസ്റ്റൻസ് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒരേ ഡിറക്ഷനിലാണ്, അതുകൊണ്ട് അത് പോസിറ്റീവാണ്. പ്ലസ് എത്ര, 110 - 20 ദാറ്റ് ഈസ് ഈക്വൽ ടു +90 മില്ലിമീറ്റർ എന്ന് സെക്കൻഡറി മിററിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കിട്ടും. ഇനി അവിടെ നിങ്ങൾ മിറർ ഫോർമുല അപ്ലൈ ചെയ്യുക. 1/f ഈസ് ഈക്വൽ ടു 1/v + 1/u, or 1/v equal to 1/f minus 1/u. That is equal to, what is 1/f? 1/f, that is nothing but 1/70 minus 1/90. Yes, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 90 minus 70 divided by 63, 2 0. ഓരോ സീറോസ് ഇപ്പം തന്നെയാണ് കട്ട് ചെയ്യുക. Okay, that is equal to what you will get, that is 2 divided by 630 എന്ന് കിട്ടും. Or v is equal to 630 divided by 2, 315 millimeter is the right answer. അപ്പോൾ ഒരു ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റിന് ചോദിക്കാവുന്ന ക്വസ്റ്റിനാണ്. 315 millimeter is the right answer, 315 millimeter. ഓക്കെ, യെസ്. ഇനി നോക്കൂ, നമ്മൾ വേവ് ഓപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. വേവ് ഓപ്റ്റിക്സിലെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പോൾ ഈ പോയിന്റിൻ്റെ പ്രസക്തി ഒക്കെ ഞാൻ പറഞ്ഞു. ഇവിടെയാണ് ആരുടെ ഇമേജ് ഫോം ചെയ്യുന്നത്, ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റീവ് മിററിൻ്റെ ഇമേജ് അവിടെയാണ്. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് വേവ് ഓപ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. സീ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇൻസിഡൻസ് ഓൺ എ കോൺകേവ് മിറർ of radius of curvature r. The radius of the reflected wavefront immediately after reflection will be. എന്ന് വെച്ചാൽ എന്താ, നോക്കൂ, കോൺകേവ് മിറർ ലൈക്ക് ദിസ് ഈസ് ദ കോൺകേവ് മിറർ. ഇതിലേക്ക് നോക്കൂ, ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇൻസിഡൻറ്റ് ചെയ്യാം, പ്ലെയിൻ വേവ് ഫ്രണ്ട്. അപ്പം ഞാൻ പറയുന്നു, ഇവിടുന്ന് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇവിടുന്ന് ഒരു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തിയിട്ട് അത് ലേശം നോക്കുക ഇങ്ങോട്ട് വന്ന്. ഓക്കെ, അതുപോലെ തന്നെ ഈ പോയിന്റ് നോക്കൂ, അത്ര തന്നെ ഇങ്ങോട്ട് വരും,
സപ്പോസ് അതെന്താ ഞാൻ അങ്ങനെ കൊടുത്ത്, ഇവിടുന്ന് നോക്കും ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവിടെ തട്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നുള്ളൂ. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. കൂടുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാണിച്ച അത്ര ഉണ്ടാവില്ല, ലൈക്ക് ദിസ്. ഓക്കെ, കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെ വരച്ചു നോക്ക്. അപ്പോൾ ഇയാൾക്ക് ഇത്ര ഡിസ്റ്റൻസ് അധികം ട്രാവൽ ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്നുള്ള സെക്കൻഡറി വേവ്ലെറ്റ് ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ ആൾ അപ്പോൾ ജസ്റ്റ് ഇവിടെ എത്തിയിട്ടുള്ളൂ, ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ. മനസ്സിലായോ? ഇനി അവിടെ നമ്മളൊരു ഇതിന് ഇപ്പോൾ ഇവിടുത്തെ വേവ് ഫ്രണ്ട് നോക്കുക, ഇങ്ങനെയാണ് ഇവിടെ വേവ് ഫ്രണ്ട് ഉണ്ടാവുക. ദിസ് ഈസ് ദ വേവ് ഫ്രണ്ട്. ആ വേവ് ഫ്രണ്ട് കൺവേർജിങ് വേവ് ഫ്രണ്ടാണ്. ഇത് ജസ്റ്റ് നോക്കുക, ഈ വേവ് ഫ്രണ്ട് ജസ്റ്റ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് വരുന്നുള്ളൂ, പുറപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കൺവേർജിങ് വേവ് ഫ്രണ്ടാന്ന് മനസ്സിലായി. ഇനി ഇതിൻ്റെ തൊട്ട് അടുത്ത നിമിഷം അത് ജസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുക. അടുത്ത നിമിഷം ഈ വേവ് ഫ്രണ്ട് നോക്കൂ, ഇങ്ങനെ ആവും. പിന്നെ വീണ്ടും ചെറുതാവും. ഇത് സ്ഫെരിക്കൽ കൺവേർജിങ് വേവ് ഫ്രണ്ടാണ്. ഇതൊക്കെ എയിം ചെയ്യുന്നത് എങ്ങോട്ടാ? നോക്കുക ഇങ്ങോട്ട്. ഈ പോയിന്റ് ആരാ? ഇത് ഇതിൻ്റെ ഫോക്കസാണ്. എന്ന് വെച്ചാൽ ആരാ? ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതി. ആരുടെ? ഈ മിററിൻ്റെ. കാരണം ഇത് പ്ലെയിൻ വേവ് ഫ്രണ്ടാണ്, അവിടുന്ന് പാരലലിയാണ് ലൈറ്റ് റേസ് വരിക. പാരലൽ ലൈറ്റ് റേ വരൽ ഫോക്കസിലേക്ക്. അപ്പോൾ ആൻസർ എന്താ? r/2. ഇനി നിങ്ങൾക്ക് ഇനിയും അവിടെ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് തുറക്കുക. യു ക്യാൻ സീ ദിസ് ഡയഗ്രാം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള കൊടുത്ത ഡയഗ്രാമാണ്. പ്ലെയിൻ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് വരുന്നു, കോൺകേവ് മിററിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കൂ. സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ഓഫ് റേഡിയസ് r/2. ഇപ്പോഴാണ് റേഡിയസ് r/2. അല്പസമയത്തിന് ശേഷം ഇത് നോക്കൂ, ഇതിങ്ങനെ വരും. അപ്പോൾ റേഡിയസ് വീണ്ടും കുറയും. മനസ്സിലായോ? ഇപ്പോൾ അതിൻ്റെ റേഡിയസ് r/2 ആണ്. r/2 ഈസ് ദ റേഡിയസ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. അപ്പോൾ അവിടെ വേറെയും ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാൻ മറക്കരുത്. നിർബന്ധമായിട്ടും നോക്കിയിരിക്കണം. അടുത്തതിലേക്ക് പോവാം. 2 beams of lights having intensities I and 4i interfere to produce a fringe pattern on a screen. The phase difference between the beams is pi/2 at point A. എന്ന് വെച്ചാൽ നോക്കൂ, ഞാൻ ജസ്റ്റ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. S1 S2 ഇവിടെ സ്ക്രീനുണ്ട്. ഓക്കെ, ഇവിടുന്ന് ഏതോ ഒരു പോയിന്റിലേക്ക് ഇവിടുന്നും ലൈറ്റ് വേവ്സ് വരുമ്പോൾ ഇത് എ എന്ന് പറഞ്ഞ പോയിന്റാന്ന് വിചാരിക്കുക. ദിസ് ഈസ് എ. അപ്പോൾ എ എന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ ഫേസ് ഡിഫറൻസ് pi/2 ആണ്. ഓക്കെ, മറ്റേതൊരു പോയിന്റ് അതുപോലെ ബി ഉണ്ട്, അവിടേക്ക് എത്തുമ്പോൾ ഫേസ് ഡിഫറൻസ് നോക്കൂ. ഞാൻ ഇവിടെ ഒരു ബി കൊടുക്കുകയാണ്. അവിടേക്ക് എത്തുമ്പോൾ ഫേസ് ഡിഫറൻസ് ക്വസ്റ്റനിൽ പറയുന്നു അത് പൈ ആണ്. അങ്ങനെയെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റീസ് ഓഫ് എ ആൻഡ് ബി എന്ന് വെച്ചാൽ IA മൈനസ് IB. ഇതാണ് ചോദ്യം. റെഡി? ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ IA-യും IB-യും സെപ്പറേറ്റ് കാണാം. ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റിൻ്റെ ഇക്വേഷൻ എന്താ നോക്കൂ. അറിയില്ലേ? I1 + I2 + 2√I1. വെരി ഇമ്പോർട്ടൻറ്റ്. √I2 cos phi. ഈ ഇക്വേഷൻ അറിയാത്തവരുണ്ടാവരുത്, പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി I is equal to I1 + I2 + 2√I1 √I2 cos phi. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന ആളുകൾ കിട്ടിയ ആൻസർ ടൈപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, ആരാ? IA. ഇവിടെ രണ്ട് ഇൻറ്റൻസിറ്റി സെയിമാണ്. അപ്പം ഞാൻ കൊടുക്കുന്നു IA ഇവിടെ എന്താ പറഞ്ഞത്? 2 beams of light having intensities I and 4i ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നു I + 4i + 2 × √I × √4i × cos phi. നോക്കൂ, എയിൽ എത്ര ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? pi/2 ആണ്. cos 90 0 ആണ്. അതുകൊണ്ട് ഇവിടെ 5y ഉണ്ടാവുള്ളൂ. ഈ ടേം ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി. ബിക്കോസ് ദ cos 90 is 0. ഓക്കെ, അപ്പോൾ അത് കിട്ടി. നൗ IB. ബീത്തത് അതെത്ര? I1 + I2 + 2√I ×
root 4i into cos 180. cos 180 cos 180 cos 180 എത്ര മൈനസ് 1 ആണ് നിങ്ങൾക്കറിയാം. അപ്പോൾ 5i മൈനസ് ഇതെത്ര ഉണ്ടാവുക റൂട്ട് ഐ ഇൻറ്റു റൂട്ട് ഐ അപ്പോൾ ഇത് 4i അല്ലേ. ദിസ് ഈസ് 4i കാരണം റൂട്ട് 4 2 ആണ്. അപ്പോൾ ഇതെന്താ 2 റൂട്ട് ഐ, ഇത് 2 റൂട്ട് ഐ, അപ്പോൾ 4 ഇൻറ്റു ഐ, അപ്പോൾ 4i ഈക്വൽ ടു എത്ര കിട്ടുക ഈക്വൽ ടു ഐ. ആൻഡ് നമ്മുടെ ചെയ്യേണ്ടത് എന്താ നൗ ഐ എ മൈനസ് ഐ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 5i മൈനസ് ഐ. 4i ആൻസർ ഉണ്ടോ നോക്ക്. 4i ഈസ് ദ ഫൈനൽ ആൻസർ. 4i ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, ഹലോ, ചെയ്തത് മനസ്സിലായിട്ടുണ്ടോ? ചെയ്തത് മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? സെറ്റാണോ അത്? റിസൾട്ടന്റ് ഇൻറ്റൻസിറ്റി, റിസൾട്ടന്റ് ഇൻറ്റൻസിറ്റി. ഓക്കെ, യെസ്, അടുത്തതിലേക്ക് പോയിക്കൂടെ? നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In Young's double slit experiment using monochromatic light of wavelength lambda, the intensity of light at a point on the screen where path difference is lambda is k. Again it's a textbook question, textbook exercise question ആണ്. Okay, the intensity of light at a point where path difference is lambda by 3 is path difference lambda by 3. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഇൻ YDSE എക്സ്പെരിമെൻറ്റ് യൂസിങ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡയാണ്. ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദ സ്ക്രീൻ വേർ പാത്ത് ഡിഫറൻസ് ഈസ് ലാംഡ ഈസ് കെ എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നോക്കൂ, YDSEയിൽ S1 S2ന് ഒരേ ഇൻറ്റൻസിറ്റിയാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ. അതുകൊണ്ട് തന്നെ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി ഓൺ ദ സ്ക്രീനിൻ്റെ ഇക്വേഷൻ നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്. 4i0 cos square 5/2 ഓർക്കുന്നില്ലേ? റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഓൺ ദ സ്ക്രീൻ ഈസ് 4i0 cos square 5/2 വേർ I0 ആരാ? I0 എന്ന് പറഞ്ഞാൽ I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I0. ഇൻഡിവിജ്വൽ സ്ലിറ്റിൻ്റെ ഇൻറ്റൻസിറ്റീസ് ആണ്. ഓക്കെ, നൗ ഇവിടെ നമ്മളോട് പറഞ്ഞത് ലാംഡനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പാത്ത് ഡിഫറൻസ് എവിടെയാണോ ലാംഡ ആയത് അവിടുത്തെ ഇൻറ്റൻസിറ്റിക്ക് കെ എന്നാണ് ഇവിടെ പേരിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പാത്ത് ഡിഫറൻസ് നോക്കും. പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ എന്താ? ഫൈ ഈസ് ഈക്വൽ ടു 2π ബൈ ലാംഡ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഫൈ ഈസ് ഈക്വൽ ടു 2π ബൈ ലാംഡ ഇൻറ്റു ഡെൽറ്റ എക്സ്. റെഡി അല്ലേ? ഇവിടെ ആദ്യം നമ്മളോട് പറയുന്നു പാത്ത് ഡിഫറൻസ് ലാംഡ ഉള്ള സ്ഥലത്തെ ഫേസ് ഡിഫറൻസ് കാണാം. അപ്പോൾ 2π ബൈ ലാംഡ ഇൻറ്റു ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 2π. അപ്പോൾ ആദ്യത്തെ പാത്ത് ഫേസ് ഡിഫറൻസ് കിട്ടി. ഇവിടുത്തെ ഈ സ്ഥലത്തെ ഇൻറ്റൻസിറ്റിക്കാണ് ക്വസ്റ്റ്യൻ കെ എന്ന് പേരിട്ട്. ഈ സ്ഥലത്തെ ഇൻറ്റൻസിറ്റിക്കാണ് ക്വസ്റ്റ്യൻ കെ എന്ന് പേരിട്ടത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഞാൻ കൊടുക്കുന്നു. ആ ഫസ്റ്റ് കേസാണ് പറയാൻ പോകുന്നത് കേട്ടോ. അവിടുത്തെ ഇൻറ്റൻസിറ്റി I ഈക്വൽ ടു 4i0 cos സ്ക്വയർ 5/2 എത്രയാണ്? 2π/2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4i0 cos സ്ക്വയർ പൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു cos പൈ എത്ര? 180. cos പൈ ഈസ് -1. അപ്പോൾ സ്ക്വയർ ചെയ്താൽ 1 കിട്ടി. I ഈസ് ഈക്വൽ ടു 4i0. I ഈസ് ഈക്വൽ ടു 4i0 എന്ന് കിട്ടി. ഇതിനെയാണ് ക്വസ്റ്റ്യൻ എന്ത് വിളിച്ചത്? കെ എന്ന് വിളിച്ചത്. കണ്ടാ, അതിനെ കെ എന്ന് വിളിച്ചു. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ലാംഡ ബൈ 3 പാത്ത് ഡിഫറൻസ് ഉള്ള സ്ഥലത്തെ കാര്യമാണ് ഇനി ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, ഞാൻ വീണ്ടും അത് കൊടുക്കുകയാണ്. പുതിയ ഫേസ് ഡിഫറൻസ് അത് 2π ബൈ ലാംഡ, അതായത് ഞാൻ 5' കൊടുക്കാം. 2π ബൈ ലാംഡ ഇൻറ്റു അവിടുത്തെ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 3 ആണ്. ദാറ്റ് ഈസ് 2π ബൈ 3 എന്ന് കിട്ടി. ഫേസ് ഡിഫറൻസ് 2π ബൈ 3. അതുകൊണ്ട് അവിടുത്തെ ഇൻറ്റൻസിറ്റി നോക്കൂ. I ഈസ് ഈക്വൽ ടു 4i0 cos സ്ക്വയർ
2π/3 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 4I0 2π/3 എന്ന് പറയുമ്പോൾ π/3 കോസ് 120 അല്ലേ? കോസ് 120 എത്ര? -12 അല്ലേ? കോസ് 120 ഈസ് -12. അപ്പോൾ സ്ക്വയർ ചെയ്താൽ 1/4. അപ്പോൾ ഇൻറ്റു 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു I0 എന്ന് കിട്ടി. പക്ഷേ കെൻ്റെ ടേമിലാണ് നമ്മൾ ആൻസർ പറയേണ്ടത്. അജിത്തെ പറയാം അജിത്തെ എപ്പോൾ പറയാം. ലെറ്റ് മീ കംപ്ലീറ്റ് ദിസ് ഫസ്റ്റ്. അപ്പോൾ I ഈസ് ഈക്വൽ ടു I0 എന്ന് കിട്ടി. നോക്കൂ, കെൻ്റെ ടേമിലാണ് ആൻസർ കംപ്ലീറ്റ് ഉള്ളത്. മനസ്സിലാക്കുക, NCERT ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ക്വസ്റ്റ്യനിൽ പറയുന്ന പോയിന്റിനെ വെച്ചിട്ട് തന്നെ നമുക്ക് സംസാരിച്ച് പോവാം. ലെറ്റ് മീ ചേഞ്ച് ദ കളർ. നോക്കൂ, 4I0 ഈക്വൽ ടു ആണ് ക്വസ്റ്റ്യൻ കെ പറഞ്ഞത്. അപ്പോൾ I0 ഈക്വൽ ടു ആരാ? K/4. അപ്പോൾ അവിടെ I0 ആരാ? K/4. ദ ആൻസർ ഈസ് K/4. എന്താണ് അജിത്ത് ചോദിച്ചത്? 2I0 × 1 + cos 5 ഉപയോഗിച്ചൂടെ? അജിത്തെ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. എന്താ സംഭവം നോക്കൂ, നീ പറഞ്ഞത് ഞാൻ എഴുതണം. 2I0 × 1 + cos 5 ഇതല്ലേ നീ പറഞ്ഞത്? 2I0 × 1 + cos 5. എന്താ 1 + cos 5 എന്ന് പറഞ്ഞാൽ? ദിസ് ഈസ് ഈക്വൽ ടു 2I0 × 1 + cos 5 ആണ്. ആര്? cos square 2 cos square 5/2 എടാ, അതാണ് 4I0 cos square 5/2 എന്ന് കിട്ടിയത്. ഓക്കെ, മനസ്സിലായോ അജിത്ത്? അറിയോ? ഓക്കെ, ഇനി ഈ ഒരു ഫോം എന്തുകൊണ്ടാണ് നമ്മൾ തന്നെ സംസാരിക്കുന്നത്? ഈ ഒരു ഫോം എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ഫോമാണ്. I ഈസ് ഈക്വൽ ടു 4I0 cos square 5/2 എന്നുള്ളത്. NCERT മനസ്സിലായല്ലോ? 4I0 cos square 5/2. അപ്പോൾ ഈസ് ഇറ്റ് ഓക്കെ? റെഡി. അടുത്തതിലേക്ക് പോകാലോ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത് നോക്കൂ, എ തിൻ മൈക്ക ഷീറ്റ് ഓഫ് തിക്നെസ് 2 × 10⁻⁻6 meter and refractive index 1.5 introduced in the path of the first wave. The wavelength of the wave used is 5000 angstrom. The central bright maximum will shift. Yes, നോക്കൂ, S1 S2 സ്ലിറ്റുകൾ. ദിസ് ഈസ് S1, ദിസ് ഈസ് S2. ഇവിടെ സ്ക്രീന്. ഓക്കെ, ഒരു സ്ലിറ്റിൻ്റെ ഫ്രണ്ടിൽ ഞാനിതാ ഒരു തിൻ മൈക്ക ഷീറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം എൻ്റർ ഫ്രിഞ്ച് പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യും. ഏത് ഭാഗത്താണോ നമ്മൾ വെച്ചിട്ടുള്ളത് ആ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സാധാരണ നമ്മൾ ഇത് S1 ഇത് S2 ആയിട്ട് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായോ? മുകളിലേക്കാണ് ഫ്രിഞ്ച് പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഒന്ന്, അഡീഷണൽ പാത്ത് ഡിഫറൻസ് എത്ര? അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. additional path difference that is equal to mu minus 1 into t, where t is the thickness of the sheet or film. ഓക്കെ, നമുക്ക് ഇവിടെ വേണ്ടത് ഷിഫ്റ്റ് ആണ്. എത്രയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ എന്താ? ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു D/D ഇൻറ്റു mu minus 1 into t. അത് ബീറ്റൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിലോ ബീറ്റ ഡിവൈഡഡ് ബൈ ലാംഡ, കാരണം ബീറ്റ ഈസ് ഈക്വൽ ടു D λ/d ആണ്, ഇൻറ്റു mu minus 1 into t എന്ന് കിട്ടും. ഇവിടെ നമ്മളോട് ആൻസർ നോക്ക്, ഷിഫ്റ്റാണ് ചോദിച്ചത്. പക്ഷേ ഷിഫ്റ്റിൽ എത്ര ഫ്രിഞ്ചസ് ആണ് ഷിഫ്റ്റ് ചെയ്തതെന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ എന്താ? ഷിഫ്റ്റിൻ്റെ ഉള്ളിൽ എത്ര ഫ്രിഞ്ച് ഉണ്ടാവും? അപ്പോൾ ഷിഫ്റ്റ് ഇത്ര ഡിസ്റ്റൻസ് ആണ് ഷിഫ്റ്റ് ഉള്ളതെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എത്ര ഫ്രിഞ്ച് ഉണ്ടോ അത്രയും ഫ്രിഞ്ചസ് ആയിരിക്കും അവിടെ ഷിഫ്റ്റ് ചെയ്യപ്പെടുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ ബീറ്റ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഷിഫ്റ്റ് കണ്ടിട്ട് ബീറ്റ കൊടുക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് ആണ് ഷിഫ്റ്റ് ഉണ്ടായതെങ്കിൽ ആ ഷിഫ്റ്റിൻ്റെ ഉള്ളിൽ എത്ര ഫ്രിഞ്ചസ് ഉണ്ട് എന്ന് നോക്കുക. കാരണം ഇവിടെ കംപ്ലീറ്റ് ഫ്രിഞ്ചസിൻ്റെ ടേമിലാണ് ആൻസർ പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം? എസ് ബൈ ബീറ്റ കണ്ട പ്രശ്നം കഴിഞ്ഞു. എസ് ബൈ ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു mu minus 1 into t ഡിവൈഡഡ് ബൈ ലാംഡ. ഫൈനലി ഇതാണ് ചോദ്യം.
അപ്പോൾ 1.5 മൈനസ് 1 ഇൻറ്റു തിക്നെസ് എത്ര 2 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ ലാംഡ എത്ര 5 ഇൻറ്റു 10⁻⁻7 ആങ്സ്ട്രോങ്. ഓക്കെ, റെഡി. ഇനി നോക്കൂ, ഇവിടെ നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ 1.5 മൈനസ് 1 എത്ര 1/2. ആ 1/2 2ഉം ഇയാളും കട്ട് ചെയ്ത് അത് പോയി. പിന്നെ ഉള്ളത് ആരവിടെ 1/5. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കിട്ടുക 10⁻⁻6 മേലെ 10⁻7 പോയാൽ എത്രയും 10⁻6 ഇൻറ്റു 10⁻7 10/2 ഈക്വൽ ടു 2 ഫ്രിഞ്ചസ് ഷിഫ്റ്റ് ചെയ്യടാ. 2 ഫ്രിഞ്ചസ് എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്യുക? എവിടെയാണോ ഷീറ്റ് വെച്ചത് ആ സൈഡിലേക്ക്, അപ്പോൾ എത്ര ആൻസർ? ഓപ്ഷൻ 2. ഓപ്ഷൻ എ 2 ഫ്രിഞ്ചസ് അപ്വേർഡ്. അതെന്താണ്? അസ്യൂമിങ് ഇയാളെ നമ്മൾ സ്ലിറ്റ് 1 ആക്കി എടുക്കുന്നത്. അത് നോർമലി നമ്മൾ ഇയാളെ സ്ലിറ്റ് 1 അത് ഏതെന്നുള്ള ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്വേർഡ്. യെസ്, ഇതാണ് ഇത് ഇവിടെയാണ് വെച്ചതെന്നുണ്ടെങ്കിലോ 2 ഷിഫ്റ്റേഴ്സ് ഡൗൺവേർഡ് ആണ് ഇട്ട് വരിക. ഇവിടെ അപ്വേർഡ് ഡൗൺവേർഡ് എന്നൊക്കെ ആണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് S1 ആക്കി എടുക്കുക. ഓക്കെ, റെഡി. അടുത്തേക്ക് പോവാം. യെസ്, അടുത്ത് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ. 2 slits are made 1 millimeter apart and screen is placed 1 meter away. What should the width of each slit be to obtain 10 maxima of the double slit pattern within the central maximum of single slit pattern? ക്വസ്റ്റ്യൻ ശരിക്ക് പഠിക്കും. എന്താ സംഭവം? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നുകൂടി വായിക്കൂ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. 2 സ്ലിറ്റ്സ്. അപ്പോൾ ഇത് പിന്നെ നമ്മുടെ ഇൻ്റർഫറൻസ് 2 സ്ലിറ്റ് എക്സ്പെരിമെൻ്റാണ്, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. ആ സ്ലിറ്റ് സെപ്പറേഷൻ 1 മീറ്റർ. ദെൻ പ്ലേസ്ഡ് 1 മീറ്റർ അവേ. വാട്ട് ഷുഡ് ബി ദ വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ് ടു ഒബ്റ്റെയിൻ 10 മാക്സിമ ഓഫ് ഡബിൾ സ്ലിറ്റ് പാറ്റേൺ വിത്തിൻ ദ സെൻട്രൽ മാക്സിമം ഓഫ് സിംഗിൾ സ്ലിറ്റ് പാറ്റേൺ. ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കട്ടോ. ഞാൻ പറഞ്ഞത് കേൾക്കൂ. നമ്മൾ ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഇൻ്റർഫറൻസിൽ നമ്മൾ എന്താ പറയല്? എല്ലാ ബ്രൈറ്റ് ബാൻഡുകൾക്കും ഒരേ ഇൻറ്റൻസിറ്റി ആണെന്ന് പറയലുണ്ട് ഇല്ലേ? നിങ്ങൾ പഠിച്ചില്ലേ? ഇൻ ഇൻ്റർഫറൻസ് ഓൾ ബ്രൈറ്റ് ബാൻഡ്സ് ആർ ഓഫ് ഈക്വൽ ഇൻറ്റൻസിറ്റി എന്ന് നമ്മൾ പറയലുണ്ട്. പക്ഷേ ശരിക്കും ശ്രദ്ധിക്കുക, ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ഫിസിക്കലി ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എല്ലാ ബ്രൈറ്റ് ബാൻഡിനും ഒരേ ഇൻറ്റൻസിറ്റി അല്ല കിട്ടുക. നിങ്ങൾക്ക് തന്നെ ഒരു എക്സ്പെരിമെൻറ്റ് ഞാൻ പറയാം. നിങ്ങൾ നോക്കൂ, ലേസർ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ലേസർ. ആ ലേസർ ലൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ? ഒരു വൈറ്റ് വോള് ചുമരിലേക്ക് നിങ്ങൾ ലേസർ അടിക്കുക. പക്ഷെ അതിലേക്ക് ഒരു ഹെയർ എടുക്കുക, ഹെയർ മുടി. ആ മുടി ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലേക്കാണ് നിങ്ങൾ ലൈറ്റ് അടിക്കുന്നതെങ്കിൽ അപ്പം എന്താ സംഭവിക്കുക? നിങ്ങളുടെ ഈ ലേസർ ലൈറ്റിനെ ഈ ഹെയർ 2 പാർട്ടാക്കി മാറ്റി. അപ്പം 2 കൊഹിരൻറ്റ് സോഴ്സുകളായി. വിത്ത് എ സ്ലിറ്റ് സെപ്പറേഷൻ ഓഫ് ഹെയറിൻ്റെ സെപ്പറേഷനിൽ 2 സോഴ്സായി. നിങ്ങളൊന്ന് അടിച്ചു നോക്കി. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെൻ്റ് ആണ്. ഇപ്പോൾ ലേസർ ഉണ്ടാവില്ല, ഇപ്പോൾ വേണ്ട. അപ്പം ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നിങ്ങൾ സ്ക്രീനിൽ അത്ഭുതകരമായിട്ട് നിങ്ങൾ സ്ക്രീനിൽ എന്താ പറയുക കാണാം? ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ഡാർക്ക് ബാൻഡ്സിൻ്റെ ഒരു നിര തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ഡാർക്ക് ബാൻഡ്സിൻ്റെ. അവിടെ ആ ഇൻ്റർഫറൻസ് ആണ്, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നില്ല? നിങ്ങൾക്ക് എല്ലാ ബ്രൈറ്റ് ബാൻഡുകൾക്കും ഒരേ ഇൻറ്റൻസിറ്റി അല്ല കിട്ടുക. എന്തുകൊണ്ട്? അതിൻ്റെ കാരണം അവിടെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് മാത്രമല്ല നടക്കുന്നത്, സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് കൂടി നടക്കുന്നുണ്ട്. അതാണ് ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാം. ടെക്സ്റ്റ് ബുക്കിൽ ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് നോക്കൂ. ഇങ്ങനെയാണ് കൊടുത്തത്. ഇതാണ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്, കണ്ടോ? എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ വരച്ച എന്താ? അതായത് ഡിഫ്രാക്ഷനും ഇൻ്റർഫറൻസിൻ്റെയും കൂടെ കമ്പൈൻഡ് ഇഫക്റ്റാണ് ആ സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കിട്ടുക. ഐ റിപ്പീറ്റ് അഗെയിൻ, ആ സമയത്ത് നിങ്ങൾക്ക്
ഇൻ്റർഫറൻസ് മാത്രമാണോ കിട്ടുക? അല്ല. ഡിഫ്രാക്ഷൻ മാത്രമാണോ കിട്ടുക? അല്ല. ഡിഫ്രാക്ഷൻ്റെയും ഇൻ്റർഫറൻസിൻ്റെയും കമ്പൈൻഡ് ഇഫക്റ്റ്. ഇൻ ഷോർട്ട് നിങ്ങൾക്ക് എന്ത് പറയാമെന്നറിയാം? നിങ്ങൾക്ക് എന്ത് പറയാം? ദ ഇൻറ്റൻസിറ്റി, നമുക്ക് ഇതിനെ ഞാൻ അങ്ങനെ പറയാം, ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻ്റർഫറൻസ് പാറ്റേൺ ഈസ് മോഡിഫൈഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഡിഫ്രാക്ഷൻ പാറ്റേൺ അനുസരിച്ച് ഇൻ്റർഫറൻസ് പാറ്റേൺ മോഡിഫൈ ചെയ്താണത്. എന്ന് വെച്ചാൽ നോക്കൂ, ഇതാരാ? ഇവിടം മുതൽ ഇവിടം വരെ സിംഗിൾ സ്ലിറ്റിൻ്റെ ഇതാരാണ്? സെൻട്രൽ മാക്സിമം. ഇത് ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രാം കേട്ടോ, എൻ്റെ വക ഒന്നും ഞാൻ ഒരു ആഡ് ഓണും തരുന്നില്ല നിങ്ങൾക്ക് എടാ. ഓക്കെ, സെൻട്രൽ മാക്സിമം ഓഫ് സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ. സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ ആണത്. സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ്റെ സെൻട്രൽ മാക്സിമം. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആരുണ്ട്? നോക്ക്, ആരുണ്ട്? ഇൻ്റർഫറൻസ് പാറ്റേൺ ആണ് കാണുന്നത്. ഇൻ്റർഫറൻസ് പാറ്റേൺ. ഇവിടെ നമ്മുടെ ചോദ്യം എന്താ? ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചതും അതല്ലേ? നോക്കൂ, ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്ക്. The two slits are separated 1 meter apart. Screen. What should be the width of each slit to obtain 10 maxima of the double slit pattern within the central maximum of the single slit pattern? NCERT textbook solved example. NCERT textbook solved example. അപ്പോൾ അതിന് എന്ത് ചെയ്താൽ മതി? ബീറ്റ സിംഗിൾ സ്ലിറ്റ് ഈക്വൽ ടു 10 ബീറ്റ ഡബിൾ സ്ലിറ്റ്. ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ഒറ്റയടിക്ക് ആൻസർ കിട്ടി. നോക്കൂ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ എ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. NCERT ടെക്സ്റ്റ് ബുക്ക് സോൾഡ് എക്സാമ്പിൾ. അവിടെ വേറെ മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് നോക്കൂ, ഡി ലാംഡകൾ കട്ട് ചെയ്തു. ഓക്കെ, റെഡി അല്ലേ? ക്വസ്റ്റൻ ഒന്ന് നോക്കാം. 2 സ്ലിറ്റ്സ്, നോ പ്രോബ്ലം. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താ? ഈച്ച് സ്ലിറ്റിൻ്റെ ഇത് സ്ലിറ്റ് സെപ്പറേഷൻ ആണ്. ഇത് സ്ലിറ്റ് വിടുത്ത എ ആണ് കണ്ടെത്തേണ്ടത്. എ ആണ് കണ്ടെത്തേണ്ടത്. ദെർഫോർ എ ഈക്വൽ ടു എ ഈസ് ഈക്വൽ ഏനാണ്ട് കൊണ്ടുപോയി. അപ്പോൾ ഡി ബൈ 10. ഡി എത്ര? 1 millimeter ഡിവൈഡഡ് ബൈ 10. ശരിയല്ലേ? ഓ ഓ എനിക്ക് തെറ്റി. എന്താ തെറ്റ്? ഇവിടെ ഒരു 2 ഉണ്ടാവും. ഇവിടെ ഒരു 2 ഉണ്ട്. കാരണം എന്താ? ഡിഫ്രാക്ഷനിലെ ശ്രദ്ധിക്കും മക്കളെ, ഡിഫ്രാക്ഷനിലെ സെൻട്രൽ മാക്സിമത്തിൻ്റെ വിടുത്തിൻ്റെ പ്രത്യേകത എന്താ? ഡിഫ്രാക്ഷൻ പാറ്റേണിൽ എല്ലാ ബാൻഡുകളുടെയും വിടുത്തിൻ്റെ ഡബിൾ വിടുത്താണ് സെൻട്രൽ മാക്സിമത്തിന് ഉണ്ടാകുക. സെൻട്രൽ മാക്സിമം ഈ ഡയഗ്രത്തിൽ തന്നെ വ്യക്തമാണ്. ഇവിടൊക്കെ നോക്കൂ, ഇവിടുത്തെ വിടുത്ത് ഇതിൻ്റെ വിടുത്ത് ഇതാണ്. പക്ഷേ ഇയാളെ വിടുത്ത് ഇതിൻ്റെ ഡബിളാ. കണ്ടാ? ഡബിളാ. അപ്പോൾ ആ 2 ഇടാൻ ഞാൻ മറന്നുപോയി നേരത്തെ, സോറി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇവിടെ കിട്ടുക? സ്മോൾ എ ഈസ് ഈക്വൽ ടു വാട്ട്? ലാംഡ ഒന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ലാംഡ ഒന്നും നമുക്ക് വരുന്ന തന്നെ ഇല്ല. സ്മോൾ എനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ ഓൾറെഡി 2 ഉണ്ട്. ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ 5. ഡി എത്ര? 1/5 millimeter എന്ന് ആൻസർ കിട്ടി. ദാറ്റ് ഈസ് 0.2 millimeter is the final answer. Option C is correct. Option C is correct. മനസ്സിലായോ? 2 lambda by d. അതെ അജിത്, കറക്റ്റ്. യെസ്, അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർ വാട്ട് ഡിസ്റ്റൻസ് റേ ഒപ്റ്റിക്സ് എ ഗുഡ് അപ്രോക്സിമേഷൻ വെൻ അപ്പർച്ചർ ഈസ് 3 millimeter wide and wavelength is 500 nanometer. Fresnel distance NCERT ZF is equal to a square divided by lambda. Ray optics good approximation ആവുന്ന എപ്പോഴാണ്? That is equal to a എത്ര ഇവിടെ? Again an NCERT textbook question. 3 millimeter 3 into 10 raised to minus 3 the whole square divided by 500 into 10 raised to minus 9. 9 into 10 raised to minus 6 divided by 5 into 10 raised to minus 7. That is equal to 90 by 5.
ഇൻറ്റു 10 റൈസ് ടു ഇൻറ്റു 10 റൈസ് ടു ഇല്ല അപ്പോൾ കറക്റ്റ് യെസ് ദാറ്റ് ഈസ് ഈക്വൽ എത്ര 18 മീറ്റർ ഇല്ലേ? ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. യെസ്, നമ്മൾ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഫുൾ അറ്റൻഷൻ. വളരെ സിമ്പിളായിട്ടുള്ള 2 ക്വസ്റ്റിനോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ഓപ്റ്റിക്സ് അവസാനിക്കാം. ഇനി നിങ്ങൾക്ക് അടുത്ത സെഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ആദിൽ സാർ റെഡിയാണ്. ഓക്കെ, നോക്കാം. എ ബീം ഓഫ് അൺപോളറൈസ്ഡ് ലൈറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി I0 ഈസ് പാസ്ഡ് ത്രൂ എ പോളറോയിഡ് എ. അപ്പോൾ നോക്കൂ, ഞാൻ വരയ്ക്കുകയാണ്. അത് വരയ്ക്കുമ്പോൾ ഇൻറ്റൻസിറ്റി പോളറോയിഡ് എ കേട്ടോ. ദിസ് ഈസ് പോളറോയിഡ് എ, ലെറ്റ് ഇറ്റ് ബി. അതിലൂടെ ഇൻറ്റൻസിറ്റി അൺപോളറൈസ്ഡ് ലൈറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി I0 എന്നാണ് പറഞ്ഞത്. ഇൻറ്റൻസിറ്റി I0 അങ്ങനെ കടന്നാൽ ഈ പോളറോയിഡ് അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര ആക്കും? I0/2. ഇറ്റ് ഈസ് I0 ഡിവൈഡഡ് ബൈ 2 ആക്കും. അത് കുഴപ്പമില്ലല്ലോ. ഓക്കെ, I0 ഡിവൈഡഡ് ബൈ 2. ഇനി നോക്കൂ, ശേഷം നമ്മളോട് വീണ്ടും പറയുന്നു മറ്റൊരു പോളറോയിഡിലൂടെ അത് കടക്കുന്നു. നോക്കൂ, അനദർ പോളറോയിഡ് ബി വിച്ച് ഈസ് ഓറിയൻറ്റഡ് സോ ദാറ്റ് ദ പ്രിൻസിപ്പൽ ആക്സിസ് മേക്സ് എൻ ആംഗിൾ 45 ഡിഗ്രി. അപ്പോൾ ഇവിടെ തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രിയാണ്. തീറ്റ 45 ഡിഗ്രി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എമേർജിങ് നോക്കൂ, ഇൻറ്റൻസിറ്റി ഓഫ് ദ എമേർജൻറ്റ് ലൈറ്റ് എന്താ? അതെന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു I0 cos സ്ക്വയർ തീറ്റ അല്ലേ നമ്മുടെ മാലസ് ലോ. ഇവിടെ I0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? I0/2 ആണ് കേട്ടോ. ഇത് നമ്മൾ ഒറിജിനൽ ഇക്വേഷൻ. ഇതിൽ I0 എന്ന് പറഞ്ഞാൽ എന്താ? ബിയിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. ദാറ്റ് ഈസ് I0/2 ഇൻറ്റു cos സ്ക്വയർ 45. That is I0/2 into cos 45 is 1/√2. Square ചെയ്താൽ 1/2. The answer is I0/4. My dear students, it's option D. Option D is correct. Okay. Now the last question. Simple അല്ലേ? ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ കോമൺ ആണ്. തെറ്റിക്കരുത്. ഇത്തരം ക്വസ്റ്റ്യൻസ് മിസ്സാവരുത്. ഓക്കെ, റെഡി. Unpolarized light falls on 2 polarizing sheets placed one on the top of the other. Okay അല്ലേ? Yes, one on the top of the other. Yes, നോക്കൂ, എന്നിട്ട് നമ്മളോട് എന്താ പറയുക നോക്ക്. The intensity of transmitted light is 1/4 of the incident light. അപ്പോൾ 2 ഒരുമിച്ചാട്ടോ വെച്ചത്. അതായത് ലൈറ്റ് വരുന്നു, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഞാൻ 2I0 എന്ന് എടുക്കുക. 2I0. അപ്പോൾ ഫസ്റ്റ് പോളറോയിഡ് ഒന്നിലൂടെ കടന്നു പോകുമ്പോൾ അതെന്തായി മാറും? ഇൻറ്റൻസിറ്റി പകുതിയായിട്ട് മാറും, I0. രണ്ടാമത്തിലൂടെ കടക്കുമ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നു ഇൻറ്റൻസിറ്റി ആദ്യം ഉള്ളതിൻ്റെ 1/4 ആവുന്നു. ആദ്യം 2I0 ആണ്. 2I0/4 എത്ര കിട്ടുക? അപ്പോൾ I0/2. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്തെന്നല്ലേ ചോദ്യം? യെസ്, ഇവിടുത്തെ ആംഗിൾ എന്ത് നോക്കാം, നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്താ? I is equal to I0 cos സ്ക്വയർ തീറ്റ ആണ് നമ്മുടെ ഇക്വേഷൻ മാലസ് ലോ. Therefore here you can say here I എന്ന് പറഞ്ഞാൽ എന്താ? I0/2. കാരണം ഇയാളാണ് ഇൻറ്റൻസിറ്റി I0/2. ദാറ്റ് ഈസ് ഈക്വൽ I0 ഇവിടെ I0 തന്നെ, നോ പ്രോബ്ലം, ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. I0 കട്ട് കോസ് സ്ക്വയർ തീറ്റ 1/2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് കോസ് തീറ്റ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1/√2 കിട്ടും. Therefore തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. തീറ്റ ഈസ് 45. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നോക്കൂ, വേവ് ഒപ്റ്റിക്സിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നന്നായിട്ടത് പ്രാക്ടീസ് ചെയ്യണം. ഇതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഇന്നത്തെ മൊത്തം ഡിസ്കഷൻ നിങ്ങൾക്ക് ഇലക്ട്രോ ഡൈനാമിക്സ് ഓൾറെഡി കഴിഞ്ഞു. ഇപ്പോൾ ഒപ്റ്റിക്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി AD സാറ്, നിങ്ങളുടെ പ്രിയപ്പെട്ട AD സാർ ഇതാ ഇവിടെ വെയിറ്റിംഗ് ആണ്. AD സാറ് നിങ്ങൾക്ക് എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ളത്? മെക്കാനിക് ജെയിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ
ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ എക്സാം ഹാളിലേക്ക് കയറണം. ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം ഹാളിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? നിങ്ങൾ ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് മര്യാദയ്ക്ക് വായിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല. അപ്പോൾ ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് സെഷൻ 1 അല്ലേ, എനിക്കിതിൽ അഥവാ മോശമായാലേ സെഷൻ 2 അവിടെ ഉണ്ട്, ഫേസ് 2 എക്സാം അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം സമാധാനിക്കണം. എന്നിട്ട് ടെൻഷൻ ഫ്രീ ആവുക. ഫേസ് 1 തന്നെ മാക്സിമം സ്കോർ ചെയ്യുക. എല്ലാവരും അറ്റ്ലീസ്റ്റ് NITയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Yes, thank you FM sir for this wonderful session. Yes, മക്കളെ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ? സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്സാണ്. യെസ്, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്സ് ആണ്. സോ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ ഇലക്ട്രോഡൈനാമിക്സും ഒപ്റ്റിക്സും ഏകദേശം എല്ലാ ടോപ്പിക്സും ഒന്ന് റിവൈസ് ചെയ്തൊന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മെക്കാനിക്സിലേക്ക് കടക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ചാപ്റ്റേഴ്സ് പറയാനുണ്ടല്ലേ. സോ 11:30 ഗുഡ് മോർണിംഗ് ആണ് ഇഷാം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇഷാമിനെ ഫോളോ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. അതേപോലെ JEEയും FMഉം കൂടി നല്ലൊരു സെഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് മെക്കാനിക്സിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് മുന്നോട്ടേക്ക് മൂവ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻസ് പല എല്ലാ ചാപ്റ്റേഴ്സും പല രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യം കൂടി നമുക്ക് മെയിൻലി ഒന്ന് ഫോക്കസ് ചെയ്യാം. ഹായ് ഓൾ, ഹായ്. യെസ്, അടിപൊളിയല്ലേ? എല്ലാവരും ഉഷാറായി പഠിക്കുന്നില്ലേ? FM സാർ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് എക്സാം ഡേറ്റ് വന്നു, എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ ഐ വിൽ ട്രാക്ക് ഇറ്റ്. അതായത് നമ്മളത് നന്നായിട്ട് സ്കോർ ചെയ്യും. വെറുതെ അയ്യോ എക്സാം എനിക്ക് എന്നെ കൊണ്ട് ആ ഒരു വേജാർ അല്ലെങ്കിൽ ടെൻഷനുകൾ വെറുതെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് അടിപൊളിയായിട്ട് ഫോക്കസ് ചെയ്യുക, നല്ല ഉഷാറാക്കി എഴുതാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസോടെ എക്സാമുകളിലേക്ക് കയറുക. എന്തായാലും നമ്മളിത് എഴുതെടുക്കും. ആ ഒരു മെൻറ്റാലിറ്റി കീപ്പ് ചെയ്തിട്ട് കയറിയിട്ട് എക്സാം തകർത്ത് വേണം വരാൻ. സോ നമുക്ക് ഡിസ്കഷനിലേക്ക് മൂവ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ നോക്കൂ. 2 ഐഡൻറ്റിക്കൽ ബോൾസ് A and B. A-B എന്നുള്ള 2 ബോൾസ് ഉണ്ട്, ഐഡൻറ്റിക്കൽ ബോൾസ് ഉണ്ട്. റിലീസ്ഡ് ഫ്രം ദ പൊസിഷൻ ആസ് ഷോൺ ദ ഫിഗർ. ഒരു ബോൾ ഇവിടെയാണ്, ഒരു ബോൾ ഇവിടെയാണ്, റൈറ്റ്? ദേ കൊളൈഡ് ഇലാസ്റ്റിക്കലി വിത്ത് ഈച്ച് അതർ ഓൺ ദ ഹൊറിസോണ്ടൽ പോർഷൻ. അതായത് ഈ ബോളിന് ഞാൻ ഇവിടുന്ന് വിട്ടു, ഈ ബോളിന് ഇവിടെ വിട്ടു. ഈ 2 ബോളും താഴത്തെത്തിയതാ, ഈ 2 ബോളും ഇവിടെ എത്തി. ഈ 2 ബോളും ഇങ്ങോട്ടേക്ക് വന്നത് 2 കൂട്ടിയിടിച്ചു. താഴത്തെത്തിയതിനു ശേഷം എന്ത് കൊളീഷൻ സംഭവിച്ചിരിക്കുന്നത്? ഇലാസ്റ്റിക് കൊളീഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഐഡൻറ്റിക്കൽ ബോൾസ് എന്ന് പറയുന്ന സമയത്ത് രണ്ടിനെയും മാസ് സെയിം ആയിരിക്കും. ഹായ് ഓൾ, ഹായ്. ദ റേഷ്യോ ഓഫ് ഹൈറ്റ് അറ്റൈൻഡ് ബൈ A and B ആഫ്റ്റർ കൊളീഷൻ ആണ് ചോദ്യം.
എയും ബിയും തമ്മിൽ അറ്റൈൻ ചെയ്യുന്ന ഹൈറ്റ്, കൊളീഷന് ശേഷം ഉണ്ടാകുന്ന എയും ബിയും തമ്മിൽ അറ്റൈൻ ചെയ്യുന്ന ഹൈറ്റാണ് ചോദ്യം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഏതൊക്കെ കൺസെപ്റ്റുകൾ വരണം, കുറേ കൺസെപ്റ്റുകൾ കണക്ട് ചെയ്തിട്ട് വേണം ഈ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാൻ. സോ എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ മക്കളെ? യെസ്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്ത് മൂവ് ചെയ്യാം. എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ, ഓക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അടിപൊളിയാണെങ്കിൽ ഒന്ന് പറയടാ. സോ നിങ്ങൾ നോക്കണേ, ഫസ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. വളരെ ഈസിലി ക്വസ്റ്റ്യൻ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പറയുന്ന ഫസ്റ്റ് പോയിന്റ്, ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന ബോൾ താഴെത്തുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് എന്തായിരിക്കും? ഈ ഒരു ഹൈറ്റിൽ എന്താ ഉണ്ടാവുക? പൊട്ടൻഷ്യൽ എനർജി MGH ഉണ്ടാവും. ഇത് താഴെത്തുന്ന സമയത്ത് കൈനറ്റിക് എനർജി ആയിട്ട് മാറില്ലേ? കൈനറ്റിക് എനർജി ആയിട്ട് മാറല്ലോ. സോ എ എന്നുള്ള ബോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ത് എനർജി ആയിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. സോ പൊട്ടൻഷ്യൽ M കട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? V² = 2GH എന്ന് കിട്ടും. V = √2GH. അതായത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ടോപ്പിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ ബോഡിയെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അത് താഴെത്തുന്നുണ്ടാവുന്ന സ്പീഡാണ് എന്ത്? √2GH. ആ ഇക്വേഷനിൽ ആർക്കും സംശയമില്ലല്ലോ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മുകളിൽ നിന്ന് നമ്മളൊരു ബോഡിയെ റിലീസ് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി താഴെത്തുമ്പോൾ എന്ത് എനർജി ആയിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. സോ ഇവിടെ MGH ½ ആകുമ്പോൾ അത് താഴെത്തുന്ന സ്പീഡ് √2GH ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ താഴെത്തുന്ന സമയത്ത് വെലോസിറ്റി ഓഫ് എ എന്തായിരിക്കും? √2G ഇൻറ്റു ഇവിടുത്തെ ഹൈറ്റ് നോക്കുക. ഇവിടുന്ന് താഴത്തേക്കുള്ള ഹൈറ്റ് എത്രയാണ്? 4h ആണ്. ഇവിടെ താഴത്തേക്കുള്ള ഹൈറ്റ് എത്രയാണ്? 4h ആണ്. സോ ഇൻറ്റു 4h എന്ന് വരും. ദാറ്റ് വിൽ ഗീവ് √8GH എന്ന് പറയാൻ പറ്റും. സോ വെലോസിറ്റി ഓഫ് എ, ഈ ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോമിലേക്ക് എ എന്നുള്ള ആളെത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന വെലോസിറ്റി എത്രയാണ്? √2GH ആണ്. അവിടെ h എന്ന് പറഞ്ഞിരിക്കുന്നത് 4h ആയതുകൊണ്ട് ദാറ്റ് വിൽ ബിക്കം √8GH. റൈറ്റ്. സോ നിങ്ങൾ പറ, വാട്ട് ഇസ് വെലോസിറ്റി ഓഫ് ബി? വെലോസിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹൈറ്റ് h തന്നെയാണ്. അത് താഴ്ത്തുന്ന സമയത്ത് വെലോസിറ്റി ഓഫ് ബി എന്തായിരിക്കും? √2GH തന്നെ ആയിരിക്കും. ഈ രണ്ട് റിലേഷൻ വന്നതിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. യെസ്, ക്ലിയർ ആണ്. സോ നമുക്ക് മനസ്സിലായി ഈ രണ്ട് ബോൾ താഴെത്തുമ്പോൾ ഈ ബോളിൻ്റെ സ്പീഡ് √8GH ആണ്. ഈ വരുന്ന ബോളിൻ്റെ സ്പീഡ് √2GH ആണ്. ഇലാസ്റ്റിക് കൊളീഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഐഡൻറ്റിക്കൽ ബോഡീസ് ആവുന്ന സമയത്ത്. എന്ത് ബോഡീസ്? ഐഡൻറ്റിക്കൽ ബോഡീസ് ആവുന്ന സമയത്ത് ആഫ്റ്റർ കൊളീഷൻ വെലോസിറ്റീസ് വിൽ ഇൻ്റർചേഞ്ച് എന്ന് പഠിച്ച് ഓർമ്മ ഉണ്ടോ? രണ്ട് ഈക്വൽ മാസുള്ള ആൾ വന്നിടിക്കുമ്പോൾ അവരുടെ വെലോസിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. ദാറ്റ്സ് ഫൈൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇടിക്ക് ശേഷം എന്താ സംഭവിക്കുക? ഇടിക്ക് ശേഷം എ എന്നുള്ള ബോളിൻ്റെ സ്പീഡ് എന്തായിരിക്കും? √2GH ആയിരിക്കും. അതേപോലെ ഈ ബോളിൻ്റെ സ്പീഡ് √8GH ആയിരിക്കും. സോ നമുക്കറിയാം ഈ സ്പീഡ് വെച്ച് ഇതിന് പോകാൻ പറ്റുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? H ആണെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റാണ് എ എന്നുള്ള ബോൾ മൂവ് ചെയ്യുക. ഈ സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റാണ് H. പക്ഷേ ഈ √8GH എന്ന് പറഞ്ഞ ബോൾ ഇവിടെ നിന്ന് ഇതുവരെ മൂവ് ചെയ്യും. പക്ഷേ അതിനെന്തുണ്ട്? 4h ഹൈറ്റ് വരെ പോകാനുള്ള എന്തുണ്ട്? സ്പീഡുണ്ട് അല്ലേ? 4h ഹൈറ്റ് വരെ പോകാനുള്ള സ്പീഡുണ്ട്. പക്ഷേ ഇതുവരെ വന്നു. ഇവിടെ നിന്ന് എന്താ സംഭവിക്കുക അറിയോ? ഇവിടെ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ടോ അങ്ങോട്ടേക്ക്? ഇല്ല. എന്താ സംഭവിക്കുക? ഇവിടെ നിന്ന് ഇത് പ്രൊജക്റ്റൈൽ മോഷനായിട്ട് മാറും. ഇവിടെ നിന്ന് എന്ത് മോഷനായിട്ട് മാറും? പ്രൊജക്റ്റൈൽ മോഷനായിട്ട് മാറും. 2-3 കൺസെപ്റ്റ് ഞാൻ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോളാം. ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ കുറേ ഇക്വേഷൻസ് നിങ്ങളെ മനസ്സിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷയോടെയാണ് അത് പറയുന്നത്. സോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ടോപ്പിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. അത് താഴെത്തുമ്പോൾ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. സോ രണ്ട് ബ്ലോക്കിൻ്റെ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് നമ്മൾ സ്പീഡ് കണ്ടുപിടിച്ചു. എന്നിട്ട് അവിടെ ഇലാസ്റ്റിക് കൊളീഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഇഫ് ഇറ്റ് ഈസ് ഐഡൻറ്റിക്കൽ ബോഡീസ് ആവുന്ന സമയത്ത് വെലോസിറ്റീസ് വിൽ ഇൻ്റർചേഞ്ച്. അപ്പോൾ വെലോസിറ്റീസ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് എ എത്ര പോയി? H ഹൈറ്റ് പോയി. സോ നമ്മോട് ചോദിച്ചിരിക്കുന്ന ഹൈറ്റ് റേഷ്യോ ഓഫ് ഹൈറ്റ് അറ്റൈൻഡ് ബൈ എ അല്ലേ? ഹൈറ്റ് അറ്റൈൻഡ് ബൈ H, A എന്ന് പറഞ്ഞാൽ H തന്നെയാണ്. ഹൈറ്റ് അറ്റൈൻഡ് ബൈ B എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. നമുക്കറിയാം ഈ ബോൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇവിടേക്കുള്ള ഹൈറ്റ് H ആണ്. ഇതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്താ സംഭവിക്കുക? പ്രൊജക്റ്റൈൽ മോഷനാണ്. അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷനാണ് സംഭവിക്കുക. സോ ഇതിന് പോകാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് ഉണ്ട്. Hmaxും കൂടി കണ്ടുപിടിക്കണം. എങ്ങനെ Hmax കണ്ടുപിടിക്കും? ആ Hmaxും ഈ ഹൈറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് B എന്നുള്ള ബോൾ പോകുന്ന മാക്സിമം ഹൈറ്റ് കിട്ടുക. ഈ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആയോ മക്കളെ? ഒന്ന് പറയടാ, ഒന്ന് പറ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ എന്ന് പറഞ്ഞേ. യെസ്, ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കിക്കേ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ ഒരു ബോൾ ഇതാ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ H ഹൈറ്റ് എത്തുന്ന സമയത്ത് ഈ ഒരു ബോൾ ഇവിടെ നിന്ന് H ഹൈറ്റ് എത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുക? ആ H ഹൈറ്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി MGH ആണ്. താഴത്തുണ്ടായ സ്പീഡ് ½ ആണ്. പ്ലസ് ആ H ഹൈറ്റിൽ ഉണ്ടാകുന്ന സ്പീഡിനെ ഞാൻ എന്ത് വിളിക്കുന്നു? ½
mv1 എന്ന് വിളിക്കുന്നു. അതായത് h ഹൈലുണ്ടാവുന്ന സ്പീഡിനെ ½ എന്ന് വിളിക്കുന്നു. സോ എനിക്ക് എന്ത് കിട്ടി? ഈ ഒരു ബോൾ താഴെ നിന്ന് ഉണ്ടാവുന്ന ഈ ഒരു കൈനറ്റിക് എനർജി ഉപയോഗിച്ച് ബി എന്നുള്ള പോയിന്റിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കണം. കാരണം ഇവിടെ നിന്നാണ് അത് എന്തായിട്ട് മാറുന്നത്? പ്രൊജക്റ്റൈൽ മോഷനായിട്ട് മാറുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്നാണ് എന്തായിട്ട് മാറുന്നത്? പ്രൊജക്റ്റൈൽ മോഷനായിട്ട് മാറുന്നത്. യെസ്, am I right? അപ്പോൾ ഇതിൻ്റെ പ്രൊജക്റ്റൈൽ മോഷനിൽ ഇതിൻ്റെ സ്പീഡ് കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടുത്തെ സ്പീഡിന് ഞാൻ എന്തെടുത്തു? V1 എടുക്കുകയാണെങ്കിൽ നമുക്ക് എനർജി കൺസർവേഷനാണ്, പ്യൂർലി എനർജി കൺസർവേഷൻ്റെ ചോദ്യം എന്തായാലും വരും. സോ നമുക്ക് പറയാൻ പറ്റും ഹിയർ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ എം എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഹാഫ് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ VB² is equal to 2GH plus V1² എന്ന് വരും. നമുക്ക് കണ്ടിരിക്കേണ്ട V1². വാട്ട് ഇസ് V1²? VB² minus 2GH. വാട്ട് ഇസ് VB? V എന്ന് പറഞ്ഞാൽ √2GH ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? VB എന്ന് പറയുമ്പോൾ വെലോസിറ്റീസ് വിൽ ഇൻ്റർചേഞ്ച്, വെലോസിറ്റി ഇൻ്റർചേഞ്ച് ചെയ്തതുകൊണ്ട് 8GH എന്ന് വരും. മക്കളെ ഇതാണ് ഇവിടുത്തെ വാല്യൂ എന്ന് വിചാരിക്കരുത്. ഇവിടെ ഇതിൻ്റെ വെലോസിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തതിന് ശേഷമുള്ള കഥ നമ്മൾ സംസാരിക്കുന്നത്. സോ 8GH minus 2GH that will give 6GH. സോ ഈ V1² 6GH ആണെങ്കിൽ V1 എന്ന് പറഞ്ഞാൽ √6GH എന്ന് കിട്ടി. ഓക്കെ, സോ നമുക്കിതാ ഈ ഒരു പോയിന്റ് ഉണ്ടാവുന്ന അതിൻ്റെ സ്പീഡ് കിട്ടി. കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞിട്ടില്ല. എന്താ സംഭവിക്കുന്നത്? അതായത് ഇനി അവിടെ ഉണ്ടാകുന്ന മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ ഒക്കെ അറിയാം. എന്താണത്? U² sin² θ / 2g അല്ലേ? U² sin² θ / 2g ആകുമ്പോൾ ഇവിടെ തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര വരിക? ഇവിടെ തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര വരും? ഇവിടുത്തെ ആംഗിൾ 60 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടുത്തെ ആംഗിളും എത്ര വരും മക്കളെ? ദിസ് വിൽ ബി ഓൾസോ 60 ഡിഗ്രി. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? Hmax is equal to U എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ ഒബ്ലിക് പ്രൊജക്റ്റൈൽ മോഷനിൽ ഉണ്ടാകുന്ന ഇനീഷ്യൽ സ്പീഡാണ്. ആ ഇനീഷ്യൽ സ്പീഡാണ് √6GH. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്താ കിട്ടുക? 6GH കിട്ടും. sin 60 √3/2 ആണ് അല്ലേ? sin 60 √3/2 ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 3/4 എന്ന് വരും. താഴത്ത് 2G എന്ന് വരും. ഈ GG കട്ട് ചെയ്യാം. ഈ 2ഉം 6ഉം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9h/4 എന്ന് കിട്ടും. 9h/4. സോ ഇവിടെ നിന്ന് ഇത് പോകുന്ന മാക്സിമം ഹൈറ്റ് 9h/4 ആണ്. കഴിഞ്ഞോ? ഇല്ല. ടോട്ടൽ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് എത്ര വരിക? h plus 9h/4 എന്ന് കിട്ടും. ദാറ്റ് വിൽ ഗീവ് 13h/4 എന്ന് കിട്ടും. നമ്മുടെ ചോദ്യം ഹൈറ്റ് ഓഫ് A / ഹൈറ്റ് ഓഫ് B എന്ന് പറഞ്ഞാൽ h/13h/4. 4 കറങ്ങി മുകളിൽ പോയാൽ h ഉം h ഉം കട്ട് ചെയ്താൽ we get 4:13 is the right answer. Option C is the right one. സോ ഇവിടെ ഏതൊക്കെ കൺസെപ്റ്റ് ഉപയോഗിച്ചു? എനർജി കൺസർവേഷൻ ഉപയോഗിച്ചു. ഇലാസ്റ്റിക് കൊളീഷനിൽ ഈക്വൽ ബോഡി സെയിം മാസുള്ള ബോഡീസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റീസ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നുള്ള ഐഡിയ ഉപയോഗിച്ചു. ആഫ്റ്റർ ദാറ്റ് ഒരു പോയിന്റ് കഴിഞ്ഞാൽ അവിടെ പ്രൊജക്റ്റൈൽ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുവെന്നും, അതായത് ബോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ബോൾ ഇതിലൂടെ വന്ന് ഇങ്ങനെ തെറിച്ചു പോവുക ചെയ്യാം. അപ്പോൾ അതിൻ്റെ മാക്സിമം ഹൈറ്റ് ഉണ്ടെങ്കിൽ Hmax പ്രൊജക്റ്റൈൽ മോഷൻ്റെ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് 9h/4 ആണ്. ഇത് h ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ ഹൈറ്റ് കിട്ടുമെന്നുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഇറ്റ്സ് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. ഐഡിയ കിട്ടിയോ മക്കളെ? ഐഡിയ കിട്ടിയോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലിയർ ആയോ? യെസ്. അപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങളെ മുന്നിലേക്ക് പറയാൻ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ലെങ്തി നിങ്ങൾ ചിന്തിക്കേണ്ട, ഐഡിയ വളരെ ഈസിയാണ്. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പറയാൻ ഉദ്ദേശിച്ച് ഇത്രയും കൺസെപ്റ്റുകൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റണം, അത്രേ പറയുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? സെറ്റല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും ഭയങ്കര ലെങ്തി ആണോ ചോദിക്കുന്നത്? എല്ലാ ചോദ്യങ്ങളും ലെങ്തി ഒന്നുമല്ല. ഓക്കെ. സോ നോക്കിക്കോ, ഇത് പറ, ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റുമോ? ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഒറ്റയടിക്ക് എനിക്ക് പറയാം. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ പഠിച്ച് സെറ്റായിരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ടഫാണോ? എല്ലാ ക്വസ്റ്റ്യനും ടഫൊന്നുമല്ല. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തേക്കാം, അത്രേ ഉണ്ടാവുന്നുള്ളൂ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നിങ്ങൾ പറ, എന്താ വരിക? എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ സച്ച് ദാറ്റ് ഇറ്റ്സ് വെലോസിറ്റി ഇൻക്രീസിങ് അറ്റ് 5 m/s/m. ഹിയർ 5 m/s/m എന്ന് പറയുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലേക്ക് വരണം, ഇത് മീറ്റർ സെക്കൻഡ്, അതായത് വെലോസിറ്റി പെർ യൂണിറ്റ്, അതായത് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്നുള്ള ടൈമിലാണ് കിടക്കുന്നത്. ദാറ്റ് ഈസ് ഗിവൺ ദാറ്റ് dv/dxൻ്റെ വാല്യൂ ആണ് 5 m/s/m. dv/dx ആണ്. അതായത് ദ ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് എ പോയിന്റ് വെർ വെലോസിറ്റി
വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ഉള്ളിടത്ത് ഉണ്ടാവുന്ന ആക്സിലറേഷൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പഠിക്കേണ്ട ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ പഠിച്ച ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ? സപ്പോസ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഗിവൺ ദാറ്റ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണെങ്കിൽ നിങ്ങൾ പറയും വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dx/dt എന്നും ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും d²x/dt² എന്നും. സപ്പോസ് വെലോസിറ്റി ഈസ് ഗിവൺ ദാറ്റ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ ദ ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ? v × dv/dx ആണ്. എന്താണ് ഇക്വേഷൻ? v × dv/dx ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും നിങ്ങളിത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒറ്റയടിക്ക് നിങ്ങൾ ഇതിൻ്റെ ആൻസർ പറയുന്നുണ്ട്. സോ വെലോസിറ്റി വിൽ ബി 20 × 5. ദ ആൻസർ വിൽ ബി 100 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്താ വരിക? 100 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇറ്റ്സ് ആൻ ഈസി ക്വസ്റ്റ്യൻ, റൈറ്റ്? ഓക്കെ, യെസ്. ദെൻ ഇതൊന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതിൻ്റെ ആൻസർ ഒന്ന് പറയാൻ പറ്റുമോ? 4 particles A, B, C, D with mass of A is m, mass of B is 2m, mass of C is 3m. സോ ഇവിടെ പറയുന്നുണ്ട് എന്റെ മാസ് m ആണ്, ബിയുടെ മാസ് 2m ആണ്, സിയുടെ മാസ് 3m ആണ്, ഡിയുടെ മാസ് 4m ആണ്. എല്ലാ മാസിൻ്റെയും ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ നോക്കണം അങ്ങോട്ടേക്കാ. they have acceleration of equal magnitude with direction. അതായത് ഒരാൾ മോൾക്കാണ്, ഒരാൾ ഇങ്ങോട്ടേക്കാണ്, ഒരാൾ ഈ ഡയറക്ഷനിലേക്കാണ്, ഒരാൾ ഇങ്ങോട്ടേക്കാണ്. എല്ലാവരുടെയും ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ഈസ് ഗിവൺ. എല്ലാത്തിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്ന് പറയുന്നുണ്ട്. ദ ആക്സിലറേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ അല്ലേ? ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് നിങ്ങൾ പഠിച്ച ഇക്വേഷൻ എന്താ? m1a1 പ്ലസ് m2a2 പ്ലസ് m3a3 പ്ലസ് m4a4. ബിക്കോസ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ 4 മാസുകൾ പറയുന്നുണ്ട്. സോ ടോട്ടൽ മാസ് വിൽ ബി m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് m4 വരും. m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് m4 വരും. നിങ്ങൾ നോക്കണേ, ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണം. ഇവിടെ നോക്ക്, ഇയാൾ ഈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് മൈനസ് ഐ ക്യാപ്പാണ്. ഇത് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ജെ ക്യാപ്പാണ്. ഇത് ഐ ക്യാപ്പാണ്. ഇത് എങ്ങോട്ടേക്കാണ്? ഇത് മൈനസ് ജെ ക്യാപ്പാണ്. സോ എല്ലാ ആക്സിലറേഷൻ്റെ വാല്യൂ സെയിം ആയതുകൊണ്ട് ഡയറക്ഷൻ കൊടുക്കുക. ഡയറക്ഷൻ കൊടുത്ത് ചെയ്യുമ്പോൾ എങ്ങനെ വരുമോടാ? m1 എന്ന് പറഞ്ഞാൽ m ആണ്, ഡയറക്ഷൻ മൈനസ് ഐ ക്യാപ്പാണ്. മൈനസ് ഐ ക്യാപ്പ് പറയുമ്പോൾ എ മൈനസ് ഐ ക്യാപ്പ് എന്ന് എഴുതാം. ഓക്കെ, രണ്ടാമത്തെ ആളെ മാസ് 2m ആണ്. 2m ഇൻറ്റു എ ജെ ക്യാപ്പാണ്, മുകൾക്കാണ്. മൂന്നാമത്തെ ആളെ മാസ് 3m ആണ്, ആക്സിലറേഷൻ എ ആണ്, ഡയറക്ഷൻ ഐ ക്യാപ്പ് ആണ്. നാലാമത്തെ ആളെ മാസ് 4m ആണ്, ആക്സിലറേഷൻ എ ആണ്, ഡയറക്ഷൻ മൈനസ് ജെ ആണ്, റൈറ്റ്? ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 4m പ്ലസ് 2m 3m, 3m പ്ലസ് 3m 6m, 6m പ്ലസ് 4m ദാറ്റ് വിൽ ഗീവ് 10m. 10m എഴുതി കൂടെ, റൈറ്റ്? അപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് എഴുതിയതോടെ നിങ്ങൾ ഇനി ആൻസറിലേക്ക് എത്തും. ഓഫ് കോഴ്സ് നിങ്ങൾ ആൻസറിലേക്ക് എത്തും. വേഗം ആൻസർ പറ. സോ ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പറ, എം കോമൺ ആക്കി എടുത്ത് കട്ട് ചെയ്യണം. അപ്പോൾ മൈനസ് എ ഐ ക്യാപ്പ് പ്ലസ് 2a ജെ ക്യാപ്പ് പ്ലസ് 3a ഐ ക്യാപ്പ് പ്ലസ് എം കട്ട് ചെയ്താൽ 4a ജെ ക്യാപ്പ് ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എ കോമൺ ആക്കി എടുക്കണോ? വേണ്ട, അതിന് മുന്നേ മൈനസ് എ ഐയും 3a ഐയും ചേരുമ്പോൾ നമുക്ക് 2a ഐ എന്ന് കിട്ടും. ദെൻ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പിൽ മൈനസ് 4a ജെയും പ്ലസ് 2a ജെയും ചെയ്യുമ്പോൾ മൈനസ് 2a ജെ ഡിവൈഡ് ബൈ 10 കിട്ടും. വേർ 2a കോമൺ ആക്കി എടുത്താൽ ഐ ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ് ഡിവൈഡ് ബൈ 10 എന്ന് കിട്ടും. സോ അടുത്ത സ്റ്റെപ്പിൽ 2 10 കട്ട് ചെയ്താൽ എ ഡിവൈഡ് ബൈ 5 ഇൻറ്റു ഐ ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ് എന്നുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ യെസ്. ഋഷികേഷ് ആൻസർ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടല്ലോ. ബാക്കിയുള്ളവർ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയോ? ലിസൺ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുക. ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടതായിരിക്കും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും, അങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് ഫീൽ ചെയ്യും. ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പുതിയതായിട്ട് ചിലപ്പോൾ ന്യൂ ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടേക്കാം, ഫെമിലിയർ കാണാത്തൊരു മോഡൽ ചോദ്യം കാണും. അപ്പോൾ നിങ്ങളത് നിങ്ങളെ എഫേർട്ട് ഇട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്നതിലാണ് കാര്യം. നിങ്ങൾ എത്രത്തോളം ട്രൈ ചെയ്യുന്നോ അതിലാണ് കാര്യം. അല്ലാതെ ഇത് കാണുമ്പോൾ തന്നെ അയ്യോ എനിക്കിത് കഴിയില്ല എന്നുള്ള മൈൻഡ് സെറ്റ് അല്ല നമുക്ക് വേണ്ടത് കേട്ടോ. യെസ്, ക്ലിയർ? ദെൻ ഓക്കെ, ദെൻ ഇതൊക്കെ JEE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കാണുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ആൻസറോ നിങ്ങൾ വേഗം പറഞ്ഞു തരും എനിക്ക്.
എന്താണത്? Two objects are projected with the same velocity u, however at different angles alpha and beta with the horizontal. പക്ഷേ alpha plus beta is 90 degree. രണ്ട് ഡിഫറെൻറ്റ് ആംഗിളിൽ ഒരു ബോഡി പ്രൊജക്റ്റ് ചെയ്തു, പക്ഷേ രണ്ട് ആംഗിൾസും കൂടി കൂട്ടിയപ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു ആംഗിൾ തീറ്റയും മറ്റേ ആംഗിൾ 90 മൈനസ് തീറ്റയും ആണെങ്കിൽ രണ്ടിൻ്റെയും റേഞ്ച് സെയിം ആയിരിക്കും. സോ എന്ത് വരും? ദ റേഷ്യോ ഓഫ് ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റ് ടു ദ സെക്കൻഡ് ഒബ്ജക്റ്റ് വിൽ ബി എന്തായിരിക്കും? റേഷ്യോ ഓഫ് ദ റേഞ്ച് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും റേഞ്ച് സെയിം ആയിരിക്കും. രണ്ടും സെയിം റേഞ്ച് ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ മക്കൾ പറയടാ, നിങ്ങൾ പറ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യല്ലോ. വാട്ട് ഇസ് ദ ആൻസർ? യെസ്, വെരി ഗുഡ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 1:1 എന്ന് നിങ്ങൾക്ക് പറയാലോ. 1:1 എന്ന് നിങ്ങൾക്ക് പറയാലോ. യെസ്, ക്ലിയർ ആണല്ലോ? അതെ. അപ്പം അത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി പെട്ടെന്ന്. അതേപോലെ ഈ ചോദ്യം നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കടാ. എന്താണത്? എ റിംഗ് ഓഫ് മാസ് എം. ഒരു റിംഗ് ഓഫ് മാസ് എം ഉണ്ട് കേട്ടോ. ഇതാണ് റിംഗ്, ദിസ് ഈസ് ദ റിംഗ്, ഇതാണ് റിംഗ്. ക്യാൻ സ്ലൈഡ് ഓവർ എ സ്മൂത്ത് വേർട്ടിക്കൽ റോഡ്. ഒരു സ്മൂത്ത് വേർട്ടിക്കൽ റോഡിൽ മോൾക്കും താഴത്തേക്കും ഈ റിങ്ങിന് മൂവ് ചെയ്യാൻ പറ്റും. അതായത് ഈ റിങ്ങിന് എങ്ങനെയാണെങ്കിൽ ഇത് മോൾക്കും താഴത്തേക്കും ഈ റിങ് പോയി കളിക്കും. ദ റിംഗ് ഈസ് കണക്റ്റഡ് ടു എ സ്പ്രിംഗ് ഓഫ് കോൺസ്റ്റന്റ് കെ ഈസ് 4 mg/r. ആ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഒരു സ്പ്രിംഗുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ആ റിംഗ് കേട്ടോ. Where 2r is the natural length of the spring, the other end of the spring is fixed to ground at a horizontal distance 2r from the base of the road. If the mass is released at a height 1.5r, then the velocity of the ring as it reaches the ground. അതായത് ഇതും എനർജി കൺസർവേഷൻ ആണ്. ഒറ്റടി ഇങ്ങനെ മനസ്സിലാവണം. എടാ ഇങ്ങനെ ഒരു അതായത് ഞാൻ പറയുകയാണ്, ഈ ഒരു സ്പ്രിങ് ഇവിടെ ഉണ്ട്, ഈ സ്പ്രിങ് ഇതാ ഇങ്ങനെ ഇതിനെ വെച്ചിരിക്കുന്നത്. സോ ഇതാണ് ഇവിടെ നിന്നുള്ള നാച്ചുറൽ ലെങ്ത് 2r. ഇവിടെയാണ് ഇത് കിടക്കുന്നത്. ഇവിടെ കിടക്കുന്ന സമയത്ത് ഇതിന് എന്തില്ല? പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, കൈനറ്റിക് എനർജി 0 ആണ്. ഞാനിതിനെ വലിച്ചു നീട്ടി മുകളിലേക്ക് കൊണ്ടുപോയി. ഞാനിതിനെ ഇവിടെ മുകളിൽ കൊണ്ടുവെക്കുമ്പോൾ ഈ സ്പ്രിങ് നാച്ചുറൽ ലെങ്ത്തിൽ നിന്ന് കുറച്ച് വലിഞ്ഞ് നിൽക്കുകയല്ലേ ചെയ്യുക. ഈ താഴെ കിടക്കുന്ന സാധനം മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത്തിൽ ഒരു ചെറിയൊരു മാറ്റം സംഭവിച്ചില്ലേ? അതായത് ലെങ്ത്ത് കുറച്ച് സ്ട്രെച്ച് ചെയ്തു. കുറച്ച് സ്ട്രെച്ച് ചെയ്തു. അപ്പോൾ സ്ട്രെച്ച് ചെയ്തെന്ന് പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ ഈ സ്പ്രിങ് ഇങ്ങോട്ടേക്ക് വലിച്ചു നിൽക്കുമ്പോൾ എക്സ് ആണ് ഇവിടെ ഉണ്ടായ ഇലോങ്ങേഷൻ എങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ എന്താ? ½ അല്ലേ? ആ സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി ½ അല്ലേ? അതേപോലെ ഇത്രയും ഹൈറ്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി mgh അല്ലേ? റൈറ്റ്. സോ ആ ഒരു ഹൈറ്റിൽ എന്തുണ്ടടാ? ഞാൻ അതിനെ അങ്ങനെ കൊണ്ടുവച്ച സമയത്ത് ആ സ്പ്രിങ്ങിൽ ഒരു ആ സ്പ്രിങ്ങിൽ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യും. ദാറ്റ് വിൽ ബി ½ ദെൻ 1.5r ഹൈറ്റിലാണ് അത് വെച്ചത് കൊണ്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. സോ ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ½ പ്ലസ് mgh ആണ്. ½ പ്ലസ് mgh ആണ് അതിന് ഇപ്പം ഉണ്ടാവുന്ന എനർജി. ദെൻ ഞാനിതിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത് താഴെ എത്തുമ്പോൾ അത് എന്തായിട്ട് മാറും? ഈ ഒരു പോയിന്റ് ഏറ്റവും മുകളിലുള്ള ആൾ ഇത്രയും എനർജി അവിടെ നിൽക്കുന്നുണ്ട്. ഇത് താഴെ എത്തുന്ന സമയത്ത് എന്ത് എനർജി ആയിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ½ mv² ആയിട്ട് മാറും. ഓക്കെ. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഹൈറ്റ് ഈസ് ഗിവൺ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് തന്നിട്ടുണ്ട്, റൈറ്റ്? ഇവിടുത്തെ എക്സ് തന്നിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് എങ്ങനെ എക്സ് കണ്ടുപിടിക്കാം? ഇത് 2r ആണ്, ഇത് 2r ആണ്, ഇത് 1.5r ആണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറ ഇതിൻ്റെ ലെങ്ത് എത്രയാണ് വരിക? √1.5r² പ്ലസ് 2r² എത്ര കിട്ടും? നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ ഇതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന ലെങ്ത്, ഈ സ്പ്രിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത്. സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ടോട്ടൽ ലെങ്ത് ആണ് L എന്ന് വിചാരിക്കൂ. സോ ഞാൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ L² എന്ന് പറഞ്ഞാൽ √2r² പ്ലസ് 1.5r² എന്ന് കിട്ടും. That will give 4r² plus 2.25r² റൂട്ട് കിട്ടും. That will give 6.25r² റൂട്ട് വരും. That will give 2.5r കിട്ടും. എത്ര കിട്ടും? 2.5r. സോ ഈ സ്പ്രിങ് ഇപ്പം മൊത്തത്തിൽ വലിഞ്ഞ് നിൽക്കുന്ന ലെങ്ത് 2.5r ആണ്. ഇവിടെ ഓൾറെഡി ഉള്ള ഇതിൻ്റെ നാച്ചുറൽ ലെങ്ത് 2r ആണ്. ഈ 2rൽ നിന്ന് എത്ര ലെങ്ത് അത് വലിഞ്ഞു നിന്നു? 2rനെ 2.5r ആക്കുന്ന സമയത്ത് എത്രയാണ് അവിടുത്തെ എക്സ്റ്റൻഷൻ? എക്സിൻ്റെ വാല്യൂ പറയാൻ പറ്റും നിങ്ങൾക്ക്? 2.5. അതായത് 2rനെ 2.5r ആക്കി മാറ്റുമ്പോൾ അവിടെ എത്രത്തോളം ലെങ്ത് വലിഞ്ഞു? എക്സ് ലെങ്ത് വലിഞ്ഞു. ആ വലിഞ്ഞ ലെങ്ത് എത്രയാണ്? 2.5r മൈനസ് 2r. ദാറ്റ് വിൽ ഗീവ് എത്ര കിട്ടും? 0.5r എന്ന് കിട്ടും. എത്ര കിട്ടും? 0.5r. പരിപാടി ഈസ് ഓവർ. ഈ ക്വസ്റ്റിൻ്റെ ലെങ്ത് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത്രയുള്ളൂ ഇതിൻ്റെ ലോജിക്ക്. സോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ½ ഇൻറ്റു കെൻ്റെ വാല്യൂ ക്വസ്റ്റിൽ പറയുന്നുണ്ട് 4 mg/r ആണ്. എക്സ് 0.5ന് ഞാൻ r/2 എഴുതാണ്. എൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ r²/4 വരും. mg ഇൻറ്റു h നമുക്ക് പറഞ്ഞിരിക്കുന്നത് 1.5r ആണ്. അടുത്ത സ്റ്റെപ്പിൽ ½ mv² എഴുതി കൂടെ, റൈറ്റ്? സോ ഇത് നോക്ക്, ഈ r-ഉം ഈ r² കട്ട് ചെയ്യാം, ഈ 4-ഉം 4-ഉം കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുക? mgr/2 പ്ലസ് 3/2 mgr is equal to ½ mv².
അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 4mgr/2 is equal to half mv². ഈ 2 കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ m കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ v² is equal to 4gr. v is equal to √4gr or 2√gr. 2 into √gr. So answer will be option 2 is the right answer. ഇതും ഒരു ഡയറക്റ്റ് എനർജി കൺസർവേഷൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ? ഇതും ഒരു ഡയറക്റ്റ് എനർജി കൺസർവേഷൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടാവും? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. നോക്കുക, അടുത്ത ചോദ്യം. റൊട്ടേഷൻ. A circular hole of radius a/2 is cut out of a circular disc of radius a as shown in the figure. The centroid of the remaining circular portion with respect to point O will be. ഈ ഒരു ലൈനിനെ വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് O വെച്ചിട്ടുണ്ടാവുന്ന ഈ റിമൈനിങ് പോർഷൻ. ഏട്ടാ മക്കളെ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഭാഗം ഇതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള പീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല ഉണ്ടാവുക, ഇവിടെ ഒരു ചെറിയ ഓട്ടമായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വരേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. മൊത്തം മാസ് കൂടിയ ഭാഗത്തേക്കാണ് സെൻറ്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യുക. സോ ഞാൻ പറയുകയാണ്, ഈ മൊത്തം മാസ് എങ്ങോട്ടേക്ക്, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്? ഈ ഒരു പോയിന്റിലേക്ക് സെൻറ്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്തെന്ന് വിചാരിക്കും. ദിസ് ഇസ് ദ പോയിന്റ്. മൊത്തം മാസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വിചാരിക്കും. സോ ഈ മൊത്തം മാസിനെ ഞാൻ M1 എന്ന് വിളിച്ചു. ഇയാളെ മൊത്തം മാസിനെ ഞാൻ M2 എന്ന് വിളിച്ചു. ഇയാൾ അവിടെ ഇല്ല കേട്ടോ, ആ കട്ട് ചെയ്ത പീസാണ് M2, റൈറ്റ്? സോ ഈ ഒരു ആക്സിസിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് x. ഈ ആക്സിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് x. ഈ ആക്സിസിൽ നിന്ന് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ദൂരം എത്രയാണ് വരിക? ഇതിൻ്റെ ആക്സിസിൽ നിന്ന് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ദൂരം എത്രയാണ് വരിക? നോക്കുക, ഈ ആക്സിൽ നിന്ന് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരിക. ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് a ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അതിൻ്റെ റേഡിയസ് a/2 ആണ്. സോ a + a/2 ദാറ്റ് വിൽ ഗീവ് 3a/2. a + a/2 ദാറ്റ് വിൽ ഗീവ് 3a/2. ഓക്കെ. സോ ഞാൻ എന്ത് ചെയ്യണം അറിയോ? ഈ ഫിഗർ ഒന്ന് മാറ്റി വരയ്ക്കാം കേട്ടോ. ഈ ഫിഗർ മൊത്തത്തിൽ മാറ്റി വരയ്ക്കുകയാണ്. അതായത് ഈ കട്ട് ചെയ്ത പീസ്, റൈറ്റ്, ഈ കട്ട് ചെയ്ത് പോയ പീസാണല്ലോ ഇവിടെ നിൽക്കുന്നത്. ഈ കട്ട് ചെയ്ത പീസാണ് എൻ്റെ മൊത്തം മാസിനെ ഞാൻ M2 എന്ന് വിളിച്ചു. ഈ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പീസിൻ്റെ മാസ് M1, റൈറ്റ്? ഇതിൻ്റെ രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോൾ നോക്കണേ, ഈ പീസും കൂടി ചേർത്ത് വെക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അതിൻ്റെ സെൻറ്ററിലായിരിക്കും, ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. സെൻറ്റർ എന്ന് പറയുന്ന സമയത്ത് ഇതാണ് ആ സെൻറ്റർ എന്ന് വിചാരിക്കും. സോ ഞാൻ ആ മാസുകളെ മൊത്തത്തിൽ ഞാനൊരു ലൊക്കേറ്റ് ചെയ്താണ്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എത്രയാണ് വരിക? ആക്സിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ a ആണ്. a ആണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. എന്ത്? ഇങ്ങനെ മൊത്തത്തിൽ നിൽക്കുന്ന ഒരാളെ ആക്സിൽ നിന്ന് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ദൂരം a ആണ്. അതിൽ ആർക്കും സംശയമില്ല. ഇപ്പോൾ നമ്മളെന്താ പറയുന്നത് അറിയോ? ഇന്നൊരു ചെറിയ പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കി, അതിൻ്റെ മാസ് ഞാൻ M എന്ന് വിളിച്ചു, M2 എന്ന് വിളിച്ചു. ഈ ബാക്കിയുള്ള റിമൈനിങ് മാസിനെ ഞാൻ എന്ത് വിളിച്ചു? M1 എന്ന് വിളിച്ചു. ഓക്കെ. ഈ രണ്ടാളുകളും ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ഈ വലിയ പീസ്, ആദ്യത്തെ പീസ് തന്നെയല്ലേ കിട്ടുക? ഈ രണ്ടാളുകൾ ആദ്യം വലിയ പീസായിരുന്നു, അതിനൊരു ചെറിയ പീസ് എടുത്ത് ഒഴിവാക്കി. ഈ ചെറിയ പീസ് ഈ ഗ്യാപ്പിൽ വന്ന് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആദ്യം എവിടെയായിരുന്നു അവിടെ തന്നെയല്ലേ കിട്ടുക, റൈറ്റ്? അതാണ് ഞാൻ ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, റൈറ്റ്? ഇപ്പോൾ ഇതിൻ്റെ മൊത്തം മാസ് ലൊക്കേറ്റ്, ബാക്കിയുള്ള പോർഷൻ മൊത്തത്തിൽ ലൊക്കേറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ പറയാൻ പോകുന്നത്. ആ ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫ്രം ദ ആക്സിസ് ഇവിടേക്കുള്ള ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ. സോ ഈ പോയിന്റിൻ്റെ ദൂരം ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? M2 എന്ന് പറഞ്ഞാൽ 3a/2, 0 ആണ്. ഇത് നമുക്കറിയില്ല, ഇത് x, 0 ആണ്. x, 0 നമുക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ബാക്കിയുള്ള റിമൈനിങ് മാസ് മൊത്തമായി ലൊക്കേറ്റ് ചെയ്തിട്ട് അസ്യൂം ടു ബി ലൊക്കേറ്റഡ് അറ്റ് ദ പോയിന്റ്, ആ പോയിന്റിലേക്കുള്ള ദൂരമാണല്ലോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം M1 ഉം M2 തമ്മിലുള്ള റിലേഷൻ അറിയണം. ഇതൊരു യൂണിഫോം ബോഡി ആയതുകൊണ്ട് ഇതിൻ്റെ മാസ് ഡെൻസിറ്റി സെയിം ആയിരിക്കും. സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസിനെ ഞാൻ M എന്ന് വിളിച്ചാൽ ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ ഏരിയ. സിഗ്മ ഈക്വൽ ടു ഈ വലിയ ബോഡിയുടെ ഈ ഒരു വലിയ സർക്കിളാക്കി കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ a ആണ്. സോ സിഗ്മ ഈക്വൽ ടു മാസ് ബൈ ഏരിയ. ഏരിയ എന്ന് പറയുമ്പോൾ πa². സിഗ്മ ഈക്വൽ ടു M ഡിവൈഡ് ബൈ πa². ഹിയർ ഞാൻ പറയുകയാണ് മൊത്തം മാസ് M ആണ്. അപ്പം മാസ് ഡെൻസിറ്റി പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ഏരിയ. ഇനി ഞാൻ പറയുകയാണ് ഈ ഒരു സ്മോൾ പോർഷൻ്റെ മാസ് എന്ന് പറയുമ്പോൾ M2 എന്ന് പറഞ്ഞാൽ സിഗ്മ ഇൻറ്റു ഏരിയ ആണ്. ഏതിൻ്റെ മാസാണോ കണ്ടുപിടിക്കേണ്ടത്, മാസ് ഡെൻസിറ്റി ഇൻറ്റു ആ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട മാസിൻ്റെ ഏരിയ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ അടുത്ത സ്റ്റെപ്പ് പറയാം, സിഗ്മ നിങ്ങൾക്കറിയാം ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ πa². നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട മാസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ π ഇൻറ്റു a/2 ഹോൾ സ്ക്വയർ ആണ്, റൈറ്റ്? അടുത്ത സ്റ്റെപ്പിൽ M ഡിവൈഡഡ് ബൈ πa² ഇൻറ്റു π ഇൻറ്റു a²/4 എന്ന് വരും. ഈ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് നമുക്ക് M2 ഈക്വൽ ടു M/4 കിട്ടും. M2 ഈക്വൽ ടു M/4. അപ്പോൾ M1 എത്ര വരിക?
ടോട്ടൽ മാസ് എം ആണെങ്കിൽ m/4 എമ്മിൽ നിന്ന് കുറച്ചാൽ പോലെ ബാക്കിയുള്ള മാസ് കിട്ടാൻ എത്ര വരിക 3m/4. ദെൻ വി ആർ ഡയറക്ട്ലി അപ്ലൈയിങ് ദ ഇക്വേഷൻ ഫോർ XEM. സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ എന്താ? XEM is equal to m1x1 പ്ലസ് m2x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. സോ നമുക്ക് m1 കിട്ടി, m2 കിട്ടി. m1ലേക്കുള്ള ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട x. m2ലേക്കുള്ള ദൂരം 3a/2. ഈ XEM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സെൻറ്റർ ഓഫ് മാസ് ആണ് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇതാണ് XEM. ഈ XEMൻ്റെ വാല്യൂ ആണ് എത്ര? a. ഹിയർ XEM is equal to a. ഇനി നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഒന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. XEMന് എന്ത് കൊടുക്കുക? a കൊടുക്കുക. m1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3m/4 വരും. ഇൻറ്റു എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയുള്ള മാസ് m/4, അതിലേക്കുള്ള ദൂരം എത്രയാണ്? 3a/2. 3a/2 ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് വിൽ ബി ക്യാപിറ്റൽ M. സോ അടുത്ത സ്റ്റെപ്പിൽ ക്യാപിറ്റൽ M ഇൻറ്റു a ഇസ് ഈക്വൽ ടു 3mx/4 പ്ലസ് 3ma ഡിവൈഡ് ബൈ 8 എന്ന് വരും അല്ലേ. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എല്ലാത്തിനും m എടുത്ത് കട്ട് ചെയ്താൽ a മൈനസ് 3a/8 ഇസ് ഈക്വൽ ടു 3x/4 എന്ന് വരില്ലേ. ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8a മൈനസ് 3a ഡിവൈഡ് ബൈ 8 ഇസ് ഈക്വൽ ടു 3x/4 എന്ന് വരില്ലേ. ഈ 4a 2 ടൈംസ് പോയില്ലേ. സോ 3x ഇസ് ഈക്വൽ ടു 5a എന്ന് കിട്ടില്ലേ. സോ നമ്മുടെ ചോദ്യം എന്താ? x അല്ലേ. x ഇസ് ഈക്വൽ ടു 5a/3. ഓക്കെ ലീസൺ ശ്രദ്ധിക്കണേ. x ഇസ് ഈക്വൽ ടു 5a/3 ഇല്ലല്ലോ. ഓപ്ഷൻ നമ്മൾ ഏത് സ്റ്റെപ്പ് എന്തോ മാറിയിട്ടുണ്ടോ? ചെക്ക് ചെയ്യൂ, എല്ലാവരും ചെക്ക് ചെയ്യൂ. a is equal to 3m/4 into x plus m/4 into 3a/2 ഡിവൈഡ് ബൈ m. അടുത്ത സ്റ്റെപ്പിൽ m a is equal to 3mx/4 plus 3m/ma/8 വരും. m എടുത്ത് കട്ട് ചെയ്താൽ a minus 3a/2 is equal to 8a minus 3a. That will give you 5a. 5a/2 is equal to 3x/4 വരും. ഓർ യെസ്, നമുക്ക് ഇവിടെ നിന്നൊരു ചെയ്തു പോയേക്കാം. സോ a is equal to 3x/4 plus 3a/8 വരും. സോ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി നമുക്ക് ഇൻറ്റു 2 അടിക്കാം. സോ 6x plus 3a ഡിവൈഡ് ബൈ 8 is equal to a വരും. സോ 8a is equal to 6x plus 3a വരും. That's the missing. അപ്പോൾ 6x is equal to 8a minus 3a. That will give 5a. x is equal to 5/6a വരും. x is equal to 5/6a ആണ് ആൻസർ. യെസ്, ദാറ്റ്സ് ആൻസർ. x is equal to 5/6a. യാ ഞാൻ ടൈം മൾട്ടിപ്ലൈ ചെയ്യാൻ മാറിപ്പോയി. 2 മൾട്ടിപ്ലൈ ചെയ്യാൻ വിട്ടു. ദാറ്റ്സ് ഇറ്റ് വെരി ഗുഡ്. x is equal to 5/6a. റൈറ്റ്. ഓക്കെ. യെസ്. ദെൻ ഇതൊരു വളരെ സിമ്പിളായുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഭയങ്കര സിമ്പിൾ കൺസെപ്റ്റാണ്. എന്താണ്? ഫോർ എ ട്രെയിൻ എഞ്ചിൻ മൂവിംഗ് വിത്ത് സ്പീഡ് 20 m/s, ദ ഡ്രൈവർ മസ്റ്റ് അപ്ലൈ ബ്രേക്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 500 meter ബിഫോർ ദ സ്റ്റേഷൻ ഫോർ ദ ട്രെയിൻ ടു കം ടു റെസ്റ്റ് അറ്റ് ദ സ്റ്റേഷൻ. അതായത് ട്രെയിൻ വരുന്ന സ്പീഡ് 20 m/s. 20 m/s വരുന്ന ട്രെയിന് സ്റ്റേഷനിൽ നിർത്തണമെങ്കിൽ 500 meter മുന്നേ ബ്രേക്ക് അപ്ലൈ ചെയ്യണം. എന്താണ്? 20 meter വരുന്ന ട്രെയിന് 20 m/s വരുന്ന ട്രെയിന്, ഇതാണ് സ്റ്റേഷൻ. ഈ സ്റ്റേഷനിൽ വണ്ടി നിർത്തണമെങ്കിൽ 500 meter മുന്നേ ബ്രേക്ക് അപ്ലൈ ചെയ്യണം. പക്ഷേ ഇയാൾ 500 meter കഴിഞ്ഞ് 250 meter ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വണ്ടി എവിടെ നിർത്തില്ല? സ്റ്റേഷൻ നിർത്തില്ല. സ്റ്റേഷൻ കഴിഞ്ഞ് പോയിട്ടാണ് വണ്ടി നിർത്തുക. റൈറ്റ്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താ അറിയോ? if the brakes were applied at half of the distance, the train engine would cross the station with a speed √x m/s. The value of x ആയി ചോദിച്ചിരിക്കുന്നത്, the value of x. അതായത് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തണമെങ്കിൽ 500 meter മുന്നേ ബ്രേക്ക് അപ്ലൈ ചെയ്യണം. 250 meter കഴിഞ്ഞിട്ടാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വണ്ടി സ്റ്റേഷനിൽ നിർത്തില്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷൻ കടന്നു പോകുന്ന സ്പീഡാണ് ചോദ്യം. വളരെ സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ നല്ലൊരു ചോദ്യമാണ്. നമുക്കറിയാം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? s is equal to u²/2a അല്ലേ. സോ ഈ റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് വണ്ടിയുടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, ട്രെയിനിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എത്ര വരിക? u is 20. അപ്പോൾ 20² ഡിവൈഡ് ബൈ 2 ഇൻറ്റു വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് 500. സോ 400 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 500 കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും. ദ ആക്സിലറേഷൻ ഈസ് 2 ഡിവൈഡ് ബൈ 5. അപ്പോൾ വണ്ടിയുടെ ഇനീഷ്യൽ സ്പീഡ് അറിയാം, ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ v² is equal to u² minus 2as. വൈ ദർ ഇസ് നെഗറ്റീവ്? എന്തുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് വന്നിരിക്കുന്നത്? നെഗറ്റീവ് വരാൻ കാരണം എന്താ? ഇറ്റ് ഈസ് റിട്ടാർഡേഷൻ. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലേ. സോ ഇനീഷ്യൽ സ്പീഡ് 20² ആണ്, മൈനസ് 2 ഇൻറ്റു ഏത്രയാണ് 2/5. 500 meter പകുതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 250 meter.
ഇത് 50 വരും. അപ്പോൾ 50 × 4 200. 400 - 200 ദാറ്റ് വിൽ ഗീവ് 200. v² 200 ആണെങ്കിൽ v will be √200. സോ ദ വാല്യൂ ഓഫ് x ഈസ് 200. ദ വാല്യൂ ഓഫ് x ഈസ് 200 എന്നുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. ദ വാല്യൂ ഓഫ് x ഈസ് 200. ഓക്കെ, ഇത് നോക്കടാ. A 1 kilogram ball moving at 12 meter per second collides with a 2 kilogram ball. 1 kg ball moving at 12 meter per second collide with 2 kg ball moving in opposite direction of 24 meter per second. If the coefficient of restitution is 1/3, then the velocity is after the collision. After collision ഉണ്ടാവുന്ന velocity ആണ് ചോദ്യം. എന്താണ് ചോദ്യം? എന്താ? A 1 kilogram ball moving at 12 meter per second. എത്രയാ? 1 kilogram ബോൾ മൂവ് ചെയ്യുന്നുണ്ട്. സ്പീഡ് എത്രയാണ്? 12 km/s ആണ്. അനദർ ബോൾ 2 kg ഉണ്ട്. അതിൻ്റെ സ്പീഡ് 24 ആണ്. ഇത് 12 ആണ്, ഇത് 24 ആണ്. ഇത് 1 kilogram ആണ്, ഇത് 2 kilogram ആണ് അല്ലേ. ഇഫ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഈസ് 1/3 ആണ്. ആഫ്റ്റർ കൊളീഷൻ അതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് ചോദ്യം. ആഫ്റ്റർ കൊളീഷനുള്ള സ്പീഡാണ്. നമുക്ക് ഏത് കൊളീഷൻ ആണെങ്കിലും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണല്ലോ മൊമെൻറ്റം കൺസർവേഷൻ. സോ നമുക്ക് ഫസ്റ്റ് മൊമെൻറ്റം കൺസർവേഷൻ ഇക്വേഷൻ ഇതാ. m1u1 plus m2u2 is equal to m1v1 plus m2v2. Am I right? Then m1 എന്ന് പറയുമ്പോൾ 1 × u1 എത്ര 12 ആണ്. m2 എന്ന് പറയുമ്പോൾ 2 ആണ്. u2 -24. Why there is negative? Because in the opposite direction ആണ്. Yes. സോ അടുത്തതിൽ നമുക്ക് 1 × v1 plus 2 × v2 എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 12 - 48 is equal to v1 plus 2v2 എന്ന് കിട്ടും. സോ v1 plus 2v2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -36 എന്ന് കിട്ടും. ദിസ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ദെൻ കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂ തന്ന സ്ഥിതിക്ക് നമുക്കറിയാം കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് അല്ലേ. ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഗിവൺ ദാറ്റ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ 12 ആണ്, മറ്റേ ആൾ -24 ആണ്. സൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യനിൽ. സോ E is equal to 1/3. സോ അടുത്ത സ്റ്റെപ്പിൽ 1/3 is equal to v2 minus v1 divided by 12 minus of -24 that will give 36. So v2 minus v1 is equal to 36 into 1/3 that will give 9. സോ രണ്ട് ഇക്വേഷൻസ് കിട്ടിയാൽ പിന്നെ സോൾവ് ചെയ്യാൻ ഞാൻ പ്രത്യേകം പഠിപ്പിച്ചേണ്ട ആവശ്യമില്ലല്ലോ. ഹിയർ v1 plus 2v2 -36 ആണ്. ഇത് v2 minus v1 9 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മൈനസ് എത്ര വരും? -v2 - 36 36/9 അല്ലേ. എഗെയിൻ വളരെ സിമ്പിളായുള്ള കാൽക്കുലേഷൻ മിസ്റ്റേക്സ് നിങ്ങളിങ്ങനെ വരുത്താൻ പാടില്ല എന്നാണ് ഞാൻ കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ v2 36/3 എന്ന് പറഞ്ഞാൽ 12 അല്ലേ. സോ ഇവിടെ 12 വരും. രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് v1 കട്ട് ചെയ്ത് പോകും. നമുക്ക് 3v2 is equal to -36 plus 12 -24. v2 will be -24/3. So the answer will be -8 meter/s. സോ -8 meter/s വരുന്ന ആ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. സോ വി ക്യാൻ ഡയറക്ട്ലി പിക്ക് ഓപ്ഷൻ 2. സോ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ മിസ്റ്റേക്ക് നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, അത് മനസ്സിലായല്ലോ എങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. സോ -8 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് v1 എന്ന് പറഞ്ഞാൽ എന്താ? -8 - v1 is equal to 12 ആണെങ്കിൽ വാട്ട് ഈസ് v1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -8 - 12 ദാറ്റ് വിൽ ഗീവ് -20. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. അപ്പോൾ ഇങ്ങനെ, അതായത് ഈ കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂ 1/3 എന്ന് പറയുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഇന്നിലാസ്റ്റിക് കൊളീഷൻ ആണ്. അപ്പോൾ ഇന്നിലാസ്റ്റിക് കൊളീഷനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് മൊമെൻറ്റം കൺസർവേഷനും കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇക്വേഷനുമാണ്. ആ ഇക്വേഷൻസ് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് വേണം പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യാൻ. ഓക്കെ, ദെൻ എ ബ്ലോക്ക് is kept on a rough inclined plane as shown in the figure. Remains at rest up to a maximum force of 2 Newton down the inclined plane. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്. ആ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബ്ലോക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ബ്ലോക്കിൻ്റെ മാസ് m ആണെന്ന് വിചാരിക്കും. നമുക്കറിയാം ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നമ്മൾ തീറ്റ ഇവിടെ 30 ഡിഗ്രിയാണ്. ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബ്ലോക്കിനെ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് താഴത്തേക്ക് പിടിച്ച് വലിക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം mg sin തീറ്റ താഴത്തേക്കുണ്ട്, റൈറ്റ്? അപ്പം ഈ mg sin തീറ്റ ഉണ്ട്. ഇതിവിടെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? താഴത്തേക്ക് പിടിച്ച് ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യും, റൈറ്റ്? ദെൻ ഇവിടെ എഫ്എസിൻ്റെ വാല്യൂ mg sin തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ താഴത്തേക്ക് ഒരു 2 Newton കൂടി കൊടുക്കുന്നുണ്ട് അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്? എ ബ്ലോക്ക് കെപ്റ്റ് ഓൺ എ റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആസ് ഷോൺ ഇൻ ഫിഗർ ദ റിമെയിൻസ് അറ്റ്
ഇത് റിമെയിൻ ചെയ്ത് ആ റെസ്റ്റിൽ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ താഴത്തേക്ക് 2 ന്യൂട്ടനും പിടിച്ച് വലിക്കുന്ന സമയത്ത് ഇത് അവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഐഡിയ? mg സൈൻ തീറ്റയും 2 ന്യൂട്ടനും കൂടി ചേർന്നിട്ടും അവിടുത്തെ ഫ്രിക്ഷനെ ബാലൻസ് ചെയ്യാണ്. ആ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ല. mg സൈൻ തീറ്റ താഴത്തേക്ക് ഉണ്ട്, 2 ന്യൂട്ടൺ താഴത്തേക്ക് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് കൂടി അത് അവിടുത്തെ ഫ്രിക്ഷനായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ അർത്ഥം അല്ലേ? സോ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്ര വരിക? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം F is equal to µs into n അല്ലേ? നോർമൽ റിയാക്ഷൻ mg cos theta അല്ലേ? നോർമൽ റിയാക്ഷൻ is equal to mg cos theta. So equation will change it to nu into mg cos theta, or we can say that mg sin theta plus 2 is equal to nu into mg cos theta. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്താം? ഇനി അടുത്ത കേസിലേക്ക്, ഇക്വേഷൻ അടുത്ത ടൈമിലേക്ക് കടക്കാം കേട്ടോ. നോക്ക്, the maximum external force up the inclined plane that does not move the block is 10 Newton. അടുത്ത ഐഡിയ പറയുന്നത്, അതായത് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ചിട്ടുണ്ട്. ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നമ്മൾ വേറൊരു ബ്ലോക്ക് കൊണ്ടുവച്ചു. ഈ വേറെ ബ്ലോക്ക് മുകളിലേക്ക് കൊടുക്കുന്ന മാക്സിമം ഫോഴ്സ് 10 ന്യൂട്ടനാണ്. അപ്പോൾ അത് മുകളിലേക്ക്, അതായത് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും നമ്മൾ എങ്ങോട്ടാണോ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുക. നമ്മൾ മുകളിലേക്ക് 10 ന്യൂട്ടൺ കൊടുത്ത് വലിക്കുന്ന സമയത്ത് ഫ്രിക്ഷൻ എങ്ങോട്ടാണ് ഉണ്ടാവുക? താഴത്തേക്ക്. ഇവിടെ ഫ്രിക്ഷൻ മാത്രമാണോ താഴത്തേക്ക് ഉണ്ടാവുക? അല്ല, ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ചിരിക്കുന്ന mg സൈൻ തീറ്റ എങ്ങോട്ടാണ് ഉണ്ടാവുക? താഴത്തേക്ക്. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ചിരിക്കുന്ന mg സൈൻ തീറ്റ ഓൾറെഡി താഴത്തേക്ക് ഉണ്ട്. നമ്മൾ മുകളിലേക്ക് പിടിച്ച് വലിക്കുന്ന സമയത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ താഴത്തേക്ക് ഉണ്ടാവും. സോ ഇതിൻ്റെ ഇക്വേഷൻ ഇതുമ്പോൾ എങ്ങനെ എഴുതുക? mg സൈൻ തീറ്റ പ്ലസ് എഫ് എന്താ വരിക? 10 വരും അല്ലേ? mg സൈൻ തീറ്റ പ്ലസ് എഫ് 10 വരും. ഹിയർ mg സൈൻ തീറ്റ പ്ലസ് എഫിൻ്റെ വാല്യൂ ന്യൂ mg കോസ് തീറ്റ ദാറ്റ് വിൽ ഗീവ് 10 വരും, റൈറ്റ്? അപ്പോൾ ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ് പരിപാടി. ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഫ്രിക്ഷൻ നമ്മൾ എങ്ങോട്ടേക്കാണോ വലിക്കുന്നത് അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കുക, അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുക. സോ ഇതിൻ്റെ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭംഗിയാക്കുക. എങ്ങനെ ഭംഗിയാക്കുക? mg സൈൻ തീറ്റ മൈനസ് ന്യൂ mg കോസ് തീറ്റ ഇസ് ഈക്വൽ ടു -2 വരും. ഇവിടെ mg സൈൻ തീറ്റ, ദിസ് ഇസ് ദ സെക്കൻഡ് ഇക്വേഷൻ, പ്ലസ് ന്യൂ mg കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 10 വരും. ഈ 2 ഇക്വേഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷനെ ഇവിടെ നിങ്ങൾ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നിങ്ങൾ പറ. mg എടുത്ത് കട്ട് ചെയ്താൽ സൈൻ തീറ്റ പ്ലസ് ന്യൂ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ മൈനസ് ന്യൂ കോസ് തീറ്റ ദാറ്റ് വിൽ ഗീവ് -5 എന്ന് കിട്ടും അല്ലേ? റൈറ്റ്? ഇനി സോൾവ് ചെയ്ത് നോക്കൂ. വെറുതെ ഇരിക്കരുത്, ചെയ്തു നോക്കുക. ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്ത് നോക്കുക, റൈറ്റ്? അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യുന്ന സമയം എന്താ കിട്ടുക? സൈൻ തീറ്റ പ്ലസ് ന്യൂ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു -5 സൈൻ തീറ്റ പ്ലസ് 5 ന്യൂ കോസ് തീറ്റ. അടുത്ത സ്റ്റെപ്പിൽ -5 സൈൻ തീറ്റ അങ്ങോട്ട് വരുമ്പോൾ 6 സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ന്യൂ കോസ് തീറ്റ അങ്ങോട്ട് പോകുമ്പോൾ 4 ന്യൂ കോസ് തീറ്റ എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ദാറ്റ് വിൽ ഗീവ് ടാൻ തീറ്റ. 6/4 എന്ന് പറയുമ്പോൾ 3/2 ഇസ് ഈക്വൽ ടു ന്യൂ എന്ന് വരും അല്ലേ? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 3/2 ഇൻറ്റു ടാൻ 30? വാട്ട് ഇസ് ടാൻ 30? ടാൻ 30 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വാട്ട് ഇസ് ടാൻ 30? ടാൻ 30 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ √3 അല്ലേ? ടാൻ 30 ഈസ് ഈക്വൽ ടു 1/2 ഡിവൈഡഡ് ബൈ √3/2 ദാറ്റ് വിൽ ഗീവ് 1 ഡിവൈഡഡ് ബൈ √3. 3 എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു √3 കട്ട് ചെയ്താൽ നമുക്ക് √3/2 എന്ന് കിട്ടും. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. സാനി എന്താ പറയുന്നത്? ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഉള്ളവർ നന്നായിട്ട് പഠിക്കൂ. ദാറ്റ്സ് ഇറ്റ്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. തുടക്കം മുതൽ 8 മണിക്ക് തുടങ്ങിയ ക്ലാസ്സാണ്. 8 മണി മുതൽ ഇത്രയും നേരം ക്ലാസ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണുന്ന മക്കളുണ്ട്. അവർക്കാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളതൊന്നും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പോകും, അതിലൂടെ ഒക്കെ ഒന്ന് കടന്നു പോകൂ, ഈ പറയുന്ന ഇക്വേഷൻസിലൂടെ ഒക്കെ ഒന്ന് തിരിച്ചു വരും. ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ വളരെ അടിപൊളിയായിട്ട് പഠിക്കുന്ന മക്കൾ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. സോ നിങ്ങളതൊന്ന് ഫോക്കസ് ചെയ്യണേ, റൈറ്റ്? ഓക്കെ, യെസ്. ദെൻ ഇത് അതേ മോഡൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ്. ഈ ക്വസ്റ്റ്യങ്ങൾ കണ്ടോക്ക്. ഇത് നിങ്ങൾക്ക് അറിയാം, ഇതിൻ്റെ ഐഡിയ ഒക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ വരെ നിങ്ങൾക്ക് ബൈ ഹാർട്ട് അറിയാമായിരിക്കും. പക്ഷെ അത് ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വരണം. യെസ്, അതെനിക്കറിയാലോ, സാനിയ എനിക്കറിയാലോ. When a body slides down from rest along a smooth inclined plane. അപ്പോൾ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതായത് ഒരു സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബോഡി സ്ലൈഡ് ചെയ്ത് വരുന്നുണ്ട്. ബോഡി സ്ലൈഡ് ഡൗൺ ഫ്രം റെസ്റ്റ് അലോങ് എ സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ മേക്കിംഗ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. ആയിക്കോട്ടെ, ടി സമയം കൊണ്ടാണ് അത് താഴ്ത്തുന്നത്.
ഓക്കെ. അപ്പോൾ when the same body slides down from the rest along a rough inclined plane making the same angle and through the same distance, it takes time alpha t. എൻ്റെ ഐഡിയ എന്താ മനസ്സിലായോ നിങ്ങൾക്ക്? എടാ സ്മൂത്ത് സർഫസിൽ പെട്ടെന്ന് താഴത്തേക്ക് എത്തൂലേ, റഫ് സർഫസിലോ മെല്ലെ അല്ലേ വരുള്ളൂ. എന്താണ് സ്മൂത്ത് സർഫസിൽ ഒരാൾ പെട്ടെന്ന് താഴത്തേക്ക് വരും അല്ലേ. ഇത് റഫ് സർഫസ്, ഇതാണ് റഫ് സർഫസ്, ഇത് സ്മൂത്ത് സർഫസ്. ഒരാൾ സ്മൂത്ത് സർഫസിൽ താഴത്തേക്ക് പെട്ടെന്ന് എത്തും. താഴത്തേക്ക് ഇതിനെ വലിച്ചു കൊണ്ടുപോകുന്ന ആക്സിലറേഷൻ ജി സൈൻ തീറ്റ, അവിടെ ഫ്രിക്ഷൻ ഇല്ല. പക്ഷേ റഫ് സർഫസ് ആവുന്ന സമയത്ത് ഫ്രിക്ഷൻ ഉണ്ടാവും. പെട്ടെന്ന് താഴത്തേക്ക് വരുമോ? ഇല്ല. ഫ്രിക്ഷൻ കാരണം കുറച്ച് സ്പീഡ് കുറഞ്ഞ് മെല്ലെ താഴത്തുള്ളൂ. അപ്പോൾ താഴെത്താനുള്ള സമയം കൂടുതൽ ആർക്കാ? റഫ് സർഫസിലൂടെ വരുന്ന ആൾക്കാണ്. സ്മൂത്ത് സർഫസ് പെട്ടെന്ന് എത്തും, റഫ് സർഫസ് കുറച്ച് മെല്ലെ എത്തുള്ളൂ. അപ്പോൾ താഴെത്താനുള്ള സമയം കൂടുതൽ ആർക്കാ? റഫ് സർഫസിനാണ്. ദാറ്റ്സ് ഇറ്റ്. ദെൻ അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ റഫ് ആണെങ്കിൽ, ഇത് റഫ് ആണെങ്കിൽ ഉണ്ടാകുന്ന ഇക്വേഷനും ഇത് സ്മൂത്ത് ആണെങ്കിൽ ഉണ്ടാകുന്ന ഇക്വേഷൻ രണ്ടും ബൈ ഹാർട്ട് പഠിക്കണം. A is equal to G into sin theta minus nu cos theta. ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? ആക്സിലറേഷൻ is equal to G into sin theta minus nu cos theta is the acceleration of in a rough inclined plane. അപ്പോൾ നമ്മോട് പറയുന്നുണ്ട്, എന്ത് പറയുന്നുണ്ട്? ടി സമയം കൊണ്ട് അത് താഴെത്തുന്നത്, ഇത് മുകളിൽ നിന്ന് താഴത്തേക്കുള്ള രണ്ട് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്. സോ നമുക്ക് റെസ്റ്റിലാവുന്ന സമയത്ത് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതിൽ ഹാഫ് എ ടി സ്ക്വയർ ഇസ് ദ ഇക്വേഷൻ. സോ രണ്ടും സെയിം ആയതുകൊണ്ട് ഫസ്റ്റ് സ്മൂത്ത് സർഫസിൻ്റെയും റഫ് സർഫസും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു എ സ്മൂത്ത് ഇൻറ്റു ടൈം ക്യാപിറ്റൽ ടി സ്ക്വയർ ആണ്. ദെൻ രണ്ടാമത് ഹാഫ് ഇൻറ്റു റഫ് സർഫസിൻ്റെ ടൈം എത്രയാണ്? ആൽഫ ടി ഹോൾ സ്ക്വയർ വരിക. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ ഹാഫ് ആണ് കട്ട് ചെയ്തേക്കാം. ആദ്യം തന്നെ ആക്സിലറേഷൻ ഓഫ് സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ജി സൈൻ തീറ്റ ഇൻറ്റു ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഓഫ് റഫ് എന്ന് പറഞ്ഞാൽ എന്താ? ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് ന്യൂ കോസ് തീറ്റ ഇൻറ്റു ആൽഫ സ്ക്വയർ ടി സ്ക്വയർ വരും. അപ്പോൾ ഈ ടി സ്ക്വയർ കട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ ബാക്കിയുള്ളത്? ജി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ജി സൈൻ തീറ്റ മൈനസ് ന്യൂ ജി കോസ് തീറ്റ എന്ന് വരും. റൈറ്റ്? ഓക്കെ. അപ്പോൾ ജി സൈൻ തീറ്റ ടു ജി അല്ലേ? റൈറ്റ്? നമുക്ക് ജി സൈൻ തീറ്റ ഇപ്പുറത്തും ജി സൈൻ തീറ്റ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? നമ്മൾ ഏരിയയിൽ എന്തെങ്കിലും സാധനം മാറിപ്പോയിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണേ. ഹാഫ് ഡിസ് നമുക്കിവിടെ വാല്യൂ കൊടുത്തൊന്ന് നോക്കാം, ഇതിലെന്തൊരു സംശയിക്കും. അപ്പോൾ ജി ഇൻറ്റു സൈൻ തീറ്റ ഈസ് 1/2. ഇവിടെ ജി ഇൻറ്റു സൈൻ തീറ്റ വിൽ ബി 1/2 മൈനസ് ന്യൂ ഇൻറ്റു കോസ് തീറ്റ വിൽ ബി √3/2. തീറ്റ 30 അല്ലേ പറഞ്ഞിരിക്കുന്നത്? യെസ്. ഇൻറ്റു ഒരു ആൽഫ സ്ക്വയർ ഉണ്ട് അല്ലേ? യെസ്, ആൽഫ സ്ക്വയർ അതിൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് അത് കട്ട് ചെയ്യാൻ കഴിയില്ല. ദാറ്റ്സ് ഇറ്റ്. യെസ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് G/2 is equal to G/2 മൈനസ് ന്യൂ ജി, അല്ലെങ്കിൽ എന്ത് ചെയ്യാം അറിയാം, നമുക്ക് ജി കോമൺ ആക്കി എടുക്കാം. എന്തെടുക്കാം? ജി കോമൺ ആക്കി എടുക്കാം. ജി കോമൺ ആക്കി എടുത്തിട്ട് 1/2 മൈനസ് √3/2 ന്യൂ ഇൻറ്റു ആൽഫ സ്ക്വയർ എന്ന് എഴുതാം. ഈ ജി കട്ട് ചെയ്യാം. അപ്പോൾ 1/2 മൈനസ് √3/2 ന്യൂ ഇസ് ഈക്വൽ ടു 1/2 ആൽഫ സ്ക്വയർ എന്ന് വരും. ഫുൾ ആൽഫ സ്ക്വയർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1 വരും, ഇവിടെ √3 ന്യൂ വരും, ഇവിടെ 1/ആൽഫ സ്ക്വയർ വരും. അത് ത്രൂ ഔട്ട് ഇക്വേഷൻ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 1 മൈനസ് 1/ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു √3 ന്യൂ എന്ന് എഴുതി കൂടെ. 1 മൈനസ് 1/ആൽഫ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ വരിക? ആൽഫ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു ന്യൂ. സോ ആൻസറിലേക്ക് നമ്മൾ എത്തി നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ വാട്ട് ഇസ് ന്യൂ ഹിയർ? ന്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരുടാ? ആൽഫ സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ ആൽഫ സ്ക്വയർ ഇൻറ്റു 1/√3. വേറെ എക്സിൻ്റെ വാല്യൂ അപ്പോൾ എത്ര കിട്ടുക? എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടും. കണ്ടോ നിങ്ങൾ? ക്വസ്റ്റ്യൻ പോകുന്ന വഴി മനസ്സിലായോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ പോകുന്ന വഴി നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്. നിങ്ങൾ പറ, ഇതിൻ്റെ ആൻസർ എന്താ വരിക? A person pushes a box on a rough horizontal platform surface. He applies a force of 200 Newton over a distance of 15 meter. 200 Newton 15 meter വരെ അപ്ലൈ ചെയ്തു. Therefore, he gets progressively tired and his applied force reduced linearly. ഡിസ്റ്റൻസിനനുസരിച്ച് ലീനിയർ ആയിട്ടാണ് ഫോഴ്സ് കുറഞ്ഞത്.
ടോട്ടൽ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ദ ബോക്സ് ഹാസ് ബീൻ മൂവ്ഡ് ഈസ് 30 മീറ്റർ. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത് 30 മീറ്റർ ആണ്. വാട്ട് ഈസ് എ വർക്ക് ഡൺ ബൈ ദ പേഴ്സൺ ഡ്യൂറിങ് ദ ടോട്ടൽ മൂവ്മെൻറ്റ് ഓഫ് ദ ബോക്സ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ പറ, ഇവിടെ നമുക്ക് വി നോ ദാറ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരുന്ന ഐഡിയ എന്താ? ഇത് ഗ്രാഫ് വരച്ച് ചെയ്യാൻ പറ്റും. അതായത് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്. ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് ഗീവ്സ് വർക്ക് ഡൺ എന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും, വളരെ ഈസിലി ചെയ്യാൻ പറ്റും. ഇവിടെ ഫോഴ്സും ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റും ആണെങ്കിൽ നമ്മോട് പറയുന്നുണ്ട് 200 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നത്. ഇവിടെ 200 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ ഇത് 15 മീറ്റർ മൂവ് ചെയ്യുന്നുണ്ട്. ദെൻ 30 മീറ്റർ വരെയാണ് പിന്നെ പോകുന്നത്. സോ ഇവിടെ നിന്ന് പിന്നെ ലീനിയർ ആയിട്ട് കുറഞ്ഞു എന്നാണ് പറയുന്നത്. ലീനിയർ ആയിട്ട് കുറഞ്ഞു. സോ വി നോ ദാറ്റ് ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് വിൽ ഗീവ്സ് വർക്ക് ഡൺ. സോ ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യടാ, വർക്ക് കണ്ടുപിടിക്കാൻ പോകും. സോ വർക്ക് കണ്ടുപിടിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാനിതാ ഇവിടെ ഡോട്ട് വരയ്ക്കാം. ദിസ് വിൽ ബി ഡോട്ട്. ഇതൊക്കെ ഡോട്ടാക്കി എടുത്താൽ നോക്കുക, ഇതൊക്കെ ഡോട്ടാക്കി എടുക്കുകയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്ന സമയത്ത് ഇതൊരു വലിയ ട്രയാങ്കിൾ അല്ലേ, ഇതും ഒരു റെക്റ്റാങ്കിൾ, ഇതെന്താണ് ഒരു ട്രയാങ്കിൾ. സോ ഇതിൻ്റെ മൂന്നിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. സോ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ മൊത്തം എന്ന് പറയുന്ന സമയത്ത് 15 × 200 പ്ലസ് ഇതിൻ്റെ ഇത് പറയുന്ന സമയത്ത് ഇത് സ്ക്വയർ ആണ്. അപ്പം സ്ക്വയർ അല്ല, 30 × ഇവിടെ ഉണ്ടാവുന്നത് 100 ന്യൂട്ടൺ വരെയല്ലേ പോയിട്ട് 100 വരും. പ്ലസ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 1/2 × 100 ഡിഫറൻസ് 15 വരില്ലേ. 1/2 × 100 × 15 എന്ന് പറയുമ്പോൾ ഇത് 15, ഇത് 100. ഓക്കെ. സോ ഇത് അതാ വളരെ സിമ്പിൾ ഡയറക്റ്റ് സാധനമാണ്. 3000 1500 പതി 750 വരിക. അപ്പോൾ 6000 3000 100 × ഓ യെസ് ഡിഫറൻസ് എടുക്കണ്ട കേട്ടോ. ഡിഫറൻസ് 15 1500 ഇതിൻ്റെ ഡിഫറൻസ് ആട്ടോ. ഇതാണ് ഇവിടുത്തെ ഡിഫറൻസ്. 30 - 15 ആട്ടോ വരിക. സോ 3000 1500 4500 4500 പ്ലസ് 750 5250 ജൂൾ കിട്ടും. 5250 ജൂൾ എന്ന ആൻസർ ഓപ്ഷൻ ഡിയിലേക്ക് എത്തും. യെസ്, ഋഷികേശ് ആൻസറിൽ എത്തിയിട്ടുണ്ടല്ലോ. വെരി ഗുഡ്. കുറേ ആൾക്കാർ പെട്ടെന്ന് ചെയ്യുന്നുണ്ടേ. ദെൻ ഒരു ഡയറക്റ്റ് ചോദ്യം തരട്ടെ, പെട്ടെന്ന് പറയണേ. Sand is being dropped from a stationary dropper at a rate of 0.5 kg per second on a conveyor belt with a velocity 5 meter per second. The power needed to keep the belt moving with the same velocity. എടാ, ഒരു കൺവെയർ ബെൽറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഈ കൺവെയർ ബെൽറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സാൻഡ് ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. സാൻഡ് ഇങ്ങനെ വന്ന് വീഴുന്ന സമയത്ത് അതിൻ്റെ മാസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. സോ ഈ വന്ന് വീഴുന്ന മാസിൻ്റെ റേറ്റ് ആണല്ലോ dm/dt ആണ് ഇവിടുത്തെ 0.5. ഈ ബെൽറ്റ് മൂവ് ചെയ്യുന്ന സ്പീഡാണ് എത്രയാ, 5 മീറ്റർ പെർ സെക്കൻഡ്. സോ നമുക്കറിയാൻ പറ്റും ഇവിടെ മാസ് ഈസ് ചേഞ്ചിങ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ v × dm/dt ആണ്. v × dm/dt. സോ നിങ്ങൾ മനസ്സിലേക്ക് വരണം, വാട്ട് ഈസ് v ഹിയർ. v എന്ന് പറഞ്ഞാൽ 5 ആണ്. വാട്ട് ഈസ് dm/dt 0.5 ആണ്. സോ ദ ആൻസർ വിൽ ബി 2.5 ആയിരിക്കും. സോ ദ പവർ നീഡഡ് ടു കീപ് ദ ബെൽറ്റ് മൂവിങ് വിത്ത് ദ സെയിം വെലോസിറ്റി. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 2.5 ആണ്. അപ്പോൾ 2.5 ആകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പവർ എന്ന് പറഞ്ഞാൽ എന്താ വരിക, പവർ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ വെലോസിറ്റിയാണ്. ഫോഴ്സ് 2.5 ആണ്, വെലോസിറ്റി 5 ആണ്. സോ ദ ആൻസർ വിൽ ബി 12.5 വാട്ട് അല്ലേ കിട്ടുക. ഇതൊരു ഡയറക്റ്റ് ചോദ്യമാണ്. അപ്പോൾ ഡയറക്റ്റ് ചോദ്യങ്ങളും ചോദിക്കും. 2.5 × 5 12.5 എത്തുക. യെസ്, ഹായ് സനിൽ, മനസ്സിലായോ? $12.5 നോട്ട് 1.25. അതായത് 0.5 കിലോഗ്രാം പെർ സെക്കൻഡിലാണ് മൂവ് ആ ഡ്രോപ്പ് അതിലേക്ക് എന്ത് വരുന്നത്, സാൻഡ് വന്ന് വീഴുന്നത്. അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡാണ്. അതേ വെലോസിറ്റി കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സിൻ്റെ വെലോസിറ്റിയാണ്. സോ ഇവിടെ വന്ന് വീഴുന്ന സമയത്ത് ഇതിലുണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ v × dm/dt ആണ്. സോ 5 × 0.5 ദാറ്റ് വിൽ ഗീവ് 2.5. 2.5 × 5 ദ ആൻസർ ഈസ് 12.5. റൈറ്റ്? ക്ലിയർ അല്ലേ? ദെൻ ഈ ഒരു ചോദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ബൈ ഹാർട്ട് അറിയാമായിരിക്കും അല്ലേ? ഈ ഒരു ചോദ്യം ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് മൂവിങ് അലോങ് ദ x ആക്സിസ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി u I cap. ഇറ്റ് കൊളൈഡ്സ് ഇലാസ്റ്റിക്കലി വിത്ത് എ പാർട്ടിക്കിൾ ഓഫ് മാസ് 10m.
ഇത് 10m ആണ്, ഒരു m ആണ്. ആൻഡ് റെസ്റ്റ് ദെൻ മൂവ്സ് വിത്ത് ഹാഫ് ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി. അതിനുശേഷം അത് മൂവ് ചെയ്യുന്നത് ഹാഫ് ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജിയാണ്. സൈൻ θ1 ഇസ് ഈക്വൽ ടു √10 സൈൻ θ2 ആണെങ്കിൽ എന്താ വാല്യൂ ഓഫ് n ആണ് ചോദ്യം. ഇതൊരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് കേട്ടുള്ളൂ. ഇറ്റ്സ് എ ഈസി വൺ, വളരെ ഈസിലി നിങ്ങൾക്ക് പറയാൻ പറ്റും. നോക്കിയേ, സോ ഞാൻ ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇത് ഇടിച്ചതിന് ശേഷം പോകുന്ന സ്പീഡ് ഇത് v1 ആണ്, ഇത് v2 ആണെങ്കിൽ ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഒരു കോമ്പണൻറ്റ് കിട്ടും. വാട്ട്സ് കോമ്പണൻറ്റ് ഹിയർ? എം v1 cos θ1 വരും. താഴത്തുള്ള ആൾ മാസ് 10m ആയതുകൊണ്ട് 10m v2 cos θ2 എന്ന് കിട്ടും. ഇതിൽ ആർക്കും സംശയമൊന്നുമില്ല. ദെൻ ഇയാളെ കോമ്പണൻറ്റ് മുകളിലേക്ക് ഉണ്ടാവും, അതേപോലെ ഇവിടെ ഒരു കോമ്പണൻറ്റ് ഉണ്ടാവും. ഇയാളെ കോമ്പണൻറ്റ് എം v1 സൈൻ θ1 വരും. താഴത്ത് 10m ആണ് അതിൻ്റെ മാസ്, 10m v2 സൈൻ θ2 എന്ന് വരും. സോ എലോങ് y ആക്സിസ് നമ്മൾ മൊമെൻറ്റം സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എം v1 സൈൻ θ1 മുകളിലേക്ക്, താഴത്തേക്ക് എം 10 ഉണ്ട് കേട്ടോ, 10 ഉണ്ട്, ആ 10 മറക്കല്ല കേട്ടോ. 10m v2 സൈൻ θ2 ഇസ് ഈക്വൽ ടു 0. സോ എം v1 സൈൻ θ1 ഇസ് ഈക്വൽ ടു 10m v2 സൈൻ θ2. m കട്ട് ചെയ്താൽ നമുക്ക് എഴുതാം v1 സൈൻ θ1 ഇസ് ഈക്വൽ ടു 10 v2 സൈൻ θ2. ദിസ് ഇസ് ദ റിസൾട്ട്. v1 സൈൻ θ1 ഇസ് ഈക്വൽ ടു 10 v2 സൈൻ θ2. ദിസ് ഇസ് ദ റിസൾട്ട്. നമുക്കപ്പോൾ ഇവിടെ സൈൻ θ1ഉം സൈൻ θ2 നമ്മൾ റിലേഷൻ കിട്ടണമെങ്കിൽ ഇവിടെ v1ൻ്റെയും v2ൻ്റെയും വാല്യൂ അറിയണം. v1ൻ്റെയും v2ൻ്റെയും വാല്യൂ അറിയണം. സോ നമുക്കറിയാം ഇത് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്, സോ എനർജി കൺസേർവ്ഡ് ആണ്. സോ നമുക്കറിയാം എനർജി കൺസർവേഷൻ ഇക്വേഷൻ ചെയ്താണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് വാട്ട്സ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഇനീഷ്യൽ ടോട്ടൽ എനർജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് m × u² ആണ്. ദിസ് ഇസ് ദ ടോട്ടൽ എനർജി ഇനീഷ്യലി. കാരണം ഇയാൾ റെസ്റ്റിലാണ്, ഇയാൾക്ക് കൈനറ്റിക് എനർജി ഇല്ല, ഇവന് മാത്രമേ കൈനറ്റിക് എനർജി ഉള്ളൂ. ഇത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇടിക്ക് ശേഷം എന്താണ്, ഇടിക്ക് ശേഷം 10m എന്ത് ചെയ്യുന്നുണ്ട്, ഹാഫ് സ്പീഡ് പോകുന്നുണ്ട്. എടോ എനർജി കൺസേർവ്ഡ് ആണെങ്കിൽ 10m മാസ് ഉള്ള ആൾ ഹാഫ് സ്പീഡ് പോവുകയാണെങ്കിൽ ബാക്കി എനർജി ഹാഫ് എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റേവൻ്റെ സ്പീഡല്ലേ? മനസ്സിലായില്ല. ഒന്നുകൂടി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 10m ആദ്യത്തെ എനർജിയുടെ പകുതി എനർജിയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ബാക്കി പകുതി എനർജി ആയിട്ട് ആരാ മൂവ് ചെയ്യുക? m മാസുള്ള ബോഡിയല്ലേ. സോ ദിസ് ഈസ് ദ ബേസിക് ഐഡിയ. എനർജി കൺസർവേഷൻ അഗെയിൻ വരുന്നു. വളരെ കെയർഫുൾ ആയിട്ട് കേൾക്കുക കേട്ടോ. ഞാൻ പറയുകയാണ് കൈനറ്റിക് എനർജി ഓഫ് 10m മാസുള്ള ആളെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫാണ്, പകുതിയാണ്. ആരെ പകുതി പറയടാ, ആരെ പകുതി? ടോട്ടൽ കൈനറ്റിക് എനർജി, ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെ പകുതിയാണ്. ടോട്ടൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഹാഫ് mu² ആണ്. ഇത് 0 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ചെയ്താൽ, അപ്പോൾ ഈ കൈനറ്റിക് എനർജി ഓഫ് 10m എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ഇൻറ്റു 10m ഇൻറ്റു v1² ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് mu². ഹാഫ് ഓഫ് mu². ഇവിടുത്തെ ഹാഫ് എമ്മും ഈ ഹാഫ് എമ്മും കട്ട് ചെയ്താൽ 10 v1² ഇസ് ഈക്വൽ ടു u²/2 എന്ന് കിട്ടും. v1 ഇസ് ഈക്വൽ എന്ത് കിട്ടും? സോറി, ഇവിടെ v1 അല്ല നമ്മൾ എടുത്തിരിക്കുന്നത് v2 ആണ്. 10mൻ്റെ സ്പീഡ് ഞാൻ എടുത്തിരിക്കുന്നത് v2 ആട്ടോ. അപ്പോൾ v2 എന്നാക്കാം. അപ്പോൾ v2 മാറ്റാം. v2² ഇസ് ഈക്വൽ ടു u²/20 എന്ന് വരും. v2 ഇസ് ഈക്വൽ ടു u/√20. √20 എന്ന് പറഞ്ഞാൽ 2√5 ആയി. വളരെ ഈസി, സിമ്പിൾ. v2 കണ്ടുപിടിച്ചു. ഇനി ഇതേപോലെ നിങ്ങൾക്ക് v1 കണ്ടുപിടിച്ചൂടെ? എന്താണ് കൈനറ്റിക് എനർജി ഓഫ് മാസ് m മാസുള്ള ബോഡിയുടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ പകുതി മറ്റോന് കൊണ്ടുപോയാൽ, പകുതി 10m കൊണ്ടുപോയാൽ ബാക്കി പകുതി ഇവൻ്റെ അടുത്തല്ല ഉണ്ടാവുക. ഹാഫ് m ഇൻറ്റു u². സോ ഹാഫ് m v1² ഇസ് ഈക്വൽ ടു ഹാഫ് m u² വരും. ഈ ഹാഫ് എം കട്ട് ചെയ്താൽ v1² ഇസ് ഈക്വൽ ടു u²/2. v1 ഇസ് ഈക്വൽ ടു u/√2 എന്ന് കിട്ടും. ഇനി ഈ v1ൻ്റെയും v2ൻ്റെയും വാല്യൂ ആ ഇക്വേഷനിൽ കൊണ്ട് ചാർത്തറ. എന്താ കിട്ടുക? v1 എന്ന് പറഞ്ഞാൽ u/√2 സൈൻ θ1 ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു v2 എന്ന് പറഞ്ഞാൽ എന്താ? u/2√5 ഇൻറ്റു സൈൻ θ2. സോ u കട്ട് ചെയ്യാം. സൈൻ θ1 ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു √2/2√5 ഇൻറ്റു സൈൻ θ2. ഇത് കട്ട് ചെയ്താൽ ഇവിടെ 5 വരും. 5/√5 എന്ന് പറഞ്ഞാൽ എന്താ വരിക? √5. അപ്പോൾ √5 ഇൻറ്റു √2 സൈൻ θ2 ഇസ് ഈക്വൽ ടു സൈൻ θ1. സൈൻ θ1 ഇസ് √5 ഇൻറ്റു √10 വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? സൈൻ θ1 ഇസ് ഈക്വൽ √5 ഇൻറ്റു √10 √5 ഇൻറ്റു √2 √10 ഇൻറ്റു സൈൻ θ2. ദ വാല്യൂ ഓഫ് n ഈസ് 10. ദ വാല്യൂ ഓഫ് n ഈസ് 10. ഇവിടെ ഉപയോഗിച്ച ഐഡിയ എത്രയേ ഉള്ളൂ. ഇലാസ്റ്റിക് കൊളീഷൻ ആകുമ്പോൾ എനർജി കൺസേർവ്ഡ് ആണ്. ഈ ഇടി കൊണ്ടതിന് ശേഷം 10m പോകുന്നത് ഹാഫ് ഓഫ് ഇനീഷ്യൽ എനർജി ആണെങ്കിൽ m പോകുന്നത് അതിൻ്റെ ഹാഫ് ഓഫ് ഇനീഷ്യൽ എനർജി. പകുതി ഒരു എനർജി ഇയാൾക്കും ബാക്കി പകുതി ഇപ്പുറത്തും കിട്ടണം. അതാണ് എനർജി കൺസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഗിഡ്ലോസ്കി ക്വസ്റ്റ്യൻ ആട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
നിങ്ങൾ ചെയ്തല്ലോ യെസ് ഓർ നോ വേഗം പറയണേ. നിങ്ങൾ ചെയ്തല്ലോ? ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഇത് നോക്കേ. The initial mass of a rocket is 1000 kilogram. Calculate at what rate the fuel should be burned so that the rocket is given an acceleration of 20 meter per second square. The gases come out at a relative speed of 500 meter per second with respect to the rocket. അപ്പോൾ നമുക്കറിയാം യു റിലേറ്റീവ് ഈസ് ഗിവൺ, ദ ഗ്യാസസ് കം ഔട്ട് അറ്റ് സ്പീഡ്. അപ്പോൾ നമുക്ക് പഠിച്ച ഐഡിയ എന്താ? നമ്മൾ റോക്കറ്റിൽ നിന്ന് ഗ്യാസസ് ഇജക്റ്റ് ചെയ്യുന്ന സ്പീഡ് വരുന്ന സമയത്ത് മുകളിലേക്ക് ഒരു അപ്ത്രസ്റ്റ് ഉണ്ടാവും. ആ അപ്ത്രസ്റ്റിൻ്റെ ഇക്വേഷനാണ് V/dm/dt അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗ്യാസ്, ഈ ഒരു റോക്കറ്റിൻ്റെ മൊത്തം വെയിറ്റ് കാരണം താഴത്തേക്ക് ഒരു mg ഉണ്ടാവും അല്ലേ? മുകളിലേക്ക് ഒരു അപ്ത്രസ്റ്റ് ഉണ്ട്, താഴത്തേക്ക് വെയിറ്റ് ഉണ്ടാവും. ഇതിൻ്റെ മൊത്തത്തിലായിട്ടാണ് ഇത് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടുക. മുകളിലേക്ക് നമ്മൾ താഴത്തേക്ക് കൊടുക്കുന്ന വെയിറ്റ് ഉണ്ട്, താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ താഴത്തേക്ക് കൊടുക്കുന്ന ഫ്യൂവലിൻ്റെ താഴത്തേക്ക് കൊടുക്കുന്ന എക്സോസ്റ്റിൽ നിന്ന് വരുന്ന ഇജക്ഷൻ കാരണം റോക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. സോ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ വരിക? എഫ് മൈനസ് അപ്ത്രസ്റ്റ് മൈനസ് mg = m/a, V/dm/dt മൈനസ് mg = m/a. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ? V/dm/dt = m/g+a. സോ ജസ്റ്റ് ടേക്ക് ദ വാല്യൂസ്. എന്താ വേണ്ടത്? The gases come out at the relative speed of 500 meter. അപ്പോൾ gases come out the relative speed at V is given. അതാണ് റിലേറ്റീവ് സ്പീഡ് 500. dm/dt വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്യാസ് പുറത്തേക്ക് വരുന്ന റേറ്റ് ആണ് ചോദിച്ചത്, dm/dt ആണ് ചോദിച്ചിരിക്കുന്നത്. മാസ് ഓഫ് റോക്കറ്റ് ഈസ് 1000, g 10 ആണ്, ആക്സിലറേഷൻ 20 ആണ്, ദാറ്റ് വിൽ ഗിവ് 30. സോ ഈ രണ്ട് 0 കട്ട് ചെയ്യാം. അപ്പോൾ 300 വരും അല്ലേ? അപ്പോൾ 300/5 വരും. dm/dt = 300/5, that will give 60 kg/second. Answer is option D. Clear അല്ലേ? Answer is option D. Yes. അതേപോലെ ഒരു കണക്ഷനും കൂടിയുള്ള ക്വസ്റ്റ്യൻ കൂടി. A particle of mass m is projected with a speed u from the ground at an angle theta π/3 with respect to the horizontal. π/3 with respect to horizontal x-axis. When it has reached its maximum height, it collides completely inelastically with another particle of the same mass and velocity u. The horizontal distance covered by the combined mass before reaching the ground. Horizontal distance covered by the combined mass. അപ്പോൾ നിങ്ങൾ നോക്കണം, ഞാൻ ഇങ്ങനെ ഒരു ബ്ലോക്ക് വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. ഇവിടെ പ്രൊജക്റ്റൈൽ മോഷൻ സംഭവിക്കുന്നു. ഈ പ്രൊജക്റ്റൈൽ മോഷൻ സംഭവിച്ചത് ഇതിൻ്റെ മാക്സിമം ഹൈറ്റിലെത്തുന്നു. ഇവിടെ നിന്ന് വേറൊരാൾ ഈ സെയിം മാസുള്ള വേറൊരാൾ, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്യുന്ന ശേഷം എന്താ സംഭവിക്കുക? ഈ ഒരു പോയിന്റിൽ കൊളൈഡ് ചെയ്യുന്ന ശേഷം പിന്നെ ഇവിടെ വന്ന് വീഴുക ചെയ്യുക. ഇവിടെ നിന്ന് ശേഷം പിന്നെ എന്താ? ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ മോഷനാണ്. ഈ കൊളീഷന് ശേഷം ഇത് വന്ന് വീഴുന്നത് ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ മോഷനാണ്. ഈ ദൂരം എന്ന് പറഞ്ഞാൽ എക്സാ. ഈ ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്പീഡ് ഇൻറ്റു യു ഇൻറ്റു ടൈമാണ്. വാട്ട് ഈസ് ടൈം? u √2h/g. ഇതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ ഇവിടെ നിന്ന് രണ്ടാളുകളും കൂട്ടിയിടിച്ചതിന് ശേഷം രണ്ടാളുകളും ഒരുമിച്ച് വന്ന് വീഴാണ് ഇവിടെ അല്ലേ? സോ ഇവിടെ നിന്ന് താഴത്തേക്ക് വരുന്ന ദൂരം, ഇവിടെ നിന്നുള്ള ഹൊറിസോണ്ടൽ സ്പീഡ് യു കിട്ടണം. എങ്ങനെ യു കിട്ടും? ജസ്റ്റ് അപ്ലൈ മൊമെൻറ്റം കൺസർവേഷൻ. എന്താ മൊമെൻറ്റം കൺസർവേഷൻ? രണ്ടാളെയും മാസ് സെയിം അല്ലേ? ഇടിക്ക് ശേഷം രണ്ടാളും പോകുന്നത് ഒരുമിച്ചല്ലേ, 2m അല്ലേ? അപ്പോൾ നമ്മൾ ഏതാണ് ഇയാളെ മാസിൻ്റെ, ആദ്യത്തെ ആളുടെ മാസിനെ ഞാൻ എന്ത് ചെയ്തു? സെയിം മാസ്. രണ്ടിൻ്റെ യു എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇവിടെയാണ് യു എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിത് എന്തെടുക്കാം? വി എന്നെടുക്കാം. രണ്ടാൾ പിടിച്ചതിന് ശേഷം പോകുന്ന സ്പീഡ് വി, ഇതിൻ്റെ സ്പീഡ് യു ആണ്, ഇതിൻ്റെ സ്പീഡ് യു ആണ്. സോ നമ്മൾ പറയുന്നുണ്ട് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എത്തുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇയാളെ സ്പീഡ് അവിടെ വന്നിടിക്കുന്ന ഇയാൾ mu ആണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ ഉണ്ടാവുന്ന എന്താണ്? ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ ഏത് കോമ്പണൻറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ? വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്ന് പറഞ്ഞാൽ m × u cos 60 അല്ലേ? ഇവിടുത്തെ ആംഗിൾ പറയുന്നത് π/3 എന്ന് പറയുമ്പോൾ 60 ആണ്. വാട്ട് ഈസ് cos 60? 1/2. സോ mu/2 ആണ് ഒരാളെ സ്പീഡ്. ഏറ്റവും ടോപ്പിലെടുത്തുന്ന പ്രൊജക്റ്റൈൽ മോഷനിലുള്ള അയാളെ സ്പീഡ് mu/2. അപ്പുറത്ത് വന്ന് ഇടിക്കുന്ന ആളെ മൊമെൻറ്റം mu. ഇത് തമ്മിലുള്ള കൺസർവേഷൻ ചെയ്യുന്ന സമയത്ത് mu/2 + mu ബിഫോർ കൊളീഷൻ. ആഫ്റ്റർ കൊളീഷൻ രണ്ടാളും ഒരുമിച്ച് മൂവ് ചെയ്യുന്നു. അതിൻ്റെ സ്പീഡ് v ആണെങ്കിൽ mu/2 + mu എന്ന് പറയുമ്പോൾ 3mu/2 ആണ് 2mv. സോ v എന്ന് പറയുമ്പോൾ mm കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 3/4u എന്ന് കിട്ടും. ഇതാണ് ആഫ്റ്റർ കൊളീഷൻ.
ഈ രണ്ടാൾ പോകുന്ന സ്പീഡാണ് എത്ര 3/4u. സോ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ യു എത്രയാ 3/4u ഇൻറ്റു റൂട്ട് ഓഫ് ഇതല്ലേ മാക്സിമം ഹൈറ്റ്, ഇത് എച്ച് മാക്സ് അല്ലേ മാക്സിമം ഹൈറ്റ് എന്ന് താഴത്തേക്ക് വരുന്നല്ലേ. സോ ഇനി എച്ച് മാക്സിൻ്റെ ഇക്വേഷൻ എന്താ ആവും ചേട്ടാ, അവിടെ ഇക്വേഷൻ കൊടുക്കണം. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു 2g. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേ ഇത് കാൽക്കുലേഷനാണ്, പ്യുവർ കാൽക്കുലേഷൻ, വേറെ ഒന്നും ഒരു പരിപാടിയില്ല കേട്ടോ. അപ്പം അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 3/4u യു സ്ക്വയർ പുറത്തെടുത്താൽ യു വരും. ഇവിടെ ഓൾറെഡി ഈ 2 കട്ട് ചെയ്യാം. സൈൻ സ്ക്വയർ എടുക്കുന്ന സമയത്ത് അവിടെ ഈ 2 കട്ട് ചെയ്യാം. യു സ്ക്വയർ എടുക്കുമ്പോൾ യു പുറത്ത് വരും, ജി സ്ക്വയറിൽ ജി പുറത്ത് വരും, സൈൻ സ്ക്വയർ എടുക്കുമ്പോൾ സൈൻ തീറ്റ എന്ന് വരും. സോ 3u സ്ക്വയർ ഡിവൈഡഡ് ബൈ 4g. വാട്ട് ഈസ് സൈൻ 30? സൈൻ 60. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 അല്ലേ. ദാറ്റ് വിൽ ഗീവ് 3√3/8g യു സ്ക്വയർ. 3√3u സ്ക്വയർ ബൈ 8g. ഓപ്ഷൻ 1 അല്ലേ കിടക്കുന്നത്, ഓപ്ഷൻ 1 തന്നെ അല്ലേ 3√3u സ്ക്വയർ ബൈ 8g. യെസ്. Then a solid sphere and a solid cylinder of same mass and radius are rolling on a horizontal surface without slipping. The ratio of their radius of gyration ചോദിച്ചിരിക്കുന്നത്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം I is equal to mk square അല്ലേ, mk square. സോ വാട്ട് ഈസ് k? k എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിവൈഡ് ബൈ മാസ് ഇൻറ്റു റൂട്ട് ഓഫ് I/m വരിക k. സോ ഇവിടെ സ്ഫിയർ ആണ്, ഒന്ന് സിലിണ്ടർ ആണ്. അപ്പോൾ കെ ഓഫ് സ്ഫിയർ എന്ന് പറയുന്ന സമയത്ത് റൂട്ട് ഓഫ് I/mൽ വാട്ട് ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സോളിഡ് സ്ഫിയർ? ദാറ്റ് വിൽ ബി 2/5 mr²/m വരുമ്പോൾ √2/5r എന്നല്ലേ പറയാം. ദെൻ സോളിഡ് സിലിണ്ടർ ആവുന്ന സമയത്ത് √mr²/2 വരും അല്ലേ, m വരും. ദാറ്റ് വിൽ ഗീവ് r/√2 എന്നല്ലേ കിട്ടുക, r/√2. സോ ഇതിൻ്റെ ആൻസറിലേക്ക് ഇങ്ങ് എത്തിക്കൂടെ, യെസ്. ആൻസർ പറഞ്ഞൂടെ നിങ്ങൾക്ക് എന്താ വരിക? റേഷ്യോ എടുക്കുമ്പോൾ √2/5 ഡിവൈഡ് ബൈ √1/2. ഞാൻ എടുക്കുന്നില്ല ബിക്കോസ് കട്ട് ചെയ്ത് പോകും അല്ലേ. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ കിട്ടുക? √2/5 ഇൻറ്റു 2/1 4/5 വരും. 4ന് √2 2/√5 എന്ന് വരും. ആൻസർ 2:√x ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര വരും എന്നാണ് ചോദ്യം. എക്സിൻ്റെ വാല്യൂ 5 ആണ്. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. Then a car covers AB distance with first 1/3 at velocity v1, second 1/3 at velocity v2, last 1/3 with velocity v3. v3യും v1കളും തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. v1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദ ആവറേജ് വെലോസിറ്റി ഓഫ് ദ കാർ ഈക്വൽ ഡിസ്റ്റൻസ് കവറിങ് വിത്ത് ഡിഫറൻറ്റ് സ്പീഡ് ആകുമ്പോൾ ഈ 2 ഈക്വൽ ഡിസ്റ്റൻസുകളാണെങ്കിൽ 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 ആണ്. 3 ഈക്വൽ ഡിസ്റ്റൻസുകളാണെങ്കിൽ ആവറേജ് സ്പീഡിന് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി ഫോർ എ സ്ട്രേറ്റ് ലൈൻ ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി സെയിം. അതിൻ്റെ ഇക്വേഷനുകൾ മനസ്സിലേക്ക് വരണം. 3v1 v2 v3 ഡിവൈഡ് ബൈ v1 v2 പ്ലസ് v2 v3 പ്ലസ് v3 v1 v1 v2 പ്ലസ് v2 v3 പ്ലസ് v3 v1. അപ്പോൾ നമ്മൾ ഇത്രയും കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ചോദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കാണുന്നു എക്സാം മോഡൽ. ഈ ക്വസ്റ്റൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. അതിൻ്റെ മുകളിൽ പിന്നെ നിങ്ങൾ ഫർദർ ഇങ്ങനെ ആലോചിച്ച് കളിക്കൊന്നും വേണ്ട, വേഗം വാല്യൂ കൊടുക്കണം. എന്താ വരിക നോക്കുക? 3 ഇൻറ്റു v1 എന്ന് പറയുന്ന സമയത്ത് v1 എന്ന് എടുക്കുക, v2 എന്ന് പറഞ്ഞാൽ 2v1 ആണ്, v3 എന്ന് പറയുമ്പോൾ 3v1 ആണ്, ഡിവൈഡഡ് ബൈ v1 v2 v1 ഇൻറ്റു 2v1 പ്ലസ് 2v1 ഇൻറ്റു 3v1 പ്ലസ് 3v1 ഇൻറ്റു v1. അടുത്ത സ്റ്റെപ്പിൽ 3 ഇൻറ്റു 3 9 ഇൻറ്റു 18 v1 ക്യൂബ് ഡിവൈഡഡ് ബൈ 2v1 സ്ക്വയർ പ്ലസ് 6v1 സ്ക്വയർ പ്ലസ് 3v1 സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിൽ 18v1 ക്യൂബ് ഡിവൈഡഡ് ബൈ 11v1 സ്ക്വയർ വരും. v1 സ്ക്വയർ v1 ക്യൂബും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 18/11 v1 എന്ന് കിട്ടും. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് v1 ഇൻ ദിസ് ക്വസ്റ്റ്യൻ? v1 ദ വാല്യൂ ഇസ് ഗിവൺ ദാറ്റ് 11. അപ്പോൾ എന്തിനാണ് അവിടെ 11 കൊടുത്ത് മനസ്സിലായോ? എക്സാക്ട്ലി കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. സോ ദ ആൻസർ വിൽ ബി എത്ര കിട്ടും? 18 എന്ന് കിട്ടും. ആൻസർ വിൽ ബി 18. ഇനി ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏതറിയാം നിങ്ങൾക്ക്? ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന അതായത് എന്ന് ബിയിലേക്കുള്ള ദൂരം എക്സ് ആണ്, ബിന്ന് സിയിലേക്കുള്ള ദൂരം എക്സ് ആണ്. ചോദ്യം ഇതിൻ്റെ സ്പീഡ് v1, ഇതിൻ്റെ സ്പീഡ് v2. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റി ഫോർ ദിസ് ഡയറക്റ്റ് സെയിം മോഷൻ? എന്താ വരിക? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനുള്ള ചോദ്യം.
ഡയറക്റ്റ് ഇക്വേഷൻ 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ഇക്വേഷൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ അതിന് തൊട്ട് മുന്നത്തെ ഇയറിൽ ഏതൊരു ഇയറിൽ ചോദ്യം വന്നിട്ടുണ്ട്. സോ അത്രത്തോളം ഡയറക്റ്റ് ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട്. സോ നിങ്ങൾക്കത് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? പറയുന്നത് കാര്യം കിട്ടിയോ നിങ്ങൾക്ക്? കാര്യം കിട്ടി മക്കളെ. യെസ്, ഇതൊന്ന് പറ. An object is thrown vertically upward at its maximum height. Which of the following quantity becomes 0? ഏത് ക്വാണ്ടിറ്റി ഏറ്റവും മാക്സിമം ഹൈറ്റിൽ 0 ആവുക? ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് ത്രോ ചെയ്ത് ഏറ്റവും മാക്സിമം ഹൈറ്റിൽ ഒരു ക്വാണ്ടിറ്റി 0 ആണ്. ഏത് ക്വാണ്ടിറ്റിയാണ് 0 ആവുക? പറയൂ. യെസ്, ഏത് ക്വാണ്ടിറ്റി 0? പറയടാ, വേഗം പറ. ക്ലിയർ ആയോ? യെസ്, വെരി ഗുഡ്. ഏറ്റവും മാക്സിമം അതിൽ ആരാ 0 വരിക? മൊമെൻ്റ് ആയിരിക്കും 0 വരിക. നോക്കിയാൽ ഈ ടൈപ്പ് ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ഓർമ്മ വന്ന് നിങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റുന്നില്ലേ? ഈ ടൈപ്പ് ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ പെട്ടെന്ന് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊളിയാണ്, അടിപൊളിയാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നതിൻ്റെ അർത്ഥം. Then, what percentage of kinetic energy of a moving particle is transferred to stationary particle when it strikes the stationary particle of 5 times its mass, assuming the collision to be head-on elastic collision? ഇത് പഠിക്കേണ്ട സാധനം കേട്ടോ. അതായത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ ഈസ് ട്രാൻസ്ഫേർഡ് ടു സ്റ്റേഷനറി പാർട്ടിക്കിൾ. അതായത് ഒരാൾ വന്ന് മറ്റേ ആൾ വന്ന് ഇടിക്കുമ്പോഴേ എനർജി ഒരാളത് കുറയുന്നുണ്ട്. അതായത് ഇത്രയുള്ള ഐഡിയ. ഇവൻ്റെ കൈനറ്റിക് എനർജി, ഇവൻ്റെ മാസ് എം ആണ്. ഇവൻ്റെ മാസം എത്രയാണ്? 5m ആണ്. ഇതിൻ്റെ സ്പീഡ് u1 ആണ്, ഇതിൻ്റെ സ്പീഡ് u2 ആണെന്ന് വിചാരിക്കും. u2 റെസ്റ്റില്ല, ഇവൻ റെസ്റ്റില്ല. ഇവൻ വന്ന് ഇവനെ ഇടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇവനെ ഇടിച്ചതിന് ശേഷം ഇവൻ്റെ എനർജി കുറയും, ഇവൻ എനർജി കൂടുക ചെയ്യുക അല്ലേ? അതായത് ഇതിൻ്റെ മൊമെൻറ്റം mu1, ഇതിൻ്റെ മൊമെൻറ്റം എത്രയാണ് ഇയാൾ വന്ന് ഇതിനടിച്ചതിന് ശേഷം ഇയാളിൽ നിന്ന് എത്ര എനർജിയാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ചോദ്യം. എത്ര എനർജിയാണോ അങ്ങോട്ടേക്ക് പോകുന്നത് അതല്ലേ ഇവിടെ വന്ന നഷ്ടം, ലോസ് ഓഫ് എനർജി എന്നാ ചോദ്യം. അതായത് ഇയാൾ വന്നു ഇവനടിച്ചു, ഇവനടിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് എനർജി കൺസേർവ്ഡ് ആണെന്നൊക്കെ പറയണ്ടേ. ഏത് എനർജിയാണ് കൺസേർവ്ഡ്? ആഫ്റ്റർ കൊളീഷൻ, ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷന് ഉള്ള സമയത്തുള്ള ടോട്ടൽ എനർജിയാണ് കൺസേർവ്ഡ്. അതായത് ഇയാളെ എനർജി ഇവൻ്റെ എനർജിയും ബിഫോർ കൊളീഷനുള്ളത് കൂട്ടുക, ആഫ്റ്റർ കൊളീഷൻ എമ്മിൻ്റെയും അതേപോലെ 5m എനർജി കൂട്ടുമ്പോൾ അത് രണ്ട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അല്ലാതെ ഇൻഡിവിജ്വൽ പാർട്ടിക്കളുടെ മൊമെൻ്റ് എന്തല്ല കൺസേർവ്ഡ് ഒന്നല്ല, കൊളീഷൻ അതൊന്നല്ല പറയുന്നത്. ടോട്ടൽ എനർജി ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് ഈക്വൽ, ഓരോ ആളതും അല്ല. അപ്പോൾ നമ്മൾ പറയുന്നതേ ഉള്ളൂ, ഇവന് വന്ന് ഇതിനടിച്ചതിന് ശേഷം ഇവനിൽ നിന്ന് എത്ര എനർജി മറ്റൊന്ന് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പഠിപ്പിച്ചു തരാം. ഇത് ഞങ്ങൾ ബൈഹാർഡ് ചാമ്പിക്കും. അതായത് ട്രാൻസ്ഫർ മാത്രമല്ല, എത്ര എനർജി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അതിൻ്റെ ഫ്രാക്ഷൻ എത്ര ചോദിക്കുമ്പോൾ ഡെൽറ്റ കെ ബൈ കെ ഇതിൻ്റെ ഫ്രാക്ഷനാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ കൊടുക്കുക. 1 - m1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ. ഇത് ട്രാൻസ്ഫേർഡിൻ്റെ കേസ്. ഇനി ഡെൽറ്റ കെ ബൈ കെ റീറ്റെയിൻഡ് ബാക്കിയുള്ളതാണ് ചോദിക്കുകയാണെങ്കിൽ ഇത് മാത്രം m1 - m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്ഫർ ചെയ്തല്ലേ. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡെൽറ്റ കെ ബൈ കെ ട്രാൻസ്ഫേർഡ് ഈക്വൽ ടു 1 - m1 m ആക്കി എടുക്കുക, അല്ലെങ്കിൽ m1 5m ആയി, സ്ക്വയർ ആയതുകൊണ്ട് കുഴപ്പമില്ല. 5m - m ഡിവൈഡ് ബൈ 6m ഹോൾ സ്ക്വയർ എന്ന് വരും. 1 - 4m ബൈ 6m ഹോൾ സ്ക്വയർ വരും. m കട്ട് ചെയ്യുക, 2/3 വരും. 2/3ൻ്റെ സ്ക്വയർ 1 - 4/9 വരും. ദാറ്റ് വിൽ ഗീവ് 5/5 ഡിവൈഡ് ബൈ 9 വരും. ഇതാണ് അതിൻ്റെ ഫ്രാക്ഷൻ ഓഫ് എനർജി ട്രാൻസ്ഫേർഡ് ആണ് 5/9. പേഴ്സൻറ്റേജ് ആണ് ചോദിക്കുന്നതെങ്കിലോ, പേഴ്സൻറ്റേജ് ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ? പേഴ്സൻറ്റേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഡെൽറ്റ കെ ബൈ കെ ട്രാൻസ്ഫേർഡിൻ്റെ പേഴ്സൻറ്റേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ ×100 ചെയ്യാം, ×100. അപ്പോൾ എന്താ കിട്ടുക? 5/9 × 100 ദാറ്റ് വിൽ ഗീവ് 500/9. 50ൽ 9 5 ടൈംസ് പോകും. സോ ആപ്ഷൻ നോക്കുന്ന സമയത്ത് പിന്നെ 5 ഉണ്ടാവും, അതിന് 5. അപ്പോൾ 55.5% ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 55.5% ഈസ് ദ റൈറ്റ് ആൻസർ.
യെസ്, ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് നല്ല ഓർമ്മ ഉണ്ടെങ്കിൽ, ആ ഇക്വേഷൻ നിങ്ങൾക്ക് മൈൻഡിൽ നല്ല ഐഡിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡയറക്റ്റ് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, അതേപോലെ അത് കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ. The relation between t and distance x is given by, ഇതൊരു ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ മനസ്സിലേക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടി എടുത്താണ്. എ ആൻഡ് ബി ആർ കോൺസ്റ്റന്റ്, ദ ആക്സിലറേഷൻ ഈസ്, ഇങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ ടൈം ഈസ് ഗിവൺ ദാറ്റ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഐഡിയ ഇത്രയേ ഉള്ളൂ. ആക്സിലറേഷൻ ഇക്വേഷൻ മൈനസ് ഡി സ്ക്വയർ എക്സ് ഡി സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു വി ക്യൂബ്. ടൈം ഈസ് ഗിവൺ ദാറ്റ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ നിങ്ങളെ മനസ്സിലേക്ക് വരേണ്ട ഇക്വേഷൻ എന്താ? ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് ഡി സ്ക്വയർ ടി ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു വി ക്യൂബ്. സോ ഈ ഫംഗ്ഷൻ ടി ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സിനെ നിങ്ങൾ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ചെയ്യുമ്പോൾ കിട്ടുക 2ax പ്ലസ് ബി എന്നായിരിക്കും. അതിനെ ഡി സ്ക്വയർ ടി ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ 2a എന്നാണ് കിട്ടുക. സോ ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ മൈനസ് കൊടുക്കുക, 2a കൊടുക്കുക, വി ക്യൂബ് കൊടുക്കുക. ദ ആൻസർ ഈസ് മൈനസ് 2a വി ക്യൂബ് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഒറ്റയടി എത്താൻ പറ്റും. മൈനസ് 2a വി ക്യൂബ്, മൈനസ് 2a വി ക്യൂബ്, ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ കാണണം, അത് നിർബന്ധമാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു മനസ്സിലാക്കി വെക്കൂ. യെസ് 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 യെസ്. Then a ball is projected upward with an initial velocity of 50 meter per second at t is equal to 0. At t is equal to 2 seconds, another ball is projected vertically upward with the same velocity. At t is equal to, the second ball will meet the first ball. ഒരു ബോൾ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു, 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അടുത്ത ബോൾ വിടുന്നതെങ്കിൽ ഒരു ബോൾ മുകളിൽ പോയി താഴത്തേക്ക് വരുന്നു, ഇയാൾ മുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇവിടെ കൂട്ടിയിടിക്കുന്നു, മീറ്റ് ചെയ്യുന്നു അല്ലേ? ഇങ്ങനെ മീറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ആ മീറ്റ് ചെയ്യാനുള്ള സമയം എത്രയാണെന്ന ചോദ്യം. അപ്പോൾ ഒരു ബോൾ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയം ടി ആണെങ്കിൽ നമ്മൾ പറയുകയാണ് അതിൻ്റെ h1 എന്ന് പറഞ്ഞാൽ 50 ut മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ അല്ലേ? ut മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ബോൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 സെക്കൻഡ് കഴിയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പീഡ് സെയിം തന്നെയാണ്, 50 ഇൻറ്റു ടി മൈനസ് 2. 2 സെക്കൻഡ് കഴിയുക എന്ന് പറയുന്ന സമയത്ത് ടി മൈനസ് 2 എന്ന് എടുക്കുക, ടി മൈനസ് 2 ഹോൾ സ്ക്വയർ. അപ്പോൾ രണ്ടും മീറ്റ് ചെയ്യുന്ന ഹൈറ്റ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. കാരണം ഒരു ബോൾ ഇവിടുന്ന് മുകളിലേക്ക് പോയി, ഇവിടെ വന്ന് ഇവിടെ എത്തുന്നു, ഇവിടെ അടുത്ത ബോൾ ഇവിടെ എത്തുന്നു. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് ഈക്വൽ ആയിരിക്കണം. സോ h ഹൈറ്റിലാണ് ഇത് രണ്ടും ഈക്വൽ ആവുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? h1 ക്യാൻ ബി h2 ഈക്വൽ ചെയ്തൂടെ? h1 h2 ഈക്വൽ ചെയ്തൂടെ? ഒരു ബോൾ മുകളിലേക്ക് പോയി, താഴേക്ക് വരുന്നു, മറ്റേ ബോൾ ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്ത് ഇവിടെ രണ്ട് കൂട്ടിയിടിക്കുന്നു. ഈ കൂട്ടിയിടിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് സെയിം ആയിരിക്കും. സോ രണ്ടിൻ്റെ ഹൈറ്റ് ഈക്വേറ്റ് ചെയ്യുക, രണ്ടിൻ്റെ ഹൈറ്റ് ഈക്വേറ്റ് ചെയ്യുക, എല്ലാവരും ഹൈറ്റ് ഈക്വേറ്റ് ചെയ്യും. ഈ ചോദ്യം വന്നാൽ ഇതാണ് ഇതിൻ്റെ അപ്രോച്ച് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. 50 ഇൻറ്റു ടി എന്ന് പറയുന്ന സമയത്ത് 50t മൈനസ് 100 ഉണ്ടാവും, മൈനസ് ഹാഫ് ജി കോമൺ ആക്കി എടുത്താൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക, ടി മൈനസ് 2 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2 ദാറ്റ് വിൽ 40 പ്ലസ് 4 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ ഇതായി 50t കട്ട് ചെയ്യാം, മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 100 മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ പ്ലസ് ഹാഫ് ജി ഇൻറ്റു 40 പ്ലസ് 4g/2. ഇവിടെ മൈനസ് വരും അല്ലേ? 4g ഇതകത്തേക്ക് കയറുമ്പോൾ ഈ പ്ലസ് മാറി മൈനസ് ആവും, മൈനസ് 4g/2 റൈറ്റ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ കട്ട് ചെയ്യാം, മൈനസ് 100 ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 100 ആവും. ദെൻ ഈ 2 കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 2gt മൈനസ് 2g എന്ന് വരും അല്ലേ? സോ 2g കോമൺ ആക്കി എടുത്താൽ t മൈനസ് 1 ഇസ് ഈക്വൽ ടു 100 വരും. t മൈനസ് 1 ഇസ് ഈക്വൽ ടു 100/2g, g 10 ആക്കി എടുത്താൽ 10/2 5 വരും. t മൈനസ് 1 5 ആണെങ്കിൽ t is equal to 6. അടുത്ത ബോൾ ഇതിനെ മീറ്റ് ചെയ്യുക 6 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഒരു ബോൾ മുകളിലേക്ക് എറിയുമ്പോൾ ഉണ്ടാകുന്ന ഹൈറ്റിൻ്റെ ഇക്വേഷൻ ചെയ്താൽ രണ്ടാമത്തെ ബോൾ എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ട്, അപ്പോൾ ഇതിനെ t മൈനസ് 2 എടുക്കുക. എന്നിട്ട് ആ ഇക്വേഷൻസ് മീറ്റ് ചെയ്യുന്ന ഹൈറ്റ് സെയിം ആണെന്നുള്ള ഇക്വേഷൻസ് ഉപയോഗിച്ച് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തുക. ദെൻ ഇത് നോക്ക്, എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി 19 meter per second. From the top of a tower, the ball strikes the ground after 6 seconds. The height from the ground up to which the ball can rise will be. അപ്പോൾ നമുക്കറിയാം ഇതാണ്
ബിൽഡിംഗ് എന്ന് വിചാരിക്കും. ഇവിടെ നിന്ന് ഒരു ബോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു. ഈ ബോൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇത് മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴത്തേക്ക് തിരിച്ച് വരിക ചെയ്യുന്നത്. ഈ ഹൈറ്റാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഹൈറ്റിൽ എത്തുന്ന സമയത്ത് ഇതിൻ്റെ സ്പീഡ് 0 ആയിരിക്കും. ഏറ്റവും കല്ല് ബിൽഡിങ്ങിനെ മുകളിൽ കല്ല് മുകളിൽ കയറിനാൽ ഏറ്റവും ടോപ്പ് ഹൈറ്റിൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും ഏറ്റവും ടോപ്പ് ഹൈറ്റിലെ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇനി അവിടെ നിന്നുള്ള താഴത്തേക്കുള്ള ഹൈറ്റ് കണ്ടുപിടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ut പ്ലസ് ഹാഫ് GT² അല്ലേ ഫോർ ഡൗൺവേർഡ് മോഷൻ. u0 ആയതുകൊണ്ട് h is equal to half GT² ചെയ്താൽ മതി. സോ മുകളിൽ നിന്ന് താഴത്തേക്ക് എത്താനുള്ള സമയം കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? മുകളിൽ പോയി താഴത്തേക്ക് വരുന്ന സമയം 6 സെക്കൻഡാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ ഇവിടെ നിന്ന് മുകളിലേക്ക് എത്താനുള്ള സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2u/g ആണ്. എന്താണ് u/g ആണ്? സോ t is equal what is u? 19.6 g/9.8 അത് 2 സെക്കൻഡാണ്. എടാ മക്കളെ ഇവിടെ നിന്ന് മുകളിലേക്ക് എത്താൻ 2 സെക്കൻഡ് വേണം. മുകളിൽ നിന്ന് താഴത്തേക്ക് എത്താൻ 4 സെക്കൻഡ് വേണം. സോ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്ന് താഴത്തേക്ക് എത്താനുള്ള സമയം എത്രയാണ്? 4 സെക്കൻഡാണ്. സോ ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ 9.8 ഇൻറ്റു 8 വരും. ഓപ്ഷൻ നോക്കുമ്പോൾ ആൻസർ കിടക്കുന്ന ഫോം k/5 എന്നുള്ള ഫോർമാറ്റാണ്. ആൻസർ കിടക്കുന്ന ഫോം k/5. നമ്മൾ ഇതുവരെ കൺസെപ്റ്റ് വെച്ച് ചെയ്തു പോയി, പക്ഷേ ആൻസറിലേക്ക് എത്തിയിട്ടില്ല. ആൻസർ കിടക്കുന്നത് k/5 ആണ്. അപ്പോൾ താഴത്ത് 5 കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരും? മുകളിലും താഴത്തും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ 10 കയറി ഇവിടെ 98 ആക്കും. ഈ 8നെ ബൈ 10 വരും. 2 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 4 വരും, ഇവിടെ 5 വരും. അപ്പം 98 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 5 എന്നുള്ള ഫോർമാറ്റ് എത്തി. ഇനി നമുക്കറിയാം 98 ഇൻറ്റു 4 2 36 39 392 ഡിവൈഡ് ബൈ 5 എന്നുള്ള ആൻസറിലെത്തും. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ ഹിയർ? കെൻ്റെ വാല്യൂ 392 എന്നെത്തും. കെൻ്റെ വാല്യൂ എത്തും 392. യെസ് മകളെ ആ ഐഡിയ കിട്ടിയോ? ഇത് നോക്കണേ. എ ബോഡി ഓഫ് മാസ് 2 kg മൂവ്സ് അണ്ടർ എ ഫോഴ്സ് ഓഫ് 2i cap പ്ലസ് 3j cap പ്ലസ് 5k cap. It starts from rest was at the origin initially. After 4 seconds, its new coordinates are 8, b, 20. The value of b. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഒന്ന് ആൻസർ ചെയ്യൂ, എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യൂ. ഈ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് എല്ലാവരും എത്തൂ വേഗം. ഈ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് ഒന്ന് എല്ലാവരും വേഗം എത്തൂ. ഒന്ന് ആൻസറിലേക്ക് എത്തൂ വേഗം. യെസ്, നിങ്ങൾക്ക് എത്താൻ പറ്റും, ഈസിലി എത്താൻ പറ്റും. നമുക്കറിയാം എ ബോഡി ഓഫ് മാസ് 2 kg മൂവ്സ് അണ്ടർ എ ഫോഴ്സ് ഓഫ് 2i cap പ്ലസ് 3j cap പ്ലസ് 5k cap. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് വാസ് അറ്റ് ഇനീഷ്യലി ഒറിജിൻ. ആഫ്റ്റർ 4 സെക്കൻഡ് ന്യൂ കോർഡിനേറ്റ്സ് ആണ്. ആഫ്റ്റർ 4 സെക്കൻഡ് ന്യൂ കോർഡിനേറ്റ്സ് വരുന്ന സമയത്ത് മാസ് വന്നിട്ടുണ്ട്, ഫോഴ്സ് വന്നിട്ടുണ്ട്. സോ ആക്സിലറേഷൻ എന്നുണ്ടെങ്കിൽ f/m. സോ 2i പ്ലസ് 3j പ്ലസ് 5k cap ഡിവൈഡ് ബൈ 2 വരുമ്പോൾ നമുക്ക് i cap പ്ലസ് 3/2 j cap പ്ലസ് 5/2 k cap എന്ന് കിട്ടും അല്ലേ? i cap പ്ലസ് 3/2 j cap പ്ലസ് 5/2 k cap ഈസ് ദ ആക്സിലറേഷൻ. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആൻഡ് വാസ് അറ്റ് ഇനീഷ്യലി. അപ്പോൾ റെസ്റ്റിലായതുകൊണ്ട് ന്യൂ കോർഡിനേറ്റ്സ് പറയുമ്പോൾ എക്സ് ആണല്ലേ? എസ് ഇസ് ഈക്വൽ u0 ആയതുകൊണ്ട് ഹാഫ് a/t² എന്ന് വരും. എൻ്റെ വാല്യൂ വെക്ടർ ഫോമിൽ ചെയ്യാം. 3/2 5/2 k cap ഇൻറ്റു t². ടി എത്രയാ? 4 സെക്കൻഡ്. അപ്പോൾ അതിന് സ്കോർ എടുക്കുമ്പോൾ 16 വരും. കട്ട് ചെയ്താൽ ഇവിടെ 8 വരും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടും? 8i പ്ലസ് 3/2 ഇൻറ്റു 8 വരുമ്പോൾ 4 ഇൻറ്റു 3 12j പ്ലസ് 4 20k എന്ന് വരും അല്ലേ? അപ്പോൾ 8ഉം ബിയും 20 ആണ്. അതായത് 4 സെക്കൻഡ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കോർഡിനേറ്റാണ്. ആ കോർഡിനേറ്റ് പറയുമ്പോൾ 8 12 20 ആണ്. അപ്പോൾ 8b 20 ആവുന്ന സമയത്ത് ബീൻ്റെ വാല്യൂ അപ്പോൾ എത്രയാണ് വരിക? 12 ആയിരിക്കും. ബീൻ്റെ വാല്യൂ എത്രയാണ്? 12. ബീൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ? 12 ആയിരിക്കും. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞേ
A block of mass 5 kg is pushed in case and pulled in case by a force 20 Newton, making an angle of 30 degree with the horizontal as shown in figure. The coefficient of friction between the block and the floor is 0.2. The difference between acceleration of the block in case B and case A. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ പുഷിങ്ങും പുള്ളിങ്ങും. ഇപ്പോൾ പുഷിങ്ങും പുള്ളിങ്ങും ആവുന്ന സമയം നമുക്കറിയാം ഏകദേശം ഒരു ധാരണ അല്ലേ. സോ ഇവിടെ ഇയാൾ പുഷ് ചെയ്യാണ്. പുഷ് ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് 20 ആണ്. ഇവിടെ ആംഗിൾ 30 ആയതുകൊണ്ട് ഇത് 20 cos 30, ഇതെന്താ 20 sin 30, അതിൻ്റെ വെയിറ്റ് mg എന്ന് പറയുമ്പോൾ 5g, മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ വരും. ഇവിടെ നമ്മൾ 20 എടുക്കുമ്പോൾ ഇതിവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 30 ആണെങ്കിൽ 20 cos 30 ഇവിടേക്ക് വരും, നോർമൽ റിയാക്ഷൻ മുകളിലേക്ക് ഉണ്ടാവും. അതേപോലെ ഇവിടെ 20 sin 30 നോർമൽ റിയാക്ഷൻ മുകളിലേക്ക്, വെയിറ്റ് താഴത്തേക്ക്. രണ്ട് ഇക്വേഷനായിട്ട് സോൾവ് ചെയ്യാം. അതിന് മുന്നേ നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കണം. സോ വാട്ട് ഈസ് ഹിയർ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ N1 എന്ന് കൊടുക്കാം. N1 ഇസ് ഈക്വൽ ടു 5g എന്ന് പറഞ്ഞാൽ 50, 20 sin 30 1/2. സോ ഇവിടെ N1 ഇസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും. ഇവിടെ N2 പ്ലസ് 20 sin 30 എന്ന് പറയുമ്പോൾ sin 30 1/2 അല്ലേ. അപ്പോൾ N2 പ്ലസ് 10 ഇസ് ഈക്വൽ ടു 50. ഹിയർ N2 ഇസ് ഈക്വൽ ടു 40. ഫസ്റ്റ് കേസിൽ നോർമൽ റിയാക്ഷൻ 60 ആണെങ്കിൽ സെക്കൻഡ് കേസിൽ നോർമൽ റിയാക്ഷൻ 40 ആണ്. ഇനി വാട്ട് ഈസ് ആക്സിലറേഷൻ ഹിയർ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് മുന്നോട്ടേക്ക് പിടിച്ച് വലിക്കുമ്പോൾ ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് ഡിവൈഡ് ബൈ അപ്ലൈയിങ് ഫോഴ്സ് മൈനസ് ഒപ്പോസിങ് ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. സോ നമുക്ക് എഴുതാൻ പറ്റും വാട്ട് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഹിയർ? എഫ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇൻറ്റു എൻ ആണ്. അപ്പോൾ ന്യൂ ഇൻറ്റു എൻ ആണ്. ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ F1 എന്ന് പറഞ്ഞാൽ ന്യൂ ഇൻറ്റു N1 വരും. F1 എന്ന് പറഞ്ഞാൽ ന്യൂ ഇൻറ്റു N1 വരും. സോ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 20 cos 30 എന്ന് പറയുമ്പോൾ 10 ആണ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, മൈനസ് ന്യൂ എത്രയാണ് 0.2 ഇൻറ്റു ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ 60 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 5. ഇവിടെ ചെയ്യുന്ന സമയത്ത് 10 മൈനസ് 0.2 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 5 വരും. അടുത്ത കേസിൽ 10 മൈനസ് പോയിൻ്റ് പോകും 12 വരും. യെസ് 0.2 വരുന്ന സമയത്ത് 10 മൈനസ് വെരി സോറി അഗെയിൻ ദർ ഇസ് എ കാൽക്കുലേഷൻ മിസ്റ്റേക്ക്. ഞാൻ ചെയ്തെന്താ പറയുക നിങ്ങൾക്ക്, cos 30 എന്ന് പറഞ്ഞാൽ √3/2 അല്ലേ. ഇവിടെ ഒരു √3 മിസ്സായിപ്പോയി. ഞാൻ ജസ്റ്റ് sin 30 എന്നുള്ള ഫോർമാറ്റ് ചെയ്തു പോയി. ഇവിടെ ഒരു √3 ഉണ്ട്, അതേപോലെ ഇവിടെയും ഒരു √3 ഉണ്ട് കേട്ടോ. സോ 10 ഇൻറ്റു √3 മൈനസ് 12 ഡിവൈഡ് ബൈ 5 വരും. ഇവിടെ 10 ഇൻറ്റു √3 മൈനസ് 8 ഡിവൈഡ് ബൈ 5 വരും. 10 √3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.7 ആണ് √3. അപ്പോൾ 10 √3 എന്ന് പറയുമ്പോൾ 17.3 മൈനസ് 12 ഡിവൈഡ് ബൈ 5 വരും. ഇവിടെയും 17.3 മൈനസ് 8 ബൈ 5 വരും. 17.3 മൈനസ് 5 എന്ന് പറയുമ്പോൾ 5.3 ഡിവൈഡ് ബൈ 5 വരും. ഇവിടെ 9.3 ഡിവൈഡ് ബൈ 5 വരും. 5.3 ഡിവൈഡ് ബൈ 5 അപ്രോക്സിമേറ്റ്ലി 1 പോയിൻറ്റ് സംതിങ് ആയിരിക്കും. 9.3 അപ്രോക്സിമേറ്റ്ലി 1 പോയിൻറ്റ് സംതിങ് ആയിരിക്കും. സോ 1.3 അപ്പോൾ 5.3 ചെയ്യുന്ന സമയത്ത് 5.3 ഒരു പ്രാവശ്യം പോകും, പിന്നെ 0.3 പോകില്ല, അപ്പോൾ 0 ചെയ്തും 3ൽ 6 പ്രാവശ്യം പോകും, 1.06 വരും. 9.3 9ൽ ഒരു പ്രാവശ്യം പോകും, ബാക്കി 4.3 പോകില്ല. 4.3 പോകും, 4.3 പോകില്ല. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.8 വരും, റൈറ്റ്. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആക്സിലറേഷൻ സീക്വൽ എന്തിടാം? A2 മൈനസ് A1 അല്ലേ ചോദ്യം. 1.86 ആയിട്ട് 1.86 മൈനസ് 1.06 ദാറ്റ് വിൽ ഗിവ് 0.8 എന്ന് കിട്ടും. ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നല്ല ക്വസ്റ്റ്യൻ ആണ്. യെസ്. ദെൻ മൊമെൻ്റ് ഇത് എപ്പം സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. എന്ത്? പ്രൊജക്ഷൻ്റെ കേസ്, പ്രൊജക്ഷൻ്റെ പ്രോബ്ലം എപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് പ്രൊജക്ഷൻ എന്താണെന്ന് നല്ല വൃത്തിയിൽ മനസ്സിലാക്കി വെക്കാം. വെക്ടർ A ഈക്വൽ ടു 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് മൈനസ് k ക്യാപ്പ് ആണ്. വെക്ടർ B ഈക്വൽ ടു i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പ് ആണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കോമ്പണന്റ് ഓഫ് വെക്ടർ A അലോങ് വെക്ടർ B ആണ്. ഇത് വെക്ടർ B ആണ്, ഇത് വെക്ടർ A ആണ്, ദിസ് ഇസ് വെക്ടർ B. സോ ഇവിടെ തീറ്റെടുക്കുന്ന സമയത്ത് വിൻ്റെ ഡയറക്ഷനിലേക്ക് ഉണ്ടാകുന്ന വെക്ടർ എയുടെ കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ A cos തീറ്റയാണ്. ഏത് കോമ്പണൻ്റ്? A cos തീറ്റ. സോ നമുക്കറിയാം വെക്ടർ A ഡോട്ട് വെക്ടർ B എന്ന് പറഞ്ഞാൽ നമുക്കറിയാം AB cos തീറ്റ. നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചത് A cos തീറ്റയാണ്. A cos തീറ്റ എന്ന് പറഞ്ഞാൽ വെക്ടർ A ഡോട്ട് വെക്ടർ B ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ B ആണ്. സോ A cos തീറ്റയുടെ മാഗ്നിറ്റ്യൂഡാണ് ചോദ്യം. അപ്പോൾ ആദ്യം ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. എന്താ ഡോട്ട് പ്രൊഡക്റ്റ്?
2i into i വരുമ്പോൾ 2 വരും, 3 into 2 വരുമ്പോൾ 6 വരും, മൈനസ് 2 വരും, ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, ദാറ്റ് വിൽ ഗീവ് റൂട്ട് 9 3 വരും, ഇവിടെ 6/3, ദാറ്റ് വിൽ ഗീവ് 2. ആൻസർ ഈസ് 2 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇത് നോക്കടാ. അതായത് 3 വെക്ടേഴ്സ് വന്നിട്ട് വെക്ടർ ഒ എ പ്ലസ് വെക്ടർ ഒ ബി മൈനസ് വെക്ടർ ഒ സി ആണ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിതെങ്ങനെ ചെയ്യുക? ആദ്യം വെക്ടർ ഒ എ പൊസിഷൻ വെക്ടർ ചെയ്ത് ഓരോന്നിൻ്റെയും പൊസിഷൻ വെക്ടറിൻ്റെ ഇക്വേഷൻ. വെക്ടർ ഒ എ എന്ന് പറയുമ്പോൾ എന്താ വരടാ, ഈ എനെ 2 കോമ്പണൻസ് ആക്കി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എല്ലാത്തിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം. അപ്പോൾ 6 ആണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ടുണ്ടെങ്കിൽ കോസ് 30 ഐ ക്യാപ്പ് പ്ലസ് സൈൻ 30 ജെ ക്യാപ്പ് എന്ന് വരും. രണ്ടാമത്തെ എഴുതുമ്പോൾ ഒ ബി എഴുതുമ്പോൾ എന്താ വരിക? വാട്ട് ഈസ് ഒ ബി? ഒ ബി എഴുതുമ്പോൾ 6 ഇൻറ്റു കോസ് 60 ഐ ക്യാപ്പ് തന്നെ വരും, പക്ഷേ സൈൻ താഴത്തുകായതുകൊണ്ട് സൈൻ 60 മൈനസ് ജെ ക്യാപ്പ് എന്ന് വരും. ഒ സി എന്ന സമയത്ത് 6 ഇൻറ്റു കോസ് 45 മൈനസ് ഐ വരും, സൈൻ 45 ജെ തന്നെ വരും. അതിൽ വലിയ പ്രശ്നമില്ല. ആദ്യം വെക്ടർ സാധാ പൊസിഷൻ വെക്ടർ വെച്ചിട്ട് ഇക്വേഷൻ എഴുതാം. സോ വെക്ടർ ഒ എ എന്ന സമയത്ത് എന്ത് വരും? 6 ഇൻറ്റു വാട്ട് ഈസ് കോസ് 30? കോസ് 30 √3/2, √3/2 ഐ സൈൻ 30 1/2 ജെ ബൈ 2 എന്ന് കിട്ടും. വെക്ടർ ഒ ബി ഇതെങ്ങനെയാണ് ഐ ജെക്ക് എടുത്ത് നിങ്ങൾക്ക് അറിയാലോ. ഇതിനെ സോൾവ് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും, താഴത്തുള്ളതിനെ സോൾവ് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും, ഇതിനെ സോൾവ് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും. സോ അത് വെച്ചിട്ടാണ് ഞാൻ മൈനസ് ഐയും പ്ലസ് ഐയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. സോ ഒ ബി എന്ന് വരുമ്പോൾ എന്ത് വരും? 6 ഇൻറ്റു കോസ് 60 1/2, സോ ഐ ബൈ 2 സൈൻ 60 √3/2, അപ്പോൾ ജെ വരും. ഒ സി എന്താ വരിക? 6 ഇൻറ്റു കോസ് 45, അപ്പോൾ മൈനസ് 1/√2 പ്ലസ് 1/√2 ജെ എന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ ഒ എ പ്ലസ് ഒ ബി മൈനസ് ഒ സി ആണ് ചോദ്യം. അപ്പോൾ ഇത് മൊത്തം ആഡ് ചെയ്യുക. മൊത്തം ആഡ് ചെയ്യുമ്പോൾ ഒ എയും ഒ ബിയും ആഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? അപ്പോൾ ഇക്വേഷനിൽ കോമൺ ആയിട്ട് 6 കോമൺ ആക്കി എടുത്തിട്ട് √3/2 പ്ലസ് 1/2 മൈനസ് 1/√2 ഐ എന്ന് എഴുതാം, പ്ലസ് 6 കോമൺ ആക്കി എടുക്കട്ടെ. ജെ മൊത്തം ആഡ് ചെയ്യും. 1/2 പ്ലസ് √3/2 പ്ലസ് 1 മൈനസ് അല്ലേ, അപ്പോൾ അവിടെ മൈനസ് വരും. ആ മൈനസ് എന്തായിട്ട് മാറും? മൈനസ് ഇവിടെ പ്ലസ് ആവൂലേ. ഇതിൽ നിന്ന് ഇത് മൈനസാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ സൈൻ ഇവിടെ നെഗറ്റീവ് മൈനസ് ജെ ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇക്വേഷൻ ഇവിടെ മൈനസാണ് വരിക. ആ സൈന് ഉപയോഗിച്ചൊരു ഇക്വേഷൻ മൈനസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇക്വേഷൻ ഇനി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് √3/2 ഉണ്ടാവും, അതേപോലെ താഴത്ത് മൈനസ് 1/√2 ജെ ഉണ്ടാവും. സോ ഇതിൻ്റെ ടാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y ബൈ എക്സ് ആണ് വരിക. അപ്പോൾ y എന്താ? 1/2 മൈനസ് √3/2 മൈനസ് 1/√2 ഡിവൈഡ് ബൈ ഐ ജെ കോമണൻറ്റ് ഡിവൈഡ് ബൈ എക്സ് കോമണൻറ്റ്. എന്താ എക്സ് കോമണൻറ്റ്? √3/2 1/2 1/√2. ഇനി ഇതിൻ്റെ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 2 എടുത്ത് കളയുകയാണെങ്കിൽ എല്ലാത്തിനും മുകളിൽ താഴത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക? 1 മൈനസ് √3 മൈനസ് 2/√2 ദാറ്റ് വിൽ ബി √2 ഡിവൈഡഡ് ബൈ √3 പ്ലസ് 1 2/√2 അഗെയിൻ √2 ടാൻ ആൽഫ is equal to 1 മൈനസ് √3 മൈനസ് √2 ഡിവൈഡ് ബൈ √3 പ്ലസ് 1 പ്ലസ് √2. സോ അതാണ് നോക്കുന്ന സമയത്ത് ആൽഫ is equal to ടാൻ ഇൻവേഴ്സ് 1 മൈനസ് √3 മൈനസ് √2 ഡിവൈഡ് ബൈ 1 പ്ലസ് √3 പ്ലസ് √2. ഇതൊരു സാധാ മോഡൽ ചോദ്യം കേട്ടോ, ഡയറക്റ്റ് ഒരു ചോദ്യം. ദെൻ എ ബോഡി ഓഫ് മാസ് 10 kg. ഇത് കുറച്ച് ലെങ്തി ചോദ്യമാണ്, നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. A body of mass 10 kg is projected at an angle of 45 degrees with the horizontal. The trajectory of the body is observed to pass through a point 20,10. The t is the time of flight. Then the momentum vector at t is equal to e by √2. Momentum ആണ് ചോദിച്ചിരിക്കുന്നത്. What is momentum? Momentum എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റി. മാസിൻ്റെ what is velocity? Velocity u cos theta I cap plus u sin theta minus gt into j cap. മാസ് തന്നിട്ടുണ്ട്.
യു തന്നിട്ടുണ്ടോ? ഇല്ല. യു കണ്ടുപിടിക്കണം. എങ്ങനെ? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ട്രജക്ടറിയിൽ 2 പോയിന്റുകൾ എക്സ് വൈ കോർഡിനേറ്റ്സ് ഇസ് ഗിവൺ. സോ ട്രജക്ടറിൻ്റെ ഇക്വേഷൻ എല്ലാവരും മനസ്സിലേക്ക് വരണം. എന്താ ഇക്വേഷൻ? y is equal to x tan theta minus g divided by 2u square cos square theta into x square. In this question y is given that 10, x into x എത്രയാണ് തന്നിരിക്കുന്നത്? 20 ആണ്. 20 tan theta, theta is given that 45. അപ്പോൾ tan 45 1 minus g divided by g 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 എടുത്തോ. 2u square into cos 45 1 by root 2 cos square 45 1 by 2 into x. x എത്രയാണ്? 20. 20ൻ്റെ സ്ക്വയർ 400. ഈ 2 കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 10 is equal to 20 minus 4000 by u square. അപ്പോൾ 4000 by u square is equal to 20 minus 10, 10 വരും. സോ u square is equal to 400, u is equal to 20. ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് ട്രജക്ടറീൻ്റെ കോർഡിനേറ്റ്സ് വെച്ച് നമുക്ക് 20 എന്ന് കിട്ടി. ദെൻ ഇനി ടി കിട്ടണം. യു കിട്ടി, തീറ്റ കിട്ടി, മാസ് കിട്ടി. ഇനി ടൈം കിട്ടണം. ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ പകുതിയാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് അതിൻ്റെ ഇക്വേഷൻ എന്താ? 2u sin theta by g. അപ്പോൾ ടി ബൈ √2 ആണ് നമ്മുടെ ടൈം. അപ്പോൾ ഇവിടെ ഒരു √2 വരും. സോ 2 ഇൻറ്റു യു എത്രയാണ്? 20 ഇൻറ്റു സൈൻ 45 ഈസ് 1 by √2 ഇൻറ്റു ജി ഇൻറ്റു √2. √2 എന്ത് വരും? 2 വരും. √2 2 വരും. ആ 2 കട്ട് ചെയ്യുക, ഇവിടെ വരും. അപ്പോൾ എത്ര കിട്ടുക? 2 അല്ലേ വരിക? ടൈം ഓഫ് ഫ്ലൈറ്റ് ടി is equal to 4 by വെയിറ്റ്. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ ആദ്യം ടൈം ഓഫ് ഫ്ലൈറ്റ് ഉണ്ടിക്കാം. വാട്ട് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്? 2u sin theta by g. 2 into 20 by 10 into sin 45, that will be 1 by √2. 0 കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 4 by √2 എന്ന് കിട്ടും. 4 by √2. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 by √2 into √2, that will give 2 എന്നല്ലേ വരിക. സോ മാസ് ഈസ് ഗിവൺ ദാറ്റ് 10, യു ഈസ് ഗിവൺ ദാറ്റ് 20. 20 cos 45 1 by √2 i cap പ്ലസ് 20 sin 45 1 by √2 മൈനസ് 10 ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് 2 ഇൻറ്റു ജെ എന്ന് വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ √2 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 200 by √2. 200 by √2 എന്ന് പറഞ്ഞാൽ 100 √2 ഐ ക്യാപ്പ് പ്ലസ് 100 √2 മൈനസ് 200 ജെ ക്യാപ്പ് കിട്ടും. 100 √2 ഐ ക്യാപ്പ് പ്ലസ് 100 √2 മൈനസ് 200 ജെ ക്യാപ്പ് എന്ന് കിട്ടും. ആൻസർ പിക്ക് ചെയ്തോ. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ ഏരിയാസും എല്ലാ ടോപ്പിക്സും മെക്കാനിക്സിലൂടെ കടന്നു വരുന്ന എല്ലാ ഏരിയാസിലൂടെയും നമ്മൾ എന്ത് ചെയ്തു? കടന്നുപോയി. സോ ഇതാണ് നമ്മളെ മെക്കാനിക്സിൻ്റെ സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാക്സിമം ക്വസ്റ്റ്യൻസുകൾ. സോ ഇനി നിങ്ങൾ ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളെ മൈൻഡിൽ വേണം. ഈ ഒരു കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളെ മൈൻഡിൽ വേണം. സോ M.E.O എന്നുള്ള നമ്മുടെ സീരീസ് മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഒപ്റ്റിക്സിൽ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ട, വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട, ഇമ്പോർട്ടൻ്റായി മനസ്സിലേക്ക് വരേണ്ട ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. യെസ്, മോഡേൺ ഫിസിക്സ് ഉണ്ടാവുമോ എന്നോ, അതായത് ഈ ഒരു M.E.O ഐ മീൻ മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, അതേപോലെ തന്നെ ഒപ്റ്റിക്സ്, ഇവിടുന്ന് ചോദ്യങ്ങൾ ഭയങ്കരമായിട്ട് വരാറുണ്ട്. അതാണ് നമ്മൾ അതിനെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തരം തിരിച്ചിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? യെസ്, ക്വസ്റ്റ്യൻസുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ പറയാം, തുടക്കം മുതൽ അവസാനം വരെ ഇരുന്ന എല്ലാവരും, കുറേ ആളുകൾ ആ തുടക്കം മുതൽ അവസാനം വരെ കണ്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് ബീൻ എ ലോങ് സെക്ഷൻ. 8 മണിക്ക് തുടങ്ങിയാണ് 10, 12, 1 അല്ലേ. സോ 5 മണിക്കൂറോളം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ. സോ അത് നിങ്ങളെ എഫേർട്ടാണ്. ആ എഫേർട്ടിന് നിങ്ങൾക്ക് വളരെ ഈസിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസൾട്ട് ഉണ്ടാകാൻ പറ്റും. നിങ്ങളെ മനസ്സിലേക്ക് വേണ്ട ഇത്രയേ ഉള്ളൂ. 25-ാം തീയതി എക്സാം എന്ന് പറയുന്ന സമയത്ത് കുറച്ച് കൂളാവുക, പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക, കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവുക,
കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് ഇനിയുള്ള ദിവസങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി ഏതൊക്കെ ടോപ്പിക്കുകൾ സ്ട്രെസ് ചെയ്യണമെന്ന് ആലോചിച്ച് നമുക്ക് നന്നായിട്ട് അറിയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുകളൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല ഉഷാറായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് മൂവ് ചെയ്യുക. നമ്മളെല്ലാം നിങ്ങളെ കൂടെയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം നന്നായിട്ട് പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക, കോൺഫിഡൻസോടെ എക്സാം ഹോളിലേക്ക് കയറുക. നമ്മൾ പഠിച്ചത് മാത്രമേ എക്സാമിന് വരൂ എന്നുള്ള കോൺഫിഡൻസ് നിങ്ങളെ മൈൻഡിൽ സെറ്റ് ചെയ്യുക. നല്ല ഉഷാറായിട്ട് എക്സാം ചെയ്താൽ കേട്ടോ. സോ മോഡേൺ ഫിസിക്സ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ് ഗായ്സ്. നല്ല ഉഷാറായിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഗായ്സ്. ബൈ.